ദ മാസ്റ്റർ ബിൽഡർ പോലെ യൂറോപ്യൻ സാഹിത്യത്തിലേതടക്കം പല സാഹിത്യകൃതികളും മലയാളത്തിൽ സിനിമയായിട്ടുണ്ട്. ചിലതിലൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. വായന തന്നെയാണ് മലയാളിയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ആണിക്കല്ല് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നവംബർ 1 മുതൽ 7 വരെ നടക്കുന്ന നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 2ാം പതിപ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നവംബർ 1 മുതൽ 7 വരെ. നമസ്തേ. നവംബർ 1 മുതൽ 7 വരെ നിയമസഭാ സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 2ാം പതിപ്പിന് എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും കണക്ക് പഠിച്ചവരാണല്ലോ അല്ലേ? ഒന്നും കൂട്ടിയാൽ എത്രയാ? 2 ഉറപ്പാ? ആണോ? പക്ഷെ ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ 1 പറഞ്ഞ ഒരാളുണ്ടായിരുന്നു നമ്മുടെ സാഹിത്യത്തിൽ. അറിയോ? ആ വരട്ടെ. ബഷീറിന്റെ ആരാ അങ്ങനെ പറഞ്ഞ? ലോകത്തുള്ള എല്ലാ കണക്ക് മാഷന്മാരും ഒറ്റയടിക്ക് വെല്ലുവിളിച്ചൊരു ചോദ്യമായിരുന്നു അത്. ഒന്നും കൂട്ടിയാൽ ഒരിക്കലും 2 ആവില്ല. എന്തേ ആവുള്ളൂ? ഇമ്മിണി വലിയ 1 ആവുള്ളൂ എന്നാണ്. കാരണം ഞാനും നിങ്ങളും ചേർന്നാൽ എന്തായി? ഞാനും നിങ്ങളും ചേർന്നാൽ നമ്മളായി ഇല്ലേ? അല്ലേ? നമ്മളെല്ലാവരും ചേർന്നാൽ എന്തായി? നമ്മളൊന്നായി. നമ്മുടെ നാടൊന്ന്, രാജ്യം ഒന്ന്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയുമ്പോഴൊക്കെ അങ്ങനെ പറയാം. പക്ഷെ കണക്ക് മാഷ് മാത്രം എന്ത് പഠിപ്പിക്കും? ഒന്നും ചേർന്നാൽ 2 എന്ന് പഠിപ്പിക്കും. പക്ഷെ അതങ്ങനെയല്ല. ഇമ്മിണി വലിയ 1 എന്ന് പഠിപ്പിച്ച ഒരു മഹാനായ കഥാകാരനാണ് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. കഥ കേൾക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? വായിക്കാൻ ഇഷ്ടമാണോ? വായിക്കാൻ ഇഷ്ടമാണോ? ബഷീറിൻ്റെ ഒരു കഥ നമുക്ക് വായിച്ചു നോക്കാം. കഥയുടെ പേരെന്താണെന്നറിയോ? ഭൂമിയുടെ അവകാശികൾ. ബഷീർ ഒരു 2 ഏക്കർ സ്ഥലം വാങ്ങി. സ്ഥലം വാങ്ങുമ്പോൾ വാങ്ങിയ ആളുടെ ആണല്ലോ സ്ഥലം. സംശയമുണ്ടോ? ഇല്ല അല്ലേ? പൈസ മുടക്കിയ ആളുടെ ആണല്ലോ സ്ഥലം അല്ലേ? അപ്പോൾ അയാൾ അതിന് ചുറ്റും മതിലൊക്കെ കെട്ടി, വേലിയൊക്കെ കെട്ടി, ഇതെൻ്റെ വീടാണ്, എൻ്റെ പറമ്പാണ് എന്ന് അല്ലേ പറയാതെ പറഞ്ഞ്, അല്ലേ? എവിടെയും പറയൊന്നുമില്ല, എന്നാലും അത് എൻ്റെയാണ് എന്ന് സ്ഥാപിക്കലാണ്. അതെൻ്റെ വീടാണ് എന്ന് പറയൽ അല്ലേ? അങ്ങനെ ബഷീറിനും കിട്ടി സ്വന്തമായിട്ടൊരു സ്ഥലം. ബഷീർ പണം കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ ആ സ്ഥലത്തിൽ അങ്ങനെ ഗമയിൽ ബഷീർ ഇരിക്കുകയാണ്. ഇത് എൻ്റെ മണ്ണാണ്, എൻ്റെ ഭൂമിയാണ്, എൻ്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഭൂമിയിൽ ഗമയിൽ ബഷീർ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോരുത്തരായിട്ട് ആ പറമ്പിലേക്ക് ഇങ്ങനെ വരികയാണ്. ആരും ചോദിച്ചിട്ടല്ല, കോളിംഗ് ബെല്ല് അടിക്കണില്ല, ഒന്നുമില്ല. തോന്നിയോണം കയറി ഇങ്ങനെ വരികയാണ്. ഒരാളോടും ബഷീറിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഇതെന്തൊരു കഷ്ടമാണ്. ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിയ എൻ്റെ മണ്ണിലേക്ക് എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ കയറി വരിക. ഭൂഗോളത്തിൽ ചിരിപ്പിടിയോളം ഭാഗത്തിൻ്റെ ആജീവനാന്ത അവകാശിയായി തീർന്നതോടെ ഭാവി ജീവിതം സുരക്ഷിതമായി എന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ചു. സംഭവം 2 ഏക്കർ തെങ്ങും പറമ്പാണ്. നന്നാക്കി സ്റ്റൈലാക്കാൻ കഴിയുന്ന ഒരു പഴയ വീടുമുണ്ട്. തേങ്ങ വിറ്റ് എല്ലാ ജീവിതാവശ്യങ്ങളും നേടാം. കുറേ മാവുകളും 2 വരിക്കപ്ലാവുകളുമുണ്ട്. വീട്ടാവശ്യത്തിനുള്ള വിറക് പറമ്പിൽ നിന്ന് കിട്ടും. പുരാതനമായ ഒരു കിണറുമുണ്ട്. നല്ല വെള്ളം സുലഭം. അപ്പോൾ ഏറ്റവും ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറും ബഷീർ വാങ്ങിയ ഈ പറമ്പിലുണ്ട്. അങ്ങനെ ബഷീർ ഈ പറമ്പിനെക്കുറിച്ച്, അതിലില്ലാത്ത മരങ്ങളൊന്നുമില്ല, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ പറമ്പിൽ, ആ വീട്ടിൽ, ആ കുഞ്ഞു വീട്ടിൽ ജീവിതം തുടങ്ങുകയാണ്.
പുലയനൊരു പള്ളി പറയാനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. പുലയനൊരു പള്ളി പറയാനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും, പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല. പുലയനൊരു പള്ളി പറയാനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. മുന്നിൽ കൂനകളക്ഷരങ്ങൾ, ഇവയിൽ ഞാൻ ഏതു വായിക്കണം? മുന്നിൽ കൂനകളക്ഷരങ്ങൾ, ഇവയിൽ ഞാൻ ഏതു വായിക്കണം? കണ്ണിൽ വീഴ്വു കലാപവും കലഹവും, ഞാൻ എന്തു വായിക്കണം? എന്നിൽ ഞാൻ ഒരിടം തിരഞ്ഞു വിരയെ, ഞാനെങ്ങ് വായിക്കണം? എന്നിൽ ഞാൻ ഒരിടം തിരഞ്ഞു വിരയെ, ഞാനെങ്ങു വായിക്കണം? തന്നിൽ തന്നെ രമിക്കയാണഖിലരും, ഞാൻ ആരെ വായിക്കണം? തന്നിൽ തന്നെ രമിക്കയാണ് അഖിലരും, ഞാൻ ആരെ വായിക്കണം? തമ്മിൽ തമ്മിലിണക്കമറ്റ ലിപികൾ, താനം ചിലമ്പും സ്വരം, സമ്മിശ്രശ്രുതി സന്ധിബന്ധ വിധുരം, ഭഗ്നക്രമം ദുശ്രവം. തമ്മിൽ തമ്മിലിണക്കമറ്റ ലിപികൾ, താനം ചിലമ്പും സ്വരം, സമ്മിശ്രശ്രുതി സന്ധിബന്ധ വിധുരം, ഭഗ്നക്രമം ദുശ്രവം. ദുർമേധസ്സും അബദ്ധ്യരൂക്ഷരുചിയും കൂട്ടിത്തരും വാചകം, സമ്മോഹാസ്ത്ര വിഷപ്രയോഗം. ഇവിടെ തെന്നുന്നു വീഴുന്നു ഞാൻ. ആരും തെന്നാതിരിക്കട്ടെ, വീഴാതിരിക്കട്ടെ. നല്ല വാക്ക് നല്ല രീതിയിൽ എല്ലാവരും പ്രയോഗിക്കുമാറാകട്ടെ. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം KLIBF സെക്കൻഡ് എഡിഷൻ 2023 നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരം കേരള നിയമസഭാ സമുച്ചയത്തിൽ വെച്ച് നടക്കുന്നു. വിളവെടുപ്പിന്റെ കർഷകന്റെ സന്തോഷത്തിനൊപ്പമായാണ് ചോനാഞ്ചോറിയട്ടോ തന്തണി കൊട്ടി പാടട്ടോ, ചോനാഞ്ചോറിയട്ടോ തന്തണി കൊട്ടി പാടട്ടോ, പെണ്ണിൻ്റെ തിരുപ്പടമോടു പറ്റി പറ്റി കയറുന്ന ചോന, തിരുപ്പടമോടു പറ്റി പറ്റി കയറുന്ന ചോന, മരത്തും മൂട്ടിയിരിക്കുന്ന ചോന കള്ള ചോന, മരത്തും മൂട്ടിയിരിക്കുന്ന ചോന കള്ള ചോന, ഗരിയിലെ അടിയിരിക്കുന്ന ചോന കള്ള ചോന, പെണ്ണിൻ്റെ തിരുന്നഞ്ചോടു പറ്റി
പറ്റി കേർണ ചോന നെഞ്ഞോട് പറ്റി കേർണ ചോന ചോനാൻ ചോറിയട്ടോ തന്തണി കൊട്ടി പാടട്ടോ കേട്ടോ തന്തണി കൊട്ടി പാടട്ടോ പെണ്ണിൻ്റെ തിരുത്തലയോട് പറ്റി കേർണ ചോന. ബുക്സ് എന്ന് പറയുന്നത് ട്രഷേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു ആയുഷ്കാലം മുഴുവനല്ല, ആ അറിവ് നിങ്ങൾക്ക് അടുത്ത തലമുറയിലേക്കും പകർന്ന് നൽകാനുള്ളൊരു ട്രഷറാണ്. നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവർ, മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു തരുന്ന കഥകൾ, ഇപ്പോൾ എനിക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു തന്ന കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വായിക്കാൻ പഠിച്ചത്. പക്ഷേ ഇന്നത്തെ തലമുറ എല്ലാം ഡിജിറ്റലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും പോലും കൂടുതലും മൊബൈലിലും കമ്പ്യൂട്ടറിലും ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞു തരാൻ കഥകൾ കുറവായിരിക്കും, പറഞ്ഞു തരാനുള്ള സമയം ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളത് അവസരം വിട്ടുകളയരുത്. നിങ്ങളത് ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. വായിച്ച് വളരുക, വായിച്ച് അറിയുക, ലോകത്തെ അറിയുക. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദ. നമുക്കറിയാം, നാമൊക്കെ ചൂടിനോട് അടുത്ത് തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ചൂട് നമ്മെ പൊള്ളിക്കുന്നത് ഓരോ വർഷം പിന്നിടുമ്പോഴും കൂടിക്കൂടി വരികയാണ്. ഇത് മലയാളിയുടെ മാത്രം അനുഭവമല്ല, ലോകം മുഴുവൻ ചൂടിൽ വിയർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നത് പലതരത്തിലുള്ള പാരിസ്ഥിതിക പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ വ്യക്തമായി ഒരു ചിത്രമുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും തിരുത്തപ്പെടാത്ത വിധം നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു പ്രതിസന്ധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന്, അതും ചെറിയ കുട്ടികളിൽ നിന്ന് ഈ അവബോധം രൂപപ്പെട്ടാൽ മാത്രമേ ഇനിയുള്ള ലോകത്തെ, ഈ ഭൂമിക്ക് ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ അക്ഷരത്തിലേക്ക് കൊണ്ടുവന്ന് കുട്ടികളുമായി സംവദിക്കുകയാണ് എഴുത്തുകാരനായ പി.കെ. സുധി. ഒരുപക്ഷെ മലയാള ബാലസാഹിത്യ ശാഖയ്ക്ക് വളരെ ഗൗരവമായ ഒരിടപെടൽ. യഥാർത്ഥത്തിൽ ബാലസാഹിത്യ ശാഖ വളരെ എന്താ പറയുക, ശാസ്ത്രീയമായിട്ട് വളരെ ഗൗരവമായിട്ട് കാണുന്ന വളരെ ചുരുക്കം എഴുത്തുകാരാണ് നമുക്കുള്ളത്. ആ ശ്രേണിയിലേക്ക് വളരെ ഗൗരവമായിട്ട് കുട്ടികളിലേക്ക് വിജ്ഞാനവും പുതിയ കാലത്തെ ചിന്തകളുമൊക്കെ തൻ്റെ സർഗാത്മക സാഹിത്യത്തിലൂടെ സന്നിവേശിപ്പിക്കാൻ വളരെ സൂക്ഷ്മമായി തൻ്റെ സബരിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എഴുത്തുകാരനാണ് പി.കെ. സുധി. അദ്ദേഹത്തിൻ്റെ ആഗോള താപനം, പൊരുളും ആക്ടിവിറ്റിയും എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഞാൻ അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിലും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ ബാലസാഹിത്യം, കഥാകൃത്ത്, അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മുടെ പുതിയ കാലത്തിൻ്റെ അടയാളമായ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരങ്ങൾ ലഭിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരൻ, പ്രിയമിത്രം S.R. ലാലാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് രാജ്യത്താണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. ഈ പുസ്തകം എന്തുകൊണ്ടും ഏറ്റുവാങ്ങേണ്ടത് അദ്ദേഹം തന്നെയാണ്. കാരണം പരിഷത്ത് എന്ന സംഘടന ഈ ബോധവൽക്കരണത്തിൽ നിരന്തരം ഇടപെടുന്നത് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ അല്പമെങ്കിലും ഈ ഇത്തരം കാര്യങ്ങളിൽ അവബോധമുണ്ടാവുന്നത് പരിഷത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തികച്ചും ഉചിതമായ കരങ്ങളാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി, കാരണം നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഒരു പരിമിതി നമുക്കറിയാം, വളരെ സമയക്കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ
ഈ ചടങ്ങിന് അധ്യക്ഷൻ നന്ദി അങ്ങനെയൊക്കെയുള്ള വളരെ വിപുലമായ ആളുകളുടെ ഒരു സാധ്യത കുറച്ച് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ആൾ ഏറ്റുവാങ്ങുന്നവർക്കൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നമ്മളോട് സംവദിക്കാൻ അവസരമുണ്ടാകണമെന്നൊരു താല്പര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ഞാൻ എസ് ആർ ലാലിനെയും രാജ്യത്തിനെയും ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് എസ് ആർ ലാൽ നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ PK സുധിയുടെ ആഗോളതാപനം പൊരുളും ആക്ടിവിറ്റിയും എന്ന പുസ്തകം ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. ഇതിൽ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട്. അതിലെ ഒരു കാര്യം, സുധി എന്ന് പറയുന്ന ദീർഘനാളത്തെ ബന്ധമുള്ള ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ അവസരം കിട്ടിയതിലുള്ള ഇതാണ് ഒന്നാമത്തെ കാര്യം. ഞങ്ങളൊക്കെ എഴുതാൻ ആഗ്രഹിച്ച് നടക്കുന്ന കാലത്ത് PK സുധി എന്ന് പറയുന്ന കഥാകൃത്തിൻ്റെ കഥകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചു വരികയും അത് ഏറെ കൗതുകത്തോടെയും അത്ഭുതത്തോടെയൊക്കെ വായിച്ചു പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് കഥകളിൽ മാത്രമല്ല, ത്രുടി പോലുള്ള ശ്രദ്ധേയമായ നോവലുകൾ, കഥകൾ, ബാലസാഹിത്യം, അങ്ങനെ വളരെ വിപുലമായൊരു എഴുത്ത് രീതി ഇല്ലെങ്കിൽ എഴുത്തിൻ്റെ വിവിധ മേഖലയിലൂടെ കടന്നു പോകാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെയധികം ശ്രദ്ധേയമാണ്. പക്ഷേ വളരെ ഒതുങ്ങിക്കൂടി മറ്റൊരാളുടെയും ശ്രദ്ധയിലേക്ക് താൻ വരണമെന്ന് പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ ഒതുങ്ങിക്കൂടി എഴുത്ത് മാത്രമാണ് നിങ്ങൾക്ക് തരാനുള്ളത്, ഇല്ലെങ്കിൽ പുസ്തകം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് തരാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് മാറി നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് സുധി. ആ സുധിയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം എത്രയോ നാളായി മണിശങ്കറുമായിട്ട് ദീർഘകാലത്തെ സൗഹൃദവും ബന്ധവുമൊക്കെ ഉള്ള ഒരാളാണ്. അതൊരു വെറുമൊരു പുസ്തക പ്രസിദ്ധീകരണശാല എന്നതിലുപരിയായി, ഇല്ലെങ്കിൽ ലാഭം മാത്രം കണ്ടുകൊണ്ട ഒരു സ്ഥാപനം എന്നുള്ളതിൽ ഉപരിയായി നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മണിശങ്കർ നടത്തുന്ന ശ്രമത്തിനെ ഞാൻ വളരെ താല്പര്യത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. PK സുധിയുടെ ഈ പുസ്തകം ആഗോളതാപനം പൊരുളും ആക്ടിവിറ്റിയും എന്ന് പറയുന്ന പുസ്തകം ഈ ബാലസാഹിത്യ ശാഖയിൽ, ഇല്ലെങ്കിൽ കുട്ടികളുടെ എഴുത്ത്, ഇല്ലെങ്കിൽ കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ എന്ന രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് മലയാളത്തിൽ ബാലസാഹിത്യം എന്ന് പറയുന്ന ശാഖ തന്നെ 10,000-25,000 പുസ്തകങ്ങളിൽ താഴെ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. 25,000 പുസ്തകങ്ങൾ താഴെ മാത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള ഒരു ശാഖ, 1000-ൽ താഴെ എഴുത്തുകാർ മാത്രമുള്ള ഒരു ബാലസാഹിത്യ ശാഖ. ഈ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളിൽ തന്നെ ഏറെയും പുനരാഖ്യാനങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച, കവിതകൾ ധാരാളമായി കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു വരുന്ന അവസ്ഥ. പക്ഷേ അവിടെയൊന്നും തന്നെ ബാലസാഹിത്യത്തിലെ ശാസ്ത്ര ശാഖ ഇല്ലെങ്കിൽ ശാസ്ത്ര ചിന്ത ഉണർത്തുന്ന പുസ്തകങ്ങളുടെ എണ്ണം വളരെ വളരെ പരിമിതമാണ്. അക്കാര്യത്തിൽ പിന്നെയും ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ഒരു സ്ഥാപനം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അത്തരം ചില മേഖലകളിൽ മാത്രമാണ് ബാലസാഹിത്യത്തിൽ ശാസ്ത്രാവബോധത്തിൻ്റെ
കാര്യത്തിലെ കടന്നുവരവ് എന്നുള്ള ഒരു ദയനീയമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അത്തരമൊരു സ്ഥലത്തേക്കാണ് PK സുധിയുടെ ആഗോളതാപനം പൊരുളും ആക്ടിവിറ്റിയും എന്ന് പറയുന്ന വളരെ മനോഹരമായി എഴുതിയിരിക്കുന്ന ഈ പുസ്തകം കടന്നു വരുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, സുധി ബാലസാഹിത്യകാരൻ മാത്രമല്ല എന്നുള്ളതാണ്. അപ്പോൾ സർഗസാഹിത്യം നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള ഒരു എഴുത്തുകാരൻ ബാലസാഹിത്യം ഇല്ലെങ്കിൽ ബാലസാഹിത്യത്തിനുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ഒരു അവബോധമുണ്ടാക്കുന്ന ഒരു പുസ്തകം എഴുതുന്ന ഒരു പ്രത്യേകത, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു വായനാസുഖം, കുട്ടികളിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരു രചനാ ശൈലിയും കൗതുകവും എല്ലാം തന്നെ ഈ പുസ്തകത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൊച്ചുകുട്ടികൾക്ക് നമ്മൾ കയ്പുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് തേനിറ്റിച്ച് കൊടുത്തിട്ടാണ് പിന്നെ മരുന്ന് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ പുറകെ വീണ്ടും കുറച്ച് തേൻ കൊടുക്കാറുണ്ട്. അതുപോലെ തേനിറ്റിച്ച് കൊടുത്തുകൊണ്ട് ആഗോളതാപനത്തിൻ്റെ എന്താണ് നമ്മുടെ വർത്തമാനകാലത്ത് വലിയൊരു ഭവിഷ്യത്തായി മാറുന്നത് എന്നുള്ളതിനെപ്പറ്റി വളരെ ചിന്തോദ്ദീപകമായ രീതിയിൽ, വളരെ സരളമായ രീതിയിൽ, കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിനകത്ത് സുധി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു മീനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിൽ കൂടി ആഗോളതാപനത്തിൻ്റെ ഭവിഷ്യത്തുകളെ നോക്കിക്കാണാനുള്ളൊരു ശ്രമമാണ് സുധി നടത്തിയിരിക്കുന്നത്. അതിൽ ഹിമക്കരടികളുടെ മരണവും നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഭൂമിയിലെ അളവും അതെങ്ങനെയാണ് ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെപ്പറ്റിയും ഇതിനെ കടന്നു പോകാൻ, ഇതിനെ അതിജീവിക്കാനായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ വിശദമായി, വളരെ ലളിതമായി ഈ പുസ്തകത്തിൽ നമ്മളോട് സുധി പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു എന്താണ് വരും കാലത്തിൻ്റെ ഒരു പുസ്തകമായിട്ടാണ് ഞാൻ കാണുന്നത്. വരുന്ന കാലത്ത് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ട ചില കാര്യങ്ങളെപ്പറ്റി നമ്മളെ ജാഗരൂകരാക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് സുധി ചെയ്യുന്നത്. ഈ ലോകത്തെ നമുക്ക് കുറച്ചുകൂടി സുന്ദരമാക്കി വയ്ക്കാൻ, ഭംഗിയുള്ളതാക്കി വയ്ക്കാൻ, കുറേ കാലം കൂടി വരുന്ന തലമുറയ്ക്ക് ആസ്വദിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വരുന്ന തലമുറയെ, കുട്ടികളെ അവബോധമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ കഴിയുക. അത്തരം ഒരു വലിയൊരു സേവനമാണ് ഈ പുസ്തകം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സുധിയുടെ പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ധാരാളം കുട്ടികളിലേക്ക് ഈ പുസ്തകം എത്തിച്ചേരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പുതിയ പതിപ്പുകൾ വരട്ടെ എന്ന് പ്രസാധകനെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. രാജ്യത്ത് നമ്മോട് സംസാരിക്കും. അതിനു വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട സുധിമാഷ്, ലാൽമാഷ്, മറ്റ് സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സുധിമാഷിനെ ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടുന്ന യുറീക്ക എന്ന മാസികയിലൂടെയാണ്. ശാസ്ത്രാർത്ഥ പരിഷത്തിൻ്റെ യുറീക്ക എന്ന കുഞ്ഞു മാസികയിലൂടെ സുധിമാഷ് എഴുതുന്ന കഥകളും ഒക്കെ കണ്ട് വായിച്ചുമാണ് മാഷിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം സംഘടനയുടെ ചുമതലകൾ വരികയും ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ കുറേ കൂടി അടുത്ത് മാഷിനെ പരിചയപ്പെടുകയും അറിയുകയൊക്കെ ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് ഈ ഒരു കർത്തവ്യം എന്നെ ഏൽപ്പിക്കുമ്പോൾ, ഈ ചുമതല എന്നെ ഏൽപ്പിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞാനത് ഏറ്റെടുത്തത്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് യുറീക്കയിലൂടെ എഴുതി പ്രസിദ്ധീകരിച്ച കഥകളുടെ അതിനെ ഒരുമിച്ച് ആക്കിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് വളരെ ലളിതമായ ഭാഷയിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവർ സംസാരിക്കുന്ന രീതിയിൽ സുധിമാഷ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആഗോളതാപനം. അത് തുടങ്ങുന്നത് തന്നെ നമ്മൾ നിരന്തരം ചെയ്യുന്ന, നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന, നമ്മുടെ തുണി അയൺ ചെയ്ത് സ്കൂളിൽ പോകുന്ന ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അത് കുട്ടികളിലെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. ഈ പുസ്തകം അതിൻ്റെ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു 10-35 കഥകൾ വളരെ ഒരാൾ പോലും ഇത് വായിച്ച് തുടങ്ങിയാൽ കൃത്യമായി നമുക്ക് വായിച്ചിരിക്കാൻ അത്ര ലളിതമായ ഭാഷയിൽ ഈ ഒരു വിഷയത്തെ ഇത്ര ലളിതമായി, ഇതിൽ കൂടുതൽ ലളിതമായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം ഇത് മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്. ബാലസാഹിത്യത്തിൽ ഇതുപോലുള്ള ശാസ്ത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്ര പുസ്തകങ്ങൾ വളരെ കുറവാണ്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പരിഷത്തിൻ്റെ കുറച്ചധികം പുസ്തകങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ കവിതകളും കഥകളും ബാലസാഹിത്യം മറ്റ് ഒക്കെ ധാരാളം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ വളരെ കുറവാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ പുസ്തകം വായിക്കുകയും ഇന്ന് നമ്മൾ നേരിടുന്ന, കാരണം കൃത്യമായി അതൊരു കഥയിലൂടെ മീനു എന്നൊരു കുട്ടിയിലൂടെ കൃത്യമായി അവതരിപ്പിക്കുകയും ഓരോ കഥയുടെ അവസാനം ഒരു ആക്ടിവിറ്റി ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയും കൂടി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതും കൂടെ പറഞ്ഞുകൊണ്ടാണ് അത് ഓരോ കഥയും അവസാനിച്ചിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കളെല്ലാം ഇത് വായിക്കണം. നമ്മുടെയൊക്കെ മക്കളുകൾ ഇത് വായിക്കണം. നമ്മളോടൊപ്പമുള്ള മറ്റു കുട്ടികളെ ഇത് വായിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. അങ്ങനെ നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ കൂടുതൽ എഡിഷനുകൾ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്തായി നമ്മളോട് സംസാരിക്കുന്നത് പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ PK സുധി ആണ്. അദ്ദേഹത്തെ ഞാൻ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മണിശങ്കർ, SR ലാൽ, രാജിത്, പ്രിയപ്പെട്ടവരെ, എൻ്റെ ആഗോളതാപനം പൊരുളും ആക്ടിവിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 2ാം പതിപ്പിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ നടന്നത്. ശരിക്കും നമ്മൾ ആഗോളതാപനം എന്നുള്ള വിഷയം അല്ലെങ്കിൽ ഈ ഒരു പുസ്തക പ്രകാശനം നടക്കുമ്പോൾ നമ്മൾ ആദ്യമായി ഒരു അനുശോചന പ്രമേയമായിരുന്നു അവതരിപ്പിക്കേണ്ടത്. കാരണം ആഗോളതാപനത്തിൻ്റെ, മനുഷ്യനിർമ്മിതമായ ആഗോളതാപനത്തിൻ്റെ ഇര എന്നുള്ള നിലയ്ക്ക് ഭൂമിയിൽ ആദ്യമായി ഒരു ജീവിവർഗം നാശോന്മുഖമായത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അത് ബ്രാമ്പിൾ ക്രൈ മെലോമിൻസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയയിലുള്ള സസ്തനമാണ്. അത് ഗ്രേറ്റ് ബാരിയർ റീഫിലെ ഒരു പ്രത്യേകതരം മരത്തിൽ മാത്രം താമസിക്കുന്ന ജീവിയാണ്. കടൽ കയറ്റം കാരണം ആ മരം നശിച്ചു പോവുകയും ആ സസ്തനത്തിൻ്റെ മറ്റുള്ള മരങ്ങളിൽ താമസിക്കാൻ മറ്റൊന്നും ഭക്ഷിക്കാൻ പറ്റാതെ അതിനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണാതിരിക്കുകയും ഏറ്റവും അവസാനം അത് എക്സ്റ്റിൻ്റ് ആയതായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും ഈ പുസ്തകം ഞാൻ കുട്ടികൾക്ക് വേണ്ടി യുറീക്കയിൽ എഴുതുന്നത് 2010-12 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ആഗോളതാപനം ഭാവിയിൽ വരുന്ന ഒരു ഭൂതമായി മാത്രമാണ് കരുതിയിരുന്നത്. പക്ഷേ നമുക്ക് വ്യക്തമായി അറിയാം, 2017-18 വരൾച്ചയും പ്രളയവും, അടുത്ത നിഫ വന്നു, പിന്നെ നമ്മളെല്ലാം ലോകത്തെ മുഴുവൻ ആക്രമിച്ചുകൊണ്ട് കൊറോണ വൈറസ് വന്നു. അപ്പോൾ ഇപ്പോൾ ഓരോ മഴ പെയ്യുമ്പോഴും കാറ്റടിക്കുമ്പോഴും നമ്മൾ ആഗോളതാപനം, കാലാവസ്ഥ എന്നുള്ള കാര്യത്തെ നമ്മൾ ഭയന്നു. നമസ്കാരം. ഉച്ചയൂണിൻ്റെ ആലസ്യം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പരസ്പരം ഇവിടെ ഇരുന്ന് പറഞ്ഞു തീർക്കാമെന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ ഇന്ന് വന്നു ചെന്നവർക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആനന്ദ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് തുടങ്ങാം അല്ലേ? നമസ്കാരം. ഇതിൽ ക്ഷണിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നവംബർ 1 കേരള ദിനം, ഐക്യ കേരള ദിനവും എല്ലാമാണ്. അപ്പോൾ ആദ്യം തിരുകൊച്ചിയായി, പിന്നെ കേരളമായതാണ്. അപ്പോൾ കൊച്ചിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തൃപ്പൂണിത്തുറയാണ് എൻ്റെ നാടേ. ഇങ്ങനെ തിരുവനന്തപുരത്ത് വന്നാണ്. ഇന്ന് നല്ലൊരു ദിവസമാണ്. തുടങ്ങാം. ആനന്ദ് ഒരു 12 വർഷം കൊണ്ട് 12 പുസ്തകം, 14 അവസാനത്തെ 2 എൻ്റെ കണക്കിൽ വന്നിട്ടില്ല. അത് കുട്ടികളുടെ പുസ്തകം. അത് ഞാനിതിൽ ചേർത്തില്ല. ഓക്കെ. അപ്പോൾ ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് എഴുതിയ പുസ്തകങ്ങളെ പറ്റി നമുക്കൊന്ന് ആദ്യം പറഞ്ഞു പോകാം അല്ലേ? അപ്പോൾ ആനന്ദിൻ്റെ രചനയുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നായകന്മാർ പ്രതിനായകന്മാരും ഒരുമിച്ച് കാണുന്ന, അതായത് ഒരാൾ തന്നെ ആകുന്ന ഒരു അവസ്ഥയാണ് ആ പുസ്തകങ്ങളിലൊക്കെ. ആനന്ദിൻ്റെ നായകന്മാർ നമ്മൾ പ്രതിനായകന്മാരെന്ന് മിത്തോളജിയിൽ വായിച്ചിട്ടുള്ള, ഇതിഹാസങ്ങളിൽ വായിച്ചിട്ടുള്ള ആളുകളാണ്. തുടക്കം കുറിച്ചത് ആദ്യത്തെ പുസ്തകം 2012 അസുര. എന്നാൽ അതിനെക്കുറിച്ച് പറയാമോ? അത് എഴുതാനുണ്ടായ സാഹചര്യവും അത് തുടങ്ങിയത് എങ്ങനെ, എന്തുകൊണ്ട് ആ ഒരു രീതിയിലുള്ള രചനയിലേക്ക് പോയി, അതൊക്കെ?
സത്യസന്ധമായ ഉത്തരം വേണോ അതോ സാഹിത്യപരമായ ഉത്തരം വേണോ എന്നുള്ളതാണ് സത്യസന്ധമായ ഉത്തരമാണ്. സംഭവം എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നുണ്ടായിരുന്നു. അത് ജോലി നന്നായിട്ട് ബോറടിച്ചു തുടങ്ങിയപ്പോൾ തുടങ്ങിയ ഒരു പരിപാടിയാണ്. IOC-യിലായിരുന്നു അല്ലേ? IOC-യിലായിരുന്നു. IOC-യുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. IOC-യിൽ ഇപ്പോൾ രാജിവെച്ച് ഫുൾ ടൈം എഴുത്താണ്. അന്ന് തുടങ്ങുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഒരു മിഡ് ലൈഫ് ക്രൈസിസ് ഹിറ്റ് ചെയ്യുമല്ലോ. മിഡ് ലൈഫ് ആവുന്നതിന് മുമ്പേ മിഡ് ലൈഫ് ക്രൈസിസ് ഹിറ്റ് ചെയ്തിരുന്നു. കാരണം സാധാരണ ഒരു മധ്യവർഗ മലയാളി കുടുംബത്തിലെ അച്ഛനും അമ്മയും പറഞ്ഞു തരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ സമയം കൊണ്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. എൻജിനീയറിങ് എങ്ങനെയൊക്കെയോ പഠിച്ചു തീർത്ത് സപ്ലിയൊക്കെ അടിച്ച് പാസ്സായി കുറേ കാലം ജോലിക്ക് തണ്ടി നടന്ന് അവസാനം ടെസ്റ്റൊക്കെ എഴുതിയൊരു ജോലി നേടി എല്ലാവർക്കും ഉള്ള അനുഭവം തന്നെയാണ്, പ്രത്യേകതയൊന്നുമില്ല. ജോലിയായി, കല്യാണം കഴിച്ചു, കുട്ടികളായി, വീടൊക്കെ വെച്ചു. ഇനി എന്തെന്നുള്ളൊരു വലിയൊരു ഇത് തന്നെയാണോ ലൈഫ് ടൈം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പേടി മനസ്സിൽ തുടങ്ങിയപ്പോൾ ആദ്യം വരച്ചാണ് തുടങ്ങിയത്. വരയ്ക്കലായിരുന്നു മെയിൻ പരിപാടി. കാർട്ടൂണിങ്ങിലാണ് ആദ്യം തുടങ്ങിയത്. നേരത്തെ കാർട്ടൂൺ വരയ്ക്കാറുണ്ടായിരുന്നു. കോളേജിൽ വെച്ച് ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയേക്കണത് സാറന്മാരുടെ വാലും കൊമ്പൊക്കെ ഉള്ള കാർട്ടൂൺ വരച്ചിട്ടാണ്. ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോവുക, അങ്ങനെ എന്തെങ്കിലും വരച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് പെൺകുട്ടികളുടെ അടുത്ത് ഷൈൻ ചെയ്യാം, രണ്ട് അങ്ങനെ പിടിച്ച് പുറത്താക്കുക, അങ്ങനെ ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോയാൽ അവിടെ ഇവിടെ കറങ്ങി നടക്കാം. അങ്ങനെ നല്ല മനോഹരമായൊരു കോളേജ് കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ ആയതിനു ശേഷം ഓഫീസിൽ വെച്ചും ഇഷ്ടമില്ലാത്ത ബോസന്മാരുടെയൊക്കെ കാർട്ടൂൺ വരയ്ക്കുക, കാരിക്കേച്ചർ വരയ്ക്കുക. പിന്നെ കുറേ പബ്ലിഷും ചെയ്യാറുണ്ടായിരുന്നു. ബോബനും മോളിൽ ടോം സാറിൻ്റെ സെൻട്രൽ സ്പ്രെഡിലൊക്കെ കുറച്ച് വരയ്ക്കാറുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഒരു തവണ വെച്ച് എഴുതാൻ സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. വരയ്ക്കാനാണ് യുവജനോത്സവത്തിനും ഇതിലൊക്കെ സമ്മാനം കൂടുതൽ കിട്ടിയിരുന്നത്. പക്ഷെ വരച്ച് രക്ഷപ്പെടാമെന്നുള്ളൊരു ധൈര്യം ഒന്നൊന്ന്, അല്ലെങ്കിൽ എഴുതി രക്ഷപ്പെടാമെന്നുള്ളൊരു ധൈര്യം ഒന്നൊരു സാധാരണ മധ്യവർഗ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ആൾക്ക് ഉണ്ടാവുക സാധാരണ അല്ലല്ലോ. അങ്ങനെയാണ് ജോലിക്ക്, സർക്കാർ ജോലിക്ക് ട്രൈ ചെയ്തതും പോയതും എത്തിയതും. അങ്ങനെ വരച്ചു. രണ്ടാമതും പബ്ലിഷ്ഡായി. പാക്കനാർ ടിക് ടിക് എന്നൊക്കെ പറഞ്ഞ മാഗസിനിൽ ബോവനും മോളിൽ തന്നെ വീണ്ടും ടോം സാറിൻ്റെ ലെറ്റർ എൻ്റെ അടുത്തുണ്ട്, പബ്ലിഷായി, ഇനിയും വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാർട്ടൂണുകളാണ് ആദ്യം പബ്ലിഷ് ചെയ്ത്. അത് സംഭവം പബ്ലിഷായെങ്കിലും അതിന് 50 രൂപ, 10-15 കൊല്ലം മുമ്പാണ്, 50 രൂപ 100 രൂപയ്ക്കാണ് പ്രതിഫലം കിട്ടിയിരുന്നത്. എന്തായാലും ഈ കാശ് വെച്ചിട്ട് IOC-യുടെ ജോലി രാജിവെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ വഴിക്ക് പോവും. നമുക്ക് പിന്നെ റൂട്ടിൽ കൂടി നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ മേപ്പോട്ട് നോക്കിയിട്ട്. അപ്പോൾ ആ പരിപാടി നടക്കില്ല. പിന്നെന്താണ് ചെയ്യാറിയണത് എന്ന് ആലോചിച്ചപ്പോഴാണ് എഴുതുമായിരുന്നു. കുറേയൊക്കെ എഴുതാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നന്നായിട്ട് നുണ പറയാറിയായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതായി. അപ്പോൾ മലയാളത്തിൽ എഴുതി തുടങ്ങി ആദ്യം. മലയാളമാണ് സ്വാഭാവികമായിട്ടും വഴങ്ങുന്നൊരു ഭാഷ. ഇംഗ്ലീഷ് സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ഇപ്പം എൻ്റെ പിള്ളേർ സംസാരിക്കുന്ന ഇപ്പോഴും എന്നെ കറക്റ്റ് ചെയ്യും പിള്ളേർ, എൻ്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനും എഴുത്തുമൊക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ഒരു എളുപ്പമുള്ള ഭാഷ ഒരിക്കലായിരുന്നില്ല. ഹിന്ദി ഒട്ടുമല്ല. അപ്പോൾ അതിലേക്കാണ് എഴുതണത്. ആ സമയത്ത് ഒട്ടുമല്ല. അപ്പോൾ മലയാളത്തിലാണ് എഴുതിയത്. മലയാളത്തിൽ ചെറിയ ഹാസ്യകഥകളാണ് കൂടുതൽ എഴുതിയത്. കുറച്ച് പാരഡി പാട്ട് അതൊക്കെ എഴുതി. അത് ഞാനന്ന് കണ്ണൂരിലാണ് താമസം. കണ്ണൂരിൽ ഇന്ത്യൻ ഓയിലിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ ഗംഭീരമായിട്ടിരുന്നിട്ട് എഴുതിയതും. കുറേയൊക്കെ പബ്ലിഷായി. അതും ഇതേപോലെ പാക്കനാർ, പിന്നെ അങ്ങനത്തെ കുറച്ച് മാഗസിൻസിലാണ് പാരഡി ഗാനങ്ങൾ. അത് ഈ കാർട്ടൂണിൻ്റെ തന്നെ ഒരു ആളുകളെ കളിയാക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിലും. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെയൊക്കെ കളിയാക്കി സറ്റയറായിട്ടൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ കുറച്ച് തെറിയും കേൾക്കുമായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാരണം അത്രയും പ്രശ്നമില്ല. അതും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ വളരെ. അപ്പോൾ രാവണൻ എപ്പോഴാണ് കൂട്ടുപിടിച്ചത്? രാവണൻ എഴുതണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് എത്തിയതാണ് പറയണത്. ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വിചാരിച്ചു ഇനി ഇത് ചെയ്തിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വലുതായിട്ട് ചിന്തിക്കണം. നമ്മൾ ചെറുതായിട്ട് ആലോചിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണ് നടക്കണത്. വലിയൊരു റിസ്ക്കും വലുതായിട്ടുള്ളൊരു സാധനം എഴുതണം. അപ്പോൾ രാവണൻ എന്നുള്ളൊരു കഥാപാത്രം പഠിക്കുന്ന സമയത്ത്, തൃപ്പൂണിത്തുറയിലൊക്കെ ഉള്ള സമയത്തെ ഈ പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോഴെപ്പോഴും ഈ കൊനഷ്ട ചോദ്യമാണ് മനസ്സിൽ വരിക. മര്യാദയ്ക്കുള്ള രീതിയിലല്ല, അതിനിഷ്ടം പോലെ തല്ലും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അന്ന് കേട്ട് പരിചയിച്ച് വന്നൊരു സാധനം വെച്ചിട്ട് അത് രാവണനോടും ദുര്യോധനോടൊക്കെ ഒരു
കൂടുതൽ രാവണനോടൊരു ഇഷ്ടക്കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എഴുതാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആദ്യം രാവണൻ എഴുതാമെന്ന് തീരുമാനിക്കും. പിന്നെ അത് മലയാളത്തിനേക്കാൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ കൂടുതൽ റീച്ച് കിട്ടും എന്നുള്ളൊരു അങ്ങനെ തീരുമാനിച്ചെടുത്താണ്. അല്ലാണ്ട് ഇംഗ്ലീഷ് സ്വാഭാവികമായിട്ട് വന്നൊന്നുമല്ല. അതിന് ഇംഗ്ലീഷ് കുറച്ചൊന്ന് ഇംഗ്ലീഷ് ആ സമയം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് എഴുതുമായിരുന്നു. കാരണം 10 കൊല്ലത്തോളമായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണല്ലോ സാറിന് യൂസ് ചെയ്യുക. പക്ഷേ ആ ഇംഗ്ലീഷ് അല്ല, നമ്മളിപ്പോൾ ഉദ്യോഗസ്ഥ നിലയിൽ എഴുതുന്ന ഇംഗ്ലീഷിലല്ലല്ലോ നമ്മളൊരു സാഹിത്യം എഴുതുക എന്നുള്ളത്. പക്ഷേ അപ്പോൾ അതിന് കുറേ ഹോംവർക്ക് ചെയ്തിരുന്നു. അതിന് എങ്ങനെ നമുക്ക് ആ പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റുന്നുള്ളത് ലാംഗ്വേജിൻ്റെ വശത്ത്. പിന്നെ ഇതൊരു ആവേശമായിട്ട് കയറി. പിന്നെ ആ സമയത്താണ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ വളരെ സുന്ദരനും സൽസ്വഭാവികമായിട്ടുള്ള ഒരു മേലുദ്യോഗസ്ഥൻ വരികയും എൻ്റെ ജീവിതം അതിമനോഹരമാക്കി തീർക്കുകയും ചെയ്തത്. അപ്പോഴേക്കും ഞാൻ ബാംഗ്ലൂരിലെത്തിയിരുന്നു. അപ്പോൾ ഓഫീസിൽ ഭയങ്കര പ്രഷറായതോടുകൂടി ഇത് എങ്ങനെയെങ്കിലും ചെയ്ത് രക്ഷപ്പെടണം എന്നുള്ളൊരു സ്ട്രെസ് അവിടെയാണ് രാവണൻ ജീവിതത്തിലേക്ക് കടന്നത്. അവിടെയാണ് ആ ദേഷ്യമാണ് രാവണനിലൊക്കെ കാണുന്നത് കുറേയൊക്കെ. അപ്പോൾ ആ ഒരു ഇമോഷണൽ ആസ്പെക്റ്റിൽ എഴുതിയത് കൊണ്ടായിരിക്കും അത് കുറേ കൂടി. ഇപ്പം എൻ്റെ ലേറ്റസ്റ്റ് ബുക്ക് നളദമയന്തി നോക്കുകയാണെങ്കിൽ ഇത് കുറേ കൂടി ലൈറ്റർ ആൻഡ് എന്താ പറയുക, കുറേ കൂടി സന്തോഷം തരുന്നൊരു ബുക്കാണ്. രാവണൻ ഭയങ്കര ഒരു ആങ്കറുള്ളൊരു ബുക്കാണ്. നമ്മൾ എഴുതുന്നൊരു മൂഡും കൂടി ഉണ്ടല്ലോ അതിൽ കൂടുതൽ ആ ഓഫീസിലുള്ള ദേഷ്യമാണ് അതിൽ കാണിച്ചിരിക്കുന്നത് കണ്ടവാനം. അതിലൊരു ഓട്ടോബയോഗ്രഫിക്കൽ എലിമെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അത് രാവണൻ എഴുതുമ്പോൾ ആരും തെറ്റിദ്ധരിക്കുമല്ലോ. പക്ഷെ കുറേയൊക്കെ നമ്മുടെ ചിന്ത തന്നെയാണല്ലോ ഇതിൽ വരുന്നത്. അങ്ങനെ രാവണനിൽ എത്തി. ഇതാണ് സത്യം. അല്ല, അപ്പൊ രാവണൻ എന്ന് പറഞ്ഞപ്പോ രാവണായനമാണത്. രാവണായനം എന്നുള്ളതിലുപരി അത് ഇത്തിരി അന്ന് ഈ എഴുത്തിനെ കുറിച്ച് ഇത്ര വിവരമില്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ എഴുതിപ്പോയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു നെറേറ്റീവാണ്. രാവണനുണ്ട്, പിന്നെ ഭദ്രൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. പിന്നെ രണ്ടുപേരും പറയുന്ന പോലെയാണ്. ഈ ടൈം ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും മറിഞ്ഞൊക്കെ കിടക്കുകയാണ്. അപ്പോൾ സാധാരണ ഇതിലൊരു എഴുത്ത് പഠിച്ച ഒരാൾ എഴുതുന്ന രീതിയിലല്ല എഴുതുന്നത്. അത് മനസ്സിൽ നിന്ന് വന്നൊരു സാധനമാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബുക്കാണ് പിന്നെ എന്നെ കുറേ സ്ഥലങ്ങളിലേക്ക്, അതും പിന്നീട് രണ്ടാമത് എഴുതിയ അജയ എന്ന് പറയുന്ന ദുര്യോധനൻ്റെ മഹാഭാരതം, ഈ 3 ബുക്കുകളാണ് ബാഹുബലിയിലേക്കും പിന്നെ ഇപ്പോൾ ചെയ്യുന്ന പല സിനിമകളിലേക്കൊക്കെ വലിയ പടങ്ങളിലേക്കൊക്കെ എത്തിച്ചത് ഇതാണ്. പിന്നെ മറ്റേ ആൻസർ സാധാരണഗതിയിൽ നമ്മൾ ഇതായിട്ട് കൊടുക്കുന്ന സാധാരണ എഴുത്തുകാർ പറഞ്ഞ പോലത്തെ ഒരു ആൻസർ ആണെങ്കിൽ ഈ രാവണൻ എന്നെ വിടാതെ പിടികൂടി, എനിക്ക് ഇത് എഴുതാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഈ കഥ ഇങ്ങനെ ഒഴുകി വന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് അത് എഴുതി. അങ്ങനെയും പറയാം ഒരു ഉത്തരം. ശരിക്കുള്ള ഉത്തരം എന്താണ്? ശരിക്കുള്ളത് ആദ്യം പറഞ്ഞാണ്. അതാണ് സത്യം വേണോ മറ്റേ ഉത്തരം വേണോ എന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ഈ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഒരു ആൻറ്റി ഹീറോസിനെ എടുത്ത് ഒരു ആൾട്ടർനേറ്റീവ് മെത്തോളജി എഴുതി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് 2012-13 കാലഘട്ടത്തിലാണ് ചെയ്തിരിക്കുന്നത് 3 പുസ്തകം. ദുര്യോധനെ പറ്റി മഹാഭാരതത്തിൻ്റെ 2 പുസ്തകവും രാമായണത്തിൻ്റെ 1 പുസ്തകവും. അത് കഴിഞ്ഞ് പക്ഷേ ബാഹുബലിയുടെ പ്രീക്വൽസ്, അതായത് ബാഹുബലിയിലെ കഥാപാത്രങ്ങളുടെ ബാക്ക് സ്റ്റോറി എഴുതിയാണ് തുടങ്ങിയതെന്ന് തോന്നുന്നു അല്ലേ? അതെങ്ങനെയാണ് ആ ഒരു അസൈൻമെൻറ്റ് കയ്യിൽ വന്നത്? അല്ല, ഈ സമയമായപ്പോഴേക്കും ഈ അസുര കഴിഞ്ഞ് അജയം കൂടി കഴിഞ്ഞോടുകൂടി തന്നെ അത്യാവശ്യം ഇത് ഇംഗ്ലീഷിൽ നിന്ന് പല ഭാഷകളിലേക്കും മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ അസുര ഏതാണ്ട് 17 ഭാഷകളിൽ വന്നു കഴിഞ്ഞു. ബർമീസ് ഇപ്പോൾ ഈ മാസം ഇറങ്ങി, ഇന്തോനേഷ്യൻ പല ഭാഷകളിലും വന്നു. അജയം അതുപോലെ 10-13 ഭാഷകളിൽ വന്ന പുസ്തകമാണ്. ഈ അസുര കഴിഞ്ഞിട്ട് ജയ്പൂർ ലിറ്റ് ഫെസ്റ്റിൽ ആദ്യത്തെ തവണ ജയ്പൂർ ലിറ്റ് ഫെസ്റ്റിൽ സംസാരിക്കാൻ പോകുമ്പോൾ സ്റ്റാർ TV-യുടെ ഹെഡ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സംസാരിക്കണ കേട്ടിട്ട് അവരൊരു വലിയ സീരീസ് ഇറക്കുന്നു, സീരീസ് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോഴൊന്നും ഞാൻ ജോലി രാജിവെച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സീരീസ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് സിയാ കെ രാം എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. അത് പഠിച്ചിട്ട് എഴുതിയൊന്നുമല്ല, ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴിയും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സെൽഫ് ട്രെയിൻഡ് ആയിട്ട്. കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ ഹിന്ദി ലിറ്ററേച്ചറോ മലയാളം ലിറ്ററേച്ചറോ ഒന്നും പഠിച്ചില്ല. ആനന്ദ്, അവിടെയും രാമായണം തിരിച്ചു വന്നു, സീതയുടെ ആസ്പെക്ട്. അതെ, രാമായണമാണ് ഒരുമാതിരിപ്പെട്ട എൻ്റെ എല്ലാ സാഹിത്യകൃതിയും, ഒരുമാതിരിപ്പെട്ട എൻ്റെ വീടും കാറും ഒക്കെ രാമായണമാണ് എനിക്ക് നേടി തന്നിരിക്കുന്നത്. ജീവിക്കണ രാമായണം വെച്ചാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോണി TV ഒരു രാമായണം അനൗൺസ് ചെയ്തിട്ടുണ്ട് ജാനുവരി 14 ഭയങ്കര വലിയ ബഡ്ജറ്റിൽ. അത് മറ്റേ സീതായനമായിരുന്നു, ഇത് പ്രോപ്പർ രാമായണം.
അത് ആനന്ദാണല്ലേ അത് അതിൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഫേസ്ബുക്കിൽ ഒരു അനൗൺസ്മെന്റ് കണ്ടിരുന്നല്ലോ. അതിൽ അത് വരുന്നുണ്ട് ജനുവരി 14-ന്. അതിപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ രാമായണം ബേസ് ചെയ്തിട്ട് ഞാൻ എഴുതിയത് നോക്കുകയാണെങ്കിൽ അസുര, വാനര, പെൻഗ്വിൻ പബ്ലിഷ് ചെയ്ത വാനര, ബാലിയുടെ കഥ. ബാലിയാണ് അതിൽ ഹീറോ. ബാലി മാത്രമല്ലല്ലോ, ബാലിയും താരയുമാണ് ഹീറോ. സുഗ്രീവൻ വില്ലനാണ്. വാലിയും സുഗ്രീവൻ അത് എഴുതി. വാൽമീകി സ്വിമൻ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ എഴുതി. മലയാളത്തിൽ കുറച്ച് കഥകൾ അതിൻ്റെ മലയാളത്തിലുള്ളത് പെൻഡാമ. അത് മലയാളത്തിൽ എഴുതിയിട്ട് പിന്നീട് ഇംഗ്ലീഷിൽ ഞാൻ വീണ്ടും എഴുതുക, ട്രാൻസ്ലേറ്റ് ചെയ്യല്ലേ ചെയ്ത്, വീണ്ടും എഴുതുക ചെയ്തത്. കുറച്ച് കൂടുതൽ കഥകളും കൂടി വാൽമീകി സ്വിമൻ. ഏതൊക്കെയാണ് സ്ത്രീകളിൽ നിന്ന് പറയാം, അത് വായിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രചോദനമായി. താടക, ശൂർപ്പണക, പിന്നെ രാമൻ്റെ സഹോദരിയായിട്ടുള്ള ശാന്ത, മീനാക്ഷി ഇല്ലേ? അതാ ശൂർപ്പണക എന്ന് പറയുന്നത് മീനാക്ഷിയുടെ പേരാണല്ലോ. ശൂർപ്പണക എന്നുള്ളത് കളിയാക്കി വിളിക്കുന്നതോ അല്ലെങ്കിൽ ഇതായിട്ടുള്ള ഒരു പേരാണ്. മീനാക്ഷിയാണ് ശൂർപ്പണകയുടെ ശരിയായിട്ടുള്ള. രാമന്റെ സഹോദരി, രാവണന്റെ സഹോദരി മന്ദര, താടക. അതിൽ മന്ദര ഞാൻ ആദ്യം മലയാളത്തിൽ നമ്മുടെ KPC ലളിത മേഡം ഉണ്ടായിരുന്ന സമയത്ത് സിദ്ധാർത്ഥൻ്റെ ഒരു സുഹൃത്താണ്, സിദ്ധാർത്ഥ് ഭരതൻ. അപ്പോൾ അത് മറ്റേ അസുര വായിച്ചതിന് ശേഷം അങ്ങനെ പരിചയപ്പെട്ട് സുഹൃത്തായതാണ്. KPC ലളിത മേഡം വായിച്ചിരുന്നത്. അപ്പോൾ അവർ ഒരു നാടകം എനിക്ക് ചെയ്യണം, എന്ത് ദൗർഭാഗ്യവശാൽ നടന്നില്ല. അപ്പോൾ മലയാളത്തിൽ ആനന്ദിനെ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എഴുതിയ, KPC ലളിതയെ മുന്നിൽ കണ്ടിട്ട് എഴുതിയ ഒരു കഥാപാത്രം മന്ദരയുടെ മൊത്തം ജീവിതകഥയായിട്ടാണ് അത് എഴുതിയത്. അത് അപ്പോഴേക്കും അവർ അസുഖബാധിതരാവുകയും അവർ മരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം അത് ഞാൻ ഇംഗ്ലീഷിലേക്ക് വീണ്ടും എഴുതി. അതാണ് അത് വെസ്റ്റ്ലാൻഡാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മലയാളം പുസ്തകം ഒരെണ്ണമേ ഉള്ളൂ അല്ലേ? പെൺരാമായണം മാത്രം. മലയാളം പെൺരാമായണം മാത്രമേ ഉള്ളൂ ഞാൻ എഴുതിയത്. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത എല്ലാ ബുക്കുകളും എൻ്റെ ആനന്ദിന്റെ സ്വന്തം തൂലികയിൽ നിന്ന് വന്നത് അന്ന് പെൺരാമായണം മാത്രമേ ഉള്ളൂ. അതാണ് ഈ പറഞ്ഞ പെൺരാമായണത്തിൽ മന്ദരയില്ല. മന്ദര ഇംഗ്ലീഷിലാണ് ഉള്ളത്. പിന്നെ സീരീസ് ഞാൻ അത് എഴുതി. ഹനുമാൻ എഴുതി. ഇപ്പോൾ ജയ ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ വന്നിരുന്ന മഹാബലി ഹനുമാൻ കുറച്ച് ഹിറ്റായ ഒരു സീരീസ്. അല്ല, അതിലൊരു ക്യൂരിയസ് ആയിട്ടൊരു കാര്യം, മറ്റേ സങ്കടമോചന മഹാബലി ഹനുമാൻ എന്ന് പറയുന്നതില് കൃഷ്ണന്റെയും രുക്മിണിയുടെയും പോയിന്റ് ഓഫ് വ്യൂയിലെ ഹനുമാന്റെ കഥ, അത് വളരെ ക്യൂരിയസ്. അതിനെ പറ്റി ഒന്ന് പറയാമോ? അല്ല, അതൊരു നറേറ്റീവ് സ്ട്രക്ചർ, സ്ക്രീൻ പ്ലേ സ്ട്രക്ചർ നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒരു കഥയുണ്ട്. ഇത് പണ്ട് തെലുങ്കിൽ ഗരുഡ ഗർവഭംഗം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. ഒരു തെലുഗു ഫോക്ക് ടെയിലാണിത്. കൃഷ്ണൻ ഹനുമാനെ വിളിച്ചുകൊണ്ടുവരാൻ പറയാനായിട്ട് ഗരുഡനെ വിടുകയും ഗരുഡൻ ഈ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരൊക്കെ എഴുതിയ കല്യാണ സൗഗന്ധികം പോലെ തന്നെയുള്ള ഒരു സാധനമാണ് തെലുങ്കിൽ ഗരുഡ ഗർവഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഗരുഡൻ, ഈ ഭീമൻ ഹനുമാൻ്റെ അടുത്ത് പോയിട്ട് ഇത് തോറ്റിട്ട് വന്ന് അഹങ്കാരം ശമിക്കുന്ന പോലെ തന്നെയുള്ള ഒരു കഥയാണ് ഗരുഡൻ ഹനുമാൻ്റെ അടുത്ത് പോയിട്ട് വരുന്നത്. അതിലാണ് ഈ നറേറ്റീവ് ടെക്നിക്ക് ഉള്ളത്. അപ്പോൾ ആ നറേറ്റീവ് ടെക്നിക്ക് വെച്ചിട്ടാണ് ഈ കഥ തുടങ്ങിയത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തുളസിദാസ് രാമായണത്തിൽ തുളസിദാസ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു നറേറ്റീവ് ടെക്നിക്ക് ഉണ്ട്. പിന്നീട് പല രാമായണങ്ങളിലും ഈ ഇതുണ്ട്. ഇവൻ എഴുത്തച്ഛൻ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് ശിവൻ എപ്പോഴും രാമനാമം ജപിച്ചിട്ടാണ് ഇരിക്കണമെന്നുള്ളത്. പുരാണം നോക്കി അങ്ങനെ ഒരു സാധനമില്ല. അതൊരു ഭക്തി പീരീഡിൽ വന്നൊരു കാര്യമാണത്. അപ്പോൾ തുളസിദാസ് രാമായണത്തിൻ്റെ നറേറ്റീവ് ടെക്നിക്ക് എന്താ വെച്ചാൽ ശിവൻ പാർവതിയോട് കഥ പറയുന്ന പോലെയാണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. മിത്തോളജി ആയിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലേ വായന? അത് പണ്ടേ ഉണ്ടോ? അത് പണ്ടേ ഉണ്ട്. വായിക്കാൻ എഴുതാൻ വേണ്ടി കൂടുതൽ വായിച്ചിട്ടുണ്ടോ? അല്ല, വായന പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്. വായനയും സിനിമയൊക്കെ ഉള്ള ഒരു ഭ്രാന്ത് പണ്ട് മുതലേ ഉണ്ട്. അത് ആ തൃപ്പൂണിത്തുറയുടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതിന്റെ ഒരു ആംബിയൻസ് അങ്ങനെയാണ്. കുറേ കഥകളിയും, അങ്ങനെ കഥകളിൽ വലിയ പാണ്ഡിത്യമൊന്നുമില്ല, കാണും. കഥകളിയും ഓട്ടംതുള്ളലും ചാക്യാർകൂത്തും അതിൽ നിന്നൊക്കെ കുറേ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ അസുരയിലൊരു സർക്കാസം ഉള്ളത് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു സർക്കാസം വരുന്നത് അവിടെ നിന്നാണ്. അത് മലയാളി ആയതിനുള്ള ഒരു അഡ്വാൻറ്റേജ് ആട്ടോ ഇതൊക്കെ. കാരണം മറ്റ് പല സ്ഥലങ്ങളിലും പുരാണങ്ങൾ, നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പലയിടത്തും ഇപ്പോൾ അയോധ്യയിൽ പോയാൽ അല്ലെങ്കിൽ വാരണാസി പോയാലൊക്കെ ഇത് അറിയുന്നവർ ഉണ്ട്. പക്ഷേ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ തുളസിദാസ് രാമായണം. ഇതിനൊരു ഭക്തിഭാവം മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ കേരളത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഭക്തിയുടെ ഭാവം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കല്യാണ സൗന്ദര്യത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഹനുമാൻ വഴി പാണ്ഡവന്മാരെയും കൃഷ്ണനെയും ക്രിട്ടിസൈസ് ചെയ്ത് അത്രയും വേറെ ആരും എഴുതിയിട്ടില്ല. അത്രയൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ശരിക്കും ആലോചിച്ച് സർഗസ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ ഉള്ളതുപോലെ എല്ലാ കാലത്തും ഇല്ല എന്നുള്ളതിനെ പറ്റി ഉണ്ടായിരുന്നു. സംശയമില്ല. അത് മലയാളത്തിലുണ്ട്, അതുപോലെ തന്നെ കന്നഡയിലും തെലുങ്കിലും തമിഴിലും ബംഗാളിയിലും ബംഗാളി ഒഡിയ ഭാഷകളിലുണ്ട്. മറ്റ് ഹിന്ദി പോലുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ അത് കുറവാണെന്നുള്ളതാണ് ഒരു സത്യം. സംസ്കൃതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭാസൻ അങ്ങനെ എടുത്ത് മാറ്റിയിരുന്നു. പഞ്ചരാത്രത്തിലൊന്നും മഹാഭാരത യുദ്ധം തന്നെ ഇല്ല. കാരണം ഒരുപക്ഷെ ബുദ്ധ കാലഘട്ടത്തിന് ശേഷം വന്നുകൊണ്ടാവാം ഭാസന് യുദ്ധത്തോട് വലിയ പ്രതിപത്തി ഇല്ലാണ്ടിരുന്നത്. അപ്പോൾ മഹാഭാരതം എന്ന് പറയുന്ന മഹത്തായ ഒരു ആൻറ്റി വാർ സ്റ്റോറി അല്ലേ, യുദ്ധത്തിനെതിരായിട്ടുള്ളൊരു കവിതയാണ് മഹാഭാരതം. പിന്നീടത് ധർമ്മവും അതൊക്കെയായി മാറിയെങ്കിലും വ്യാസൻ എഴുതുന്ന സമയത്ത് അത് യുദ്ധവിരുദ്ധമായിട്ടുള്ളൊരു കാവ്യമാണത്. അടങ്ങാത്ത പ്രതികാരത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രതികാരമാണല്ലോ. അപ്പോൾ അത് ഭാസൻ മാറ്റി എഴുതിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇതിഹാസങ്ങളുടെ വ്യാഖ്യാനങ്ങൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഒരു ഡെലിവറിയും ഒക്കെ മാറിയിട്ടുണ്ടല്ലോ ഒരുപാട്. അത് നിലനിന്ന് പോകുന്നത് അതുകൊണ്ടാണല്ലോ. അതിന് മാറ്റമില്ലാണ്ടിരിക്കണമെങ്കിൽ, മാറ്റമില്ലാതൊരു സാധനം നിലനിന്ന് പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആയുധത്തിൻ്റെ ശക്തി വേണം. ചില മതങ്ങൾ, ചില പ്രത്യയശാസ്ത്രങ്ങൾ അത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരു സാധാരണഗതിയിലുള്ളൊരു കാര്യമാണ്, വിമർശനമായിട്ട് പറയുകയല്ല. ഒരു വ്യവസ്ഥാപിത ചട്ടം എന്നിട്ട് പോലും പല പല വിഭാഗങ്ങളായിട്ട് ഇത് വിഭജിച്ചിട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന രീതിയിൽ കോഡിഫൈ ചെയ്ത് ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു പുരോഹിത വീക്ഷണങ്ങളിൽ കൂടിയുള്ള ഒരു ഇതുണ്ട്. അത് ഇപ്പോൾ നമ്മളിപ്പോൾ മൊത്തമായിട്ട് ഹിന്ദുമതം എന്ന് വിളിക്കുന്ന ഇതിലുള്ള ബ്രാഹ്മണ ചിന്താഗതികളിൽ അതുണ്ട്, ക്രിസ്തു മതത്തിലും ഇസ്ലാമിലും ഉണ്ട്. കോഡിഫൈഡ് ആയിട്ട് കുറേയൊക്കെ പവറിൻ്റെയും കുറച്ച് വയലൻസിൻ്റെയൊക്കെ ശക്തിയോടുകൂടി കഥ ഇങ്ങനെ പറയാമെന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പിന്നുള്ള രീതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കഥ മാറ്റി 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 കാലഘട്ടം അനുസരിച്ച് മാറ്റി പോകുന്നതാണ്. അപ്പോൾ മുഖ്യധാരയായിട്ട് ജനകീയമായിട്ടുള്ള നമ്മളിന്ന് ഹിന്ദുമതം എന്ന് വിളിക്കുന്ന ഈ ഇതിൽ ഹിന്ദുമതത്തിനും ബൗദ്ധധർമ്മത്തിനും ഒക്കെ ആയിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു പേരിൽ ആ ഒരു രീതിയിലാണ് അത് നിലനിന്ന് പോയിരിക്കുന്നത്. അതില്ലാത്ത സാധനങ്ങൾ നശിച്ചു പോയി. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വേണം. അതില്ലാത്ത സാധനം നശിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിന് ഇത്രയധികം വേർഷൻസ് വന്നുകൊണ്ടാണ് രാമായണം നിലനിന്ന് പോയത്. അല്ലെങ്കിൽ പിന്നെ അടിച്ച് നിലനിർത്തണമായിരുന്നു. ഇപ്പോൾ അടിച്ച് നിലനിർത്താൻ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ശക്തി ക്ഷയം അതിനുണ്ടാവും. ഈ 5000-6000 കൊല്ലമായിട്ട് പല രീതിയിലുള്ള രാമായണങ്ങൾ വ്യാഖ്യാനിച്ച് പോയി അത് നിലനിർത്തി കൊണ്ടുപോയ ഒരു ഇത് ഇല്ലാണ്ടായി പോകുന്നുള്ളൊരു അപകടം അതിലുണ്ട്. ഈ പുറമേയുള്ള രാമായണങ്ങളിൽ നിന്ന് എന്തെങ്കിലും കടമെടുത്തിട്ടുണ്ടോ? അതായത് ധാരാളം പുറമേയുള്ള രാമായണങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് ഫിലിപ്പീൻസ് വരെയുള്ള ഭാഗങ്ങളിൽ രാമായണം കിടക്കുന്നുണ്ട്. ഫിലിപ്പീൻസിലെ രാമായണത്തിലൊക്കെ അവിടുത്തെ ചില ട്രൈബൽസിലെ രാമായണത്തിൽ ഇവരെല്ലാവരും കാത്തോലിക്ക വിശ്വാസികളാണ്, രാമനും രാവണനും ഒക്കെ. കാരണം അതൊക്കെ ഫോക്ക് രാമായണമാണല്ലോ. ചില മുസ്ലിം മാപ്പിള രാമായണം കൂടാണ്ട് മുസ്ലിം രാമായണങ്ങളുണ്ട്. അതിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രാവണനെയൊക്കെ ആയിട്ടുള്ള അങ്ങനെ ധാരാളം വൈവിധ്യങ്ങളുണ്ട്. ഇപ്പോൾ ബുദ്ധരാമായണത്തിൽ രാമൻ സീത ലക്ഷ്മണൻ എന്നുള്ളവർ അയോധ്യയുടെ അല്ല കാശിയുടെ രാജാക്കന്മാരാണ്. ഹനുമാൻ ഇവരുടെ സഹോദരനായിട്ട് വരുന്ന രാമായണങ്ങളുണ്ട്. അങ്ങനെ പല പല രാമായണമുണ്ട്, പല പല മഹാഭാരതമുണ്ട്. ഈവൻ നമ്മൾ ക്രിട്ടിക്കൽ എഡിഷൻ എന്ന് വിളിക്കുന്ന ഇപ്പോൾ ബറോഡ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്രിട്ടിക്കൽ എഡിഷനിൽ പോലും ഒരു 1-2% രാമായണങ്ങൾ പോലും അവർ കൺസിഡർ ചെയ്തിട്ടില്ല ഒത്തൻറ്റിക്. വാൽമീകി രാമായണം തന്നെ 6-ലധികം ഉണ്ടെന്നുള്ളതാണ്. വാൽമീകി രാമായണത്തിൻ്റെ പാഠങ്ങൾ തന്നെ 6-ലധികം ഉണ്ട്. യഥാർത്ഥത്തിൽ ശാന്തയുടെ കഥ മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ വരുന്നതെന്ന് പറയും. പക്ഷേ വാൽമീകി രാമായണത്തിൻ്റെ നോർത്ത് വെസ്റ്റേൺ വേർഷനിലും ഈ കഥ വരുന്നുണ്ട്. ശരിക്കും ശാന്തയുടെ പേര് വരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള വാൽമീകി രാമായണം ദക്ഷിണ ഭാഗത്തുള്ള ഈ വേർഷനിൽ, സംസ്കൃത വേർഷനിൽ ആ ശാന്തയുടെ പേരോ മെൻഷനോ ഇല്ല എന്നുള്ളതുണ്ട്. അത് ഇതേപോലെ ചെറിയ ചെറിയ ഇതാണ്, ഒന്നും വലിയ മലമറിക്കണ കാര്യങ്ങളല്ല പറയണത്. ചെറിയ ചെറിയ ഇതേപോലത്തെ രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില പൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളിലെ രാമായണത്തിൽ ഹനുമാന് ധാരാളം ഭാര്യമാരുണ്ട്. ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ പറയുകയല്ല. പക്ഷെ അങ്ങനത്തെ കഥകളും ഈ രാമായണത്തിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഈ
രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും നമ്മൾ പുറത്തേക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് ആനന്ദിൻ്റെ എഴുത്ത് പോയപ്പോൾ ഈ പ്രീക്വൽസ് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, അതായത് ഒരു മുന്നൊരുക്കം പോലെ ബാഹുബലിയിലെ കഥാപാത്രങ്ങൾക്ക് ഒരു അത് രാജമൗലി അസുര വായിച്ചതിന് ശേഷം അസുരയ്ക്ക് അജയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ? എന്നെ ഇന്ത്യയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സംവിധായകരും എങ്ങനെയൊക്കെ അറിഞ്ഞത് വായിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സിനിമയാക്കാന്ന് പറഞ്ഞ് വിളിക്കും. അതൊഴിച്ച് ബാക്കിയൊക്കെ സിനിമയായതിനു ശേഷം ഇപ്പോൾ രാജമൗലി സാർ ഇത് അസുര വായിച്ച് ഇഷ്ടപ്പെട്ട് അസുര ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അത് അവസാനം എത്തിയത് ബാഹുബലിയിലാണ്. കാരണം ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ചെയ്യാൻ, പ്രത്യേകിച്ച് എത്രത്തോളം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളൊരു പേടിയും ആൾക്കാർക്കുണ്ടാവും. പുസ്തകത്തിൽ പറയുന്ന പോലെയല്ലോ. ഇപ്പോൾ എൻ്റെ തന്നെ ഞാൻ ബാലിയെ ഹീറോ ആക്കി എഴുതുന്ന സമയത്ത് ഞാൻ രാവിലെ ടെലിവിഷൻ സീരീസിൽ ഈ സങ്കടമോചൻ മഹാബലി ഹനുമാനിൽ ബാലി വില്ലനാണ്. വൈകുന്നേരം ഞാൻ നോവൽ എഴുതുമ്പോൾ ബാലി ഹീറോവും സുഗ്രീവൻ വില്ലനുമാണ്. ഇത് നോവലിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തമാശ പറയാൻ അനുവദിക്കുമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സീരിയൽ നോവലിസ്റ്റ് ഇല്ലേ പഴയ മനോരാജ്യം മനോരമ എഴുത്തുകാര്, അവരുടെ ഒരു ഗതിയായി പോയത്. അത് ഞാനെന്ന് പറയട്ടെ, കേരളത്തിൽ മാത്രം തിരിച്ചു ഒരു തമാശ പറയാമല്ലോ, കേരളത്തിൽ മാത്രം മനുഷ്യന് മനസ്സിലാവാത്തത് എഴുതുന്നത് മാത്രമാണ് സാഹിത്യം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതുകൊണ്ടാണ് ധാരാളം വായനക്കാരുള്ള ആൾക്കാർ എങ്ങാനും പുസ്തകം വിറ്റുപോയാൽ അവനോട് ഒരു പുച്ഛം കാണിക്കാൻ ബുദ്ധിജീവി എന്ന് സ്വയം വിചാരിക്കുന്നവർക്ക് തോന്നുന്നത്. കുറച്ച് നമ്പേഴ്സ് പറയാമോ? ഈ പുസ്തകങ്ങളുടെ വളരെയധികം സെയിൽസ് ഉണ്ടായിട്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ഒരു ഫാക്ച്വലായിട്ട് എങ്ങനെയാണ് എത്തരം വിൽപ്പനയാണ് നടക്കുന്നത്? എത്തരം വിൽപ്പനയാണ്. അസുര എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഏകദേശം ഇപ്പോൾ 16 ലക്ഷത്തോളം കോപ്പികൾ 17 ലാംഗ്വേജിലായിട്ട് പോയൊരു. എത്ര എഡിഷനായി? എഡിഷൻ എന്നുള്ളൊരു കണക്ക് മലയാളത്തിൽ മാത്രമുള്ളതാണ്. അങ്ങനെ എഡിഷൻ എന്ന് വിളിക്കാറില്ല. കാരണം എഡിഷൻ എന്ന് പറയുന്ന കണക്കിൽ എന്താ പ്രശ്നം എന്നറിയോ? 500 കോപ്പി അടിക്കുന്നത് ഒരു എഡിഷനാണ്, 10,000 കോപ്പി അടിക്കുന്നത് ഒരു എഡിഷനാണ്, 1,00,000 കോപ്പി അടിക്കുന്നത് ഒരു എഡിഷനാണ് അല്ലേ? അതിനൊരു പ്രത്യേകിച്ച് വ്യവസ്ഥായ കണക്കൊന്നുമില്ല. അപ്പോൾ 200 കോപ്പി വെച്ച് അടിച്ചിട്ട് 10 അടിച്ച് 2,000 കോപ്പി വിറ്റുപോയത് 10 എഡിഷനായി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ബാഹുബലിയൊക്കെ ഫസ്റ്റ് എഡിഷൻ തന്നെ 3 ലക്ഷം കോപ്പി വെച്ചിട്ടാണ് ഇറങ്ങിയത്. അതും 8 ഭാഷകളിലാണ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ വരുമ്പോൾ 6 മാസമാവും. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ 500 കോപ്പി അടിക്കുന്ന ആൾ ഒരു മാസം കൊണ്ട് 10 എഡിഷനായി, 2,000 കോപ്പി എത്തിയിട്ട് ഇത് ഒരു എഡിഷനേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എണ്ണം നോക്കുകയാണെങ്കിൽ ഇതാണ്. എന്നാൽ പുസ്തകങ്ങളുടെ എണ്ണത്തിൻ്റെ വിൽപ്പനയിൽ കോവിഡിന് ശേഷം നല്ല രീതിയിലുള്ള റിഡക്ഷൻ എല്ലാവർക്കും വന്നിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് OTT-ലേക്കും സീരീസിലേക്കും സിനിമയിലേക്കൊക്കെ പ്രൊഫഷണൽ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നതും. അല്ല, പ്രീക്വലിനെ പറ്റി കുറച്ചുകൂടെ പറഞ്ഞിട്ട്, ബാഹുബലിയിലെ പുസ്തകങ്ങൾ അതും എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് തോന്നുന്നില്ല. ഇവിടെ ആനന്ദിനെ മറ്റേ ആ വാനര, അതിൻ്റെ ഒരു ഫെയിമാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് തോന്നുന്നു ഇവിടെ. അസുര അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സിനിമയുടെ ബുക്കോ എന്ന് മറ്റു ഭാഷകൾ നന്നായിട്ട് പോയിട്ടുണ്ട്. അത് അല്ല, സിനിമ വരുന്നതിന് മുൻപേ അല്ലേ അത് എഴുതിയത്? അതിന് ശേഷമാണ് ഇത് 1-നും 2-നും ഇടയിലാണ് എഴുതിയത്. അതായത് എന്നെ അദ്ദേഹം വിളിക്കുന്ന സമയത്ത് അത് തന്നെ ഒരു തമാശയാണ്. ഇത് ഇങ്ങേര് വിളിച്ചാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങേരെ ചീത്തയും വിളിച്ച്, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതോ ഇൻ്റർവ്യൂവിൽ, എൻ്റെ ഒരു കോളേജ് റീയൂണിയൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ 3 ബുക്കും 2 സീരീസും വലിയ ഓൾ ഇന്ത്യ ഹിറ്റായ സീരീസും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരുടെ ഒപ്പം ഇരിക്കുമ്പോഴാണല്ലോ വായിൽ വരണൊക്കെ പറയുക. അത് ഞാൻ ഇപ്പോഴും പറയും. എനിക്കിനിയിപ്പോൾ ഓസ്കർ കിട്ടും, ക്രിസ്റ്റഫർ നോലൻ വിളിക്കും. അന്ന് രാജമൗലിയുടെ ഈഗയൊക്കെ വന്ന് ഇരിക്കുന്ന സമയമാണ്. ക്രിസ്റ്റഫർ നോലൻ വിളിക്കും, രാജമൗലി വിളിക്കും, മണിരത്നം വിളിക്കും, ശേഖർ കപൂർ വിളിക്കും, നീ കണ്ടോളാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് നെക്സ്റ്റ് ഡേ ഞായറാഴ്ചയാണ്, ഞാനിന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കോള് വന്നിട്ട് പറഞ്ഞു ഇത് രാജമൗലിയാണ്, നിങ്ങളുടെ ബുക്ക് ചെയ്യാൻ വായിച്ചു. ഞാൻ വിചാരിച്ചത് എൻ്റെ കൂടെയുള്ള ഏതോ ലെവലത് ഈ പണി പറ്റിച്ചാണ്. അപ്പോൾ ഞാൻ നല്ല തെറിയും വിളിച്ച്, അങ്ങേർക്ക് മലയാളം അറിയാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലേ വെടി വെച്ച് വന്നേനെ. നല്ല തെറിയും വിളിച്ചു, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതല്ലേ. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ തെറി വിളിച്ചു. നീ ആരാന്ന് നീ എന്തിനാ കളിയാക്കണം? അപ്പോൾ അപ്പുറത്തുനിന്ന് സൈലൻസ്, പുള്ളി ഫോൺ വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ വൈഫ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. വൈഫ് പറഞ്ഞത് ശരിക്കും രാജമൗലിയാണെങ്കിലോ എന്ന്. ഞാൻ പറഞ്ഞു പിന്നെ ശരിക്കും വിളിക്കാൻ പോകണമെന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു ഓഫീസിൽ നിന്നാണ്, നിങ്ങൾ ബിസിയാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ വിളിക്കാന്ന്. പിന്നെ കൈയും കാലും മറിച്ച് തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ എടുക്കണില്ല.
പിന്നെ ഇവിടുന്ന് മാപ്പൊക്കെ പറഞ്ഞ് എഴുതി, എനിക്ക് ആളെ മനസ്സിലായില്ല. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന്. ഞാൻ മലയാളത്തിൽ എന്തൊക്കെയോ പറഞ്ഞെന്നുള്ളൂ. ഞാൻ വേണ്ടാത്ത ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചെന്നുള്ള പുള്ളി അറിയിക്കുകയും ചെയ്തു. ഫോണിൽ റെക്കോർഡർ ഇല്ലല്ലോ അല്ലേ? പുള്ളിക്ക് അറിയാം, കഥ അറിയാം. അത് പിന്നെ കുറേ കാലം വർക്ക് ചെയ്തല്ലോ. അപ്പോൾ എന്നിട്ട് ഈ സാധനം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറി വരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വേണ്ട, ഞാനൊരു സമയം തരാം അപ്പോൾ വന്നാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളി അസുരയുടെ കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് പാർട്ട് ഓൾറെഡി റിലീസിന് റെഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. പുള്ളി പറഞ്ഞു ഇങ്ങനെയാണ്, അതിൻ്റെ ബൈബിള് തന്നു. മറ്റേത് നടക്കില്ല എന്ന് തീരുമാനമായി അസുരയുടെ. അതിന് കുറച്ച് 3-4 ഡിസ്കഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇത് നമുക്കൊരു ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ പോലെ ഒരു വലിയ ക്യാൻവാസിൽ സീരീസ് ആക്കണം, ഇത് OTT പ്ലാറ്റ്ഫോംസിൽ ഇത് കൊണ്ടുപോകുന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് വലിയ കുറേ കണ്ടൻറ്റ് വേണം, ധാരാളം കഥകൾ വേണം. അപ്പോൾ അതൊരു കമ്മീഷൻഡ് വർക്കാണ്. അതായത് എൻ്റെ അടുത്ത് ഇന്ന സാധനം, നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് ഇങ്ങനൊരു വീട് പണിയണമെന്ന് പറയണ പോലെ ഒരു കമ്മീഷൻഡ് വർക്കാണ്. അങ്ങനെ പറയണു എനിക്കിത് ഇങ്ങനൊരു, ഇപ്പോൾ ഏകദേശം ഒരു വീട് എനിക്കിങ്ങനെ ഓടിട്ട വീട് വേണം, അങ്ങനെ ഒരു ബേസിക് സാധനം പുള്ളി ഇങ്ങനെ പറഞ്ഞു. ഇതിൽ കട്ടപ്പ, ബാഹുബലി ഇവരുടെ കഥ ഞാൻ പറഞ്ഞു അത് പറയാമെന്ന് പറഞ്ഞു. കാരണം കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അത് അറിയണ ആൾക്കാരാരെങ്കിലും വേണം. പക്ഷെ പ്രീക്വൽ വേണോ സീക്വൽ വേണോ എന്നുള്ളത് ചോദിച്ചു പുള്ളി. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് പുറകിലത്തെ കഥ പറയുന്നതായിരിക്കും രസം. കാരണം അല്ലെങ്കിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, സിനിമ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശിവകാമിക്കും കട്ടപ്പയ്ക്കൊക്കെ 90 വയസ്സായിരിക്കും കഥ തീരുമ്പോഴേക്കും. അപ്പോൾ അതിലും ഭേദം അവർ ശിവകാമി റാണിയാവുന്നതിന് മുമ്പുള്ള കഥ, അവരുടെ 15-16 വയസ്സ് മുതൽ കട്ടപ്പയ്ക്ക് 15-16 വയസ്സ് വരെ മുമ്പുള്ള കഥ, അത് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി വേൾഡ് ക്രിയേഷൻ ആയിരുന്നു എനിക്കത്. അത് കഴിഞ്ഞ അദ്ദേഹം ഇടപെട്ടില്ല. പിന്നെ ബുക്ക് എനിക്ക് 100 ദിവസം സമയം തന്നെ. കൊമേഴ്ഷ്യൽ റൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് ഇതൊക്കെ. പുസ്തകം മുഴുവൻ എഴുതിയോ അതോ അതിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കുകയാണോ? ഫുൾ എഴുതി എഡിറ്റ് ചെയ്ത് 100 ദിവസം കൊണ്ട് 500 പേജിൻ്റെ ബുക്ക് എഴുതി. അതിൻ്റെ ഇടയിൽ ഞാൻ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 പേജിൻ്റെ ബുക്ക് എഴുതി. അതിൻ്റെ ഇടയ്ക്ക് ആ സമയത്താണ് മഹാബലി ഹനുമാൻ പിള്ള ഹിറ്റായിട്ടുള്ള സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ബുക്കുകൾ ഞാൻ എഴുതണ്ടായിരുന്നു ആ സമയത്ത്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത് എഴുതിയത്. അപ്പോൾ 100 ദിവസം കൊണ്ടാണ് ആദ്യത്തെ ബുക്ക് എഴുതി തീർത്തത്. അത് അങ്ങേരത്ത് കൊടുത്തു. കാരണം ഫിലിം റിലീസിൻ്റെ അന്ന് ഇത് റിലീസ് ചെയ്യണമായിരുന്നു. ആ പ്രഷറിൽ എഴുതിയ ബുക്കാണ്. പക്ഷേ അതിൽ നമ്മൾ 40ഓളം കഥാപാത്രങ്ങൾ ഉണ്ടാക്കി, ആ ക്യാരക്ടേഴ്സിന് ഡെപ്ത് കൊടുത്തു, ലേയേഴ്സ് ഉണ്ടാക്കി. കാരണം ഞാൻ ആലോചിച്ചിത്രേ ഉള്ളൂ, നമ്മളിപ്പോൾ ഒരു കൊല്ലം അവരായിട്ടൊന്നും കമ്പയർ ചെയ്യില്ല കേട്ടോ. മോഹൻലാൽ മമ്മൂട്ടി എത്ര സിനിമ അഭിനയിക്കുന്നുണ്ട്. നമ്മളിത് എഴുത്തെന്തോ ഭീകര സംഭവമാണെന്ന് വിചാരിച്ചിട്ട് 10 കൊല്ലം കൊണ്ട് എഴുതുള്ളൂ എന്ന് തീരുമാനിക്കാണ്ട് ഞാൻ പ്രൊഫഷണലായിട്ട് എഴുതുകയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് തന്നെ ഞാൻ റൈറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ എഴുതുന്നു അത്ര നന്നായിട്ട് എഴുതാൻ പറ്റുന്നുള്ളൊരു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആലോചിച്ചത് കൊളവാക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റ്യൂഷണലായിട്ട് കഥ വരും. ഇത് 3 പുസ്തകമായിരുന്നു അല്ലേ? 3 പുസ്തകത്തിലെ ആദ്യത്തേതാണ് ഈ ബാഹുബലി 1-നും 2-നും ഇടയ്ക്ക് റിലീസ് ചെയ്തത്. അത് 2017. അതെ. അത് കഴിഞ്ഞ് 2020 2 പുസ്തകങ്ങൾ അടുപ്പിച്ച് ഓഗസ്റ്റും ഡിസംബറുമായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത സിനിമ പ്രൊജക്റ്റ് വന്നത്, അതിപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. രാകേഷ് ഓംപ്രകാശ് മേറ, രംഗ് ദേവസന്ധിയൊക്കെ എടുത്ത, മിൽഖാ സിംഗൊക്കെ എടുത്ത അദ്ദേഹത്തിൻ്റെ കർണ വരുന്നുണ്ട്. അത് 2 സിനിമയായിട്ടാണ്, 600 കോടിയുടെ പ്രൊജക്റ്റാണ്. അതിൻ്റെ സ്ക്രീൻ പ്ലേ തുടങ്ങിയിരുന്നു ആ സമയം കൊണ്ടിട്ട്. എന്നിട്ടാണ് ഇത് തീർത്തത്. അതിപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങി 2025 റിലീസ് ചെയ്യും. വലിയ പടമാണ്. 2025 റിലീസ് ചെയ്യും കർണ എന്ന് പറഞ്ഞിട്ട്. അത് അജയിലെ കർണ എടുത്തിട്ട് അത് മാത്രം, കർണൻ്റെ കഥാപാത്രം മാത്രം വെച്ചിട്ട് ഒരു പാൻ ഇന്ത്യൻ 5 ഭാഷകളിൽ, ഹിന്ദിയും 4 സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജും വെച്ചിട്ട് 5 ഭാഷകളിൽ പാൻ ഇന്ത്യൻ സ്റ്റാർസോടുകൂടി വരുന്നൊരു പടമാണിത് കർണ എന്നുള്ളത്. ഈ എഴുത്തിൻ്റെ ഫോമാറ്റ്സ് എന്താണ് സാധാരണ? ഇടയ്ക്ക് ഇപ്പോഴും ഒരിക്കൽ നമ്മൾ സംസാരിച്ചപ്പം എഴുതി കഴിഞ്ഞ് ബീറ്റ റീഡേഴ്സിന് കൊടുക്കുന്ന, വായനക്കാർക്ക് കൊടുക്കുന്ന ഇത് പണ്ടായിരുന്നു. കാരണം ഞാൻ എഴുതണത് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഇത് വെച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളൊരു സാധനം, ഞാനിപ്പോൾ ഒരു പരിപ്പോടെ ഉണ്ടാക്കിയെങ്കിൽ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ ആൾക്കാർക്ക്, ഞാനത് വിൽക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ എൻ്റെ ബുക്കുകൾ എനിക്ക് ബീറ്റ റീഡേഴ്സ് ഉണ്ട്. അപ്പം പക്ഷേ ഇവർ പറഞ്ഞ അഭിപ്രായം ഞാൻ എടുക്കില്ല. ഇവർ പറയുന്ന ഒരു അഭിപ്രായം ഞാൻ എടുക്കില്ല. അപ്പം എൻ്റെ ഭാര്യയാണ് എൻ്റെ ആദ്യത്തെ റീഡർ. അത് ഇങ്ങനെ കഥ എഴുതുക, അങ്ങനെ കഥ എഴുതുക പറഞ്ഞാൽ അത് ഞാൻ എടുക്കില്ല. പക്ഷേ ഞാൻ ഇത്രേ പറയുള്ളൂ, എവിടെയാണ് വായന നിർത്തിയത് ആ സ്ഥലങ്ങൾ മാത്രം മാർക്ക് ചെയ്യാൻ പറയും. ഇടയിൽ വായനയ്ക്കൊരു ഭംഗം ഉണ്ടാവുമല്ലോ, പെട്ടെന്നൊരു ഫോൺ വന്നു, ഡിസ്ട്രാക്ഷൻ വന്നു, ആ സ്ഥലങ്ങൾ ഞാൻ റീവർക്ക് ചെയ്യും. ലാഗ് ഉണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് അതിനാണ് ബീറ്റ റീഡേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കും സ്ക്രീൻ റൈറ്റിംഗ് ഇത്രയും ഒരു ഇഷ്ടമാധ്യമമായതല്ലേ?
ഈ എഴുത്ത്, നോവൽ എഴുത്തിന് അതിന് വേറൊരു വശമുണ്ട് കേട്ടോ. എൻ്റെ ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷിൽ വളരെ മോശം എന്നല്ല, എഴുതാനുള്ളൊരു പ്രൊഫിഷ്യൻസി ഇല്ല. സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ഇംഗ്ലീഷ് എഴുതും? സാധാരണ സ്കൂളിലൊക്കെ പഠിച്ചു വന്ന് ടെസ്റ്റൊക്കെ എഴുതിപ്പോയ ഒരാൾ എങ്ങനെ എഴുതും? അത്രേ എനിക്ക് എഴുതാനുള്ളൊരു ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫ്ലറിഷിങ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ്. ഇപ്പോൾ നമ്മുടെ ശശി തരൂർ സാറോ അരുന്ധതി റായൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ഇംഗ്ലീഷ് കമാൻഡ് അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലോ. സാധാരണ വീട്ടിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ കളിയാക്കണ സ്കൂളുകളും കൂട്ടുകാരൊക്കെ ഉള്ള എല്ലാ മലയാളികളെയും പോലുള്ള ഭാഗ്യവാനാണ് ഞാനും. പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് തന്നെ കളിയാക്കുമല്ലോ ആൾക്കാർ നമ്മൾ ഇംഗ്ലീഷ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ലാംഗ്വേജിൽ കളിക്കാനുള്ള സ്ട്രെങ്ത് എനിക്കില്ല എന്നുള്ളത്. പിന്നെ ചെയ്യാമെന്നെന്താ വെച്ചാൽ വിഷ്വലി കളിക്കുക, ഇമാജിനേഷൻ ഉണ്ട്, വിഷ്വൽസിൽ കളിക്കുക. അത് ഒരു ലക്കായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലിൽ കളിക്കുമ്പോഴൊരു ഗുണം എന്താ പറയുക, ഏത് ഭാഷകളിലേക്കും നമുക്കിത് മൊഴിമാറ്റം നടത്തിയാലും അതിന് പ്രശ്നമല്ല, കഥ നിലനിൽക്കും നമ്മൾ വിഷ്വലാണെങ്കിൽ. ആ വിഷ്വലിൽ കളിക്കുന്നതിൻ്റെ ഗുണത്തിലാണ് സ്ക്രീൻ പ്ലേയിലേക്ക് മാറാൻ കഴിഞ്ഞത്. അത് ഭാഷയിൽ എനിക്ക് സ്ട്രെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാൻ മലയാളത്തിൽ അത്ര ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയില്ല, ഒരുപക്ഷെ ഞാൻ ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ എഴുതിയിരുന്നെങ്കിൽ ഈ ഭാഷ മനോഹരമാക്കാനുള്ള വളരെ നല്ല കാര്യമാണ്. സാഹിത്യം വളരുന്നത് അങ്ങനെ തന്നെയാണ്, അത് തെറ്റു പറയല്ല. പക്ഷെ അതിൽ നമ്മൾ കുടുങ്ങിപ്പോവും, കഥ സെക്കൻഡറി ആയി പോവും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഭാഷയ്ക്ക് മതിൽക്കൂട്ടാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എത്രയോ ഭാഷകളിൽ, ഇപ്പോൾ മലയാളത്തിന് എത്രയോ മനോഹരമായിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള കഥകൾ വലുതും നമ്മൾ മറ്റ് ഭാഷകളിലേക്ക് മാറ്റി കഴിയുമ്പോൾ അതിന് അന്തവും കുന്തവും ഇല്ലാണ്ട് പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭാഷയുടെ സ്ട്രെങ്ത്തിലാണ് നിൽക്കുന്നത്. ആശയത്തിൻ്റെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ, കഥയുടെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ അത് ഭാഷയുടെ സ്ട്രെങ്ത്. ഇത് മൂന്നും കൂടി ഉള്ളതാണ് കേട്ടോ ശരിയായിട്ടുള്ള ക്ലാസിക്സ് വരുന്നത്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ നമ്മൾ മലയാളികൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പല പുസ്തകങ്ങളും മൊഴിമാറ്റം നടത്താൻ ബുദ്ധിമുട്ടാവുന്നതിൻ്റെ ഒരു റീസൺ അതായിരിക്കാം. അതുകൊണ്ട് തന്നെ വിഷ്വലായിട്ട് എഴുതുന്നതുകൊണ്ട് സ്ക്രീൻ പ്ലേയിലേക്കുള്ള മാറ്റം എളുപ്പമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ആനന്ദിൻ്റെ പുസ്തകങ്ങളിലെ വേൾഡ് ബിൽഡിംഗ്, കഥാപരിസര നിർമ്മാണം വളരെ ഭയങ്കര ബലവത്താണ്. നല്ല ശക്തമായ കഥാപരിസരങ്ങളുണ്ടാക്കി അതിനകത്തെ കഥാപാത്ര നിർമ്മിതി തന്നെ വളരെ ബലവത്താണ്. അപ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നൊരു സാധനം അതിനകത്ത് ഒരു മൂന്നാമത്തെ എലിമെൻ്റേ ഉള്ളൂ. അപ്പോൾ കണ്ടൻറ്റാണ് ആനന്ദിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് തോന്നിയിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. കാരണം ഭാഷ ഞാൻ പറഞ്ഞല്ലോ, ഭാഷയ്ക്കുള്ള ഒരു സ്ട്രെങ്ത് എനിക്കില്ല. ഭാഷ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഇംഗ്ലീഷ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പൊതുവേ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് അല്ലല്ലോ മാതൃഭാഷ. അപ്പോൾ ഞാൻ പറയണ ഇംഗ്ലീഷ് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത് ഡിക്ഷണറി തപ്പി കിടക്കേണ്ട കാര്യമില്ല. ആ ഒരു അഡ്വാൻറ്റേജും കൂടി കിട്ടി. അങ്ങനെ കുറേ ഭാഗ്യത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ വശങ്ങൾ ഇതിൽ ധാരാളം ഉണ്ട്. ഒരു ന്യൂ അപ്രോച്ച് ടു റൈറ്റിംഗ് ഉണ്ട് എന്ന് സ്വയം തോന്നിയിട്ടുണ്ടോ? ഈ ഒരു പുതിയ കാലത്തിൻ്റെ ഇപ്പം ഈ വായനക്കാർ കുറവാണ് എന്നൊരു അഭിപ്രായം പറഞ്ഞില്ലേ നേരത്തെ? അപ്പം വായനക്കാർ കുറവാന്നല്ല, കോവിഡിന് ശേഷം ഡിസ്ട്രാക്ഷൻ കൂടിയിട്ടുണ്ടെന്നുള്ളത് അത് പുസ്തക വിൽപ്പനയിൽ, പൊതുവെ എല്ലാ പുസ്തക വിൽപ്പനയിലും വന്നൊരു ഇടിവ് എന്ന് വെച്ചാൽ ഒരു പീരീഡ് ഉണ്ടായിരുന്നു നമുക്ക് 15 ലക്ഷം 16 ലക്ഷം 10 ലക്ഷം കോപ്പിയൊക്കെ പോകുന്ന ഒരു 3-4 എഴുത്തുകാർ ഇന്ത്യയിലുണ്ടായിരുന്നു. എൻ്റെ പോകുമായിരുന്നു, ചേതൻ ഭഗത്തിൻ്റെ പോകുമായിരുന്നു, അമീഷ് ത്രിപാഠിയുടെ പോകുമായിരുന്നു, കുറേയധികം പേര് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നമ്പറൊന്നും ആരും അച്ചീവ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ലാസ്റ്റ് ബുക്കൊക്കെ ഒരു 1 ലക്ഷം 1.5 ലക്ഷം കോപ്പി പോയി, ഇംഗ്ലീഷിൽ പോയി. ബാക്കിയെല്ലാ ലാംഗ്വേജിലും കൂടി ഒരു 2 ലക്ഷമൊക്കെ എത്തിക്കഴിഞ്ഞാൽ പബ്ലിഷറും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം ഇനി വീണ്ടും അത് റീഡിസ്കവർ ചെയ്യണം. ഇത് കോവിഡിന് ശേഷം വന്നൊരു കാര്യമാണ്. കാരണം ആൾക്കാർ ഇപ്പോൾ ടിക്ടോക്ക് വീഡിയോവും, ഒരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എത്ര പേരത്തെ പുസ്തകങ്ങളുണ്ട്. മിക്കവാറും എല്ലാവരും എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെബ് സീരീസിന് ഭയങ്കര ഒരു പുഷ് ഉണ്ടായിട്ടില്ലേ? വെബ് സീരീസ് ഒരു ചെറിയ വിഭാഗത്തിന് ഇടയിൽ നല്ല പുഷ് ഉണ്ടായിട്ടുണ്ട്. അല്ല, എഴുത്ത്, ഈ കഥാപാത്ര നിർമ്മിതിയും കഥാപരിസര നിർമ്മിതിയും ശക്തമായിട്ടുള്ള ഒരു എഴുത്തുകാരന് എനിക്ക് പേഴ്സണലായിട്ട് ഇത് അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് മറ്റേ വെബ് സീരീസിലേക്കും സിനിമയിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയം കൂടുതൽ കിട്ടുകയും അതിൽ സ്വാഭാവികമായിട്ടും ഒരു നോവൽ എഴുതുന്ന ആളെക്കാളും 10-15 ഇരട്ടി വരുമാനം ഈ മാധ്യമത്തിൽ നിന്ന് കിട്ടുന്നുള്ളതുകൊണ്ടും, സത്യം പറഞ്ഞാൽ കോവിഡിനൊക്കെ ശേഷമാണ് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഫുള്ളായിട്ട് എഴുത്തിലേക്ക് ഇറങ്ങിയത്. കാരണം അതിൽ അവസരങ്ങൾ ധാരാളം കൂടുതൽ കിട്ടിത്തുടങ്ങി. പുസ്തകത്തിൽ ഇപ്പോൾ 11 പുസ്തകം പെൻഡിങ് ആണ് എൻ്റെ കമ്മീഷൻ ആയിട്ടുള്ളത്, ഹാർപ്പറായിട്ടും പെൻഗ്വിനായിട്ടുള്ളത്. അതിങ്ങനെ എല്ലാ കൊല്ലം ഓരോന്നോരോന്ന് വെച്ച് കൊടുത്തു പോകണം.
ബാക്കി സ്ക്രിപ്റ്റുകളെ പറ്റി പറയാമോ? വേറെ എഴുതിയില്ല, ഒരു കോർട്ട് റൂം ഡ്രാമ ഒരെണ്ണം എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ കുറേ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടെന്ന് പറയാം. എന്നുവെച്ചാൽ ഒന്ന് സിയാക്കെ രാമ്, പിന്നൊന്ന് മഹാബലി ഹനുമാൻ, പിന്നൊന്ന് ഹിറ്റായിട്ടുള്ള ചക്രവർത്തി അശോക എന്ന് പറഞ്ഞിട്ടുള്ള അശോക ചക്രവർത്തി. അതിന് വേറെ ഒരു ആന്റി ഹീറോ പെർസ്പെക്റ്റീവ് ഉണ്ടോ? അതിൽ കുറച്ച് ആന്റി ഹീറോ ആയിട്ട് തന്നെയാണ് എഴുതിയത്. അശോകന്റെ പെർസ്പെക്റ്റീവ് വന്നു. പിന്നെ സർഫറോഷ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഒരു വാർ സീരീസ് ചെയ്തു. സിഖുകാരും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള അത് ആക്ച്വൽ സ്റ്റോറി. പിന്നെ ഇപ്പൊ ദൂരദർശൻ ഇന്നലെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറയണ്ടായിരുന്നു, അത് ദൂരദർശൻ പറഞ്ഞിട്ട് ചെയ്താണ്. ദൂരദർശന് വേണ്ടിയിട്ട് ഈ 75ാം വാർഷികത്തിന് 75 അറിയാത്ത ഓൾ ഇന്ത്യ ലെവലിൽ അറിയാത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്ക്രിപ്റ്റ് ഡോക്യു ഡ്രാമ പോലെ എഴുതാൻ ദൂരദർശൻ എന്നെ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പഴശ്ശി, വേലുത്തമ്പി തളവ ഇവരുടെയൊക്കെ കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വില്ലനായിട്ട്. അങ്ങനെ കുറേ ഡോക്യു ഡ്രാമാസ് എഴുതി. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ മറ്റേ ഡിസ്കവറി ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ദൂരദർശനിൽ ഇത് ചെയ്തു. പിന്നെ താജ് എന്ന് പറഞ്ഞ് Z5 നസറുദ്ദീൻ ഷാ ഇപ്പോൾ അഭിനയിച്ച അതിൻ്റെ സ്റ്റോറിയും വേൾഡ് ബിൽഡിങ്ങും ഞാനാണ് ചെയ്തത്. അത് അക്ബറാണ്. താജില് അക്ബർ ചക്രവർത്തിയാണോ? താജ് എന്ന് പറയുന്നത് ഇത് കിരീടം എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല, അത് മനസ്സിലായി. അതിനകത്തെ കഥാപാത്രം അക്ബർ ചക്രവർത്തി, മുഗൾ എംപയറിലെ ഇതാണ്. അത് എഴുതി. പിന്നെ ഈ ബാഹുബലിയുടെ തന്നെ കുറേ തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൊജക്റ്റ് സ്റ്റാളായി അത്. കാരണം അവർക്ക് യുദ്ധം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കോവിഡ് വന്ന് ഒരു കൊല്ലം ക്ലോസ് ചെയ്തതോടുകൂടി ഈ പറഞ്ഞ ആക്ടേഴ്സിൻ്റെ ഒക്കെ ലുക്കും മാറി അവർ വേറെ സ്ഥലത്തേക്ക് പോയി. എല്ലാവരും പിടിച്ചുകൊണ്ടുവന്നിട്ട് വീണ്ടും ചെയ്യാന്നുള്ളതാണ് ആ സാധനം പ്രശ്നമായത്. അപ്പോൾ അത് കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എപ്പിസോഡ്സ് കോർട്ട് റൂം ഡ്രാമ ചെയ്തു. പിന്നെ ഓഡിയോ ഡ്രാമാസ് കുറച്ച് എഴുതി. ഓഡിയോ ഡ്രാമ പുതിയൊരു മേഖലയാണല്ലോ വരുന്നത്. വായന പുസ്തകത്തിൽ കൂടി ഉള്ളത് കുറഞ്ഞെങ്കിലും മറ്റ് മേഖലകളിൽ കഥ പോകുന്നുണ്ട്. അപ്പോൾ ഓഡിയോ ഡ്രാമയായിട്ട് നളദമയന്തി, അതാണ് പിന്നെ പെൻഗ്വിൻ ബുക്കായിട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തത്. പക്ഷേ നളദമയന്തി ആദ്യം എഴുതിയത് ഓഡിയോ ഡ്രാമ, പഴയ ശബ്ദരേഖ പോലെ മ്യൂസിക്കും പാട്ടും ഒക്കെ വെച്ചിട്ട് 10 ലാംഗ്വേജിൽ ഒന്നിച്ചാണ് വന്നത് നളദമയന്തിയുടെ കഥ. പക്ഷേ അതിൻ്റെ അപ്രോച്ച് വേറെയാണ്. സാറിന് നളദമയന്തി കഥകളിൽ കാണുന്ന നളചരിതമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോച്ച് ടോട്ടലി ദമയന്തിയുടെ വ്യൂ പോയിന്റ് എന്നുള്ള അതാണ് വന്നത്. പിന്നെ കോളംസ്, ഇന്ത്യൻ എക്സ്പ്രസിൽ കോളംസ് എഴുതാറുണ്ട്. ഇങ്ങനെ കണ്ടുകണ്ടൊക്കെ ചെയ്യും. അങ്ങനെ പുതിയതായിട്ട് എന്താണ് ഇപ്പം ഈ പുതിയത്? ഇപ്പൊ രാമായണം പറഞ്ഞല്ലോ, രാമായണം വരുന്നു. പിന്നെ ഒരു അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന ഒരു ഇന്ത്യൻ സ്പൈയുടെ ഒരു ത്രില്ലർ വരുന്നു. അത് അപ്ലോസ് ടിവിക്ക് വേണ്ടി തന്നെ രോഹൻ സിപ്പി സംവിധാനം ചെയ്യുന്ന സോബോ എന്ന് പറയുന്ന, അതായത് സൗത്ത് ബോംബെയുടെ ഒരു ബിസിനസ് ത്രില്ലർ, 2 ഫാമിലീസ് തമ്മിലുള്ളൊരു ബിസിനസ് ഫൈറ്റ് വരുന്നു. അതും സ്റ്റോറി ബിൽഡിങ്, വേൾഡ് ബിൽഡിങ് തന്നെയാണ് അത് ബേസിക്കലി. പിന്നെ ഈ കർണ ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ എഴുത്തീർത്ത കർണ. പിന്നെ ഒരു തമിഴിലൊരു സിനിമയുടെ ചർച്ച, വിക്രം വെച്ചിട്ടൊരു സിനിമയുടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് വന്നാൽ അതും ഉണ്ടാവും. ഈ വെബ് സീരീസ് എഴുത്തിനെ പറ്റി കുറച്ചും കൂടെ ഒരു ഇത് പറയാം. എന്താണ് ശരിക്കും ഒരു നോവലിസ്റ്റിന് മാറാവുന്ന ഏറ്റവും നല്ല ഏരിയ വെബ് സീരീസ് ആണ്. കാരണം സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഈ 2 മണിക്കൂറിൻ്റെ അകത്ത് ഇത് ഒതുക്കണം. വെബ് സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ക്യാൻവാസ് ആണ്. നമ്മൾ ടെലിവിഷൻ സീരീസ് എഴുതാൻ പോകുമ്പോൾ ടെലിവിഷൻ സീരീസിൽ ഈ അഡ്വർടൈസ്മെൻ്റ് അതൊന്നും പറഞ്ഞ കാരണം അത് ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ട് നമുക്ക് കറക്റ്റ് ഓരോ തവണയും നമ്മൾ ഹൈ പോയിന്റ് കൊടുത്ത് പോകണം. ഇവിടെ കൊമേഴ്ഷ്യൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട്. ഞാൻ മറ്റേ സാധാരണ സീരീസ് ചെയ്തിട്ടില്ല, ഞാൻ പുരാണം ബേസ് ആയിട്ടുള്ള സീരീസ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി ടഫറാണ്. കാരണം എനിക്ക് പെട്ടെന്നൊരു കഥാപാത്രത്തെ സ്കൂട്ടർ ആക്സിഡൻറ്റിൽ കൊന്ന് മാലയിടാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ചും കൂടി ടഫറാണ്. പക്ഷേ വെബ് സീരീസിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതി തീർത്ത വെബ് സീരീസ് ഈ ബിസിനസ് ത്രില്ലർ എന്ന് പറയുന്നത് ആദ്യം ഫസ്റ്റ് സീസൺ 8 എപ്പിസോഡാണ്. 8 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 7 മണിക്കൂറിൻ്റെ കണ്ടൻറ്റ്. 7 മണിക്കൂറിൽ എനിക്ക് ക്യാരക്ടർ ഗ്രാഫ് കിട്ടും. ശരിക്കും ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്യാനുള്ള ഗ്രാഫ് കിട്ടും. ഇപ്പോൾ സിനിമയിൽ 4 ക്യാരക്ടർ 5 ക്യാരക്ടറിലപ്പുറം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മെയിനായിട്ട് പെരിഫറലായിട്ടുള്ള ക്യാരക്ടറിനാവും 2 ക്യാരക്ടർ മാക്സ്. ശരിക്കും പറഞ്ഞാൽ 2 3 ക്യാരക്ടർ അതിലപ്പുറം ഉണ്ടാക്കാനേ പറ്റില്ല. കാരണം അവരുടെ ക്യാരക്ടർ ഗ്രാഫ് വരെ 20 മിനിറ്റ് 25 മിനിറ്റ് കൂടുതൽ നമുക്ക് കിട്ടില്ല. ഇതെനിക്ക് ഒരു നോവൽ പോലെ തന്നെ എടുക്കാവുന്ന ഒരു സാധനമാണ് വെബ് സീരീസ്. സീരിയൽ പോലെ അനന്തമായിട്ട് നീളമില്ല, ഇതുപോലെ സിനിമ പോലെ പ്രിസൈസും അല്ല. ഗ്രാമർ വ്യത്യാസമുണ്ടോ? ഗ്രാമർ വ്യത്യാസമുണ്ട്, വളരെ വളരെ വ്യത്യാസം. ഇത് ഓരോ സാധനം ഇപ്പോൾ ഓഡിയോ ഡ്രാമ ചെയ്യുമ്പോൾ ഉള്ള ഗ്രാമർ അല്ല നെറ്റ്ഫ്ലിക്സിൽ ഈ സീരീസ് ചെയ്യുമ്പോഴുള്ള ഗ്രാമർ അല്ല ഡോക്യു ഡ്രാമ ചെയ്യുമ്പോൾ. ഡോക്യു ഡ്രാമയുടെ ഗ്രാമർ വേറെയാണല്ലോ. ഇടയിലൊരു ആങ്കർ വന്നിട്ട് കുറേ സാധനം പുഷ് ചെയ്യും.
ഈ ദൂരദർശന സ്വരാജ് എന്ന് പറഞ്ഞ് വന്ന് കണ്ടാൽ അറിയാം. അത് ചെറിയ ബഡ്ജറ്റിൽ ചെറിയ സമയത്ത് ഷൂട്ട് ചെയ്ത സാധനമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ശരിക്കും ഭയങ്കര ടെക്നിക്കലാണ്. അവർ എന്താണോ പ്രൊഡ്യൂസറുടെ ബഡ്ജറ്റ്, ടൈം, ആക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി എല്ലാം നോക്കി എഴുതുന്നൊരു സാധനമാണല്ലോ അത്. ആ ഒരു ഓഡിയോ ഡ്രാമ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഷ്വൽസിനെ കൂടുതൽ സൗണ്ട് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ അത് ഞാൻ ബുക്കിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് മുഴുവൻ റീറൈറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് മേന്തി. ബുക്ക് വായിക്കുന്ന പോലെയല്ല ഓഡിയോ ഡ്രാമ വായിക്കുക, വീണ്ടും റീറൈറ്റ് ചെയ്തു ഫുൾ ഇരുന്നിട്ട്. ഈ പുരാണം സീരീസ് എന്തെങ്കിലും വരുന്നുണ്ടോ ഇനി വേറെ? രാമായണം ഞാൻ പറഞ്ഞല്ലോ. അല്ല അതല്ല, അത് TV. ഞാൻ ചോദിച്ചത് എഴുത്തില്ല. ബുക്കിൽ വരുന്നുണ്ട്. പെൻഗ്വിനായിട്ടുള്ള ഒരു 3 ബുക്കിൻ്റെ സീരീസ് ദേവിയെ വെച്ചിട്ട്, ദേവിയുടെ കഥയാണ്. ഭാഗവതത്തിൽ പഠിച്ചു അല്ലേ? ഭാഗവതത്തിൽ പഠിച്ചു ദേവിയുടെ. കാരണം മറ്റേ അസുരന്മാരൊക്കെ തീർന്നു തുടങ്ങി, എല്ലാവരെയും കൊന്നു കളി. ഇനിയിപ്പോൾ പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് വേണം. അപ്പോൾ ദേവിയുടെ കഥയാണ് അത് വരുന്നത്, പുരാണത്തിലെ സീരീസ്. പിന്നെ കജദേവയാനിയും അത് ഓഡിബിളായിട്ട് ഓഡിയോ ഡ്രാമയായിട്ട് ഓഡിബിളിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഈ 2 സാധനം വരുന്നുണ്ട്. ഇതൊരു ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇതല്ലേ ഇപ്പോൾ ഈ മിത്തോളജിയുടെ എന്ന് പറയുന്നത്? നോർത്ത് ഇന്ത്യൻ ഇതിൽ നിന്ന് ഇംഗ്ലീഷിൽ ഒരുപാട് വരുന്നത് കാണാം. ഒരു അല്ല, അതിൽ കാര്യമൊന്നുമില്ല. ആൾക്കാർ നമ്മുടെ വിഷയങ്ങൾ മറ്റുള്ളവർ ഉപയോഗിച്ച് കഴിയുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ കഥകൾ പലർക്കും പരിചിതമായിട്ടുള്ള കഥകളാണ്. നമ്മളിത് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ രാമായണം 5000 കൊല്ലമായിട്ടിരുന്നതല്ലേ. അസുര എഴുതുന്നതിന് മുമ്പ് രാമായണം ഉണ്ടായിരുന്നു, അതിന് ശേഷം രാമായണം ഉണ്ടാവും. നമ്മളതൊരു വീക്ഷണകോണ് കൊടുത്ത് കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. നമ്മുടെ സമയം എങ്ങനെയാണ് ഒരു പറഞ്ഞില്ലല്ലോ, നമ്മൾ താമസിച്ച് തുടങ്ങിയത് കൊണ്ട് എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് ക്ലിയർ ആക്കിയല്ല. ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരും ഇല്ലേ ആൾക്കാരിവിടെ? ചോദ്യം കേൾക്കുന്നില്ല. അഡ്വർടൈസ്മെന്റിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല പണിയാണ്. അഭിനയം എപ്പോഴും നമ്മൾ എന്ത് സാധനവും ഹോബിയായിട്ട് ചെയ്യുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അഭിനയം ഒരു ഹോബിയായിട്ട് ചെയ്യുന്ന കാരണം ഇപ്പോൾ ഒരു സീരീസിൽ വില്ലനായിട്ട് അഭിനയിച്ചു. ഒരു എപ്പിസോഡ് അത് ഡോക്യുഡ്രാമയിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ എതിരാളിയായ എട്ടപ്പ നായകരായിട്ട് അഭിനയിച്ചു ദൂരദർശനിൽ. പിന്നെ 2 അഡ്വർടൈസ്മെൻറ്റ്, ഒന്ന് മുത്തൂറ്റിൽ അഭിനയിച്ചു, പിന്നെ ഒന്ന് അർബൻ ലാഡറിൻ്റെ ഇതിൽ അഭിനയിച്ചു. ഇപ്പോൾ ഒരു OTT സീരീസിൽ ഒരു ക്യാമിയോ റോൾ ചെയ്തു. അത് ഗുണം എന്താ അറിയോ? എനിക്ക് അവിടെ പോയിരുന്ന് എഴുതാം. കാരണം ആകെ ഒരു ദിവസം ഫുള്ളിരുന്ന് കഴിഞ്ഞാൽ ആകെ 1 മണിക്കൂറൊക്കെ ആയിരിക്കും ക്യാമറയുടെ മുമ്പിൽ. ബാക്കി കാരവൻ തരുവർ. അപ്പോൾ കാരവനിലിരുന്ന് എനിക്ക് സ്വസ്ഥമായിട്ട് ഒരു ഉപദ്രവമില്ലാണ്ട് ഇരുന്ന് എഴുതാന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും അഭിനയിക്കുമ്പോൾ നടന്മാർക്ക് അറിയാലോ, ഒരു സ്ക്രീൻ പ്ലേ റൈറ്റർ എത്ര മേടിക്കുന്ന സമയത്ത് ഒരു നടൻ ഇപ്പോൾ അക്ഷയകുമാർക്ക് 100 കോടി രൂപ മേടിക്കണത്. അത് അയാളുടെ സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക് 1 രൂപ 1.5 കോടിയൊക്കെയാണ് കൊടുക്കുക അവർ. അപ്പോൾ അത്രയും ഗ്യാപ്പുണ്ട്. ഞാൻ പൈസ ചെറുതായി കാണുന്നില്ല. ഒരു നടന് അത്രയധികം ഗ്യാപ്പ് ഉണ്ടെന്ന് മാത്രമല്ല, മര്യാദയ്ക്ക് നടനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവർക്ക് ഈ 10 പടവും 15 പടമൊക്കെ ഓടി കിടന്ന്, ജഗതി സാറൊക്കെ ഓടി കിടന്ന് അഭിനയിച്ചിരുന്നില്ലേ, അതുപോലെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അഭിനയം രസമുള്ളൊരു തൊഴിലാണ്, കയറി കിട്ടാൻ പാടാന്ന് മാത്രം. മലയാളത്തിന് ഇനി കൂടുതൽ പുസ്തകങ്ങൾ പ്രതീക്ഷിക്കാമോ സാറിൻ്റെ? മലയാളത്തിൽ എഴുതണമെന്നുണ്ട്, എഴുതും. പക്ഷെ മലയാളത്തിൻ്റെ അറിയില്ല എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അറിയുന്ന പോലെ എഴുതും. ചോദ്യം പുറകിൽ ഒരാളും കൂടെ ഉണ്ട്. ചോദ്യം അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഈ ബാഹുബലി സിനിമയിൽ സംസ്കൃത ശ്ലോകം പറഞ്ഞിട്ട് ആ വാർ സീൻ ഉണ്ടായിരുന്നല്ലോ, ദാറ്റ് വാസ് എ ബിഗ് അട്രാക്റ്റീവ് ഫീച്ചർ ഓഫ് ദാറ്റ് ഫിലിം. അതിൻ്റെ കോൺട്രിബ്യൂഷൻ ആരുടെയാണ്? അതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ആ സാധനം ഞാൻ വേൾഡ് ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഡയലോഗ് റൈറ്റേഴ്സ് ചെയ്യുന്ന സാധനമാണ്. ഒരു സ്ക്രീൻ പ്ലേ നമ്മൾ എഴുതാൻ പോകുമ്പോൾ ഒരു കളക്റ്റീവ് പ്രോസസ്സാണത്. ഇപ്പോൾ ഒരു ടെലിവിഷൻ സീരീസിൽ അല്ലെങ്കിൽ ഒരു OTTയിൽ സ്ക്രീൻ പ്ലേ ചെയ്യുമ്പോൾ ഒരു റിസർച്ചർ ഉണ്ടാവും. ചിലപ്പോൾ ഒരേ ആൾ തന്നെ, ഞാൻ ചിലതിലൊക്കെ 3-4 ഒരേ സാധനമായിട്ട് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ചിലതിൽ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടാവുള്ളൂ. ഒരു റിസർച്ചർ ഉണ്ടാവും. ഒരു രഹസ്യം പറയുകയാണെങ്കിൽ സ്ക്രീൻ പ്ലേ എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതണത് ഇന്ത്യയിൽ. ഇപ്പോൾ എല്ലാ സ്ക്രീൻ പ്ലേ ഏത് ഭാഷയായിക്കോട്ടെ ഇംഗ്ലീഷിലാണ് സ്ക്രീൻ പ്ലേ വരിക. ഡയലോഗ് റൈറ്റർ വന്നിട്ട് അത് മാത്രം മാറ്റും. അപ്പോൾ ഡയലോഗ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. ലിറിസിസ്റ്റ് വന്നിട്ട് ലിറിസിസ്റ്റ് ആയിരിക്കും അത് ചെയ്ത് കാണുക, ലിറിസിസ്റ്റ് ആയിരിക്കും ആ സാധനം ഇടുക. ഡയറക്ടർ പറയും എനിക്കിത് വേണമെന്ന്,
കണ്ടുപിടിച്ച് അയാൾ കൊണ്ടുവരും. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ വർക്കാണ്. ധാരാളം ആളുകൾ ഉണ്ടാവും അതിൽ. റിസർച്ചർ ഉണ്ടാവും, ബ്രോഡ് സ്റ്റോറി റൈറ്റർ ഉണ്ടാവും, എപ്പിസോഡിക് റൈറ്റർ ഉണ്ടാവും, ഇതിൽ സ്ക്രിപ്റ്റ് ഹെഡ് ഉണ്ടാവും, പിന്നെ സ്ക്രീൻ പ്ലേ റൈറ്റർ ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്തും അതുകൊണ്ടാണ് ഇത്ര ഈ ക്രെഡിറ്റ്സ് നമ്മളാരും വായിച്ചു നോക്കില്ലല്ലോ. ഇത്രയും ക്രെഡിറ്റ് കാണിക്കുന്നത് ഇതിനാണ്. ഇത്രയധികം ആൾക്കാരുടെ ടീം വർക്കാണ്, ഇതൊരു ഇൻഡസ്ട്രി ആണല്ലോ അത്. അപ്പോൾ അതിൻ്റെ സക്സസിൻ്റെ കോൺട്രിബ്യൂഷൻ അയാളുടെ ആയതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ. സിനിമ എപ്പോഴും ഡയറക്ടറുടെ കലയാണ്. ഡയറക്ടർ എന്ത് പറയുന്നു അത് ചെയ്തു കൊടുക്കുന്ന തൊഴിലാളികളാണ് നമ്മളൊക്കെ, അതിലപ്പുറമൊന്നുമില്ല. ഡയറക്ടറുടെ കലയാണ് സിനിമ. അത് ചില ആക്ടേഴ്സിന് അത് തലയിൽ കയറാത്തതുകൊണ്ടാണ് തല്ലിപ്പൊളി സിനിമകൾ വരുന്നത്. ഇതെല്ലാവരെയും മനസ്സിലാക്കുകയാണെങ്കിൽ ആക്ടർ മുതൽ അവിടെ സ്പോട്ട് ബോയ് മുതൽ ആക്ടർ വരെ ഉള്ളവർ, പ്രൊഡ്യൂസർ അടക്കം സിനിമ ഡയറക്ടറുടെ കലയാണെന്ന് മനസ്സിലാക്കുന്ന സിനിമകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറുടെ കലയാണ് സിനിമ, ഡയറക്ടർക്കാണ് എല്ലാ ക്രെഡിറ്റും. എഴുത്തുകാരനൊക്കെ അവർ പറഞ്ഞനുസരിച്ച് എഴുതണം, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കാനുള്ള സമയമായെന്നാണ് തോന്നുന്നത്. പ്രസീതയ്ക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ടോ? അല്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല. പ്രസീതയ്ക്ക് ചോദ്യം ഉണ്ടോ? അല്ലല്ല, ഒരു ചോദ്യം കൂടെ എടുത്ത് പെട്ടെന്ന് നിർത്താം. നമ്മൾ വൈകി തുടങ്ങിയത് കൊണ്ടാണ് ഇത് പറ്റുന്നത്. അല്ല, സാറ് സംസാരത്തിൻ്റെ ഇടയ്ക്ക് 100 ദിവസം കൊണ്ട് എഴുതി തീർന്ന ഒരു കഥയ്ക്കും പറഞ്ഞു. രാവൺ പോലെയുള്ള ഒരു നോവൽ എഴുതുമ്പോഴേക്കും രാവണെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ എപ്പിക്കിൻ്റെ ത്രെഡുകൾ പൊട്ടിപ്പോവാണ്ട് അവനവൻ്റെ ഭാവനേനെ കൊണ്ടുവരണം. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള വായനയും അതുപോലെ തന്നെ ഗവേഷണവും ആവശ്യമുണ്ട്. അപ്പോൾ ഈ 100 ദിവസത്തിനുള്ളിൽ എഴുതി തീർക്കുക എന്നുള്ള കൺസ്ട്രെയിൻസിലേക്ക് പോകുമ്പോഴേക്കും ഒരു എഴുത്തുകാരനെ ഉണ്ടാവേണ്ട റിസർച്ചിൻ്റെ ഒരു സമയം എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്? ഇത് നമുക്ക് അറിയുന്ന പരിസരങ്ങളിലാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പം എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും ആറ്റം ബോംബിൻ്റെ കഥ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വഴിയാധാരമായി. എനിക്കത് അറിയില്ല. എനിക്ക് അറിയണ സാധനം മാത്രമേ ഞാൻ എടുക്കുള്ളൂ. 1. 2, കൺസ്ട്രെയിൻസ് ഇല്ലാണ്ട് ഒരു കലയും ഇല്ല. നമ്മൾ കൺസ്ട്രെയിൻസ് ഇല്ലാണ്ട് സ്വതന്ത്രമായിട്ട് എഴുതാൻ പറ്റില്ല. സമയത്തിൻ്റെ കൺസ്ട്രെയിൻസും പേജുകളുടെ കൺസ്ട്രെയിൻസും വരെ വരും കൊമേഴ്ഷ്യലായിട്ട് പബ്ലിഷർ പറയുമ്പോൾ. ഇപ്പോൾ കൺസ്ട്രെയിൻസ് വേണം. പാട്ടിന് കൺസ്ട്രെയിൻസ് വേണ്ടേ? ഇപ്പോൾ സിനിമാ പാട്ട് പാടാൻ എന്താണ് ഇത്ര ഏറ്റവും ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ്? ഒരു കർണാടക സംഗീതം 4 മണിക്കൂർ കൊണ്ട് രാഗവിസ്താരം ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് ആ 30 സെക്കൻഡിൽ ആ ഭാവം മുഴുവൻ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇത്രയും ഫേമസ് ആവുന്നതും ഇത്രയും പെയ്ഡ് ആവുന്നതും. ഇപ്പോൾ രാജമൗലി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത്. പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, കൺസ്ട്രെയിൻഡ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നവൻ കലാകാരനല്ല. കൺസ്ട്രെയിൻസിൽ വേണം. എത്രത്തോളം കൺസ്ട്രെയിൻസ് ഉണ്ടോ അതിൽ കൊണ്ടുവരാൻ പറ്റണം കാര്യങ്ങൾ. ഇപ്പോൾ സമയത്തിൻ്റെ കൺസ്ട്രെയിൻസ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു സാധനമാണിത്. അല്ലെങ്കിൽ എന്താ, പല ആൾക്കാരും എഴുതാൻ നല്ല കഴിവുള്ള, എഴുതാൻ ആഗ്രഹമുള്ള എത്രയോ പേര് ഈ സമയത്തിൻ്റെ കൺസ്ട്രെയിൻറ്റ് കൊടുക്കാത്ത കാരണം കഴിഞ്ഞ 25 കൊല്ലമായിട്ട് 1ാമത്തെ ചാപ്റ്റർ എഴുതി തീരാത്ത ആൾക്കാരെ എനിക്കറിയാം. ഈ കൺസ്ട്രെയിൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. കൺസ്ട്രെയിൻറ്റ് കൊടുത്ത് എഴുതുന്നത് തന്നെയാണ് നല്ലത് എപ്പോഴും. നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഇന്നത്തെ സംഭാഷണം. വളരെ നന്ദി ആനന്ദ്. ഇപ്പോൾ ഈ എഴുത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കടന്നു പോകുന്ന പരിസരങ്ങളിൽ കൂടെയല്ല ആനന്ദ് നീലകണ്ഠൻ എന്ന ഇന്ന് പുതിയ കാലത്തിൻ്റെ എഴുത്തുകാരൻ കടന്നു പോകുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അറിയണം എന്നുണ്ടായിരുന്നു. എന്തായാലും വേദിയിലിരുന്ന് തന്നെ ചോദിച്ചറിയാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ശ്രീ ആനന്ദ് നീലകണ്ഠനും ശ്രീമതി സുനീത ബാലകൃഷ്ണനും നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ സ്നേഹോപകാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ശ്രീ AM ബഷീർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി KR മീര പങ്കെടുക്കുന്ന മീറ്റ് ദ ഓതർ സെഗ്മെൻ്റാണ്. മീറ്റ് ദ ഓതർ സെക്ഷനിൽ അടുത്തതായി പങ്കെടുക്കുന്നത് ശ്രീമതി KR മീര മാഡമാണ്.
സുരേഷൻ അവിടെ ഉണ്ടല്ലോ. സുരേഷൻ ഉൾപ്പെടെയുള്ള എല്ലാവരും താഴേക്ക് ഇറങ്ങിയിരിക്കും. ഇവിടെ ഇരിക്കും, ഇവിടെ വന്നിരിക്കും. ആരും പോകരുത്. ഇവിടെ അടുത്ത പരിപാടി ഉടനെ ആരംഭിക്കും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാകട്ടെ മുഴുവൻ സംസ്കൃതവും ഇംഗ്ലീഷുമൊക്കെ ആയിരുന്നു. അതിൽ നിരവധി ഇംഗ്ലീഷ് മാഗസിനുകളിലും പുസ്തകങ്ങളിലും ചിത്രങ്ങളും ശില്പങ്ങളും പരാമർശിക്കുന്ന ഏടുകളുണ്ടായിരുന്നു. നമ്പൂതിരി ഇതെല്ലാം കാണുകയും വായിക്കുക എന്ന് പറയുമ്പോൾ ഈ കാഴ്ചയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്പൂതിരി സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ല. അതിനുള്ള ഭാഗ്യം സിദ്ധിക്കാത്ത ഒരാളാണ് നമ്പൂതിരി. വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസം നമ്പൂതിരിക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. 14-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നതോടുകൂടി നമ്പൂതിരി കൂടുതൽ ദരിദ്രനായിത്തീരുന്നു. അതുമാത്രമല്ല, നമ്പൂതിരി ഇല്ലങ്ങളുടെ ഇരുണ്ട കാലത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ 3ാമത്തെ ഭാര്യയിലെ മകനാണ്. അമ്മയുടെ ദുഃഖത്തെക്കുറിച്ചും അമ്മയുടെ സങ്കടങ്ങളെക്കുറിച്ചും അമ്മയുടെ കഷ്ടപ്പാടിനെക്കുറിച്ചുമൊക്കെ നമ്പൂതിരി സംസാരവിദ്യയെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അടുക്കളയിൽ കരി പുരണ്ട അമ്മയെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്പൂതിരി പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോലും മറ്റ് ഇല്ലങ്ങളിൽ വീട്ടുവേലകൾ ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു ബാല്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോരുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ, ജ്യേഷ്ഠൻ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ജ്യേഷ്ഠൻ്റെ മക്കൾ, ഏതാണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രായമുള്ള മക്കൾ, അവരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇദ്ദേഹം സ്കൂളിൽ പോകുന്നതിനെ സംബന്ധിച്ചുള്ള ആർത്തി പൂണ്ട മനവുമായി അത് നോക്കി നിന്നിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് സംസ്കൃതം പഠിക്കാൻ പോകുന്നുണ്ട്. സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ അടുത്തൊരു സ്ഥലത്ത് വരികയും കുറച്ചുനാൾ അവിടെ സംസ്കൃതമൊക്കെ പഠിച്ച് അത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നി തിരിച്ചു പോവുക. ഈ സംസ്കൃതം പഠിച്ചതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, കുമാരസംഭവവും നൈഷധവും ഒക്കെ വായിക്കാൻ കഴിഞ്ഞു, അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായ ഗുണം അവിടെ ആയിരുന്നപ്പോൾ പഠിച്ചിരുന്ന ഇല്ലത്തിനടുത്ത് ഒരു അമ്പലപ്പറമ്പുണ്ട്. അവിടെ ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ആളുകൾ ഒത്തുകൂടും. എഴുത്തിൻ്റെ കാലപ്പകർച്ചകൾ എന്ന ഒരു വിഷയത്തിൽ KR മീരയുമായുള്ള സംഭാഷണമാണ്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ ലെജിസ്ലേച്ചർ ഫെയറിൻ്റെ ആദ്യത്തെ സെഷനിൽ ഇതുപോലൊരു വൈകുന്നേരം ഞാനും മീരയും തന്നെ മീരയുടെ സാഹിത്യത്തെക്കുറിച്ച് സംവദിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് മീര എന്താണ് എഴുതിയത്, മീരയുടെ എഴുത്തിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന്, മീരയുടെ പുസ്തകങ്ങളും അതൊക്കെ അങ്ങനെയുള്ള പ്രാഥമികമായ ഒരു എഴുത്തുകാരിയോടുള്ള സംവാദമായിരുന്നു എന്ന് വേണമെങ്കിൽ അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചില മേഖലകളിൽ എന്താണ് എഴുത്തുകാരി എന്ന രീതിയിൽ മീര മുന്നോട്ട് വയ്ക്കുന്നത് എന്ന ചില അന്വേഷണങ്ങളാണ് ഞാനിന്ന് ആലോചിക്കുന്നത്. നേരത്തെയുള്ള സംഭാഷണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സഭ TVയുടെ യൂട്യൂബ് ചാനലിൽ കിട്ടുമായിരിക്കും. ഓരോ വർഷം കടന്നു പോകുമ്പോഴും KR മീരയെ ഞാൻ നോക്കിക്കാണുന്നത് ഒരു മലയാളിയായ എഴുത്തുകാരിയായിട്ടല്ല എന്ന് പറയുന്നത്, മലയാളത്തിൻ്റെ എഴുത്തുകാരിയായിട്ടല്ല എന്നതാണ്. മലയാളത്തിൽ എഴുതുന്ന ഒരു ഇന്ത്യൻ എഴുത്തുകാരി എന്ന രീതിയിൽ കാണാനാണ് ഒരുപക്ഷെ സൂക്ഷ്മമായി സാഹിത്യത്തെ, മീരയുടെ സാഹിത്യത്തെ നോക്കിക്കാണുന്നവർക്ക് വിലയിരുത്താൻ കഴിയുക. ഇന്നിപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മീര ഒരു പുതിയ നോവൽ എഴുതി തീർക്കാനുള്ള ബദ്ധപ്പാടിലാണ്. അപ്പോൾ അതൊരു പക്ഷേ അത് പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മലയാളത്തിലെ പ്രസാധകരായിരിക്കണം. എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ മീരയുടെ നോവൽ ഇറങ്ങാൻ കാത്തിരിക്കുന്നത്
ഇന്ത്യയിലെ പ്രമുഖരായ വിദേശ പ്രസാധകർ ഉൾപ്പെടെയുള്ളവരാണ്. അതിൻ്റെ പരിഭാഷകൾ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനുള്ള മത്സരത്തിലാണ് ഇന്ത്യയിലെ പെൻഗിനെ പോലെയും ഹാർപ്പർ കോളിനെ പോലെയുമുള്ള പ്രസാധകർ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അത്തരം പ്രസാധകരുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിൽ കൂടിയാണ് പറയുന്നത്. ആ രീതിയിൽ വളർന്ന ഒരു മലയാളി എഴുത്തുകാരി എന്ന രീതിയിൽ വേണം മീരയെ മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. ഇതിന് മീരയെ സഹായിച്ച ഘടകങ്ങൾ ഒരുപക്ഷെ ഈ സംഭാഷണത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. മീര ഏതൊരു എഴുത്തുകാരും സാഹിത്യമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യാവസ്ഥയെ അടയാളപ്പെടുത്തലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്താണ് മനുഷ്യാവസ്ഥ എന്ന ചോദ്യം വരുമ്പോഴാണ് മനുഷ്യാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായി നമ്മൾ ജീവിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് ഉപരിയായിട്ട് മനുഷ്യൻ എന്ന ആ പ്രക്രിയയെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ ധാരാളം പ്രക്രിയകളുണ്ടെന്നും, അപ്പോൾ മനുഷ്യാവസ്ഥ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ തീർച്ചയായിട്ടും മനുഷ്യനെ നിർണ്ണയിക്കുന്ന അതാത് കാലത്തെ സമ്മർദ്ദങ്ങളെയും അതാത് കാലത്തെ ഈ രാഷ്ട്രീയവും ചരിത്രപരവും സാമൂഹികവുമായ അവസ്ഥകളെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ടെന്നും തിരിച്ചറിഞ്ഞ എഴുത്തുകാരി എന്ന രീതിയിലാണ് മീരയെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, വളരെ അഭിമാനത്തോടു കൂടി. അതുകൊണ്ട് തന്നെയാണ് എഴുത്തിൻ്റെ കാലപ്പകർച്ചകൾ എന്ന വിഷയം ഇവിടെ പ്രസക്തമാകുന്നത്. മീരയുടെ രചനകളിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, രണ്ട് രീതിയിലാണ് എഴുത്തുകാർ എഴുത്തിനെ സമീപിക്കുന്നത്. ഒന്ന്, ദേശത്തിൻ്റെ എഴുത്തുകാരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകാർ നമുക്കറിയാം, അവരൊക്കെ അവരവരുടെ ദേശത്തിൻ്റെ പ്രത്യേകതകളും ദേശത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ആവിഷ്കാരങ്ങളും നടത്തുന്നതാണ്. എന്നാൽ മീരയുടെ കാര്യത്തിൽ വരുമ്പോൾ മീര ദേശക്കുപരിയായിട്ട് കാലത്തിൻ്റെ എഴുത്തുകാരിയാണ്, കാലത്തെ സൂക്ഷ്മമായി വായിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് എന്ന തോന്നലാണ് എനിക്കുണ്ടായത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ദേശത്തെ ഒരുപക്ഷെ ദേശത്തെ പരിഗണിക്കുന്നേയില്ല അത്ര ഒരു സാധാരണ നിലയിൽ സാഹിത്യകാരന്മാർ പരിഗണിക്കുന്ന അത്ര രീതിയിൽ മീരയുടെ കൃതികളിലൊന്നും നിന്ന് ദേശത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ ആ പ്രക്രിയയിലൂടെ ഒരു കാലത്തിൻ്റെ ചിത്രം വളരെ ഭംഗിയായിട്ട് വളരെ സമർത്ഥമായിട്ട് അവതരിപ്പിക്കാൻ മീരയ്ക്ക് കഴിയാറുണ്ട്. അതിനെക്കുറിച്ചാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ദേശത്തെ പങ്കിടലല്ല, മറിച്ച് കാലത്തെ പങ്കിടലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരേ കാലത്തെ പങ്കിട്ട് ജീവിക്കുന്ന ഒരു സ്പീഷീസാണ് മനുഷ്യവംശം എന്ന് വിശ്വസിക്കാനാണ് എഴുത്തുകാരി എന്ന നിലയിൽ എനിക്കിഷ്ടം. പിന്നെ ഈ ചുറ്റും നോക്കുമ്പോൾ, ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഒരു ദേശത്തിൻ്റെ കഥ തന്നെയാണ് മറ്റൊരു ദേശത്തെ ജനങ്ങൾക്കും പറയാനുള്ളത് എന്നുള്ളതാണ്. മനുഷ്യരുടെ കഥകളാണ് അതിരുകൾ ഭേദിച്ച് ഈ ഒരു കാലത്തെ പങ്കിടലായി മാറുന്നത് എന്നതാണ് എൻ്റെ എളിയ നിരീക്ഷണം എന്നതും ഒരു കാരണമാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണോ അത് നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെയും സംഭവിക്കുന്നത് കാണാം. അതിൻ്റെ ഇപ്പോൾ തുർക്കിയിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് ഇപ്പോൾ ഇസ്രയേലിൽ സംഭവിക്കുന്നത്, പലസ്തീനിൽ സംഭവിക്കുന്നത്, ഇത് സെൻട്രൽ ഏഷ്യയിൽ സംഭവിക്കുന്നത്, ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു തരം ഒരേ ചരടിൽ കൊരുത്തിട്ട മണികളാണ് എല്ലാ മനുഷ്യരെന്നും അതിന് അതിരുകൾ വരയ്ക്കുന്നത് ഭൂമിയുടെ അതിരുകൾ അവരുടെ അനുഭവങ്ങൾക്ക് ബാധകമല്ല എന്നുമാണ്. പക്ഷെ അതിലുപരിയായിട്ട് ഈ കഥാപാത്രങ്ങളെ ഇങ്ങനെ കാലത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമുക്ക് മലയാള സാഹിത്യം എടുത്തു കഴിഞ്ഞാൽ മുകുന്ദൻ മയ്യഴിയുടെ കഥ പറഞ്ഞു, MT വള്ളുവനാടിൻ്റെ കഥ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ ദേശത്തെ പ്രതിനിധാനം ചെയ്യുന്ന എഴുത്തുകൾ ഒരുപാട് മലയാളിക്കുണ്ടായിട്ടുണ്ട്. അവിടെയാണ് മീര ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള പല ദേശങ്ങൾക്കും സമാനതകളുണ്ടെന്നും ആ സമാനതകളിലെ പ്രശ്നങ്ങളെ കാണുവാനാണ് ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ 21-ാം നൂറ്റാണ്ടിലെ എഴുത്തുകാരി എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം മീരയെ. മീര എഴുതി തുടങ്ങിയത് എത്ര കാലം തൊട്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും പ്രധാനമായിട്ടും 2001-ലോ 2000-ലോ ആണ് ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിലുള്ള ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ 21-ാം നൂറ്റാണ്ടിലെ മലയാളത്തിൻ്റെ കഥയെഴുത്ത് ദേശത്തിൽ നിന്നും വിഭിന്നമായിട്ട് അതിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ ഒരു സങ്കീർണത എല്ലായിടത്തും വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചെറിയ പ്രശ്നമല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റു ദേശങ്ങളിലും അതുപോലെ സമാന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു കാരണമാണ്.
എന്നാൽ പോലും എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുത്തും ഓർമ്മയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ എല്ലാവരും പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദേശം അയാളെ ഹോണ്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഹോണ്ടിങ് പല എഴുത്തുകാരിലും ഉണ്ട്, പക്ഷേ മീരയിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ദേശവുമായിട്ട് അങ്ങനെ ഒരു അടുപ്പമുള്ളൊരു വൈകാരികമായ ബന്ധമില്ലായ്മ മീരയുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതുണ്ടാവാം. സുധീർ ഇപ്പോൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ, നമ്മുടെ ഒരു ഉപബോധ മനസ്സിൽ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ജനിച്ച് വളർന്ന വീട് നഷ്ടപ്പെട്ട ഒരുവളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്തെ അതിരുകൾക്കുള്ളിലുള്ള ഭൂമിയെ അമിതമായി ആശ്രയിക്കാൻ ഇഷ്ടമില്ല. ഞാനതിനെ മറികടന്നത് ആ ആഗ്രഹത്തെ മറികടന്നുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ അതിരുകൾ വളരെ വിശാലമാകണമെന്നും അത് ഭൂമി മുഴുവനാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് നമുക്ക് അംഗീകരിക്കാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ദേശത്തെക്കാൾ കൂടുതൽ അതിരുകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞു പല രീതിയിലുള്ള പ്രദേശങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നത് മിക്കവാറും എഴുത്തുകാർക്ക് ഈ ദേശീയത എന്നത് ഇന്ന് മാത്രമല്ല, ദേശീയത എന്ന ദേശം എന്ന് പറയുന്നത് ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടല്ല ഞാൻ പറയുന്നത്. ദേശത്തിൻ്റെ അത് മനസ്സിലായി. പക്ഷേ ഈ ദേശത്തെ ഈ ടെറിട്ടറിയെ അമിതമായി ഡിപ്പെൻഡ് ചെയ്യുന്നത് മീനയെ പോലുള്ള മീന കന്ദസ്വാമിയെ പോലുള്ള എഴുത്തുകാരൊക്കെ ഇവിടെ ഉണ്ട്. മീനയ്ക്ക് മലയാളം ഐ എം സോറി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ദേശത്തെ കൂടുതൽ ആശ്രയിച്ച് തുടങ്ങുമ്പോഴാണ് ഇവിടെ വെച്ചോ നമ്മൾ ദേശീയതയെക്കുറിച്ചും ചിന്തിച്ച് തുടങ്ങുന്നത്. അത് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചതിക്കുഴിയാണ്. അതിൽ വീണു പോയാൽ പിന്നെ സാർവത്രികമായ സാർവലൗകികമായ ചില അനുഭവങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ദേശവുമായിട്ടുള്ള അടുപ്പവും ദേശത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളും ദേശീയതയുമായി വരികയും അതൊരു പക്ഷേ ചതിക്കുഴിയായി അവസാനിക്കുകയും ചെയ്യുന്നത് വളരെ വളരെ പ്രസക്തമായൊരു നിരീക്ഷണമാണ്. പിന്നെ ഇപ്പോൾ കഥാപാത്രങ്ങളെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പം പല പ്രധാനപ്പെട്ട പാരാച്ചാറിലായാലും കാതകനായാലും ഒക്കെ ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള വ്യക്തികളാണ് അതിലെ കഥാപാത്രങ്ങൾ. അതുകൊണ്ട് അത് മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ വേണ്ടി കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നതാണോ അല്ല യാദൃശ്ചികമായിട്ട് വന്നുപെട്ടതാണോ എന്നുള്ളതാണ്. യാദൃശ്ചികമായിട്ട് വന്നുപെട്ടതാണ്. ഇപ്പോൾ എൻ്റെ തലമുറയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത സ്ത്രീകളുമാണ്. അതേസമയം നമ്മൾ ഈ ചരടിൽ കെട്ടിയിട്ട പട്ടങ്ങൾ പോലെ ഒരു നൂലിൻ്റെ നിയന്ത്രണം അനുഭവിച്ചവരുമാണ്. നമുക്ക് ലോകം എന്താണെന്ന് അറിയുകയും ചെയ്യാം. അതേസമയം നമുക്ക് ആ നൂല് പൊട്ടിച്ച് പൂർണ്ണമായി രക്ഷപ്പെടാൻ സാധിച്ചിട്ടുമില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ അനുഭവത്തെ ഞാൻ നിർവചിക്കുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരു മലയാളിയുടെ ജീവിതം കേവലം ഒരു മലയാളി സ്ത്രീയുടെ മാത്രം ജീവിതമല്ലെന്നും അത് ഇന്ത്യയിലെ ഏത് സ്ത്രീക്കും പല അളവുകളിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായിരിക്കാം അങ്ങനെ. തീർച്ചയായിട്ടും പല അളവുകളിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യത്യാസമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. കാരണം കേരളത്തിലെ സ്ത്രീയും ഇന്ത്യയിലെ മറ്റ് സ്ത്രീകളും തമ്മിൽ ഒരുപാട് തരത്തിൽ വ്യത്യാസമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്തിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. മീരയ്ക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. സ്ത്രീയുടെ ഇന്ത്യൻ അവസ്ഥ എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ അവസ്ഥയിൽ മലയാളി സ്ത്രീയും ഉൾപ്പെടുന്നു. അതൊക്കെ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ അവസ്ഥയിൽ മലയാളി സ്ത്രീയും ഉൾപ്പെടുന്നുണ്ടോ അല്ല അവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷെ സ്ത്രീ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായും ഏറ്റവും പ്രകോപനപരമായും എഴുതിയിട്ടുള്ള എഴുത്തുകാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഇരുന്നു കൊണ്ട് എഴുതുന്ന ഒരു മലയാളി സ്ത്രീ ഇന്ത്യയിലെ സ്ത്രീ അവസ്ഥയെ അവതരിപ്പിക്കുന്നത് ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിലാണോ അല്ല മലയാളിയെ മറന്നുകൊണ്ടാണോ? നോക്കൂ സുധീർ, അത് പറയുമ്പോൾ ഒരിക്കലും മലയാളികളായ സ്ത്രീകൾക്ക് പോലും ഒരു സ്ത്രീയുടെ അനുഭവമല്ല മറ്റൊരു സ്ത്രീയുടേത്. ഇത് ഓരോരുത്തർക്കും വളരെ യുണീക്കായ അനുഭവ ജീവിത പശ്ചാത്തലങ്ങളുള്ള ഒരു അവസ്ഥയിലാണ്, ഒരു കാലമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഇന്ത്യക്കാരികളെയും കൊരുത്തിടുന്ന ചില ചരടുകളുണ്ട്, അവരെ കെട്ടിയിടുന്ന ചില ചരടുകളുണ്ട്. അതേസമയം ഇവർക്കൊക്കെ തന്നെ ഞാൻ ഈ നൂലിൽ കെട്ടിയ പട്ടം എന്ന ബലൂണുകൾ എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അതേസമയം തന്നെ നൂലിൻ്റെ നീളവും നൂലിൻ്റെ കട്ടിയും ഒക്കെ വളരെ വൈയക്തികമായി മാറിയേക്കാം. അതത് സാമുദായികമായ അല്ലെങ്കിൽ മതപരമായ അല്ലെങ്കിൽ ദേശീയമായ കാര്യങ്ങൾ കൊണ്ട് മാറിയേക്കാം. പക്ഷേ ഈ നിയന്ത്രണം അവിടെയുണ്ട്, ആ ചരട് അവിടെയുണ്ട്. ആ ചരടിൻ്റെ അനുഭവമാണ് വാസ്തവത്തിൽ ഒരു സ്ത്രീയുടെ അനുഭവം. അത് ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ എല്ലാം അതിനെ ബാധിക്കുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം അതീതമായ ഒരു തരം അസ്വാതന്ത്ര്യം, പാരതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കാൻ സാധിക്കുന്ന ഒരനുഭവ പരിസരം ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളും ഒരുപോലെ പങ്കിടുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
തീർച്ചയായിട്ടും അത് തന്നെയാണ് മീരയുടെ രചനകളിലെല്ലാം നമ്മൾ കാണുന്നതും. സ്ത്രീ അനുഭവം, സ്ത്രീ വിഷയം ഒരുപക്ഷെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് വരാമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ ഇന്ത്യയിൽ എവിടെയാണ് ഈ പാട്രിയാർക്കി അഥവാ പിതൃമേധാവിത്വം എന്ന അനുഭവം ഇല്ലാത്തത്? പാട്രിയാർക്കി ഇന്ത്യയിൽ നിന്നല്ല, ഒരു ലോക പ്രതിസന്ധിയായിട്ട് നിലനിന്നത്. വളരെ യൂണിവേഴ്സലായ ഒരു സ്ത്രീ അനുഭവം കൂടിയാണ്. ഞാൻ തീർച്ചയായിട്ടും അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതിനകത്ത് മാറ്റങ്ങളുള്ള ഇടങ്ങളുണ്ടല്ലോ എന്നുള്ളതാണ്. എത്രത്തോളം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡിബേറ്റബിൾ ആണ്. ഏറ്റക്കുറച്ചിൽ മാത്രമേ ഉള്ളൂ, പൂർണ്ണമായി ഇല്ലായ്മ എന്ന് പറയുന്നത് സുധീർ മാത്രം അവകാശപ്പെടുന്നില്ല. ഒരിക്കലും അവകാശപ്പെടുന്നില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ വ്യത്യാസം നമ്മൾ കാണേണ്ടതില്ല, കാരണം തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാനത് ആവശ്യപ്പെടുന്നത്. മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ ഒരു നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ്. ഈ പൈതൃകത്തെപ്പറ്റി, ഭൂതകാലത്തെപ്പറ്റി, പാരമ്പര്യത്തെപ്പറ്റി ഒക്കെയുള്ള ഒരു വലിയ അഭിമാന ബോധം വളർന്നു വരുന്ന, അതൊരു രാഷ്ട്രീയമായി കൊണ്ടു നടക്കുന്ന ഒരു കാലത്തിരുന്നു കൊണ്ട് നമുക്കൊരു സ്ത്രീ അനുഭവത്തെ ഓരോരുത്തരുടേതായിട്ട് അടർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. തീർച്ചയായിട്ടും അത് ശരിയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. ഇപ്പം മലയാളത്തിലെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം മലയാളി എഴുത്തുകാർ ധാരാളം പേര് നമുക്ക് കഴിഞ്ഞ നൂറ്റാണ്ട്, ധാരാളമില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും പ്രധാനികളായിട്ടുണ്ട്. അവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായൊരു എഴുത്ത് മീരയിൽ ഞാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ സ്ത്രീ അനുഭവങ്ങൾ എഴുതിയ കമലാദാസ് ഉണ്ടാവാം, ലളിതാംബിക അന്തർജനമുണ്ട്, അത് കഴിഞ്ഞ് അങ്ങനെ ഒരു വലിയ തലമുറയുണ്ട്. അവരുടെയൊക്കെ എഴുത്തെന്ന് പറയുന്നത് ഒരുപക്ഷെ സ്ത്രീയുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ, വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളിലൂടെയാണ് അവരുടെ രചനകൾ കടന്നു പോയിട്ടുള്ളത്. പക്ഷേ മീരയിലേക്ക് എത്തുമ്പോഴേക്ക് അതിനൊരു സാമൂഹ്യമായ തലമുണ്ടാവുകയും അതിനൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ യൂണിവേഴ്സൽ എന്ന് പറയാവുന്ന രീതിയിൽ സ്ത്രീയുടെ അനുഭവത്തെ പ്രകാശിപ്പിക്കുന്ന രീതിയിലേക്ക് മീര വികാസം കൊണ്ടുവരും. അതാണ് മറ്റ് മുൻകാല എഴുത്തുകാരിൽ നിന്ന് മീരയെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് പറയുമ്പം സൗന്ദര്യാത്മകമായി മീരയും അവരും തമ്മിലുള്ളൊരു താരതമ്യത്തിനെയല്ല ഞാൻ മുതിരുന്നത്. അങ്ങനെയൊരു ഈ ചർച്ചയുടെ ഭാഗമേ അല്ല അത്. സൗന്ദര്യാത്മകമായ വിശേഷണങ്ങൾ അത് വിമർശനം എന്നുള്ള രീതിയിൽ വേറെ രീതിയിൽ നമുക്ക് മാറ്റിവെക്കാം. അടിസ്ഥാനപരമായി സ്ത്രീ അനുഭവത്തെ കാണുന്നതിൽ വ്യക്തിനിഷ്ഠമായ രീതിയിലുള്ള എഴുത്തുകളാണ് മലയാളിയായ സ്ത്രീകളെല്ലാം നടത്തിയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. ഒരു പക്ഷേ അതിലൊരു നമുക്ക് മാറ്റി നിർത്താവുന്ന ഒരാൾ സാറാ ജോസഫ് മാത്രമാണ്. അപ്പുറത്തേക്ക് 21-ാം നൂറ്റാണ്ടിലെ സ്ത്രീ എഴുത്തിൽ വളരെ വ്യക്തിഗതമായ തലത്തിലല്ലാതെ സാമൂഹികമായ തലത്തിൽ സ്ത്രീയുടെ പ്രശ്നങ്ങളെ കാണുകയും അതിൻ്റെ ഒരു വലിയ അനുരണനങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്ത എഴുത്തുകാരിയാണ്. അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോധപൂർവം ഞാൻ അങ്ങനെ ആയി എന്ന് എനിക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് മുമ്പേ പോയ എഴുത്തുകാർ, അതിൽ സ്ത്രീകളിൽ ഞാൻ പറഞ്ഞ കാര്യം അവരിൽ ഉണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടോ അവരെ? വൈയക്തികമായ ഒരു അനുഭവത്തിൻ്റെ പരിസരത്തിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ ഈ സൗന്ദര്യാത്മകതയെക്കുറിച്ച് പറഞ്ഞതിൽ മാത്രമാണ് അവരതിൽ സൗന്ദര്യം നിലനിർത്താൻ ശ്രമിച്ചു എന്നുള്ളതും ഞാനതിൽ സൗന്ദര്യം നിലനിർത്താൻ ശ്രമിച്ചില്ല, റെപ്യൂട്ടേഷൻ നിലനിർത്താൻ ശ്രമിച്ചില്ല എന്നുള്ളതുമാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സൗന്ദര്യം എന്നത് സർഗാത്മകതയിൽ നിന്ന് സ്വാഭാവികമായി ഉരുത്തിരിയേണ്ടി വരേണ്ട ഒന്നാണ്. അതാണ്, അതായത് വൈയക്തിക അനുഭവങ്ങളുടെ സൗന്ദര്യാത്മകത, കാൽപ്പനികത എൻ്റെ പുസ്തകങ്ങളിൽ അല്ലെ എൻ്റെ ഭാവ പ്രകടനങ്ങളിൽ നിലനിർത്താൻ ഞാൻ ശ്രമിച്ചില്ല. അത് ബോധപൂർവ്വം ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ സൗന്ദര്യാത്മകമായി അനുവാചകനെ ഇതിലേക്ക് ലയിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല ഞാൻ എഴുതുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് വ്യക്തമായോ? എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അതിനെ കാണുന്നത് വേറൊരു പെർസ്പെക്റ്റീവിലാണ്. എഴുത്തിൻ്റെ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എഴുത്തുകാരന് ബോധപൂർവം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. അതങ്ങനെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സർഗാത്മക പ്രതിഭയിൽ നിന്ന് ഉണ്ടാവേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു താരതമ്യത്തിന് നമുക്ക് ആവശ്യമില്ല. അതിലുപരിയായിട്ട് ഈ പെർസ്പെക്റ്റീവിലുള്ള വ്യത്യാസം, വളരെ വ്യക്തിഗതമായി അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയും ആ കഥാപാത്രങ്ങളുടെ ജീവിത പരിസരത്തെ സൃഷ്ടിക്കുകയും ചെയ്യും. അതിലൂടെ ഒരു സൗന്ദര്യ പ്രപഞ്ചം ഉണ്ടാക്കും. അതാണ് മാധവിക്കുട്ടി ഉൾപ്പെടെയുള്ള ചെയ്തത്. പക്ഷേ മീര അതിൽ നിന്ന് ഒരു പുറത്ത് കടന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. അതെ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എൻ്റെ മാത്രം അനുഭവമല്ലെന്നും ഞാൻ മാത്രമല്ല ഈ വലയിൽ കുടുങ്ങിയിട്ടുള്ളതെന്നുമായിരുന്നു. അത് ഒരു പ്രധാന കാര്യമാണ്. കാരണം അന്നത്തെ കാലത്ത് എഴുതുന്ന സ്ത്രീകളും എഴുതപ്പെട്ട അനുഭവങ്ങളും വളരെ മറ്റ് സാധാരണ ഒരു മുഖ്യധാരയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പൊതു സ്ത്രീത്വ ഭാവനയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോഴും, ഞാൻ ജീവിതം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴും ഞാൻ കടന്നു പോകുന്നത് ഈ അനേകായിരം സ്ത്രീകളുടെ
അതേ അനുഭവങ്ങൾ കൂടെയാണെന്നും ആ അനുഭവങ്ങളുടെ പല ഷെയ്ഡുകൾ മാത്രമാണ് വ്യത്യസ്തം എന്നും ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ വരുന്നൊരു എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വരാവുന്നൊരു പ്രതിസന്ധി ഞാൻ കാണുന്നത് കഥാപാത്ര സൃഷ്ടിയാണ്. സ്വാഭാവികമായിട്ടും പല എഴുത്തുകാരും അവരുടെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് അവരുടെ പരിസരത്ത് നിന്ന് കണ്ടെത്തുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കണം. അങ്ങനെ സാധ്യമല്ലാത്ത കഥാപാത്രങ്ങളാണ് മീരയുടെ കഥാപാത്രങ്ങൾ. ഇപ്പം 2 പ്രധാനപ്പെട്ട കൃതികളിലെടുത്താലും അങ്ങനെ നിങ്ങളുടെ പരിസരത്ത് നിന്ന് കണ്ടെത്താവുന്നതല്ല. ഒരു സാമൂഹ്യ പരിസരത്തിൽ നിന്ന് നിങ്ങൾ ഭാവനയിൽ കണ്ടെത്തിയ ഒരു കഥാപാത്രം ഇപ്പം അങ്ങനെയല്ലേ കണ്ടെത്താൻ പറ്റുള്ളൂ അത്തരം കഥാപാത്രം. അപ്പോൾ കഥാപാത്ര നിർമ്മിതിയിൽ ഇത്തരം എന്ത് ചിന്തകളാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, മറ്റ് ഇപ്പം നമ്മൾ മുൻപേ പറഞ്ഞ നോവലിസ്റ്റുകൾ, മലയാളത്തിലെ എഴുത്തുകാരൊക്കെ അവരുടെ ജീവിത പരിസരത്ത് നിന്ന് തന്നെ കഥാപാത്രങ്ങളെ കണ്ടെത്തുകയും ആ കഥാപാത്രങ്ങളിലൂടെ ചില പ്രശ്നങ്ങൾ പറയുകയും ചെയ്തു. മീര സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ടും മീരയുടെ ചുറ്റുവട്ടത്ത് നിന്നുള്ളവരല്ലല്ലോ. അവിടെയാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. അതായത് ഞാൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നുള്ളവർ തന്നെയാണ്. എൻ്റെ കാഴ്ചവട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്. ചേതനയെ പോലെ ഒരു കഥാപാത്രം മീരയുടെ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീയുടെ സാമൂഹിക സാഹചര്യത്തിൽ ചില കഥാപാത്രങ്ങൾ ഇല്ലെന്നും അവളുടെ കാഴ്ചപ്പാടുകൾ കേവലം അടുക്കളയിൽ ഒതുങ്ങുന്നത് അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ ഒതുങ്ങുന്നതാണെന്നുമുള്ള ഒരു ധാരണയെ മറികടക്കാൻ വേണ്ടി നമ്മുടെ ശരിക്കും ഞാൻ അനുഭവിച്ച സംഗതികൾ, ഞാൻ സാമൂഹികമായി നടത്തിയ എൻ്റെ സാമൂഹികമായി നടത്തിയെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ജീവിതയാത്രയിലെ ചില അംശങ്ങൾ ഉള്ള കഥകളാണ് എനിക്ക് പറയാൻ ശ്രമിച്ചത്. ഒന്നാമത് മുമ്പെഴുതിയ എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായി എഴുതണം, പുതിയ ഭാവന വേണം, പുതിയ വിഷയം വേണം, പുതിയ നറേഷൻ വേണം, അതിൻ്റെ ടെക്നിക്ക് പുതുതായിരിക്കണം. അത്ര ഒരുപാട് നിബന്ധനകൾ നമുക്കുണ്ടായിരുന്നു പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ്. പക്ഷെ തീർച്ചയായും മുമ്പ് എഴുതപ്പെടാത്ത കഥകൾ എനിക്ക് മാത്രം പറയാനും സാധിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കഥകൾ എന്നതായിരുന്നു എൻ്റെ നിർബന്ധം. അത് ഒരുപക്ഷെ അത് എഴുതപ്പെട്ട സമയത്ത്, ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട്, പക്ഷേ എഴുതപ്പെട്ട സമയത്ത് അതിന് കിട്ടിയ സ്വീകാര്യതയേക്കാൾ പുതിയ തലമുറയിലെ യുവതികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ യുവാക്കൾ അതിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എഴുതിയ സാമൂഹിക സാഹചര്യങ്ങൾ, ആ കഥയുടെ പരിസരം ഇപ്പോഴാണ് കൂടുതൽ ആളുകൾക്ക്, അതായത് നമ്പറിന് ഭൂരിപക്ഷത്തിനും അനുഭവവേദ്യമായത് എന്ന് വേണമെങ്കിൽ പറയാം. വായനക്കാരിലേക്ക് അത് എത്തിച്ചേരുന്നതിന് സാഹചര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പണ്ടൊക്കെ ഒരു സ്ത്രീ കഥാപാത്രത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം അവരെ ചിന്തിക്കുന്ന എവിടെയാണ്? ഒരു സ്ത്രീ കഥാപാത്രം, ഒരു സ്വാഭാവികം അഭ്യസ്ത വിദ്യയായ ഒരു സ്ത്രീ കഥാപാത്രത്തെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വീടിനകത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്കൂളിനകത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലായിരിക്കും. അങ്ങനെ ഏതാനും ഇടങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയിരുന്നു. നമ്മളൊരിക്കലും ഒരു വലിയ ഒരു കോസ്മോനോട്ടുകളുടെ കഥ എടുക്കുമ്പോൾ ഒരു സ്ത്രീയെ പെട്ടെന്ന്, സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം വേറെയായിരുന്നു. പക്ഷേ അതൊക്കെ മാറി. പുതിയ കാലം വരുമ്പോഴേക്കും പലതരം അനുഭവങ്ങളുള്ള, പലതരം സാധ്യതകളുള്ള, തുറസ്സുകളുള്ള ഒരു ലോകത്തേക്ക് സാധാരണ സ്ത്രീ മാറിക്കഴിഞ്ഞു. അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തലമുറ കഥ വായിക്കുന്നു എന്നുള്ളതൊരു പ്രധാനമാണ്. ഞങ്ങളൊക്കെ തുടങ്ങി വെച്ച യാത്രയാണ്. ആ യാത്രയുടെ ഒരു മധ്യത്തിൽ നമ്മളോട് കൂടി ചേർന്ന ആളുകൾക്ക് അത് കൂടുതൽ ആസ്വദിക്കാൻ കഴിയും, ആ യാത്ര പങ്കിടാൻ കഴിയും എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു മാറ്റം തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉണ്ടാവുന്നതിനാൽ ഈ പുരുഷാധിപത്യ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ ചില വിള്ളലുകൾ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം കൂടിയല്ലേ? വിള്ളലുകൾ മാത്രമേ ഉള്ളൂ സുധീർ. ഈ പുരുഷാധിപത്യത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അതെന്ത് ചെയ്താൽ വിട്ടുകൊടുക്കില്ല. അല്ല, ഈ പുരുഷാധിപത്യം, ഈ അധികാരവുമായിട്ടുള്ള ബന്ധം പുരുഷാധിപത്യത്തിൻ്റെ അത് പുരുഷന് മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയങ്ങളുണ്ട്. കാരണം അല്ലല്ല, അധികാരം എന്ന നോഷൻ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നതും അത് കൊണ്ടാടുന്നതും അത് നിലനിർത്താൻ ശ്രമിക്കുന്നതും ആയ ആളുകൾ ആരോ അവരാണ് പുരുഷന്മാർ. അയാളെ വ്യക്തികളെ, അത്തരം ആളുകളെയാണ് നമ്മൾ പുരുഷാധിപത്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ഒരു പുരുഷാധിപത്യത്തിൻ്റെ അടയാളമാണെന്ന് ഞാൻ പറയും. എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ കൂടിയ ഒരു പുരുഷൻ എന്നാൽ കാരണം ഈ പുരുഷൻ എന്ന് പറയുന്ന ഒരു മനോഭാവമാണല്ലോ, ഒരു ആറ്റിറ്റ്യൂഡാണ്. അല്ല, അവിടെ വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പം എന്തായാലും വിഷയം വേറെ വഴിക്കും, നമ്മളിപ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ചിത്രം ഇന്ദിരാഗാന്ധിയുടെ ആയിരിക്കില്ല. അല്ലല്ല, ഞാൻ പറയുന്ന അധികാരവും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വരുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം വരാലോ. അപ്പോൾ ശരാശരി അങ്ങനെ വരാമെങ്കിലും ഒരു ശരാശരി മലയാളിയോട് ഒരു സ്ത്രീയുടെ ചിത്രം വെച്ചാൽ ഒരു
ഞങ്ങളുടെയൊക്കെ ഒരു തലമുറയിലുള്ള ആളുകളോട് സ്ത്രീയുടെ ചിത്രം പുരുഷന്മാരോടും പറഞ്ഞാൽ ചിലപ്പോൾ വരുന്നത് മുണ്ടും നേരിയത് കൊടുത്ത ശാലീന സുന്ദരിയായ ഒരു അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ ചിത്രമായിരിക്കും. കാരണം ഇതാണ് നമ്മൾ എല്ലാ കാലത്തും ഊട്ടിയുറപ്പിച്ചിരുന്നൊരു ചിത്രം. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരുപാട് ചിത്രങ്ങൾ അവർക്ക്. ഞാനത് പറയാൻ കാരണം ഇന്നിപ്പം നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ പോലും നമ്മൾ പറയുന്നൊരു കാര്യം, കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായില്ല, നമുക്കൊരു വനിതാ പ്രധാനമന്ത്രി ഉണ്ട്. അപ്പോൾ വനിത എന്ന് പറയുന്ന ഒരു വെറും ഒരു പ്രതീകമായിട്ടുള്ള ഒന്ന് മതി എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ സമൂഹം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് സ്ത്രീകൾ പോലും അങ്ങനെ അവകാശപ്പെടും. അത് തെറ്റല്ലേ എന്നാണ് ഞാൻ കേവലം അത് ചോദിക്കുന്നത്. ജെൻഡറിൽ ഒതുങ്ങുന്നതല്ലെന്നും അല്ലെങ്കിൽ മോർഫോളജിയിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് ഒരു മനോഭാവത്തിൻ്റെ തന്നെ മാറ്റമാണെന്നും മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ്. പക്ഷേ ഈ അവസ്ഥയിലൂടെ, ഒരു സ്ത്രീ അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തികൾ അധികാര സ്ഥാനങ്ങളിലെത്തുമ്പോൾ അവർ കൂടുതൽ ജനാധിപത്യത്തോടെ പെരുമാറുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് നമ്മളത് ആഗ്രഹിക്കുന്നു. അല്ല, അവിടെയാണ് ഇന്ദിരാഗാന്ധി വരുന്നത്. ജനാധിപത്യ വിരുദ്ധമായ ഏറ്റവും ഒരുപക്ഷെ ലോകത്ത് തന്നെ ഫാഷിസ്റ്റ് ടെൻഡൻസി കാണിച്ച ഏക വനിത എന്ന് പറയാവുന്നത് നമുക്ക് ഇന്ദിരാഗാന്ധിയാണ്. അതൊരു വനിതയാണ്. സ്ത്രീ അനുഭവങ്ങളിൽ കടന്നുപോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്കതിൽ വിയോജിപ്പുണ്ട്. കാരണം അതേ കാലത്ത് തന്നെ ഏതാണ്ട് ഇംഗ്ലണ്ടിൽ ഭരിച്ചിരുന്ന മാർഗരറ്റ് താച്ചർ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികാരം എന്ന നോഷനാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ അവർ ജീവിച്ചിരുന്നൊരു കാലത്ത് ഈ പാട്രിയാർക്കിയും ഒരു സ്ത്രീ അവസ്ഥയും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നങ്ങളെപ്പറ്റി ഇത്രത്തോളം ആളുകൾ സംസാരിച്ചിരുന്നില്ല. സാധാരണ സ്ത്രീകൾ അവരുടെ അനുഭവങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങിയിരുന്നില്ല. അവരുടെ ഒരു വീട്ടമ്മ, ഒരു ഭാര്യ, ഒരമ്മ, ഇപ്പോൾ മീനയുടെ കഥകൾ പോലെയുള്ള പുസ്തകങ്ങൾ പോലെയുള്ള തുറന്നെഴുത്തുകൾ ഉണ്ടായിരുന്നിട്ടില്ല. ആ തുറന്നെഴുത്തുകളും തുറന്ന സംസാരവും നൽകുന്ന ഒരു ജനാധിപത്യ ബോധം, മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ബോധം ആ കാലത്ത് സംഭവിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും അവിടെ വരുന്നൊരു പുതിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ ആശയപരമായ മാറ്റം, ആശയപരമായ ഉൾക്കാഴ്ച സ്ത്രീകൾ ഉണ്ടാവാതെ സ്ത്രീകൾ എന്ന് മാത്രമായതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ രംഗത്ത് വന്നുകൊണ്ട് മാറ്റം സംഭവിക്കില്ല എന്നുള്ളതാണ്. സ്ത്രീകളിൽ ആശയപരമായ മാറ്റം വന്ന പാട്രിയാർക്കിയുടെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയുടെ ഉപകരണങ്ങളായി, ആയുധങ്ങളായി ഒരു സ്ത്രീയോ പുരുഷനോ വരുന്നതുകൊണ്ട് ഒരു വ്യത്യാസവും വരുന്നില്ല. നിങ്ങൾ ആ ഒരു സംവിധാനത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, സംവിധാനത്തെയാണ് തിരുത്തേണ്ടത്. ആ സംവിധാനത്തെ ഉടച്ചു വാർക്കാനുള്ളൊരു ഇച്ഛാശക്തി ഇല്ലാതെ അത് സംഭവിക്കില്ല. അത് അവരവർ ചെയ്യുന്നത് സ്ത്രീ വിരുദ്ധതയാണ് എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത ഒരു കാലത്തും സമയത്തും ഒരു മനോഭാവത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് മാറ്റമാണ് വരുത്താൻ സാധിക്കുന്നത്? അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾക്ക് ഇന്ന് ഇന്ത്യയിൽ പോലും നിലവിലുണ്ട്. സ്ത്രീകളെ സംവരണത്തിലൂടെ അധികാരത്തിൽ എത്തിച്ചാൽ തീരാവുന്ന പ്രശ്നമാണിത് എന്ന് പറയുന്ന രീതിയിൽ അതിനെ ചുരുക്കി കാണുകയാണ്. അല്ല, അതിൽ പിന്നെയും നമ്മളതിനെ എല്ലാ സമീകരണം എന്ന് പറയുന്നൊരു സംഗതി ശരിയല്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു ശരാശരി ഇന്ത്യൻ സ്ത്രീ ആയിരുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നത് ഒരു ശരാശരി ഇന്ത്യൻ സ്ത്രീ അധികാരത്തിലേക്ക് വരുന്നത് പോലെ ആയിരുന്നു എന്ന് വളരെ നിസ്സാരമായി പറയുന്നത് പോലെ തന്നെ ഈ സംവരണം കൊണ്ട് സ്ത്രീയുടെ അവസ്ഥ മാറുകയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ അതിനെ അങ്ങനെ സമീകരിക്കുകയായിരുന്നില്ല. അതിലുപരിയായിട്ട് സ്ത്രീ എന്ന് പറയുന്ന ഇതിലേക്ക് ആശയപരമായ മാറ്റം വരികയും ജനാധിപത്യ ബോധം ഉണ്ടാവുകയും സാമൂഹ്യമായ വീക്ഷണം മാറുകയും ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന പുരുഷാധിപത്യ ഈ ലോകത്തെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മാറ്റാനോ അല്ലെങ്കിൽ അവരെ തിരുത്താനോ കഴിയുള്ളൂ. ആ മാറ്റം രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നുകിൽ മുകളിൽ നിന്ന് സംഭവിക്കാം. ഇതൊരു ശ്രേണീബദ്ധമായ ഒരു ജനാധിപത്യം ശ്രേണീബദ്ധമായ ഒരു അധികാര വ്യവസ്ഥയുടെ വിശകലനമാകുമ്പോൾ ഇത് മാറ്റം മുകളിലിരിക്കുന്ന ആളിൽ നിന്ന് സംഭവിക്കാം, താഴെത്തട്ടിൽ നിന്ന് സംഭവിക്കാം. താഴെത്തട്ടിൽ നിന്ന് സംഭവിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായി, കൂടുതൽ കെട്ടുറപ്പോടെ അല്ലെങ്കിൽ കൂടുതൽ ഈട് നിൽക്കുന്ന വിധത്തിൽ അത് സംഭവിക്കുമെന്നാണ് നമുക്ക് പറയേണ്ടത്. പിന്നെ ഈ കൂടുതൽ സംവരണത്തിൻ്റെ പേരിലല്ലാതെ സ്ത്രീക്ക് അധികാരം പങ്കിടാൻ ഈ നമ്മുടെ പുരുഷാധിപത്യപരമായ ഒരു സമൂഹത്തിൽ ഈ ബാക്കി പകുതി ജനസംഖ്യ തയ്യാറാകാത്തിടത്തോളം അത്തരമൊരു സംവരണം കൂടിയേ തീരൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ഭരണം എന്നതൊരു സ്കില്ലാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന ഒരു സാഹചര്യത്തിൽ അതൊരു സ്ത്രീ അധികാര പദവിയിലേക്ക് വരികയായിരുന്നില്ല. നിലനിന്നിരുന്ന ഒരു ഭരണാധികാരിയുടെ പിന്തുടർച്ചാവകാശി, ഏക മകൾ അധികാരത്തിലേക്ക് വരികയായിരുന്നു. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയോ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നത് പോലെ ആയിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാനതൊന്ന് വ്യക്തമായിക്കോട്ടെ. ഇന്ദിരാഗാന്ധിയുടെ ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്ത്രീ അവസ്ഥയുടെ ഒരു പുരോഗതി ആയിരുന്നില്ല. നിലനിൽക്കുന്ന ഒരു അധികാര വ്യവസ്ഥയിൽ ആ ഒരു പ്രത്യേക അധികാരം സ്ഥാപിച്ചെടുക്കുക, സ്വന്തം കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിപരമായിട്ട് ആ മേൽക്കൈ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അത് ഒരു കമ്പാരിസൺ ശരിയല്ല. പക്ഷേ
നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ ഒരു കാലത്ത് വലിയ മാറ്റമാണ് വന്നത്. അന്ന് ഞാൻ പത്രപ്രവർത്തകയായിരിക്കുന്ന കാലമാണ്. ആ സമയത്ത് ഈ 33% സംവരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഭയങ്കര തമാശയും ഭയങ്കരമായ കുറ്റപ്പെടുത്തലുകളുമായിരുന്നു. വാപ്പിൻസി ഡ്രൈവിംഗ് ആണ് സംഭവിക്കാൻ പോകുന്നത്, ഇവർക്കൊന്നും രാഷ്ട്രീയത്തെപ്പറ്റി യാതൊരു ധാരണയുമില്ല, എല്ലാം പുരുഷന്മാരാണ് തീരുമാനിക്കാൻ പോകുന്നത്, പാർട്ടികളാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നൊക്കെ ഒരുപാട് ആക്ഷേപം ഉയർന്നിരുന്നു. അപ്പോൾ ഈ ആദ്യ പഞ്ചായത്തിൽ ആദ്യ വർഷം ഭരണമേറ്റിരുന്ന പല സ്ത്രീകളെയും കാണാൻ പോകുമ്പോൾ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ ആശങ്കകളുണ്ടായിരുന്നു. കാരണം ഇവർക്ക് വലിയ ധാരണകളൊന്നുമില്ല. പക്ഷേ രണ്ടാമത്തെ വർഷമായി കഴിഞ്ഞപ്പോഴേക്കും അത് മാറി. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഭരണം എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അത് ഭരണ പരിചയം കൊണ്ട് മാത്രം, അനുഭവ പരിചയം കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നാണ്. അതിന് സ്ത്രീകളെ ഒരിക്കലും പരിശീലിപ്പിക്കാതെ എന്നും അടങ്ങി ഒതുങ്ങി ജീവിക്കാനും അടിച്ചമർത്തപ്പെട്ട് ജീവിക്കാനും അങ്ങനെ കഴിയുന്നത്ര വിനയവും കഴിയുന്നത്ര ക്ഷമയും പാലിക്കുന്നതാണ് ഒരു ഉത്തമ സ്ത്രീയുടെ സായുജ്യമെന്ന് പഠിപ്പിക്കാനും മാത്രം ശ്രമിച്ചിട്ടുള്ളൊരു സമൂഹം അവളുടെ കയ്യിലേക്ക് ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ അധികാരത്തിൻ്റെ അതിൻ്റെ ഒരു ആസ്വാദനത്തിന് അവളെ പരിഭാഗപ്പെടുത്തുമ്പോൾ, അത് നടപ്പാക്കാൻ അവളെ പരിഭാഗപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് അതേ വർഷം ആ ടേമിൽ തന്നെ ഒരു 5ാമത്തെ വർഷം പല വനിതാ പഞ്ചായത്ത് മെമ്പർമാരെയും കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അവർക്ക് ആ പഞ്ചായത്തിൻ്റെ അവരുടെ വാർഡിൻ്റെ ഓരോ മുക്കും മൂലയും അതിലെ ഓരോ വികസന പദ്ധതികളും അതിൻ്റെ പണം ചെലവാക്കുന്ന രീതിയൊക്കെ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തന്നെ അത് അറിയില്ല. കാരണം ഞാനൊരു പത്രപ്രവർത്തകയായിട്ട് എനിക്ക് ഇവരെക്കാൾ ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട് എന്നൊക്കെ ഉള്ള അഹങ്കാരത്തോടെ അവരുടെ അടുത്ത് പോയിട്ട് വളരെ വിനയത്തോടെ മടങ്ങി വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇത്രയേ ഉള്ളൂ, ഒരു പകുതിക്ക്, ജനസംഖ്യയുടെ ഒരു പകുതിക്ക് വെള്ളിത്താലത്തിൽ വച്ച് അവരുടെ അവകാശമായി അവരുടെ വെച്ച് നീട്ടപ്പെട്ട ഒരുപാട് അവകാശങ്ങൾ, ഒരുപാട് സൗഭാഗ്യങ്ങൾ അവകാശപ്പെട്ടിട്ട് നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് സംവരണം അത്യാവശ്യമാണ്. അത് ഇന്ദിരാഗാന്ധിയുടെ വരവുമായിട്ട് താരതമ്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ താരതമ്യം ചെയ്തത് തീർച്ചയായിട്ടും പുരുഷാധിപത്യ ബോധമുള്ള സ്ത്രീ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയാണെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ വിചാരിക്കുന്നു സോണിയാഗാന്ധി പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വന്നപ്പോൾ വേറൊരു തരം കാഴ്ചപ്പാട് ഇതിലുണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു പക്ഷേ അവർ എത്തിയ കാലത്തിൻ്റെ വ്യത്യാസമായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലത്തിൽ അവരുടെ ജീവിത രീതിയിൽ നിന്നുണ്ടാവുന്ന സ്ത്രീയുടെ അനുഭവങ്ങളോട് സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ദിരാഗാന്ധിയിൽ നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അത് രണ്ടും രണ്ടാണ്. കാരണം എന്താണ്, ഇവർക്ക് അത് അനുഭവത്തിൻ്റെ പരിചയമുണ്ട്. അനുഭവമാണ് ഒരാളിനെ ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും മലയാളിയുടെ അനുഭവബോധത്തിൽ അത്തരം ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത എഴുത്തുകാരിയാണ് മീര എന്നും കൂടി എനിക്ക് പറയേണ്ടി വരും. കാരണം ഇന്നത്തെ യുവജനത തിരിച്ചു ചിന്തിക്കുന്നതിൽ ഒരു വലിയ പങ്ക് മീരയുടെ എഴുത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതൊക്കെ പറഞ്ഞു കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്. കാരണം ഈ സ്ത്രീകൾക്ക് എഴുത്തുകാരികളായാലും ഈ ആരും അങ്ങനെ പ്രശംസിച്ച് വഷളാക്കാനൊന്നും ആരും തയ്യാറാവില്ല. അപ്പം നല്ല വാക്കുകളൊക്കെ വളരെ അപൂർവമായിട്ടേ കേൾക്കൂ. അത് കേൾക്കുന്നതൊക്കെ എനിക്കിപ്പോൾ ഇഷ്ടമാണ്. നല്ല വാക്ക് ബോധപൂർവം പറഞ്ഞതല്ല. ഏതായാലും അടുത്തൊരു കാര്യം, ഇപ്പം ഘാതകനിൽ എനിക്ക് തോന്നുന്നത് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളൊരു വധശ്രമത്തെ നേരിട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം. ഘാതകൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ തന്നെ പ്രത്യേകത, എനിക്ക് തോന്നുന്നു ഘാതകൻ മലയാളത്തേക്കാൾ കൂടുതൽ വായിക്കപ്പെടുക ഇംഗ്ലീഷിലാണ്. അസാസിൻ എന്ന പേരിൽ അത് ഹാപ്പർ കോളിൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അതൊരു ഇന്ത്യൻ വായനക്കാരൻ്റെ മുന്നിലേക്ക് എത്തുമ്പോഴായിരിക്കും അതിന് കുറേ കൂടി സാധ്യതയുണ്ടാവും. ഒരുപക്ഷെ ഘാതകനിൽ പറയുന്ന സാമൂഹ്യ പരിസരം ഒരുപക്ഷെ മലയാളിക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു നോർത്ത് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ജീവിച്ച ഒരു ഇന്ത്യൻ മനുഷ്യർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുക. അതിനകത്ത് ഘാതകൻ എന്ന് പറയുന്ന, അസാസിൻ എന്ന് പറയുന്ന കോണ്ടക്സ്റ്റിന് ഒരു വ്യക്തിയുടെ വധശ്രമവുമായി ബന്ധപ്പെടുത്തിയാണ് മീര കൊണ്ടുവരുന്നെങ്കിൽ പോലും അത് വായിച്ച് നമ്മളതിൻ്റെ ഒരു സൂക്ഷ്മ വായനയിലൂടെ കടന്നു പോകുമ്പം ആ വ്യക്തിക്ക് ഉപരിയായിട്ട് ഒരുപാട് സാമൂഹിക പ്രക്രിയകളെ അസാസിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രം കൂടിയാണ്. പൗരൻ്റെ അവകാശങ്ങളെ ഹനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് വധിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സമ്പത്ത്, പണത്തിൻ്റെ നമ്മുടെ നോട്ട് നിരോധനത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ പല രീതിയിലുള്ള ഇന്ത്യൻ അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോകുന്ന, വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല സാമൂഹ്യ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് മീര ഉദ്ദേശിച്ചിട്ടോന്ന് എനിക്കറിയില്ല, പക്ഷേ ആ നോവലിൽ അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. എന്താണ് ഘാതകനിലേക്ക് വരാനുള്ള, ഘാതകൻ എന്ന് പറയുന്ന
നോവലിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തി? അത് എല്ലാവരും അവരവരെ കുറിച്ച് എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം വരുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തലമുറയിലെ സ്ത്രീ അനുഭവങ്ങൾ വേണ്ട വിധം എഴുതപ്പെട്ടിട്ടില്ല എന്ന്. അതായിരുന്നു അതിനെ ഒരു ആദ്യ സ്പാർക്കെന്ന് പറയാം. പക്ഷേ അതിനേക്കാളേറെ അതിലേക്ക് വഴിവെച്ചത് നമ്മുടെ നോട്ട് നിരോധനം എന്ന നടപടിയും അതിനുശേഷം സംഭവിച്ച ഗൗരി ലങ്കേഷ് കൊലപാതകവുമാണ്. അപ്പോൾ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടപ്പോൾ എനിക്ക് വലിയ ഒരു ഷോക്ക് തന്നെ ഉണ്ടായി. ഒരു ഇന്ത്യൻ സ്ത്രീക്ക് പലതരം ഹിംസകളെ പറ്റി അറിയാം. ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പലതരം അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രേമം നിരസിച്ചാൽ കുറ്റം, പ്രേമം സ്വീകരിച്ചാൽ കുറ്റം, ഒരാളെ കൂടുതൽ പ്രേമിച്ചാൽ കുറ്റം, ഭയങ്കര പ്രയാസങ്ങളാണല്ലോ. പിന്നെ അധികാരത്തിൽ തന്നെ ഒരു തീരുമാനം എടുത്താൽ കുറ്റം, തീരുമാനം എടുത്തില്ലെങ്കിൽ ഏത് കാരണത്തിനും ഒരു സ്ത്രീക്ക് കൊല്ലപ്പെടാം വാസ്തവത്തിൽ. പക്ഷേ ഇതിനൊക്കെ അതീതമായിട്ട് ഒരു സ്ത്രീ അധികാര പദവികളേ ഇല്ലാത്ത ഒരു ചോദ്യം ചോദിക്കാൻ, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കൂ, എന്നോട് സംവാദത്തിന് വരൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ശത്രുവായി ഒരു വിഭാഗത്തിൻ്റെ ശത്രുവായി കൊല്ലപ്പെട്ട ഒരു സ്ത്രീയാണ് ഗൗരി ലങ്കേഷ്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു യാത്രയുടെ ഒരു കഥ അതിലുണ്ടെന്ന് എനിക്ക് തോന്നി. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടതുപോലെ വാസ്തവത്തിൽ എനിക്കും കൊല്ലപ്പെടാവുന്നതേ ഉള്ളൂ എന്നെനിക്ക് തോന്നിയ ഒരു നിമിഷമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും തിരിഞ്ഞ് ഞാൻ ചിന്തിച്ച് തുടങ്ങിയതും. എനിക്ക് പറയാനൊരു കഥയുണ്ടല്ലോ, ആ കഥ ഈ രാജ്യത്തിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ ചരിത്രം തന്നെയാണല്ലോ എന്ന് ബോധ്യം വന്നത്. അങ്ങനെയാണ് ഘാതകനിലേക്ക് വന്നത്. ഘാതകൻ ഒരു വിധത്തിൽ ഒരു അംബീഷ്യസ് പ്രോജക്റ്റായിരുന്നു. അപ്പോഴും അത് ഇന്ത്യയിൽ മറ്റു ഭാഷയിൽ വായനക്കാരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. അത് നന്നായി സ്വീകരിക്കപ്പെട്ടു എന്നാണ് അതിലെനിക്ക് സന്തോഷമുണ്ട്. അത് ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നു, നല്ല റിവ്യൂസ് വരുന്നു. അങ്ങനെ ഇതിലെ ഏറ്റവും വലിയ സന്തോഷം, അഭിമാനമെന്ന് വെച്ചാൽ മലയാളത്തിൽ എഴുതുന്ന ഒരു ആളെന്ന നിലയിൽ, ഈ മലയാളത്തിൽ മാത്രം എഴുതുന്ന ഒരാളെന്ന നിലയിൽ മലയാളത്തിന് പുറത്തേക്ക് വായനക്കാരിലെത്താനും വായനക്കാരൻ നമ്മളെ തിരിച്ചറിയാനും ഇടവരുന്നു എന്നുള്ളത് ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അല്ല, അതിനൊരു ബോധപൂർവമായ ഒരു തീരുമാനമാണോ മലയാളത്തിന് പുറത്തുള്ള വായനക്കാരനെ കൂടി വായിപ്പിക്കത്തക്ക രീതിയിലാണ് എഴുതേണ്ടത്? ഇല്ലില്ല, അങ്ങനെ എഴുതിയ ഒരു പക്ഷേ അത് വായിക്കുമായിരിക്കില്ല. ഞാൻ എഴുതുമ്പോൾ എനിക്ക് എൻ്റെ ഭാഷയിലുള്ള വായനക്കാർ മാത്രമേ മനസ്സിലുണ്ടാവാറുള്ളൂ. ഒരു ദേശീയമായ ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് സാഹിത്യത്തിലെ എഴുത്തിനെ മീര കാണുന്നതെന്നാണ് അത് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഇപ്പം ദേശീയമായ പ്രശ്നങ്ങളെ യൂണിവേഴ്സൽ, ഞാൻ പറയുന്നത് എൻ്റെ ഒരു കഥയെ പറ്റി അല്ലെങ്കിൽ ഒരു ഫിക്ഷനെ പറ്റി, എൻ്റെ ഒരു വർക്കിനെ പറ്റിയുള്ള എൻ്റെ ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഒന്നിലേറെ ലെയേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനൊരു വൈയക്തികമായൊരു ലെയർ ഉണ്ടാവണം. അത് ഒറ്റ അനുഭവമായിട്ട്, ഒരു വ്യക്തിയുടെ അനുഭവമായിട്ട് വായിക്കാൻ കഴിയണം. പിന്നെ അതൊരു സാമൂഹികമായ അനുഭവമായിട്ട് വായിക്കാൻ കഴിയണം. പിന്നെ അതിനൊക്കെ അപ്പുറം ഒരു സാർവത്രികമായി സ്ത്രീപക്ഷം എന്ന് പറയുന്നത് സ്ത്രീയുടെ മാത്രം പക്ഷമല്ല, മനുഷ്യപക്ഷമാണ്. അല്ല, എന്നാലൊരു സ്ത്രീയുടെ പ്രശ്നങ്ങളെ, സ്ത്രീയുടെ പ്രതിസന്ധികളെ കുറിച്ച് എഴുതേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ കുറച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ല, തീർച്ചയായിട്ടുമാണ്. കാരണം ഈ പറഞ്ഞ സ്ത്രീ അവസ്ഥകൾ കുറച്ച് എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. എനിക്ക് പറയാനുള്ള കഥകളെല്ലാം സ്ത്രീകളുടെ കഥകളായിരിക്കും. മീര അതിനകത്തൊരു ഷാഢ്യം തന്നെ കാണിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഷാഢ്യവും സർക്കാൽപതിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഷാഢ്യമുള്ള എഴുത്തുകാരിയാണ്. അല്ലല്ല, ഈ പുരുഷന്മാരാരും എന്നോട് അവരുടെ കഥകൾ പറയാറില്ല. സ്ത്രീകൾ എല്ലാം തുറന്നു പറയും. പുരുഷന്മാരെപ്പോഴും പലതും മറച്ചു വെച്ച് അവരെ നായകന്മാരാക്കുന്ന കഥകൾ മാത്രമേ പറയാറുള്ളൂ. സ്ത്രീകൾ അങ്ങനെയല്ല. കണ്ടോ എത്ര സത്യമുണ്ട്. കൈയടിച്ചത് മുഴുവൻ പോട്ടെ. ഈ പുരുഷന്മാരും കൈയടിച്ചിട്ടുണ്ടാവും, സത്യസന്ധരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ. തീർച്ചയായും ഈ പുരുഷ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് മീര സൃഷ്ടിക്കുന്നത്? അതിനിടയിൽ വന്നൊരു സംശയമാണ്. എങ്ങനെയാണ് തീർച്ചയായിട്ടും പുരുഷ കഥാപാത്രമില്ലാതെ കഥയില്ലാന്ന് തന്നെ മീര എഴുതിയിട്ടുണ്ട്, സത്യവുമാണ്. മീരയുടെ കഥാപാത്രങ്ങളിൽ പലരും പുരുഷന്മാരാണ്, അല്ലെങ്കിൽ കഥ പൂർത്തിയാക്കാനെങ്കിലും പുരുഷന്മാരെ സ്വീകരിക്കുന്നുണ്ടല്ലോ. എങ്ങനെയായിരിക്കും പുരുഷ കഥാപാത്രത്തെ നോക്കിക്കാണുന്നത്, അത് സൃഷ്ടിക്കുന്നത്? പുരുഷ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോഴെല്ലാം അവർ പ്രത്യേകിച്ച് സൃഷ്ടിക്കേണ്ടതില്ല. അവരോട് ഉള്ള ആളുകളെ തന്നെ കണ്ടെടുക്കുക വേണ്ടു. അപ്പോൾ ഉള്ള ആളുകളെ തന്നെ കണ്ടെടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം, ഇവരിലുള്ള ഈ അധികാര വാഞ്ച
എത്ര നിയന്ത്രിച്ചാലും അത് പുറത്തു വരും എന്നുള്ളതാണ്. അതൊരു പക്ഷേ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ളതായിരിക്കും. നമ്മൾ മറിച്ചൊരു അനുഭവം ഉണ്ടാവുന്നത് വരെ സത്യം നല്ല ഫെമിനിസ്റ്റായ വളരെ ഞാൻ ഇന്ന് ദിലീപിനോട് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അധികാരം എന്ന് പറയുന്ന ഒരു നോഷൻ കടന്നു കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പണ്ട് ശ്രീനാരായണ ഗുരു ശിഷ്യനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, ഈഴത്തത്തിന് അതീതമായി ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ നമ്മുടെ കൂടെ എന്ന്. അപ്പോൾ എന്നിട്ട് ഗുരു തന്നെ പറഞ്ഞു, ഉണ്ടാകുമായിരിക്കും അല്ലേ എന്നെങ്കിലും എന്ന് പറഞ്ഞു എന്നാണ് ജീവചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അതുപോലെ ഈ അധികാരത്തിന് അതീതമായി ചിന്തിക്കുന്ന സ്ത്രീ പുരുഷന്മാരെന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ അന്ന് ഒരു പുതിയ പുരുഷനെ എനിക്ക് സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കാലം വരുമായിരിക്കും, കാലത്തിൻ്റെ പോക്കിൽ അങ്ങനെയും ഒരു കാലം വരുമായിരിക്കും. പക്ഷേ ഒരുപാട് രാഷ്ട്രീയമായ മാനങ്ങൾ, ഒരുപക്ഷെ രാഷ്ട്രീയ മാനങ്ങൾ ഇത്രയധികം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു മലയാള എഴുത്തുകാരി ഇല്ലെന്ന് തന്നെ പറയാം. നമ്മുടെ മറ്റ് എഴുത്തുകാരൊന്നും ചെയ്യാത്ത രീതിയിൽ ഇന്ത്യൻ അവസ്ഥകളെയും ലോകത്തിൻ്റെ അവസ്ഥകളെയും രാഷ്ട്രീയ. അതെ സുധീർ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മളിരിക്കുമ്പോൾ സുധീറിനെ പോലെ ഒന്നോ രണ്ടോ പേർ മാത്രമേ അത് സമ്മതിച്ചു തരാറുള്ളൂ. പലപ്പോഴും നമുക്ക് വഴക്കിട്ടാണ് നമ്മൾ അതിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. നല്ല വാക്ക് പറഞ്ഞു, സന്തോഷം. അതെ അതെ, ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നല്ല വാക്ക് പറയും, പക്ഷെ അല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ഈ വലിയ കോയിമയുടെ ലോകത്ത് ആ വിധത്തിലൊരു അംഗീകാരം പിടിച്ചു വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സമരം തന്നെ വേണം. ഈ ആൺകോയ്മയുടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു പ്രശ്നം എനിക്ക് അറിഞ്ഞുകൂടാ. ആൺകോയ്മയും ഫാഷിസവും ഒക്കെ തമ്മിൽ ബന്ധമുണ്ടോന്ന്? ഫാഷിസത്തെ കുറിച്ച് ഒരുപാട് തന്നെയാണ്. പല ഓന്ത ഒരു തുള്ളി മുതലയാണ് എന്ന് പറയുന്നത് പോലൊരു സംഗതിയാണ് ഈ ആൺകോയ്മ. എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു മെറ്റഫർ ഇതാണ്. ഈ ആൺകോയ്മ അഥവാ പിതൃമേധാവിത്വം, പാട്രിയാർക്കി എന്ന് പറയുന്നത് ഒരു അടുപ്പാണെങ്കിൽ സ്ത്രീവിരുദ്ധതയാണ് അതിൻ്റെ അഗ്നി. അതിൽ വേവുന്ന ഡിന്നറാണ്, വിരുന്നാണ് ഫാഷിസം. എന്തായാലും ഫാഷിസത്തെക്കുറിച്ച് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് മീരയുടെ നോവലുകളിലൊക്കെ പറയുന്നത് പോലുള്ള പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഒരു ഫാഷിസ്റ്റ് ടെൻഡൻസി ഉള്ള ഒരു കാലത്താണ്. ഫാഷിസ്റ്റ് രാഷ്ട്രീയം വളർന്ന് വികസിച്ച ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ ആ കാര്യത്തിൽ നിർഭാഗ്യവാന്മാരായ എഴുത്തുകാരൻ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്ന് പറയുന്നൊരു പ്രതിസന്ധി എപ്പോഴെങ്കിലും. ഫാഷിസത്തെക്കുറിച്ച് വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഫാഷിസത്തെ നോക്കി? അല്ല, അതൊരെണ്ണം സുധീർ തന്നെ സജസ്റ്റ് ചെയ്ത പുസ്തകമായിരുന്നു, പോൾ മേസന്റെ പുസ്തകം. അത് ഭയങ്കരമായൊരു പുസ്തകമാണ്. അത് വായിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ ഈ കാണുന്ന ഫാഷിസത്തിൻ്റെ ഏറ്റവും നമ്മൾ പേടിക്കേണ്ട സംഗതികൾ കേവലം ന്യൂനപക്ഷ വിരോധമോ അല്ലെങ്കിൽ റിലീജിയസ് ഫനാറ്റിസിസമോ മാത്രമല്ല, അതിനപ്പുറം സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നൊരു സംഗതിയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾക്കൊരിക്കലും ഒരു തരത്തിലുള്ള സ്വേച്ഛാധിപത്യത്തെ മറികടക്കാനാവില്ല, ഉന്മൂലനം ചെയ്യാനാവില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഈ സോഷ്യോളജി ഒന്നും കൂടുതൽ പഠിക്കാതെ തന്നെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്കറിയാം അരുന്ധതി റോയ്, മീന പോയോ? ഇല്ല, അരുന്ധതി റോയിയുടെ പുതിയ നിയമപ്രശ്നങ്ങൾ നമുക്കറിയാം. അരുന്ധതി റോയിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഡൽഹിയിലെ കോടതി കൊടുക്കുന്നു. 10 വർഷത്തിന് മുമ്പേ നടന്ന, അല്ലെങ്കിൽ 10-20 വർഷത്തിന് മുമ്പേ നടന്നൊരു കേസിൻ്റെ പശ്ചാത്തലത്തിൽ അത് സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അന്വേഷിച്ച് എനിക്ക് മനസ്സിലാവുന്ന യൂറോപ്യൻ നോൺ ഫിക്ഷൻ പ്രൈസ് വാങ്ങിച്ച അരുന്ധതി ചെയ്ത ഒരു പ്രസംഗമുണ്ട്. അതിതീക്ഷ്ണമായ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്, മോഡി ഗവൺമെൻറ്റിനോടുള്ള അതിരൂക്ഷമായ വിമർശനമായിരുന്നു ആ പ്രസംഗത്തിൽ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ അതിന് ശേഷമാണ് ഈ കേസ് വന്നത്. ആ കേസിന് എടുത്തതിനെതിരെ ഒപ്പിട്ടവരുടെ കൂട്ടത്തിൽ ദേശീയ എഴുത്തുകാരുടെ കൂട്ടത്തിൽ മീര ഉണ്ടായിരുന്നു. മീന ഗാർഡിയനിൽ അതിനെക്കുറിച്ച് ലേഖനം എഴുതിയതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അരുന്ധതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആക്ടിവിസ്റ്റ്, അല്ലെങ്കിൽ വളരെ വളരെ രൂക്ഷമായ രീതിയിൽ അധികാര വിമർശനം, എഴുത്ത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അധികാരത്തെ ചോദ്യം ചെയ്യലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹിത്യ ഭാവനയുണ്ടല്ലോ. ആ രീതിയിൽ എങ്ങനെയാണ് മീര കാണുന്നത്? ഏത് രീതിയിലായിരിക്കണം എഴുത്തുകാരൻ അധികാരവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അധികാരം ഏത് രീതിയിലാണെങ്കിലും സ്വേച്ഛാധിപത്യപരമായ അധികാരം വരുമ്പോൾ നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അത് ഏത് എഴുത്തുകാരാണോ അവരെപ്പോഴും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, കൂടുതൽ
വിശാലമായൊരു ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അവരെഴുതിക്കൊണ്ടേയിരിക്കും, അവരത് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. അതിനവരെ ആ സ്വപ്നം അവസാനിക്കുന്ന നിമിഷം മുതൽ അവർ എഴുത്തുകാരല്ലാതാവും. പിന്നെ നമുക്കിപ്പോൾ വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ഏതാണ് ലെസർ ഈവിൾ എന്നത് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിലൂടെ അതൊരു നല്ല ഏതാണ് ലെസർ ഈവിൾ എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പം അരുന്ധതി റോയ് ലെസർ ഈവിളിൻ്റെ കൂടെ നിൽക്കും. ലെസർ ഈവിളിൻ്റെ കൂടെ നിൽക്കുമ്പോഴും ലെസർ ഈവിളിൻ്റെ ഈവിൾ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നതിൽ എന്താണ് പ്രശ്നം? ഞാൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ കേരളത്തിലെ ഇടതുപക്ഷം യാതൊരു തരത്തിലുമുള്ള കേരളത്തിലെ ഇടതുപക്ഷമാണ് ലെസർ ഈവിൾ എന്നാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷത്തിന് ഈവിൾസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ അത് കുറ്റമറ്റ ഒന്നാണ് എന്ന് തോന്നലുണ്ടോ എന്നുള്ളതാണ്. അധികാരത്തിലിരിക്കുന്ന എന്തും കുറ്റമറ്റതാണെന്ന അഭിപ്രായം എനിക്കില്ല. അധികാരം എന്ന് പറയുന്നത് തന്നെ പലതരം എന്താണ് നമ്മൾ നമ്മൾ നിത്യജീവിതത്തിൽ പാടില്ല എന്ന് വിചാരിക്കുന്ന പലതരം തൂണുകൾ ചാരി നിൽക്കുന്നതാണ്. അതാണ് അധികാരം. അത് സ്വാഭാവികമായും മനുഷ്യനുണ്ടായ കാലം മുതൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു സംവിധാനമാണത്. അതിനെ എത്രമാത്രം തുറന്നതാക്കാം, എത്രമാത്രം കാറ്റും വെളിച്ചവും കയറുന്നതാക്കാം, എത്രമാത്രം തുല്യതയുള്ളതാക്കാമെന്ന് മാത്രമേ നമുക്ക് പ്രായോഗികമായി അന്വേഷിക്കാം. പക്ഷേ എഴുത്തുകാരെപ്പോഴും സ്വപ്നം കാണുന്നത് കുറ്റമറ്റ ഒരു ലോകം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കുറ്റമറ്റത് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതല്ല പ്രശ്നം. മാറ്റം ഉണ്ടാവുമെന്ന പ്രതീക്ഷയോട് നമ്മൾ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കും, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തെയും കേന്ദ്രത്തിലെ വലതുപക്ഷത്തെയും തമ്മിൽ സമീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അതിന്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പോരായ്മകളും കുറ്റങ്ങളും ഞാൻ കാണുന്നില്ലെന്നോ അതിനെ അംഗീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ കുറച്ചുകൂടെ വലിയൊരു ഭീഷണി മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും ചെറിയ ചെറുത്തുനിൽപ്പുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എഴുത്തുകാരുടെ കടമ. സ്വാഭാവികമായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ ഏതൊരു എഴുത്തുകാരനും ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനും എടുക്കേണ്ട നിലപാട് തന്നെയാണത്. പക്ഷേ അവിടെ ഞാൻ പറയുന്നത് ഇപ്പോൾ 2014 മുമ്പ് കേരളം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും നമുക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന ഒന്നേ ഉള്ളൂ, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എഴുത്തുകാരുടെ പങ്ക് വളരെ വലുതാണ്. അവരുമായി സംവദിക്കുകയും വിമർശിക്കുകയും ആ വിമർശനത്തിൽ തിരുത്തപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഇത് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം OV വിജയനും ഇടതുപക്ഷവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അങ്ങനെ ധാരാളം എഴുത്തുകാർ അവരുടെ പ്രശ്നങ്ങളെ കാണുകയും ചൂണ്ടിക്കാണുകയും അവരെ തിരുത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തിരുത്ത് സാധ്യമാവണം, ആ തിരുത്തിന് എഴുത്തുകാർ തയ്യാറെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആ രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരത്തിലുള്ള സമീപനം ഇപ്പോഴത്തെ എഴുത്തുകാരുണ്ടോ? ഞാൻ പറയുന്നത് എഴുത്തുകാർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുന്നത് മറ്റ് എല്ലാ അവസ്ഥകളും മറ്റെല്ലാ പരിസരവും വളരെ ഫെയർ ആൻഡ് ജസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ്. അതല്ലാതെ ഈ സമയത്ത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ഒരു വിശ്വാസ്യത ഏറ്റവും തകരുന്ന ഒരു സമയത്ത്, ഏറ്റവും അധികം ഫെഡറലിസം ഭീഷണി നേരിടുന്ന ഒരു സമയത്ത് ഏത് വിധത്തിലാണ് ഈ ഒറ്റപ്പെട്ട സമരങ്ങളെ സംസ്ഥാന ഗവൺമെൻറ്, അത് കേരളത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, തമിഴ്നാടായാലും പിന്നെ ബംഗാളായാലും എൻ്റെ ചോദ്യം ഇതാണ്. മറ്റവർക്കെതിരെ നിൽക്കുന്ന ഏതൊരു ശക്തിയും ജനാധിപത്യ ശക്തിയും അതിനെ കൂടെ നിൽക്കുക മാത്രമല്ല, കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. കുറഞ്ഞ പക്ഷം ദുർബലമാക്കാതിരിക്കുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ. അതാണ് എൻ്റെ നിലപാട്. അതിനകത്ത് വിമർശിക്കുക എന്ന് പറയുമ്പോൾ ദുർബലമാക്കുക എന്ന അർത്ഥമേ ഇല്ല. അങ്ങനെ ഒരു ചിന്തയെ പാടില്ല. അങ്ങനെ ഒരു ചിന്ത കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നും ആ ചിന്ത കേരളത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, ഈ തരം ഇതൊരു നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു ചർച്ചയല്ല. തീർച്ചയായിട്ടും അല്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എഴുത്തുകാലത്തിന് പ്രത്യേകിച്ചും ജോലി രാജിവെച്ച സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇടതുപക്ഷത്തെ എതിർത്തുള്ള അന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തെ വല്ലാതെ തിരുത്തി നന്നാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല മാധ്യമങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് പല വാർത്തകൾ പല സോഴ്സുകളിൽ നിന്ന് സ്വീകരിച്ച് വലിയ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വലിയ തോതിൽ പബ്ലിഷ് ചെയ്യപ്പെടുകയും എനിക്ക് വലിയ പ്രാധാന്യത്തോടെ പബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വന്ന വലതുപക്ഷ ഗവൺമെൻറ് അഥവാ UDF ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ അല്ല, ഞാൻ പറയട്ടെ, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണ്, പത്രപ്രവർത്തകയായി തുടങ്ങി
എഴുത്തുകാരിയായി മാറി രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾ നിരീക്ഷിക്കുന്ന ഒരുവളുടെ വളരെ അർത്ഥഗർഭമായ ആളുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പത്രാധിപർ വിലമതിക്കുന്ന ഒരു അഭിപ്രായം എന്ന നിലയിലാണ് അവരത് പബ്ലിഷ് ചെയ്യുന്നതെന്ന് അറിയുന്നു. പക്ഷേ ആയിരുന്നില്ല എന്ന് ഗവൺമെൻറ് മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഗവൺമെൻറ് മാറിക്കഴിഞ്ഞ് UDF നന്നാക്കാനുള്ള എൻ്റെ ഒരു ശ്രമത്തിനും ഒരു പ്രോത്സാഹനവും ഒരിടത്തൊന്നും കിട്ടിയില്ല. പോട്ടെ. അത് കഴിഞ്ഞ് അടുത്ത തവണ വരുമ്പോഴേക്കും ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങളൊരു വളരെ എല്ലാ രീതിയിലും ഫെയർ ആൻഡ് ജസ്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വിമർശിക്കുന്നതും അല്ലാത്ത സമയത്ത് വിമർശിക്കാതിരിക്കുന്നതും തമ്മിലൊരു വലിയ പ്രശ്നമാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഫലേച്ഛയും രാഷ്ട്രീയത്തിൽ നിന്നില്ലാത്തത് കൊണ്ട് എന്നെ അലട്ടുന്ന പ്രശ്നം ഈ രാജ്യം വർഗീയമായി ധ്രുവീകരിക്കപ്പെടുന്നതും ലിബറലുകൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവസരമില്ലാത്ത ഒരു ഭയാനക അവസ്ഥ സംജാതമാകുമോ എന്നതുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിന്നാലെ വരുന്ന പെൺകുട്ടികൾക്ക്, ഇവിടെ ദക്ഷിണയെ പോലെയുള്ള കുട്ടികളുടെ തലമുറയ്ക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച്, ഇഷ്ടമുള്ള അത്ര യാത്ര ചെയ്ത് സർവ്വസ്വാതന്ത്ര്യത്തോടെ തുല്യ പൗരന്മാരായി ജീവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നതാണ്. അതിന് ഒരു സാധ്യതയെങ്കിലും കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതാണ് ഭാവിയിൽ മാറ്റം വരുത്തുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാധ്യമപ്രവർത്തനം, ഇപ്പോൾ പത്രപ്രവർത്തനത്തെക്കുറിച്ചും പത്രപ്രവർത്തനം ഏത് രീതിയിലാണ് ഇന്നത്തെ ലിബറൽ സമൂഹത്തിൽ പത്രപ്രവർത്തനം നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഏത് രീതിയിലാണ് വഷളായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ പത്രപ്രവർത്തനം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും അതന്നെ എൻ്റെ ചോദ്യം. പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ നമുക്ക് ഉള്ളത് ടോക്ക് ഷോകളാണ്. ടോക്ക് ഷോകളൊന്നുമല്ല, ഒരു യഥാർത്ഥ മനുഷ്യർ വന്ന് അരമണിക്കൂർ നേരത്തേക്ക് അഭിനയിച്ചു പോകുന്ന എപ്പിസോഡുകളാണ്. സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്ന, പഞ്ച് ഡയലോഗുകൾ നിറഞ്ഞു നിൽക്കുന്ന എപ്പിസോഡുകളാണ് നമ്മൾ ന്യൂസ് എന്ന നിലയിൽ കാണുന്നത്. ഈ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത്? മീര ഇപ്പോൾ എൻ്റെ അറിവ് 2000 വരെയൊക്കെ ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിച്ച ആളാണ്. 2006 വരെ. അപ്പോൾ അതായത് ഒരു 10-15 വർഷത്തിൻ്റെ 13 കൊല്ലം. പക്ഷേ ഈ മാറ്റം എപ്പോൾ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക്. അതൊക്കെ പറഞ്ഞ ചരിത്രം വളരെ പ്രധാനമാണ്. എന്നേക്കാൾ വലിയ ജേർണലിസ്റ്റുകളൊക്കെ വേറെ ചോദ്യങ്ങളിലേക്ക് പോവാം. അല്ല, ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാലേ, പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒന്നുമില്ല, ഫാക്ട്സ് ചെക്കിംഗ് എന്ന് പറയുന്നതില്ല. ഈ കോടതിയിൽ എന്നതുപോലെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതും അച്ചടിച്ച് വരുന്നതും സത്യം മാത്രമാകണം. മുഴുവൻ സത്യവും പറഞ്ഞില്ലെങ്കിലും സത്യം മാത്രമേ പറയാവൂ എന്നൊരു ചാട്യം പോലും ഒന്നുമില്ല. അതിലെനിക്ക് വലിയ നിരാശയുണ്ട്. സത്യത്തിൽ ഇപ്പോൾ എത്ര പത്രം വായിച്ചാലും ഇതിലേത് വരിയാണ് വിശ്വസിക്കേണ്ടതെന്നുള്ളൊരു വലിയൊരു അങ്കലാപ്പുണ്ട്. ഏതൊക്കെ വിധത്തിലാണ് നമ്മുടെ സത്യാനന്തര കാലത്ത് സത്യങ്ങൾ വാർത്തകളായി ചമച്ചെടുക്കപ്പെടുന്നത് എന്നതിനെപ്പറ്റി വലിയ സങ്കടമാണുള്ളത്. അത് പറഞ്ഞപ്പോൾ കോടതികളുടെയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നീതിക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമുണ്ട്. ഖബർ പോലുള്ളൊരു പുസ്തകം എഴുതിയ മീരയുടെ വീക്ഷണം എന്താണ് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ കടന്നു പോകുന്ന പ്രതിസന്ധി? അതൊക്കെ പറഞ്ഞിട്ട് എന്നെ കോടതി ലക്ഷ്യത്തിന് അകത്താക്കാൻ രണ്ടുപേരും പോവാം. ഇവിടെ ജഡ്ജിമാരും ഇരിപ്പുണ്ട്. ബഷീർ സാറുണ്ട്, ഉണ്ണികൃഷ്ണൻ സാറുണ്ട്. അതൊരു വലിയ ഇതല്ലേ നീതിന്യായ വ്യവസ്ഥ. നീതി ഒരു സ്ത്രീയാണെന്ന് വിശ്വസിക്കുമ്പോൾ നീതി ദേവത എല്ലാ ഈ ആ അവസ്ഥയിലൂടെ കടന്നുപോയ മനുഷ്യരുടെ കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ നീതി എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാമല്ലോ. അല്ല, ഖബർ എഴുതിയത് എന്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു? ഖബർ നീതിയെ പറ്റിയുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു. നീതി എങ്ങനെയാണ് നീതിമതികളും നീതിമാന്മാരും അനുഭവിക്കുന്നതെന്നുള്ളതൊരു അന്വേഷണം തന്നെയായിരുന്നു. ഈ സാഹിത്യമെഴുത്തിൽ ഇപ്പം നമ്മുടെ ലോകത്തിലെ ഖബറിന് കാരണമായി തീർന്നത് തീർച്ചയായും ബാബറി മസ്ജിദ് വിധിയായിരുന്നു. പത്രപ്രവർത്തനവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം ലോക സാഹിത്യത്തിന് വളരെയധികം ഉണ്ട്. മാർക്കേസും ഹെമിംഗയും ഒക്കെ വലിയ പത്രപ്രവർത്തകരായിരുന്നു. MT വാസുദേവൻ നായർ പത്രപ്രവർത്തകരായിരുന്നു. എന്താണ് പത്രപ്രവർത്തക എന്നുള്ള രീതിയിലുള്ള ആ ഒരു അനുഭവ തലം മീരയുടെ എഴുത്തിൽ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന്? അതെനിക്ക്
ഒരു തരത്തിൽ പത്രപ്രവർത്തകയായിരുന്നില്ലെങ്കിൽ ഇന്ന് എഴുതുമായിരുന്നത് പോലെ എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാഷയെപ്പറ്റി, ഭാഷയുടെ കണിശതയെപ്പറ്റി, നമ്മൾ എഡിറ്റിങ്ങിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ തന്നത് പത്രപ്രവർത്തനം തന്നെയാണ്. പിന്നെ പത്രപ്രവർത്തനം എന്ന ജോലി വഴി വേറൊരു സ്ത്രീയുടെ ഒരു ചെറിയ വട്ടത്തിൽ നിന്ന് ചെറിയൊരു കുഗ്രാമത്തിൽ, വെറും ഒരു കുഗ്രാമത്തിൽ ജനിച്ച് വളർന്ന 2 അധ്യാപകരുടെ മകളായിട്ട് വളരെ കാർക്കശ്യവാനായ അച്ഛൻ്റെ കീഴിൽ ജനിച്ച് വളർന്ന എനിക്ക് ലോകം കാണാനൊക്കെയുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ അത് ഞാൻ പലതരം ജീവിതാവസ്ഥകൾ നേരിട്ട് കണ്ടു എന്നുള്ളതും പലപ്പോഴും പത്രവാർത്തകളിൽ കാണുന്നതല്ല, അതിനപ്പുറം ചിലതാണ് ജീവിതത്തിലുള്ളതെന്നുള്ളതും ഒക്കെ നേരിട്ടറിയാനുള്ളൊരു സാധ്യതയുണ്ട്. അതെനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് കണ്ടെത്താനുള്ള ഒരു ട്രെയിനിങ്ങും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പത്രപ്രവർത്തകയായതുകൊണ്ട് എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. മാർക്കേസ് പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ എൻ്റെ അർത്ഥവാക്യം. മാർക്കേസ് പറഞ്ഞത് സുധീറിന് അറിയായിരിക്കും. അതായത് പറഞ്ഞു വന്നത് മാർക്കേസ് പറഞ്ഞത്, നിങ്ങളൊരു റിപ്പോർട്ടിൽ ഒരു തുള്ളി ഫിക്ഷൻ ഭാവന കലർത്തിയാൽ അത് മുഴുവൻ കള്ളമായി തീരും. പക്ഷെ കഥയിൽ ഒരു തുള്ളി സത്യം കലർത്തിയാൽ അത് മുഴുവൻ വിശ്വസനീയമായി തീരും. തീർച്ചയായിട്ടും അത് തന്നെ. മാർക്കേസ് പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മുടെ ഓർമ്മകളാണ് നമ്മുടെ ജീവിതം എന്നാണ്. ഓർമ്മയിലൂടെയാണ് ജീവിതം രൂപപ്പെടുന്നത്. മീരയുടെ സാഹിത്യാനുഭവത്തിൽ ഈ ഓർമ്മകൾക്കുള്ള പങ്ക്, ഓർമ്മകളെന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ വൈയക്തികമായ ഓർമ്മകൾക്ക് അപ്പുറത്ത് സാമൂഹ്യമായ ഓർമ്മകൾ ഉണ്ടാവും എന്ന് ബാബരി മസ്ജിദിനെ കുറിച്ച് എഴുതണമെന്ന് തോന്നുന്ന എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കിയ ഒരു ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഓർമ്മകൾ മൊത്തത്തിൽ മീരയുടെ സാഹിത്യാനുഭവത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് പറയാമെങ്കിൽ? എൻ്റെ ആദ്യ കഥയുടെ പേര് തന്നെ ഓർമ്മയുടെ ജനമ്പം എന്നായിരുന്നു പ്രസിദ്ധീകരിച്ചത്. ഓർമ്മ എന്നെ ഏറ്റവും വലിയ തമാശ, ആദ്യം എഴുതിയ കഥ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സ്കൂൾ സുവനീറിൽ അച്ചടിച്ച് വന്ന കഥ പോലും ഡിമെൻഷ്യ ബാധിച്ച ഒരു മുത്തശ്ശിയെക്കുറിച്ചായിരുന്നു. അവിടെ ഓർമ്മയുണ്ടായിരുന്നു. എന്തോ ഒന്ന് ഈ എഴുത്തിൻ്റെ പ്രക്രിയയിൽ എന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ട്, ഓർമ്മയുമായി ബന്ധപ്പെട്ടത്. നമ്മൾ ഓർക്കുന്നതാണ് നമ്മുടെ കഥ എന്നും മാർക്കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഓർമ്മയില്ലെങ്കിൽ, നിരീക്ഷണമില്ലെങ്കിൽ, ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് അത് നമ്മുടെ ഓർമ്മകളുമായി താരതമ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ പൊരുത്തപ്പെടുത്തുകയോ ചെയ്ത് നമ്മൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ദർശനത്തെ സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ രചന എന്നല്ല ഒരു കലാപ്രവർത്തനവും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരാൾക്ക് തട്ടിയെടുക്കാൻ സാധിക്കാത്തതും മറ്റൊരാൾക്ക് പങ്കിടാൻ സാധിക്കാത്തതും നമ്മുടെ ഓർമ്മകൾ മാത്രമാണ്. ഇടയ്ക്ക് ഞാൻ വിട്ടുപോയ കാര്യം, ഈ പത്രപ്രവർത്തക എന്നുള്ള രീതിയിലുണ്ടായ അനുഭവങ്ങൾ ഈ രാഷ്ട്രീയ ബോധ്യങ്ങളെ കൂടുതൽ സൂക്ഷ്മമാക്കുന്നതിൽ ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഉണ്ടാവണം. കാരണം പല വാർത്തകളുടെയും പിന്നാമ്പുറങ്ങളും അതിൻ്റെ ഉത്സവ പിറ്റേന്നുകളും ഒക്കെ ഞങ്ങൾ നേരിട്ട് കാണാൻ അവസരം ഉണ്ടായതുകൊണ്ട് അത് തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയ ബോധ്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പത്രപ്രവർത്തനമായിട്ട് പറയുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം, അടുത്ത കാലത്തായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കേരളത്തിലെ ഏറ്റവും പ്രധാനിയായ എഴുത്തുകാരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ എഴുതുന്ന എഴുത്തുകാരി, കേരളത്തിലെയോ ഇന്ത്യയിലോ പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ നേടിയ എഴുത്തുകാരിയാണ്. പക്ഷേ മലയാളത്തിലെ ആനുകാലികങ്ങളിൽ മീരയുടെ സ്പേസ് വളരെ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെൻ്റെ വെറും തോന്നലാണോ, അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്നുള്ളതാണ്. എന്താണെന്നറിയില്ല സുധീർ, അവരും എന്നോട് ചോദിക്കാറില്ല. എനിക്ക് ഒരു പത്രാധിപർ എന്നെ വല്ലാതെ നിർബന്ധിച്ച് എൻ്റെ കഥകൾക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്ക് എഴുതാനുള്ളൊരു പ്രേരണ വരുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ അങ്ങനെ ചോദിച്ചാൽ തന്നെ കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഒരു പ്രസിദ്ധീകരണത്തിൽ നമ്മൾ എഴുതുന്ന ഒരു ഡയലോഗിൻ്റെ പേരിൽ ഒരു പിന്നെ അതിൻ്റെ പ്രസിദ്ധീകരണം നിർത്താമെങ്കിൽ പിന്നെ ഒരു പ്രസിദ്ധീകരണത്തിന് അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റും? അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അതിൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. സങ്കടം ഇൻ ദ സെൻസ് കുറച്ച് വായനക്കാരിലേക്ക് എത്താനുള്ള ഓരോ അല്ലാതെ വായനക്കാരെ സംബന്ധിച്ച് അത് വലിയ പ്രതിസന്ധിയാണ്. മീഡിയ പോലെ എഴുത്തുകാരുടെ എന്തിനേയും സർഗാത്മക രചനകൾക്ക് അപ്പുറത്തേക്ക് അഭിമുഖങ്ങളോ അല്ലെങ്കിൽ ലേഖനങ്ങളോ അതുപോലെ എനിക്ക് തോന്നുന്നു പത്രപ്രവർത്തക ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് സംഭവിച്ചത്. സുധീർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ ജോലി ചെയ്ത പത്രത്തിൽ പോലും എൻ്റെ ഒരു അഭിമുഖം
അടിച്ചു വന്നിട്ടില്ല. ഞാൻ പരാതി പറയല്ല കേട്ടോ. 20 വർഷത്തിൽ കൂടുതലായി, എത്ര വർഷമായെന്നറിയില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ വായനക്കാർക്ക് എന്നെ സ്വീകരിക്കാൻ അതിൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷേ എൻ്റെ സമകാലികരായ പുരുഷന്മാരുടെ അഭിമുഖങ്ങൾ ഒരുപാട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ എന്താണ് സന്ദേശം വായിച്ചെടുക്കുന്നതെന്ന് മാത്രം. അത് എൻ്റെ ഒരു പരാതിയേ അല്ല. എനിക്കൊരിക്കലും ആ വിധത്തിൽ പത്രങ്ങളുടെ പരിലാളനങ്ങളൊന്നും വേണ്ടി വന്നിട്ടില്ല. പക്ഷേ വായനക്കാരുടെ പരിലാളനം എനിക്ക് ആവശ്യമുണ്ടായിട്ടുണ്ട്. അവരത് വേണ്ടത്ര തന്നിട്ടുണ്ട്. യാദൃശ്യമായിട്ടൊരു കാര്യം പറയും. ഇന്ന് രാവിലെ ഞാൻ നിർഭാഗ്യവശാൽ മീര പണ്ട് പ്രവർത്തിച്ച പത്രമാണ് രാവിലെ നോക്കിയത്. അതിൽ ഇന്നത്തെ പരിപാടിയിൽ കേരള ലെജിസ്ലേച്ചറിലെ എല്ലാ പരിപാടികളുടെ മീരയുടെ സെഷൻ മാത്രം കണ്ടില്ല. അത് തികച്ചും യാദൃശ്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ബോധപൂർവമാണ്. ഇത്രമാത്രം ശത്രുതയാണ് കാണുന്നത്. അത് ഉണ്ടായില്ലെങ്കിലും വരാനുള്ള വായനക്കാരെപ്പോഴും തേടി വരിക തന്നെ ചെയ്യും. അവരുടെ നഷ്ടമാണ് എന്ന് അടയാളപ്പെടുത്തുകയാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതും എനിക്ക് പറയാം. കാരണം ഈ പാൻ ഇന്ത്യൻ റൈറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളെ തേടി വായനക്കാരെത്തുമ്പോഴും വാസ്തവത്തിൽ അത്രയൊന്നും സ്വീകരണം എന്നല്ല പറയുന്നത്, വലിയ ആഘോഷമൊന്നും ഇവിടെ നടക്കാറില്ല. പലപ്പോഴും എൻ്റെ ഈ അരച്ചരിറങ്ങുന്ന കാലത്ത് തന്നെ 1-2 വായനക്കാരികൾ എന്നോട് പറഞ്ഞതാണ്, ഇതൊരു ആൺകുട്ടിയായിരുന്നു എഴുതിയിരുന്നതെങ്കിൽ ഇതിന് കിട്ടുമായിരുന്ന വലിയൊരു ആഘോഷമുണ്ട്. അത് അല്ല, അപ്പോൾ അവരോട് പറയേണ്ടത് ആൺകുട്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല എഴുതപ്പെടുക എന്നുള്ളത് നിശ്ചയമായ ഒരു കാര്യമാണ്. ആൺകുട്ടിയായിരുന്നു അത്തരം ഒരു പുസ്തകം എഴുതുമായിരുന്നെങ്കിൽ അവരാരും നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വിവരങ്ങൾ കിട്ടി കൽക്കട്ടയെക്കുറിച്ച്, നിങ്ങൾ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും ലോകപരിചയവും പിന്നെ പ്രതിഭയും ഒക്കെ അവിടെ ഉണ്ട്. ബൈ ഡീഫോൾട്ട് അയാൾ അർഹിക്കുന്നതാണ്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, ഇതെൻ്റെതാണ്, ഇത് ഞാൻ എൻ്റെ എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് കാണാൻ, എനിക്ക് കാഴ്ചകൾ കണ്ട് വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഒരിക്കലും ആ തരം ആഘോഷങ്ങൾ സ്ത്രീകളെ വെച്ച് നടത്താറില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ശാഠ്യമുണ്ട് ഈയിടെയായിട്ട്. ഈ നോട്ടീസൊക്കെ അടിക്കുമ്പോൾ എൻ്റെ പടം വലുതായിട്ട് അടിക്കണം, എൻ്റെ പേര് വലുതായിട്ട് പ്രിൻ്റ് ചെയ്യണം. കാരണം അത് കണ്ട് ശീലം വരണം മനുഷ്യർക്ക്. ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ പേരും പടവും ഒക്കെ കണ്ട് ശീലം വന്ന് ഈ ലോകം സ്ത്രീകൾക്കും അവകാശപ്പെട്ടതാണ്. ഈ എഴുത്തുകാരികൾ എന്നത് വവ്വാലുകളെപ്പോലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും കൂട്ടത്തിൽ പെടാത്ത ഏതോ ഒരു വിചിത്ര ജീവി അല്ല എന്ന് ഓർമ്മിപ്പിക്കണമെങ്കിൽ ഇത് തന്നെ ചെയ്യണം. എനിക്ക് ആദ്യത്തെ കസേര വേണം, എനിക്ക് പ്രധാന സ്ഥലം വേണം, എൻ്റെ പടം വലുതായിട്ട് വേണം. ഇത് ഈ ചടങ്ങിൽ പോലും വളരെ ചെറുതായിട്ടാണ് ഇത് അച്ചടിച്ചിരിക്കുന്നത്. എനിക്കൊട്ടും ഇഷ്ടമായില്ല. പിന്നെ അത് ബഷീർ സാറിനോട് ഞാൻ പറയുന്നുണ്ട്, അടുത്ത തവണ ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരില്ല എന്ന്. പക്ഷേ ഇത് അത് വേറെ അതിൻ്റെ പൊളിറ്റിക്സ് വേറെ. അല്ല, പക്ഷെ ഞാനിവിടെയുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട രീതിയിലുള്ള എഴുത്തുകാരിയുണ്ട്. അതാണ് ഞങ്ങൾ ഇവിടെയുണ്ട്. മീര അതിന് മേലെ വന്നു. എനിക്കത് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായ ഒരു ശാഠ്യമല്ല, അതൊരു രാഷ്ട്രീയമായ ശാഠ്യമാണ്. മലയാളത്തിന്റെ സാഹിത്യ ഭൂമികയെ സംബന്ധിച്ചിടത്തോളം മീര ഉണ്ടാക്കിയത് ഒരു മാറ്റം തന്നെയാണ്. ആ മാറ്റം അവിടെ അവസാനിക്കുന്നില്ല. ആ മാറ്റം ഇനിയും മാറാനുണ്ട്. ആ മാറ്റം അവസാനിക്കുന്ന ഉറപ്പുവരുത്തേണ്ടത് ഇവരാണ്, ഈ പുതിയ തലമുറയാണ്. മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മികച്ച എഴുത്തുകാരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ 1, 2, 3 സ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പേരുകൾ കണ്ടാലും അത്ഭുതം തോന്നാത്ത വിധത്തിൽ അതിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകൾ സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം എന്നാണ് എൻ്റെ അവസ്ഥ. അല്ലാതെ 10 പേരുടെ ഒരു ലിസ്റ്റ് എടുക്കുക, മലയാളത്തിലെ 10 എഴുത്തുകാർ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് എടുക്കുമ്പോൾ അവസാനം എന്നാൽ ഒരു സ്ത്രീ സംവരണം ഇരിക്കട്ടെ എന്നുള്ള മട്ടിൽ ഒരു സ്ത്രീയുടെ പേര് വയ്ക്കുകയല്ല വേണ്ടത്. മറിച്ച് ഞാൻ പറഞ്ഞ അതാണ്, അരുന്ധതി റോയ്ക്കെതിരെ നിയമ നടപടി വന്നപ്പോൾ വന്ന വാർത്തയിൽ അതിനെ പ്രതിഷേധിച്ചവരുടെ പേരിൽ ആദ്യത്തെ 2 പേര് മീരയുമായിരുന്നു. അതൊരു ചെറിയ മാറ്റമല്ല. ആ മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ മാറ്റം കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ തമ്മിലിങ്ങനെ സംസാരിക്കുന്നത്. അതെ, ആ മാറ്റത്തിന് വേണ്ടി ഒരുപാട് ഞങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇനിയും ആ മാറ്റം ഇവിടെ തീരുന്നതല്ല, ഇത് ഇപ്പോൾ ചെറിയ മാറ്റമേ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പൂർണ്ണമായ ഒരു മാറ്റത്തിലേക്ക് ഇനിയും കുറേ യാത്ര ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റ് ഉണ്ട്. ഇവിടെ ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതുകൂടി ആവാം, അല്ലെങ്കിൽ അതിനിടയിൽ നമുക്ക് കമന്റ് ചെയ്യാം. ഏതെങ്കിലും രീതിയിൽ മൈക്ക് അവർക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. മൈക്കുമായിട്ട് 1-2 വോളണ്ടിയേഴ്സ് വരാമെങ്കിൽ.
മാഡം നമസ്കാരം. കെയർ മീഡിയ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ആരാച്ചാറാണെന്നാണ് ഒരു കോൺസെപ്റ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്നൊരു നോവലുണ്ട്. വേണ്ട വിധം ചർച്ച ചെയ്തിട്ടില്ല, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെ നോക്കിക്കാണുന്നു? 2, അതിലെ കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാതൃകകൾ മുന്നിലുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അതെന്താണ്? അതാണ് എൻ്റെ ഒരു ചോദ്യം. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, ചില പുസ്തകങ്ങൾ ഇങ്ങനെയാണ്. ഒരു അത് പുറത്തിറങ്ങുന്ന സമയം ചിലപ്പോൾ അതിനെ ബാധിക്കും. നേത്രോന്മിലനം എന്ന് പറയുന്ന നോവലും അതുപോലെ തന്നെയായിരുന്നു. അത് ഇറങ്ങിയ സമയവും അത് പ്രസിദ്ധീകരിച്ച രീതിയും ഒക്കെ അതിനെ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും പ്രസിദ്ധീകരിച്ചത് 2018 സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ പ്രസിദ്ധീകരിക്കുന്നത്. അതിന് തൊട്ടും അതിങ്ങനെ വായനക്കാരിൽ എത്തിത്തുടങ്ങിയ സമയത്ത് വലിയൊരു പ്രളയമൊക്കെ വരികയും അതിൻ്റെ ഒരു ബഹളത്തിനിടയിൽ ഇത് വായനക്കാരിൽ എത്തുന്നതിന് കുറച്ച് പ്രയാസങ്ങൾ എത്തുകയും അങ്ങനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നത് അത് നന്നായി വായിക്കപ്പെടുകയും നന്നായി സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പെൻഗ്വിൻ ജസബൽ എന്ന പേരിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. അതിന് നല്ല വായന കിട്ടും. ഒരു തവണ ഡൽഹിയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ പോകുമ്പോൾ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ ഒന്നാമതിരിക്കുന്നത് ജസബലാണെന്ന് കണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നുകയും ചെയ്തു. കാരണം മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരു പുസ്തകം, അഭിരാമിയും ബിജുവാണ് അത് പരിഭാഷപ്പെടുത്തിയത്. അങ്ങനെ പുസ്തകം ബെസ്റ്റ് സെല്ലറായിട്ട് കാണുന്നത് വളരെ അപൂർവമാണ്, പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ലേറ്റഡ് വർക്ക്. ആ വിധത്തിൽ അത് ശ്രദ്ധിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ പുസ്തകം ശരിക്കും ഒരു പരീക്ഷണമായിരുന്നു. ആരാച്ചാർ എഴുതി കഴിഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള വലിയ വിഷാദത്തിൻ്റെയും വലിയൊരു ഉത്കണ്ഠ രോഗത്തിൻ്റെയും പിടിയിലായിരുന്ന ഒരു സമയത്താണ് ഞാൻ ഇനി എന്ത് വേണമെന്നറിയാതെ ഒരു തെറപ്പി പോലെ എടുത്ത എഴുത്താണത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് എൻ്റെ ബ്രെയിൻ ഉപയോഗിക്കുന്ന വിധത്തിലുള്ളൊരു വർക്കായി അത് മാറണം നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ബൈബിൾ നന്നായി പഠിച്ച് ബൈബിളിൻ്റെ ഉപമകളും ബൈബിളിൻ്റെ ഭാഷയും കൃത്യമായി ചൂസ് ചെയ്ത് അത് നല്ല കഠിനാധ്വാനം അതിന് വേണ്ടി വന്നു. പിന്നെ എനിക്ക് സന്തോഷമുള്ളത് അന്ന് അതിൻ്റെ ഒരു ബൈബിളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു 5 പുസ്തകങ്ങളുള്ള ഒരു പുസ്തകമായിട്ട് ഒരു വർക്കായിട്ട് വേണം അത് വരാനെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മടി കാരണം അത് തീർത്തില്ല. പക്ഷേ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് എന്നോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അത് വനിതാ മാസികയിലാണ് സീരിയലൈസ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് വന്നത്. ആ സമയത്തും ധാരാളം വായനക്കാർ അതിനുണ്ടായിരുന്നു. അവരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അത് പിന്നീട് പുസ്തക രൂപത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ചത് തന്നെ. അതുകൊണ്ട് എന്തായാലും ഞങ്ങളുടെ ഉറക്കം കെടുത്തിയത് അതേ കഥാപാത്രം സന്ദർഭങ്ങൾ. അത് വനിതയിലത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാച്ചാർ നോവലിന് അവാർഡുകൾ വന്നു തുടങ്ങി. അതോടെ ഭയങ്കര തിരക്കായി, എനിക്ക് ശരിക്കും ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നോവൽ തീർന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഞാനിതിനോട് നീതി കാണിച്ചോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ഞാനത് പുസ്തകമാക്കാൻ മടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പക്ഷേ ഈ പുസ്തകം ഈ വനിതാ സീരിയലൈസേഷൻ നിർത്തിക്കഴിഞ്ഞും എനിക്ക് വായനക്കാരുടെ കത്തുകൾ വന്നുകൊണ്ടിരുന്നു. പല ആളുകളും പല സ്ഥലത്തും വെച്ച് കാണുമ്പോൾ ഈ പുസ്തകം എപ്പോഴിറങ്ങും എന്ന് ചോദിക്കുന്നു. DC ബുക്സിൽ എപ്പോഴും അന്വേഷണങ്ങൾ വരുന്നു. അങ്ങനെ വളരെ പ്രായം ചെന്ന ഒരാൾ ഈ പുസ്തകം വായിക്കാൻ ആഗ്രഹമുണ്ട്, ഇതിവിടെ കിട്ടും, എൻ്റെ ജീവിതകാലത്ത് ഇത് വായിക്കാൻ പറ്റുമെന്നോ അങ്ങനെ എന്തോ ഒരു കത്തെഴുതി. അപ്പോഴേക്കും അതിന് 4-5 വർഷം കഴിഞ്ഞു. ആ കത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ആരുടെയൊക്കെയോ മനസ്സിൽ ഇത് അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പുസ്തകമാക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ പഴയ മാനുസ്ക്രിപ്റ്റൊക്കെ തപ്പിയെടുത്ത് വായിച്ച് അത് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് അതിനോട് നീതി പുലർത്തുന്ന വിധത്തിൽ തിരുത്തലുകളെല്ലാം വരുത്തിയിട്ടാണ് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. താങ്ക് യു. അടുത്ത ചോദ്യം സമയം വേറെ ആരും ഇവിടെ കൊടുക്കണം. Hello. First of all, thank you. It was a pretty interesting conversation. ഭയങ്കര രസം ഉണ്ടായിരുന്നു കേൾക്കാൻ, ഭയങ്കര നാച്ചുറലായിട്ട് തോന്നി. And the discussions was also interesting ടോപ്പിക്കിലായിരുന്നു. My question to you, ma'am, is about out of all the characters you made, which is your favorite character and why? And out of all the characters you read of other people who wrote,
which is your favorite character and why? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എൻ്റെ കഥാപാത്രങ്ങളിലെ എല്ലാവരും ഞാൻ തന്നെ ആയതുകൊണ്ട് ഇതിലേത് ഞാനാണ് ഇഷ്ടമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഓരോ കാലത്തിലുള്ള ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെയാണ്. വലിയ ഇഷ്ടമില്ല, വലിയ എനിക്ക് പക്ഷെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ, നിരസിക്കാൻ പറ്റില്ലല്ലോ, വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ കഥാപാത്രങ്ങൾ. പിന്നെ മറ്റുള്ളവരുടെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും അതൊക്കെ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ കഥകളൊക്കെ എൻ്റെ ഉള്ളിൽ ഓരോ കഥയും വായിക്കുമ്പോൾ കുട്ടിക്കാലം മുതൽ അത് വളരെ ജൈവികമായിട്ട് എൻ്റെ ഉള്ളിൽ വളരുന്ന അനുഭവങ്ങളാണ്. അതിൽ കഥാപാത്രം എന്നെനിക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ശരിക്കും കഥയാണ് എൻ്റെ ഉള്ളിൽ വളരാനുള്ളത്, വാക്കുകളാണ് അതിൻ്റെ ദർശനങ്ങളാണ്. പക്ഷേ എസ് വി വേണുഗോപാൽ നായർ സാറിൻ്റെ കഥകളിലെ ചില കഥാപാത്രങ്ങളൊക്കെ, വിനീത വിധേയൻ, അത് അങ്ങനത്തെ കുറച്ച് കഥാപാത്രങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ കഥാപാത്രങ്ങളായിട്ട് നിലകൊള്ളാറുണ്ട്. ബാക്കി എല്ലാ കഥാപാത്രങ്ങളിലും കഥയാണ്. ഇപ്പോൾ മാധവിക്കുട്ടിയുടെ നെയ്പായസം, അതിൽ കഥാപാത്രമല്ല നമ്മളെ ബാധിക്കുന്നത്. അല്ലെങ്കിൽ പത്മനാഭൻ്റെ ഗൗരി കഥാപാത്രമല്ല, ആ കഥ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ്, അതിൻ്റെ ഒരു അനുഭവമാണ്. ആ അനുഭവമാണ് ഉള്ളിൽ വളരുന്നത്. ഞാൻ എഴുതാനിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതും അതാണ്. ഇത് വായിക്കുന്ന ആളിൻ്റെ മനസ്സിൽ ഇത് ഏത് തരം വീർപ്പുമുട്ടലാണ്, ഏത് തരം വിഷാദമാണ് സൃഷ്ടിക്കേണ്ടത്, എത്ര ഇൻറ്റൻസിറ്റിയുള്ള വിഷാദമാണ് സൃഷ്ടിക്കേണ്ടത് എന്ന് മാത്രമാണ്. വേറെ ആരെങ്കിലും ചോദ്യം? അവിടെ കൊടുക്കും. മാമിൻ്റെ ചെറുകഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെറുകഥ മാധ്യമധർമ്മം എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ്. അപ്പോൾ മാധ്യമധർമ്മം എന്ന് പറയുന്ന കഥ എപ്പോഴും റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വീണ്ടും അത് എഴുതുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അതിലുണ്ടാവുക, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ? ഇനി ആ കഥ ഞാൻ ഒരിക്കലും രണ്ടാമത് എഴുതില്ല, ഒരു കഥയും രണ്ടാമത് എഴുതില്ല, ഒരാളെയും രണ്ടാമത് പ്രേമിക്കില്ല, ഒരാൾ, അതൊക്കെയാണ് എൻ്റെ തീരുമാനം. ആ കഥ എഴുതുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ സുധീർ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. ചില ആളുകളൊക്കെ പറയും മീരയുടെ ആ കഥയല്ല എനിക്കിഷ്ടം, ഈ കഥയാണ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ. പക്ഷേ ആ രീതിയിൽ എല്ലാവരും എല്ലാ കഥകളും ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടതാണെന്നുള്ളതാണ്. ഇപ്പോൾ മാധ്യമധർമ്മൻ വന്നു കഴിഞ്ഞപ്പോൾ മാധ്യമധർമ്മൻ്റെ ഒരു നറേഷനും അതിനകത്തെ ക്രാഫ്റ്റും തന്നെ ക്ലീഷയായിരുന്നു. ക്ലീഷ ഉപയോഗിച്ച് എഴുതിയൊരു കഥയാണ്. അതിലെ വരികൾ വായിച്ചറിയാം, ഈ പഴയ നമ്മുടെ ഈ പത്രഭാഷയുടെ ക്ലീഷേ ഭാഷയുണ്ടല്ലോ, അതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സംഗതിയും. അത് എന്താണ് അതിൻ്റെ ചോദ്യം എന്തായിരുന്നു? അത് ഇന്ന് എഴുതുകയായിരുന്നെങ്കിൽ എനിക്കറിയില്ല, ഇന്ന് മറ്റൊരു കഥയായി മാറും. സർ, ഈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഫസ്റ്റ് എഡിഷനിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംവാദം കണ്ടിരുന്നു. വീണ്ടും സുധീർ സാർ തന്നെ മീര മാഡത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്ന് നോട്ടീസിൽ കണ്ടപ്പോൾ അതെന്തേ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു, പലരോടും ചോദിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് എന്തുകൊണ്ടാണെന്ന്. ഒരു ചോദ്യം പോലും ആവർത്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇനിയും സുധീർ സാർ തന്നെ അടുത്തതിലും മീര മാഡത്തെ ഇൻ്റർവ്യൂ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കും. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. മാഡം, എൻ്റെ ചോദ്യം, ഇവിടെ ഈ അധികാരത്വം എന്ന ആണത്തത്തെയാണ് മീര മാഡത്തിൻ്റെ കഥകളിലൂടെ ചോദ്യം ചെയ്യുന്നത്. മീര മാഡത്തിൻ്റെ ഒരു സ്ഥിരം വായനക്കാരിയാണ് ഞാൻ. ഇവിടെ സംവരണത്തെക്കുറിച്ചും സംസാരിച്ചു. യഥാർത്ഥത്തിൽ അതൊന്നുമല്ലല്ലോ നമുക്ക് വേണ്ടത്. ഒരു തൊഴിലിടത്തിൽ പോലും ഒരു സ്ത്രീ ഇന്ന രീതിയിൽ ജോലി ചെയ്യണം, പുരുഷന് ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വരെയും കാണുന്നത്. ഒരു മാധ്യമ പ്രവർത്തനത്തിലായാൽ പോലും ഒരു പുരുഷൻ ചോദിക്കുന്ന രാഷ്ട്രീയ ചോദ്യം സ്ത്രീ ചോദിക്കാൻ പാടില്ല, ചോദിച്ചാൽ അവൾ കുട്ടിയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ മനോഭാവമല്ലേ മാറേണ്ടത്. ആ മനോഭാവം മാറാനായി ഒരു കെ ആർ മീര പോരാ, ഇനിയും 1000 കെ ആർ മീരകൾ ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. നമസ്കാരം മീരാമേ, ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മീരാമേ സുധീർ സാറ് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് കൃത്യമായി പഠിച്ച് ഒരു വലുതായിട്ട് കൃത്യമായി പഠിച്ചാൽ ചിലപ്പോൾ എനിക്കത് മനസ്സിലാവും എന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു ചെറിയൊരു സംശയമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മീരാമയുടെ തലമുറയിലാണോ അതോ ഞാൻ അടങ്ങുന്ന ന്യൂ ജനറേഷൻ തലമുറയിലാണോ ഈ ഒരു സ്ത്രീവിരുദ്ധത ഏറ്റവും കൂടുതലായി പ്രകടമായി തോന്നിയത്? ദക്ഷിണ അടങ്ങുന്ന
തലമുറയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളിനി വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. പക്ഷേ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് കുറച്ച് നേർത്ത് വരികയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ സ്ത്രീ വിരുദ്ധത എന്നത് എന്താണ് എന്ന് മനുഷ്യർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പിതൃവാത്സല്യം അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ വാത്സല്യം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീക്ക് അർഹിക്കുന്ന, അവളുടെ പൗരൻ എന്ന നിലയിൽ അർഹിക്കുന്ന തുല്യത നിഷേധിക്കാനുള്ള തുല്യത നിഷേധിക്കുന്ന ഒരവസ്ഥ എൻ്റെ ജനറേഷനിലുണ്ട്, എനിക്ക് പിന്നിലേ വന്ന ആളുകളിലുണ്ട്. അപ്പോൾ ഈ രക്ഷകർത്താവുക, രക്ഷാധികാരിയാവുക, സ്നേഹിച്ച് പൊതിഞ്ഞ് സംരക്ഷിച്ച് വളർച്ച മുരടിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. നിങ്ങളുടെ തലമുറയിൽ ഒരു ഗുണം ഞാൻ കാണുന്നത്, നിങ്ങൾക്ക് മുമ്പേ ഉള്ള ആളുകളൊക്കെ കുറേയൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആ തലമുറയിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യം ഉണ്ടായിരിക്കും. ഇപ്പം ഞങ്ങളുടെ തലമുറയിൽ ആ ബോധ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഈ വാത്സല്യം എന്ന് പറയുന്നത് ഏതോ മഹത്തായ ഒരു സൗജന്യമാണെന്നും ഇത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്നുമായിരുന്നു. പക്ഷെ വാസ്തവത്തിൽ അതായിരുന്നില്ല. വളർച്ചയുടെ വളരേണ്ട ആവശ്യമില്ല, ഞാൻ വേണ്ടതൊക്കെ തന്നോളാം എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു. വളർച്ചയാണെന്ന് മുരടിപ്പിക്കുന്നതെന്നുള്ളത് കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ചറിഞ്ഞത്. ആ ചോദ്യത്തിന് ഉത്തരം മോൾക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റുള്ളവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രത്യേകമായ സാഹചര്യത്തിൽ. അടുത്ത ചോദ്യം. ഒരു കേരള എഴുത്തുകാരി എന്ന രീതിയിൽ ഇന്ത്യൻ സാഹിത്യത്തെ എങ്ങനെയാണ് മീര മാം നോക്കിക്കാണുന്നത്? മറ്റൊരു KR മീരയെ ഇന്ത്യയിൽ ഞാൻ കേരള എഴുത്തുകാരിയേ അല്ല, ഞാൻ ഈ ലോകത്തിൻ്റെ വിശാലമായ ലോകത്തിലെ ഒരു എഴുത്തുകാരിയാണ്. ആ രീതിയിൽ തന്നെയാണ് മറ്റൊരു KR മീരയെ ലോകത്ത് എവിടെയെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും? ഒരുപാട് പേരില്ലേ, എത്രയോ ആളുകൾ ഉണ്ടാവും. KR മീര ഉണ്ടാവില്ല, ഒന്നേ ഉണ്ടാവൂ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടെങ്കിൽ മേഡം ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരിയുടെ പേര് പറയാമോ? എനിക്ക് ഇഷ്ടം പോലെ ആളുകളെ എൻ്റെ ഒരു ചോയ്സ് ഉണ്ടാവുമല്ലോ, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ലോകത്തല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു എഴുത്തുകാരി ചോദിച്ചാൽ? അല്ലല്ല, അങ്ങനെ ആരാധിക്കുക ആരാധനയല്ല ഉദ്ദേശിച്ചത്, മേഡത്തിന്റെ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട്. നോക്കൂ, എനിക്ക് മാർക്കേസാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചോദിച്ചത് ഇന്ത്യൻ സാഹിത്യത്തിൽ എന്നാ ചോദിച്ചത്. ഇന്ത്യൻ സാഹിത്യത്തിൽ മേഡത്തിന് ഇഷ്ടമുള്ള ഏറ്റവും അരുന്ധതി റോയ് ഇഷ്ടമാണ്. ചോദ്യമാണ്. ഉറപ്പായിട്ട് അരുന്ധതി റോയ് ഇഷ്ടമാണ്. സമയം അതിക്രമിച്ചു, ആ ഉത്തരമായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഓരോ വായനക്കാരിക്കും ഇതെൻ്റെ കഥ കൂടിയാണ് എന്ന് പറയാവുന്ന രീതിയിൽ അത് പറയാവുന്ന രീതിയിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയത്തി താരയും കൂടെ അത് വായിച്ചിട്ട് അത് ഞങ്ങളുടെ കഥയാണെന്ന് തോന്നി. അത് എൻ്റെ ഉപരിപ്ലവമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ അത് ഒരിക്കലും പുറമേക്ക് ബാഹ്യമായിട്ട് അതൊരിക്കലും ഞങ്ങളുടെ കഥയോ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളോ ഒന്നും അല്ലെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഒരു അടിത്തട്ടിൽ എവിടെയോ നമ്മളും ആ കഥ അനുഭവം പങ്കുവെക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വായനാ സമൂഹത്തിന് തോന്നത്തക്ക രീതിയിലുള്ള ധാരാളം കൃതികൾ മീര ഇനിയും. കുട്ടിക്കാലത്ത് എയിൻ റാൻഡിൻ്റെ പുസ്തകങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആക്ച്വലി മീര തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവരുടെ എഴുത്തിനെ അവർക്ക് തന്നെ പേടിയാണെന്ന്. കാരണം ആ എഴുത്തിനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ള അടുത്ത നീക്കം അതിൻ്റെ എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് എഴുത്ത് പോകുന്നത്. നേരത്തെ ആരോ പറഞ്ഞതുപോലെ മീരയുടെ മാസ്റ്റർ പീസ്, യുവതിയായ ഒരു മീരയോട് മാസ്റ്റർ പീസിനെ കുറിച്ചൊന്ന് പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇനിയും ഈ എഴുത്തിലൂടെ യുവതിയാണെന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള ഒരു ഇതാണെന്ന് ഞാൻ പറയും. കാരണം യുവതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയും വളരാനുണ്ടല്ലോ എന്ന് പറയില്ലേ. ഞാൻ എൻ്റെ വയസ്സിനെ ഒന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പോട്ടെ, ആ രീതിയിലുള്ള ഒരു എഴുത്തുകാരിയുടെ മാസ്റ്റർ പീസ് ഇനിയും വരാനിരിക്കുന്നത്. മീരയുടെ ഏറ്റവും പുതിയ പുസ്തകം ഏറ്റവും വൈകാതെ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ വായനക്കാരുണ്ടാകട്ടെ, വായനക്കാരുടെ ബോധ്യങ്ങളെ തിരുത്തുന്ന എഴുത്തുകൾ മീരയിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സംഭാഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി സുധീർ. വളരെ സഫലമായൊരു സംതൃപ്തി നൽകിയൊരു സംഭാഷണമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ശ്രീമതി KR മീരയ്ക്കും ശ്രീ NE സുധീറിനും നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു സ്നേഹോപകാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ശ്രീ AM ബഷീർ സാറിനെ ക്ഷണിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ വേദിയിൽ പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി മീന കന്ദസ്വാമി പങ്കെടുക്കുന്ന മീറ്റ് ദ ഓതർ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി മാഡം, നന്ദി സർ. അല്പസമയത്തിനുള്ളിൽ ഈ വേദിയിൽ
പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി മീന കന്ദസ്വാമി പങ്കെടുക്കുന്ന മീറ്റ് ദ ഓതർ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. ഏവരും വേദിയിൽ ചിത്ര സംവിധായകരുടെ അഭിമുഖങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ ഒരു മുഖ്യധാരാ സിനിമയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകൾ ചെയ്തിരുന്ന ഒരു സംവിധായകൻ അത്തരം സൃഷ്ടികളുടെ പുറകിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് 90കളിൽ സിനിമയെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു 90കളിൽ തുടങ്ങിയൊരു യാത്ര ഈ 2023 വരെ കൊണ്ടുപോയത് എന്നുള്ളതിൻ്റെ കൃത്യമായ വഴി വിളക്കുകൾ ഈ പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലുമുണ്ട്. ഇത് 2 തരത്തിലാണ് ഈ പുസ്തകം സഞ്ചരിക്കുന്നത്. ഒന്ന്, ഈ സിനിമ നൽകുന്ന കലാപരവും കച്ചവടപരവുമായ ഒരു വിജയം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും, രണ്ടാമത് വ്യക്തിപരമായി നമുക്ക് വളരെ പരിചയമുള്ള ആൾക്കാരുമായി അദ്ദേഹത്തിൻ്റെ ബന്ധത്തിനെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന രണ്ടാമത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു സരണി. അദ്ദേഹം അതിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബാലൻസ്, അല്ലെങ്കിൽ നമ്മളതിനകത്ത് മലയാളത്തിൽ നമ്മൾ അതിന് വളരെയധികം കാണേണ്ട ഒരു സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്, ഒരു പക്ഷേ നമുക്ക് വരികൾക്കിടയിൽ നിന്ന് ഇതല്ലാത്തൊരു ചിത്രം ആസ്വാദകന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിൽ ഒരു ലോകം കൂടി അദ്ദേഹം ഇതിനുള്ളിൽ ഒളിച്ചു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യത്തെ ദിവസം, ഈ പുസ്തകോത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇങ്ങനെയൊരു പുസ്തകം, പ്രത്യേകിച്ചും ഞാൻ കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുന്ന ചലച്ചിത്ര മേഖലയിൽ നിന്നും ഗുരുസ്ഥാനീയനായ ഒരു മുതിർന്ന ചലച്ചിത്ര സംവിധായകൻ്റെ, വളരെ ആദരണീയനായ ഒരു ചലച്ചിത്ര സംവിധായകൻ്റെ സൃഷ്ടി, അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ജാതകം എന്ന പുസ്തകം ഈ വേദിയിൽ വച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായത് എൻ്റെ സുഹൃതവും എൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ്ങുമാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച വളരെ മുതിർന്ന ആൾക്കാർ എൻ്റെ മുന്നിൽ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ സമകാലികരും എൻ്റെ പൂർവ്വസൂരികളുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ വിശിഷ്ടമായ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ആ പുസ്തകത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഇനി വരാനിരിക്കുന്ന ആൾക്കാരും അദ്ദേഹവും തന്നെ ഈ പുസ്തകത്തിനെ പറ്റി സംസാരിക്കാനുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ സൈന്ധവ ബുക്സിൽ നിന്ന് വായിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ സിനിമയുടെ മറ്റൊരു പുറം മറിക്കാം എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നന്ദി. സൈന്ധവ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ശ്രീ സുരേഷ് ഉണ്ണിത്താൻ രചിച്ച ഓർമ്മകളുടെ ജാതകം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇനി നടക്കാൻ പോകുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ ശങ്കർ രാമകൃഷ്ണൻ, ഏറ്റുവാങ്ങുന്നത് ശ്രീ ശോഭി തിലകൻ. ഏവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകത്തെപ്പറ്റിയും അതിൻ്റെ എഴുത്തുകാരനെ പറ്റിയും 2 വാക്ക് സംസാരിക്കാൻ ശ്രീ ശോഭി തിലകനെ ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനപ്പെട്ട സുരേഷ് ഉണ്ണിത്താൻ സർ, ശങ്കർ രാമകൃഷ്ണൻ സർ, മുരളിച്ചേട്ടൻ, ജയറാമസ്വാമി, എൻ്റെ മുന്നിൽ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇരിപ്പുണ്ട്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ ഒരു ചടങ്ങിനായിട്ട് എന്നെ വിളിച്ച് ഓർമ്മകളുടെ
ജാതകം എന്ന് പറയുന്ന ഈ പുസ്തകം, സുരേഷ് ഉണ്ണിത്താൻ സാറ് എഴുതിയ ഈ പുസ്തകം, അതെന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്ന് ഞാൻ ആലോചിച്ചു. പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു, ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു മറുപടിയാണ്. സുരേഷ് ഉണ്ണിത്താൻ സാറ് എൻ്റെ കുടുംബത്തിലെ എൻ്റെ അച്ഛനോടും അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനോടും എന്നോടും വളരെയധികം എന്താ പറയുക സ്നേഹം പുലർത്തുന്ന ഒരു എൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ്. അച്ഛനെ വെച്ച് നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടാത്ത ഈ പുസ്തകത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ ചേട്ടൻ സുരേഷ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. രാധാമാധവം എന്ന സിനിമയിൽ ഷമ്മി ചേട്ടൻ 2 കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും പലർക്കും അറിഞ്ഞുകൂടാത്തൊരു സംഭവമാണ്. ഇതിലൊക്കെ ഉപരി ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് കാണുന്നത് ഈ ഇത്രയും സിനിമകൾ ചെയ്ത് ഒരു നീണ്ട കാലം സിനിമകളൊന്നും ചെയ്യാതിരുന്ന സുരേഷ് ഉണ്ണിത്താൻ സാറിനെ വീണ്ടും ഒരു മികച്ച സിനിമയുമായി മലയാള സിനിമയിലേക്ക് വരാൻ നിമിത്തമായത് ഞാനായിരുന്നു. അയാൾ എന്ന് പറയുന്ന സിനിമ. It's like, self-censorship is so immense that many writers, know that they have so much to say, but they're like, this is not the time to say that, and this is not the best place to say that. And also, none of this is about a single individual writer. I really think we have to look at it as a structural issue, because even if you're very bold, even if you have very powerful things to say, is the media going to publish that? Is a newspaper going to carry that? Is a TV channel going to show that clip? And I think this is where the real problem comes. In some ways, it's subverted by social media, but in some ways, social media is also corporate owned, so you just don't break the barriers. So I do believe that it's really a very difficult space at this time, and I think it's going to get worse. So actually, we should be in some sense happy that, we're able to have all these conversations at this point in time. Yeah, that is where my next question takes me, because you spoke about social media, and when technology was brought in with fanfare, social media platforms were available, they were sort of heralded as the freeway of freedom, the new highway of freedom rather. But you recently heard, when Musk was being interviewed for his biography, he said, I bought Twitter because my daughter was getting radicalized by it. So, she was coming out as a trans person, and she was heavily influenced by communist ideology. I don't want Twitter doing that anymore, and that's why I bought Twitter, is what he said. So that makes us suspicious about the type of information that you get on these platforms. How mediated are they? So I think that with Elon Musk, it depends on which side of the bed he gets out of that day. So, he has a lot of reasons for what he says about why he bought Twitter. Sometimes it's because it was an ego issue, sometimes it's because of his daughter, sometimes because, somebody had a wager on Twitter. He wants to fight Mark Zuckerberg physically. So, this is not a very stable individual. So I would take everything he says with a pinch of salt. But then coming to this issue of social media, there are, there's obviously with elections, for instance, coming up next year, you have to really watch these platforms carefully. Like, how does advertising work? Who gets to see what ads? What news is flagged off? Is there fact-checking going on? Is there a right-wing bias? Because I think in the US as well as in Indian examples, we know that there was a huge right-wing bias, which does propel, right-wing forces to come to power. But also at the same time, you look at what's happening in Gaza. You look at what's happening in Palestine, all the bombings, all of the actual fact that there is a genocide. We see it play out in real time, and it's happening because of social media, like because individual users have Twitter.
individual users are posting these photos of the bombings, photos of the rubble, photos of doctors. Doctors are saying what's happening in the hospitals. Because otherwise, if you go by mainstream media is just going to parrot the lines of the imperialist superpowers. They're going to just say, oh, Hamas is hiding, or Hamas is using these underground tunnels, or they're going to say whatever suits them, you know, this larger narrative of Islamophobia and this narrative in which, you know, somehow imperialist supremacy comes out first. So I really believe that in some ways, I still continue to believe social media is empowering, which is also why you see when Israel was doing all of these attacks 2 or 3 days ago, they literally did a communications blackout. They took out all the cell phone towers, all the communications towers, because they want to do this genocide with no information. And I think that's how every genocide is carried out, you know. And we see, and it's not just Palestine, right? We saw that in Tamilam, you know, War Without Witnesses in 2009, but you also see that in parts of India. You see that, you know, there's the internet shutdown in Kashmir, there's internet shutdown in Manipur. So, and India is actually one of the top countries doing this internet shutdown. So the question happens of why is a democracy shutting down the internet? So I think we keep coming back to how free are we, I guess. But I guess you came out very fiercely in your support of Arundhati Roy. You did not just hesitate to come out in support of her. You did not care about the legal issues or being imprisoned. I think you wrote a very powerful article about that. Thank you. So I think when I actually submitted this article, I wrote to the Guardian, and actually I think it was somehow, there's always people from Kerala everywhere. I think it was my editor was somebody from Kerala. I will not give his first name. Second name was Mr. Koshi. So he wrote to me and he said, are you sure you want to publish this? What if there's a backlash? What if, as you say, you know, like if they're going after her, they will literally go after any of us and any of you. And I said, well, you know, I'd rather go down burning than, you know, like just wait. Because at this time, you know, we all believe in this. It was said by a very prominent right-wing politician who said, sabka number aayega. Right. Yeah, so we know at some point our number is going to come. So the question is, are you going to speak up and say all the things you want to say and then face what comes to you? You're going to be quiet. I mean, being quiet is not going to help you because they're going to find a way to fix you in something or the other. So the question is, at least you feel at peace with yourself. You feel at peace that, you know, you spoke about this. So yeah, I felt happy to write this part, even though it was very sad for me because it marks a certain rupture, right? So Arundhati Roy is literally the most famous Indian author today, like not just India, internationally. Like everyone knows her. She's been translated into so many languages. And in some ways, over the last 20 years, she has served as the conscience of this country, right? Like whether it's the nuclear test, whatever it is that she's talking, whether it's the citizenship rights, whether it's mining, whether it's, you know, Operation Green Hunt, whether even if it's Kashmir, she's always been at the forefront of talking her opinion. And then you realize that if they go after her for all the international publicity, then it means that it's open season, like they're going to go after everyone and anyone. That sort of defeats the purpose of democracy, doesn't it? Democracy believes in dissenting voices. Yeah, I'm not sure. I'm not sure that whatever they are imagining themselves to be, they like to call themselves was that mother of democracy, right? And sometimes mothers don't want children to talk. I think they were like, just shut up. I'm a mother sometimes. I'm like, I don't want to hear any of you saying anything. Just shut and give me this peace. So yeah, perhaps their idea of democracy is, you know, making everyone compliant children, like, you know, infantilizing everyone and saying, don't say anything. Your mother is going to take care of you. Your mother is going to provide for you. Your mother knows best what's good for you. And a mother is a loving figure, but also... How icon becomes a very maternal figure. Yeah, so it's possible. I don't know what it is, but obviously this doesn't coexist. And I believe that, yeah, there is this full-fledged attack on the freedom of speech. Coming to your poetry and your writing, you've always taken up the issues of gender and caste. Do you see your art as a vehicle to sort of transmit your ideology, the strong ideologies that you believe in? Is your art a vehicle for speaking about your ideology? So no, I still believe that, you know, nothing can displace or replace actual political work.
Like even for instance, you know, we talk about Hindutva, we talk about whatever is happening today in the country, this crackdowns, this right-wing turn, this majoritarianism. But you know, the fact is, few writers cannot change it. Like, I'd be the first to say that, you know, just writing cannot change it. Writing can change ideology, but a lot of this is about power. A lot of this is about who gets to win, who gets to displace those who are already in power, how do you change the system, how do you capture power, and also how do you take these ideas to the people, and how do you do actual political work. But beyond that, I also believe that art has a very, very powerful role at the heartbeat of these things, because art allows you to, like, even if you are putting forth an ideology, it allows you to be critical. It allows you this little space to be completely independent, you know? Like, you don't become a political ragdoll, you don't accept compromises. You can be like full of your jagged edges. So I believe that, you know, art is in that sense very powerful. The second thing I think about art is, I mean, the people who inspired me to become a writer, people who inspired me, obviously one example is Arundhati Roy. You know, like, in 97, she wins the Booker Prize, and she doesn't become a commodity. She could have easily just become a best-selling author, writing best-selling books. But instead, she becomes this rebel figure. She becomes a figure, she becomes a person who questions everything. And she becomes this writer as, you know, a moral voice of society. So, and the second person, I think, whose writing or whose general ideology inspired me a lot was this Latin American writer called Toni Cade Bambara, who said something like, what is the role of the radical artist? And she says, the role of the radical artist is to make the revolution irresistible. Like, that's what you do. Like, if you're creating art, you have to take more and more people towards this concept of, you know, social change, towards this concept of revolution, and that's your job. So, and I think that I sort of imbibed that vision into what I was doing. Yeah, so that becomes a little complex when I look at it, because as an artist, do you feel that it has confined you? You feel this responsibility, the moral responsibility to speak for the marginalized, to speak for the silenced. So in that way, has it become a constraint, or do you find it freedom? No, I don't find that a constraint at all. I think it's very liberating, because you see, the thing is, you're not a spokesperson for anyone. You're a spokesperson, you literally are speaking from what you realize or what you see, so you're not, I don't think I'm a spokesperson. But what I think is interesting is that, for instance, one of the big issues we have in this country today is this, like, let's say, when it comes to religion, they talk about love jihad. Or when it comes to caste, they have all these honor killings going on when people marry across caste. But is it an issue only of, let's say, Muslim people? Is it only an issue of the low caste people? Is it only an issue of the Dalit people? Or is it a broader issue of, let's say, women who have the right to choose their partners? Or is it a broader issue of all of society that people should be with who they love? And once you bring this down to, you know, looking at it from a broader perspective, it's a question of love. And, you know, like, it's such a basic human need, it's a basic human feeling. And then you're not basically constraining yourself to anything. Like, it's a very political question. And it's a question that literally involves all of us, whether it involves us today or tomorrow or day after, it's, you know, relative. So I don't think that talking about any issue actually constrains you. And Indian patriarchy is not going to go away anytime soon, do you think? No, I don't want to be a doomsday person. I don't believe in this idea of this pessimism that things are going to stay the same, because you see change happening every day. Like, you see change happening overnight, and one of the things is, people are always amenable to change. I strongly believe, like, you know, we always complain, right? That they have brainwashed everybody through WhatsApp universities. The rot is very high, the poison is very high. But obviously, if somebody can be brainwashed that way, I believe that if you do the right work, you can, you know, like, de-brainwash them, or, you know, like, re-brainwash them, or whatever, or make them think for themselves. So I just believe that as long as we have these capabilities to think and to reason, it's possible to believe in change. And also, I don't think this idea of this Indian patriarchy is a monolith. Like, not every Indian man gets to be a patriarch in the same way. Like, yeah, so obviously there's so many fractures in this
And patriarchy in India also cannot exist on its own. It exists because of the caste system. Exactly. It exists because of the way, The you know. two dominator systems sort of supplement each other. Exactly, complement and it each other. also exists in so many ways because of, you know, entrenched class biases. So if you look at it in all of this, then you realize that the struggle against patriarchy or the struggle for feminism is literally everyone's struggle. So men are also involved in this. yeah, exactly. I think men are really like at the receiving end of it as well. You know, like obviously on the one hand they're at the oppressing end, but they're also like, if your girlfriend doesn't turn up for a date, then you're like, what's wrong with the system, man? Like, you know, her father's policing her, her brother's policing her. But this is also ruining your life, right? So I believe that. I don't think feminism exists in the body. It is an attitude of the mind. It's a Oh, well, stance. I don't know what to answer to this It's question. got nothing to do with the physical body, whether you're male or female or trans. Yeah, no, yes, I think everybody can be a feminist. I definitely believe that, you know, men can be feminist. But I say this with the disclaimer that sometimes, not always, sometimes, men who speak the language of feminism can be worse patriarchs than men who actually speak the language of patriarchy. So it's it's a very essential disclaimer. But really, I find this often, and especially in very progressive circles, you hear people like, he said all the right things and then he did this. And that's like, you know, like that's literally the Satan quoting the Bible or something, right? So. Well, that sort of takes us to the next question. A book that you wrote, you called it autofiction, actually, When I Hit You. And you spoke about the turbulent experiences in marriage. In many interviews, you've spoken of it as very autobiographical. What was the reason that you decided to call it autofiction? Because the narrative too is not a very simple linear narrative, is it? The narratorial voice also is quite complex. So why autofiction? Why not autobiography? I wanted to actually, this is a question that eats me up. Like I can have an entire session just on this. But go ahead. No, it doesn't require that much time. So I remember a long time ago, I think when I was a kid, I was reading Kamala Das and My Story, and she called it an autobiography. And you know what happened in our society, right? Women writes about life, love, sex. And then they were like, everyone was up in arms against it. And she had to say, well, some parts of it are imaginary, some parts of it are fiction. You know, it's not all real, some of it is made up. So, you know, this is the kind of society we exist in, that, you know, you write something and then you say it's autobiography. They're going to be like, is this true? What's the truth value? So people are going to go after the truth value. And then you say, okay, but, you know, for me, this is not about the truth value per se, because all of this is true, but it's about the fact that I'm telling a story. And for me, the more important aspect is, how do you narrate this? How do you, and for me, this is really, I went to this question as an artist, then as a victim, because I think it's very easy to just feel bad for yourself. Like, and it's not easy to come out of it. But when you look at it as an artist, you're like literally looking at it as material, and you're like, how do you take this material and make it say something very strong? And you don't want to feel bad for yourself. You just want to, like, okay, highlight something, just be absolutely dispassionate about it. So for me, the act of writing it was really, how do you, and also one of those things I really feel about violence, and not just about violence in books, but violence on film, is that whenever, let's say, you have the man hit a woman, you see in audiences in theaters, they're basically cheering that. Like the hero insults the woman, the audience is cheering that. So you have a way in which you have to write about violence, but you have to make sure that men are not getting off on it. Like nobody is getting off on it. Nobody actually feels better when they read, let's say, the women, you know, getting abused or beaten up, and then they feel like, much better about themselves. So you have to, in some way, write this narrative that doesn't become a voyeurism, right? A voyeurism of women suffering. It doesn't become trauma porn. So, for me, it was really like, my interest in this was, how do you tell the story? So for me, it was much more about fiction, also because it is a story that applies to so many women. Like, I spent 4 months in a bad marriage, which is, in terms of a lifetime, very less. But there are people who spend their entire lives trapped in it. So how do you write all their truths?
And as much as it's a very individual experience, it is a very universal suffering, right? So for me, it was like, I couldn't just call it memoir, you know, like, also, how do you look at a woman's life? Like, I want to look at my life as all the work I've done, all the fun I've had, all the loves I've had. I don't want to reduce it to the fact that I was a victim, you know? Like, my life is something else. My life is not just this suffering, right? So why would I say this is the story of my life? My life is something larger than that. And I was also only in my 20s at that point. So you don't want to reduce your entire life's work to what happened to you for a brief period in your 20s, right? You want to be liberated. You don't want that to be the frame or the prism through which people see you. I mean, I would like to be known for saying, you know, controversial, provocative shit like India is a prison house of nationalities, than to the fact that, you know, I got assaulted or beaten up in a marriage. So I think it's a question of what did you choose to be and how you choose to be seen. The personal is the political as far as a woman is concerned. Yeah, that too. And as you have made it very clear, I don't think, what I got was that a man wouldn't have these problems where he writing about a bad marriage. He wouldn't be judged. Well, I honestly don't know how to answer this question because I personally believe that nobody should be judged for writing what happened to them, what didn't happen to them. Because in some ways writing displays what's happening in society. But also, you know, this is a very complex question because a lot of novels are about men facing middle-aged crises, shagging their students, right? Like, white men. So white man doesn't know what to do. He's in a university or he's in a whatever random job. He's losing his marriage. He's facing a midlife crisis. Pretty young thing comes along. So I don't know, this is the entire body of work that for a long time white men were producing. So are they judged for it or is it called a work of genius? I don't know. Most of them are classics, I would say. They're classics. So just leave it there, yeah. And then moving on to your work as a translator. Again, the question of freedom comes up there, doesn't it? Yeah. How much freedom do you get as a translator? And this is in regard with a translation that you have done of Tirukkural, where you have very clearly given it a feminist slant. So my question is, would this be possible if you were translating a living author? Because Roland Barthes can declare that the author is dead and all that. But when it comes to translation rights and publishing and all that, the writer is very much present. Yes and no. So the thing is, with the living author, I always, the writers who have translated have always had this slightly dominatrix behavior. So I'm like, please listen to me. I know what's best for you. So I'm like, please don't make a fool of yourself. Don't write this patriarchal shit. Don't think that the male is the universal. I'm going to remove this paragraph because it's very, 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 it's going to make you look like a patriarch, or it's going to make you look stupid, or it's going to make you, like, I think you take that editorial decision because you want to protect somebody, right? So you are, as a translator, do you sort of alter the text? This is just is it an alter? No, it's not an alteration. I'm basically updating it. It's like, you know, you have an Android phone and then you need to update, you need to install this update so that it functions better. You're fixing some bugs, you're fixing some security issues. So I think this is exactly what you do, right? Like when you're a translator and the text is like, and the author is alive, you're going to say, well, this is not going to work, this is just for you. Maybe you were living in a cave before, now you're going to come and you're going to embrace what's happening in society. So we take out all these negative stuff. They're going to agree. A lot of writers, whether it's men or women, agree to that. They agree to changes. So I think, for instance, with Baravara Rao, and I've never translated Telugu poetry before, and so I was putting together his collection. Now man is 84 years old. And then there's this poem on women, and I was like, wow, you're talking about liberation all this time, but your conception of women is about women as mothers or women as this or that. And I'm like, I'm going to change this poem a little bit. Well, my little bit was a lot, but still I was like, I'm not going to put my name as the editor on a book that has these backward ideas, you know? So I went and I retranslated that poem. So I think when they're alive, you get to bully them. When they're not alive, then you have to really work hard. And you have to work harder because obviously this person is dead and gone, the text is a fixed text. And with Tirukkural, it's like for 2000 years, you've not had female translators.
So, and that shows the extent of bias in our society, because once the text is a classic, once the text is like at the lifeblood of your civilization, once the text is so important, they somehow think that only men are empowered enough, powerful enough, connected enough, intellectual enough, central enough, grave enough, deep enough to go and do these translations. They don't think that women can do that, right? Like, this is so big that you can't touch it, right? Like, you're like this little girl with candy. You can write about marriage, you can write about clothes, you can write about fashion. If you want, you can write about sex. But no, all this big thought, these big ideas, they are for us. And you have to go there and you have to dismantle that. You have to literally say, no, I'm going to take up space, I'm going to do this translation. So in 2000 years, you've all done these horrible jobs, like hit jobs on the Tirukural, and I'm going to take the love poetry and I'm going to tell you how it's done. And it's not because like I think I'm important. I think the book is important, and who is the person in the book. So all of this Kural is written about a Tamil woman in the book, right? So if Valluvar was writing in Tamil, the character, the central of all this Kural, all this love poetry is a Tamil woman. Like, you were writing about her and not giving her space. Now I am a Tamil woman, I am going to let her take that space. Like, for 2000 years, and it's not a joke, because, you know, from the 17th century, from the 18th century, we had these translations, and part of the translations were done by European missionaries, and part of the translation were done by, you know, all these Hindu revivalists. So, you know, when Valluvar is talking about kamam or sex, the translation basically says union. It says congress. It says intercourse. So they So it's very sanitized, and even the basic articulation of the word sex just goes missing, and female desire goes missing. Okay, on the one hand, there's all of this erasure. On the other hand, they also start foisting frameworks on it. So when you look at the Kural, at least the love poetry, like there's 250 Kurals there, and suddenly they have said, oh, this is the love between the husband and the wife. But this man doesn't mention the husband or the wife. There is a man, there is a woman, and many of these Kurals are like just addressed to the lover. It could be a man, it could be a woman. And then you're like, why did you bring the framework of marriage into it? And even if, like, I believe in one of the 250, there's a reference to a husband. But even if it was a husband, as in you don't know what marriage looked like 2000 years ago. You don't know whether it was elastic, whether it was plastic, whether it was polygamous, whether it was monogamous, whether it was temporary. ആദരവോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സദസ്സിൽ ഇരിക്കുന്ന ബഹുമാന്യരെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലഹരി വസ്തുക്കൾക്ക് സംബന്ധിച്ച് രണ്ട് വാക്ക് താങ്കളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ രണ്ട് വിപത്തുകൾ, രണ്ട് വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒന്ന്, കുട്ടികളുടെ ഇടയിൽ അല്ലാതെയും സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. രണ്ടാമത്തത്, അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഇപ്പോൾ പുതിയ ചില തിയറീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നേരത്തെ കുറേ കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുകയായിരുന്നു. കുട്ടികൾ ഇത് തമാശയ്ക്ക് വേണ്ടി കഴിക്കുന്നു. സ്കൂളിലെ കുട്ടികളെ, സീനിയർ ക്ലാസ്സിൻ്റെ കുട്ടികൾ, ജൂനിയർ ക്ലാസ്സിൻ്റെ കുട്ടികളെ കഴിക്കാൻ നിർബന്ധിക്കുന്നു. ഇതൊക്കെ പുതിയ ചില കാര്യങ്ങൾ നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്. ഇപ്പോൾ അങ്ങനെയല്ല. പുതിയ കുറേ കാരണങ്ങൾ നാം കണ്ടുപിടിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ കാരണങ്ങൾ? 3 പുതിയ കാരണങ്ങളാണ് ഇപ്പോൾ കുട്ടികൾ, ആ കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ ഈ വസ്തുക്കൾ കൂടുതൽ കഴിക്കാൻ ഇടയാവുന്നു. ഒന്ന്, ഒരു പഠനത്തിൻ്റെ സംബന്ധിച്ച് പരീക്ഷാ ഭയം, ഇല്ലെങ്കിൽ A+ ഗ്രേഡ് കൊണ്ടുവരാനുള്ള ചിന്ത, ഇല്ലെങ്കിൽ 95% മാക്സിമം 95, 96, 97% കൊണ്ടുവരാനുള്ള ഒരു മാനസിക
സമ്മർദ്ദം അതൊരു നല്ല ഒരു കാരണം. ഇപ്പോൾ ഈ നല്ല സ്കൂളിൽ പഠിക്കുന്ന Tamil women represents. So this is the Tamil woman that existed, not whatever you have in your fantasy. So yeah, I think it's Meena versus Tamil uncles at this point. It is okay. And I hope Meena wins. Let's hope, yeah. And another book that you translated, you spoke about the untranslatability of certain, I think Salma's story, where you spoke about the idea that some words can't be translated because there are no cultural equivalents. And another question is, when the marginalized people write sometimes, they use their own dialects. When they write in their mother tongue, the use of dialects is very predominant. That itself becoming a resistance. We're not using the so-called standardized elite sort of, the understood elite narrative, but we are trying to articulate it in our own voice. But how far does a dialect yield to translation? Particularly because you have mentioned the untranslatability of certain words. I think untranslatability is a very interesting topic. I don't think it should weigh us down. I don't think that that should prevent us from translating. But at the same time, we realize that not everything is understood the same. So with Salma, obviously, it's this question of, you know, couple of, I mean, I speak Tamil, but I was very stumped with a lot of very particular words that belonged only to, it was one a regional issue because it was only in the south of Tamil Nadu, but also it was a religion issue because Muslims or the community that she's writing about in that particular village have a certain way of referring even to their mothers and fathers, which is not the same as, you know, what the normal, not the normal, what I mean, the others would do, what the others would do. So for me, it was like I had to go and, you know, find out what it is. And then when you put it in English, you don't want to go back to othering them, right? You don't want to use something that makes it specific. You don't want to use something that makes them, let's say, imitate the others. So it was a question of how do you translate all of this? So do you retain the words? Do you change? And do you make it distinct? Do you still want to keep the flavor of it? So these were questions that I faced a lot with Salma's work. And I think she's an incredible writer. But what is the other question? I forgot. Question talking was about the Salma. dialects, the Oh, the dialects. translation of dialects. So it's not just the question of dialects. So dialects are, you know, obviously tied to places and, you know, people. But I remember the first time I translated the book, I was 18. And I had to make a lot of use of the dictionary, right? So just to know that I'm really, really sure that I got the meaning right. And I was working on the translation of this Dalit leader, Thirumavalavan, who runs the Liberation Panthers, who founded the Liberation Panthers, is the president now. And what I realized about a lot of the words that he was using in his speeches, it was not even in the dictionary. So these are speeches that is made to tens of thousands of people, but the mainstream dictionary is so caste-coded. It codes into a certain type of Tamil that doesn't even know or doesn't even acknowledge the existence of other Tamils. And so I remember, like, I still have the copy of my own dictionary because wherever these words were missing, I would write them down. Like, this word exists for millions of people, but why doesn't it exist in your dictionary? So I believe that, you know, at this level, you don't even have to translate. Like, at some point, even the lexicon has all these, you know, boundaries, has all these gatekeeping, and then you have to allow language to expand. And this becomes interesting because you are an authority to speak on this with your PhD in sociolinguistics. So your translations, has that led to the formation of any sort of framework when you consider these cultural differences in translations and all that? Have you been able to develop a sort of framework for translation based on your own experience? No, I have not. No, I have not exactly theorized a lot. But with the Thirukural, for instance, like recently, I wanted to write what it is to talk about a decolonial way of translating. So, and this was important for me because see now once we have language, the problem is we don't control who uses language, right? So right now, decolonialism, which is, you know, let's say people are talking about settler colonialism, they're talking about, you know, what Israel is doing in Gaza, Israel is doing in Palestine, and they're like, if you're talking about decolonization, talk about these people who are colonized, whose land was taken away. And, but right now, you know, the word decolonial in India
is used far more by the right wing than by the left wing, far more by the right wing than by the liberals. So when they talk about decolonization, they're like, oh, we have to get out of the decolonial mindset, which means we have to go back to Sanatana Dharma. Yeah, the pre-lapsarian innocence sort of thing. Yeah, so it's this whole return to, and not all return to indigeneity is a great thing. You know, just because we are decolonial doesn't mean we want to do child marriages, right? Just because we are decolonial doesn't mean like, that everything, we don't want to be burning women or brides on, you know, their husbands' dead bodies, or go back to sati because it's decolonial. So the whole idea of this decolonial discourse, decolonializing the Indian mind, they actually use this even when they introduce the national education policy. And I think we have to be very, very careful of what is this decolonialism, because obviously we have to articulate decolonialism, but we have to be aware of the dangers of the right wing using it. And for me, I'm like, why is it that colonial means, in our imagination, white people? Because for a Tamil person who is resisting Hindi imposition, colonial is, for me, the colonialism of Tamil started with Sanskrit. The colonialism of Tamil started in, let's say, in the 60s with the imposition of Hindi. So when we are resisting Hindi, we are opposing a certain colonialism. And I don't think colonialism here has anything to do with skin color. It's about like whose power. If it's the power of Delhi that's being imposed on Tamil Nadu, then this is what you're opposing, right? So how do you define these internal colonialisms? Like just because somebody is, you know, has the same skin color as you, doesn't mean they get to do what they want to do. They can't impose their power that way. So for me, this framework, I think a very decolonial feminist framework, was kind of important, not only to retrieve this text, but also to think through language, to think through what it means to have identity, and to think through and also claim the space for women within language. Like often language politics or state rights, federalism, all of these questions become men's issues, right? And we are always talking only about people, you know, like women's issues, marriages, violence, sexual violence, maybe desire. So we just get into these little brackets, and I'm like, no, if you're a woman, it means you take up space, you talk about everything. And so for me, it's the same with language, and I think language is so vital, we are using it everywhere. So if you're a feminist, you claim your language. Exactly. Women's language, which many feminists thought and wrote about. You sort of said, you know, to talk about anything that you would wish to talk about. That reminded me of what Adichie recently said. She said, there is a sort of self-censorship that goes on within me now. I have cordoned off a lot of ideas that are within me that I want to talk about for fear of wokeism and of the cancel culture that even canceled Germaine Greer. And this is something that Adichie spoke about. Do you worry about the self sort of control and the self-censorship that Adichie is worried about? See, I think I would, as much as I like Adichie as a fiction writer, I have to distance myself from her opinion on trans people. And because, you know, you could say something that sounds intelligent, that can sound controversial, but you could be putting, especially as a global celebrity, a lot of trans people's lives and safety and public perception at risk. So I think with power, with exposure, with celebrity, you have extreme amounts of responsibility. You just can't go and give a comment, right? So I think in that sense, Adichie is someone who, you know, a lot of us writers of color rallied behind. I think it was kind of disappointing. Because I also think, and this is something I wrote on Twitter when the first comments from Adichie came, I think it's this idea of who is a woman. I don't think it's so given even for, let's say, quote unquote, cis women, right? Like we become women. Like in some sense, I'm like, when I was younger, I always had this doubt, like, am I a woman enough? Like, I was really thinking like, inside my heart, like, am I a woman or am I actually masquerading as a girl? Or masquerading as a woman? Because I'm like, I'm so ruthless. Like at some points, I'm like so ruthless. I'm like so clear in my thought. I'm like, maybe this is not how women are. And that you think that because that's what society tells you. Society tells you that women are weak. So when you think you're a strong person, you doubt if you're a woman. So this question of who is a woman is something that society has used to gaslight us. And like, you're not a good woman. You're not a woman. Like, this is not how women speak. So even if you're, let's say, born into this, let's say, gender, then you're like, you know, having all this gaslighting going on. Who is a good woman? Is this a woman? How women are you? So
even for you to claim this space and say you're a woman, like even if you're cisgendered, is a struggle. Imagine the right, struggle for trans women to take this space. And I think, a woman is a woman, So it's as that simple as that. Cis or trans, you don't have to go deeper into this and, gatekeep womanhood, because then there's all kinds of gatekeeping, right? Are women who are childless, are they women enough? Are women who decide to be child-free, are they women enough? Do you have to be a mother to be a woman? Do you have to be menstruating to be a woman? Like, I don't know at what point you draw the line on this. So having said that, and, definitely distancing myself from the comments that, or that she made and the kind of hurt that it caused, there are two aspects to, let's say, what goes for woke. So I think one of the things is, obviously, people are inflicting a lot of hurt, prejudice when they speak. So, and it's so coded. I mean, like, I worked in a university. You see there's this entire way, like somebody had shared something about caste is segregation by IQ. So you see all these very insidious ways in which caste superiority gets coded into language, somehow thinking that, let's say the Brahmins are the intellectuals of our society. So all of this, there's so much of oppression in our society that you have to actually police people. You have to tone police people. You have to say, oh no, what makes you think like this? What makes you say like this? What gives you the right to say this? So I think you have to cross-question people, because it's not a small thing, right? You just can't let it slip. We're no longer in a place where we can let a comment, a small casteist comment, a small comment about superiority. Somebody says, oh, are you vegetarian? Or are you also a Thambram? Like, I often get asked this. You can't let that slip. You have to call it out. So on the one hand, I'm really powerful. And I think that this calling out, for me at least, is not just related to language alone. It's also like Me Too, for instance. Like, people of my generation, like, shit happened, or shit was going to happen. And then you are like, you have to choose, right? You have to choose whether you want to do your art, or you have to choose if you're going to speak about it, spend your time on it, get exposed for it, get a bad name for it, and lose both your time and your credibility and get isolated. So we had these questions. Young people today are very daring. They are not thinking about this balancing act. They're going all out. They're putting themselves on the line. And then this is what they're doing with language. This is what they're doing with Me Too. This is what they're doing with oppression. So you have to be so inspired by them. However, what I think is happening is that in the absence of proper organization, in the absence of proper struggles, in the absence of enough grassroots work, the same people whom you call out, they know how to talk back. And this language, this polite language, so what they do is they say, oh, I'm learning. Oh, I'm unlearning. It means fuck all. Like, when somebody says they're learning or unlearning, it means nothing. They're like, oh, I feel you. Like, whatever it is that they say, like, I'm learning to develop my empathy, or I'm trying to say what's happening here. I wish there was more nuance. So all of this they say is just lip service, because nobody wants to do real change, and they want to say the exact, and I think corporations are doing this much better than people are, right? So corporations have also learned how to use this language of empowerment, this language of individuality, this language of pink washing, this language of political correctness, this language of, let's say, the way they say is the right to work, for instance, is people are anti-union, right? So, you have this very insidious ways in which language is being exploited, and this is something that young people who are woke have to be aware of. They're like, no, I don't want you to just say these things, I don't want you to just parrot these lines, but show this in action. And show this in action not just through these 2% CSR funds, which you're using to whitewash yourself, but in other ways. So I think that the problem for me is that wokeism ends with just, policing language or policing what people say or statements, doesn't go into the grassroots and to actual protests. And I wish that we did more of that, or they did more of that. I mean, you spoke about young people being lucky, but I just have a question for you as a writer. What I have noticed is that the youth today prefer to read concise writing, and they're very visual in that sense. So as a writer, how do you deal with this? Because you sort of hear about classics being rewritten in simple language, classics being condensed, and people sort of having a 5-minute attention span, which they'd rather spend on making an Instagram reel. So as a writer, how do you relate to this generation?
Yeah, so the thing is, see, all literature evolves, right? Like when people were reading magazines, and Charles Dickens was writing his novel as an episodic novel. So, yeah, and we're not writing episodic novels anymore, right? Unless somebody is doing that on Substack. But coming to this question, it's like, okay, so nobody is reading books. And then what do you do? Like, you can go sit in a corner and cry, nobody's reading books. Or you can actually say, okay, if I have something interesting to say, I should learn how to say that in 280 characters. I mean, this is before Elon Musk made Twitter long enough to write paragraphs. But I mean, like, if you have to fight fascism, you should be able to fight it on WhatsApp forwards, you should be able to fight it on Instagram, you should be able to use Twitter for that. So, I mean, like, it's a question of aligning your literary interest and your literary talent or literary whatever hard work it is and your credentials to match the formula. Like, you have to go where the people are. You cannot say to somebody, okay, I'm going to write, because ma'am, like, you look at the life cycle, a book takes 5 years. Like, even if you're really, like, you know, one of the top authors, it takes anywhere between 3 years, right? Like, you publish it, you submit it. Okay, I submit my book now, let's say 1st of November, somebody's going to come back with edits in April, and it's going to be announced next January. Like, you cannot wait for this 3-year book cycle to make social change. Like, social change happens now. Like, you have to be there at the moment. So you cannot expect this life cycle of a book to create change. Maybe change used to happen back in those days without the internet or anything, with just ideas, you know, taking their own time. But we are not Karl Marx, you know, like, we put this manifesto there, and it's going to change mindsets. Like, we have to act now, like, you know, and it's very pressing. So you're like, okay, have you tweeted today? If there's a trending hashtag, like, have you said something about it? Have you expressed yourself? And I think we have to go where the people are. It's not, I think it's really elitism to say, oh, nobody is reading, because people are consuming a lot of information. Like, but where are you? Like, are you there? Are you giving it to them in the formats in which they consume their information? And I think it's really like, yeah, go to the people. It's an attention economy. You want their attention, definitely. And you do what it takes. Was really enlightening to hear you speak on this, because usually people talk about going back to writing and making people read, but I don't think that is possible anymore. You have to address the altered cognition also. And before we wind up, I know that you're going to support the protests against Palestine in Cochin tomorrow. Yeah. And when you look at the world today, the world seems to be a very polarized place, whether it is here or abroad. What do you think of the future of India? Your opinion, because you have written about it. No, I don't know what is. I'm always a very hopeful person, I believe, and I think only good things will happen, in the sense that, you know, things might get worse before they get better. But I still believe that, you know, it's a country of 1.4 billion people. You just cannot get away doing fascism. Maybe for some time, at some point, you know, the job situation, the women's situation, the education situation, the food situation, all of this, you know, the simmering discontent will come to the fore. Like, how long can you just manage media? How long can you just manage headlines? No, I think the system will give, you know, and I think change is very much possible. Like, I want to be optimistic about this. So shall thank we you. open the questions? Yeah, I'll to take the questions, yeah. audience? Thank you, Meena Kandaswamy, for a very illuminating lecture. And I was just wondering whether the title of the session was correct, or what we discussed is correct, because you dwelt upon so many things, and whether you'll be able to submit that the title is matching with what you said all along. See, the title is, what do you call, a placeholder, right? I have to give some title. So, you know, I'm very sorry if it was disappointing to you, but yeah, the title is for you to, let's say, yeah, just come into this hall. One more question. UGC Net, they fancy you too much, because a lot of questions are asked about your works,
In UGC net, yeah? Yeah, I keep on failing because I don't know all of your works. So this time I'm going to see that I know all your works. Yeah. And, Thank you. And you dealt on various issues, but one question I cannot, there are layers of issues that you have dealt today. One, if you read this book of Nedo Okara 4, she talks about child of violence. Similarly, Arundhati Roy also talks about children of violence, and Dorothy Lessing also. So all the people who are born today are born out of love or out of violence. So that's I think I really think that we are products in some sense of rupture and products of what's happening around us. Like, let's say I was born in the 80s, and the big issue in the 80s in Tamil Nadu was the Elam liberation struggle. And we literally watched what the IPKF did. We watched what was happening. We watched why people were taking up arms, especially women were taking up arms. So in some ways, violence has conditioned us. And it's not only the violence, let's say, of intimate partner violence or domestic violence which we witness, or even the violence of parents, because in India what is never acknowledged is that parents can be violent to their children. So it was not only this regular soft domestic violence that was around us, but also the larger systemic violence, state violence. So I do think that it has conditioned us and also made us look at the world in a very specific way. That's my answer. And in terms of the UGC net, yeah, I find it funny as well. So yeah, and it also makes me very dated. So I go to these meetings and somebody's like, I read your poetry in college, and I'm like, you're making me feel really old at this point, I would like to think of myself as a young woman, but yeah, no, just then you realize that, okay, this is my last year of being in my 30s, so let me enjoy my youth, yeah. So, any other question? May I invite Shri M. Bashir, Secretary, Kerala Legislature, for presenting the memento to Srimati Meena ma'am and Srimati Priya ma'am. വേദി 5-ൽ ശ്രീമതി മീന മാം പങ്കെടുക്കുന്ന ബുക്ക് സൈനിങ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ വേദിയിൽ അടുത്തതായി നൊബേൽ സമ്മാന ജേതാവ് ഡോക്ടർ കൈലാസ് സത്യാർത്ഥി പങ്കെടുക്കുന്ന ദ പവർ ഓഫ് കമ്പാഷൻ ഇൻ ലിറ്ററേച്ചർ എന്ന പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ശരിയാക്കാം. സ്കൂളിൽ ആരും എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്, എന്നെ കുറേ സീനിയർ ക്ലാസ്സിലെ കുട്ടികൾ ഇത് കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. അതായിരിക്കും കാരണങ്ങൾ. ഈ പ്രാവശ്യം എനിക്ക് A+ ഗ്രേഡ് വരുമില്ല എന്ന് ക്ഷമിക്കൂ. ഓക്കെ, വേറെ കാരണമൊന്നുമില്ല. ആ കാരണം നമ്മൾ നടപടിയെടുക്കാം. അല്ലാതെ അവരോട് പേടിച്ചിട്ട് മുന്നോട്ട് പോകരുത്. ഇതൊക്കെയാണ് ഈ ലഹരി വസ്തുക്കൾ. ഇപ്പോൾ ലഹരി വസ്തുവിൻ്റെ പരിഭാഷ മാറിയിരിക്കുന്നു.
ഇവിടെ ചോദിച്ച ഒരാളെന്നോട് ചോദിച്ചാൽ ലഹരി വസ്തു ഇത് പരിഭാഷ എന്താണ് പറയാൻ പറ്റുമോ? പ്ലീസ്. ഈ നിങ്ങൾ ചോദിച്ചാൽ പറയും, ചില ആളുകൾ പറയാറുണ്ട്, സാർ MDMA, സാർ കഞ്ചാവ്. അതൊക്കെ പിന്നെ സ്കൂളിലെ കുട്ടികൾ കഴിക്കുന്നത് പുകയില സാധനങ്ങൾ കൊണ്ട് തുടക്കം. പാൻ പരാഗ്, പാൻ മസാല, ജർദ, കുടുക്ക, ഖനി, ഹാൻസ്, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് ശീലിച്ച് മനസ്സിലാക്കി കഴിച്ച ശേഷമാണ് MDMA, ബ്രൗൺ ഷുഗർ, ഹീറോയിൻ നോക്ക്. പിന്നെ ഒരു കുട്ടിയും നേരത്തെ ബ്രൗൺ ഷുഗർ കഴിക്കാൻ പോകുന്നില്ല. ആദ്യത്തെ ശീലിക്കണം. എല്ലാ തട്ടക്കടകളിലും ഉണ്ട്, എല്ലാ പെട്ടിക്കടകളിലും ഉണ്ട്. ആ തട്ടക്കട സ്കൂളിൻ്റെ അടുത്തുള്ള 13,000 സ്കൂളുകൾ കേരളത്തിലുണ്ട്, 7,000 കോളേജുകളുണ്ട്. 13,000 സ്കൂളിൻ്റെ തട്ടക്കട അടുത്തുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, PTA, പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ വേണം അവിടുത്തെ ആ ഇൻഫോർമേഷൻ കണ്ടുപിടിച്ചിട്ട് പോലീസോ അല്ലെങ്കിൽ എക്സൈസിനോട് അറിയിക്കാം. അന്നേ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഒരു ഹെഡ് മാസ്റ്ററും ഒരു ടീച്ചറും അത് ചെയ്യുന്നില്ല. ചെയ്യണുണ്ടോ? ഞാൻ എൻ്റെ നമ്പർ 3000 സ്കൂളുകളെ കൊടുത്തിട്ടുണ്ട്. എന്നെ ഇതുവരെ 3000 സ്കൂളിൽ നിന്ന് ഒരു വിളിയും വന്നിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല. അവർക്ക് എന്നെ വിളിക്കാമായിരുന്നു. കുറയ്ക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ. 2 സ്ഥലത്തിലേ ഇതിന് ഉപയോഗമുള്ളൂ, സ്കൂളിൽ, വീട്ടിൽ. സ്കൂളിൽ കഴിക്കുന്ന 3 സ്ഥലങ്ങളേ ഉള്ളൂ: നടന്ന ക്ലാസ്, ടോയ്ലറ്റ്, ഹോസ്റ്റൽ. മതി. ഇത് ആരെ നിയന്ത്രിക്കും? സ്കൂളിൽ യൂണിഫോമിൽ പോലീസുകാർക്ക് എത്താൻ പറ്റുമോ? ഇല്ല. കർശനമായിട്ട് ടീച്ചർമാർ വിചാരിച്ചാലേ തടയാൻ പറ്റുള്ളൂ. 5 മേഖല ഉണ്ട് ഇത് നിയന്ത്രിക്കാൻ. കുട്ടികളുടെ മേഖല, പേരൻസിൻ്റെ മേഖല, ടീച്ചേഴ്സിൻ്റെ മേഖല, സർക്കാരിൻ്റെ മേഖല, NGO ഇല്ലെങ്കിൽ മറ്റേ സ്വയമായിട്ട് കുറേ കുട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അവരുടെ മേഖല. ഈ 5 മേഖല വിചാരിച്ചാലേ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കുറയൂല. ലാസ്റ്റ് പോയിന്റ്, 5 വഴിയിലാണ് ലഹരി വസ്തുക്കളുടെ കുറ്റമാവുന്നത്. 1, ഉപയോഗം. നമ്മൾ കഴിക്കുന്നു, കുറ്റമാണ്. തെളിയിക്കണം. ബ്ലഡ് സാമ്പിൾ കൊണ്ട് ഇല്ലെങ്കിൽ യൂറിൻ സെൻറ്റർ കൊണ്ട് മാത്രമേ ഇത് തെളിയിക്കാൻ പറ്റുള്ളൂ. ഒരാൾ കഴിച്ചിട്ടുണ്ടെന്ന് അല്ലാതെ മനസ്സിലാക്കാൻ പറ്റില്ല. 2, ഉൽപാദനം. വീട്ടിലെ കഞ്ചാവ് ചെടി വളർത്തി, കുറ്റമായി. 3, വിതരണം. 4, വിൽപ്പന. 5, പ്രേരണ. ഈ 5 കുറ്റങ്ങളെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു നമ്പർ ഞാൻ തരാം. ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ നടപടി ഉണ്ടാവും. ഇത് വിശ്വസിക്കണം. ഓൾ കേരള എക്സൈസ് കൺട്രോൾ റൂം നമ്പറാണ്. നിങ്ങളുടെ നമ്പർ പുറത്ത് പോവില്ല, നടപടി ഉണ്ടാവുകയും ചെയ്യും. എക്സൈസ് കമ്മീഷണർ നേരിട്ടാണ് നോക്കുന്നത്. 94471 7800 944717800. നിങ്ങൾക്ക് ഇനിയും വിശ്വാസം വന്നില്ലെങ്കിൽ എൻ്റെ നമ്പർ പുറത്ത് പോവുമോ? ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ തരാം. ഇതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ വിളിച്ച് പറഞ്ഞാൽ I will see an action is taken. എന്നെ വിശ്വസിക്കാമോ? ഇല്ല അല്ലേ? വിശ്വാസമില്ല. 9048044411 9048044411. ഈ കേരള നിയമസഭയിൽ സംഘാടകരോട് എനിക്ക് പറയാൻ നന്ദിയുണ്ട്. ആ മാഡം എന്നെ 2 മാസം മുമ്പാണ് എന്നെ വിളിച്ചത് ഇന്നത്തെയും ഈ ചടങ്ങിന് വേണ്ടി. മാഡത്തിനോട് നന്ദി പറയുന്നു. ഇത്രയും ആളോട് വന്നിട്ട് ഇത് ഞാൻ പറഞ്ഞ കാര്യം കേട്ടു. അതിനുവേണ്ടി ഇവിടെ ഇരിക്കുന്നവരോടും എനിക്ക് നന്ദി. ജയ് ഹിന്ദ്. ഇത്രയും നേരം മയക്കുമരുന്നുകളോട് വിട എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ച മുൻ എക്സൈസ് കമ്മീഷണർ കൂടിയായ ശ്രീ ഋഷിരാജ് സിംഗ് സാറിന് ഉപഹാരം നൽകുന്നതിലേക്കായി കൾച്ചറൽ കമ്മിറ്റിയുടെ കൺവീനറും നിയമസഭ അഡീഷണൽ സെക്രട്ടറിയുമായ ശ്രീ വിജയൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഉപഹാരം സ്വീകരിക്കുന്നതിലേക്കായി ഋഷിരാജ് സിംഗ് സാറിനെയും ക്ഷണിക്കുന്നു. ഇത്രയും നേരം പ്രഭാഷണം നടത്തിയ ശ്രീ ഋഷിരാജ് സിംഗ് സാറിന് നിയമസഭയുടെ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മനോഹര സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊരു ഭംഗിയുള്ള ഈവനിങ്. ഈ ഇത്രയും നിരനിരയായിട്ടുള്ള ബുക്ക് സ്റ്റാളുകളുടെ ഇടയിൽ അതിനേക്കാളും പ്രഗത്ഭരായ കുറേ അധികം ആൾക്കാർ, ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, ഓഫ് ദ ഡയസ്. ഇതൊരു പ്രസംഗ രൂപത്തിൽ എനിക്ക് പറയണമെന്നില്ല, ബട്ട് ഇതിൽ ഈ ഒരു ചടങ്ങിൽ മനസ്സെന്നുള്ള ഒരു സ്നേഹം മാത്രമേ വരുള്ളൂ. ഇതിപ്പോൾ ഒരു കുടുംബകാര്യമാണ്. ഞങ്ങളിവിടെ കുടുംബക്കാരെല്ലാം കൂടി ചെയ്തതാണ്. ബാക്കി നിങ്ങളെല്ലാവരും അതിന് ദൃക്സാക്ഷികളായെന്നേ ഉള്ളൂ. ആക്ച്വലി ഞാനൊരു കുഞ്ഞു കുട്ടിയായിട്ടാണ് ജയനെ കാണുന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ വളർന്നിട്ടില്ല. സുമാരി ആൻറ്റിയുടെ അടുത്ത് കുക്കിങ്ങിന് പോയ ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാരും അവർ തന്ന സ്നേഹവും ആ വീട്ടിൽ ഞങ്ങൾക്ക് തന്ന സ്ഥാനവും അന്ന് മുതലേ ഉള്ള ആ ഒരു സ്നേഹം. അന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയ മേസ്ട്രോ ആയിട്ടൊക്കെ ഈ ഉണ്ടപ്പ ക്രൂസ് വളരുമെന്ന്. പക്ഷേ വളർന്നു വളർന്ന് 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 മാനത്തോളം എത്തട്ടെ. ആ അമ്മ അച്ഛൻ അവിടെ ഇരുന്ന് എന്ത് ആനന്ദിക്കുന്നുണ്ടാവും. ബുക്കിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വായിച്ച് ആനന്ദിക്കുക. ജയൻ്റെ ഏറ്റവും മികച്ച ഒരു എന്താ പറയണ്ട ഒരു ഗുരുവിൻ്റെയൊക്കെ ഒരു അനുഗ്രഹവും ട്രെയിനിങ്ങും എന്ത് ഫോർച്ചുനേറ്റാണ്. ഈ സോ ഫോർച്ചുനേറ്റ് അല്ലേ. നമ്മളൊക്കെ തന്നെ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതും അത് എൻജോയ് ചെയ്യുന്നതും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി എൻജോയ് ചെയ്യുന്ന ആഗ്രഹിക്കാം. അതിന് അവരെല്ലാം കൂടെ നമുക്കൊരു നിധിയെ തന്നിട്ട് പോയിരിക്കുകയാണ്. അതെല്ലാം കൂടെ അവരുടെ ബാക്കി പത്രം മുഴുവനും നമ്മളെ മനസ്സ് നിറച്ച് ആനന്ദ കടലിൽ ആറാടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൃഷ്ടിയും കൂടെ അവരെല്ലാം കൂടെ തന്നിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഗന്ധർവൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നത് പ്രിയപ്പെട്ട ദാസേട്ടനാണ്. വലിയൊരു നമസ്കാരം ചേട്ടന്. ആ ചേട്ടൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു മ്യൂസിക് മേക്കറാണ് ജയൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്ഥാനം കിട്ടണമെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ അത്. പക്ഷേ ജയനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെയധികം വാത്സല്യവും ചീത്ത പറയും, ഞങ്ങളെല്ലാവരെയും ചീത്ത പറയുമല്ലോ അദ്ദേഹം, അത് ഒരു രീതിയാണ്. പക്ഷേ ഹീ ഈസ് സോ ഫോണ്ട് ഓഫ് ഹിം. ഐ നോ ദാറ്റ് വെരി പേഴ്സണലി. ആ കുടുംബത്തിന് എല്ലാവർക്കും. പിന്നെ പ്രിയ എന്ന് പറയുന്ന ഒരു ബെറ്റർ ഹാഫ്, ദാറ്റ് ഈസ് ഹിസ് മോസ്റ്റ് എന്താ പറയണ്ട, ഞാനൊരു ഫെമിനിസ്റ്റൊന്നുമല്ല, പക്ഷേ ഒരു അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നുണ്ട്. ഒരു പുരുഷൻ മാത്രം ഉണ്ടായിട്ടൊരു കാര്യമില്ല, ഒരു സ്ത്രീ മാത്രം ഉണ്ടായിട്ടൊരു കാര്യമില്ല. ഇതിന് നമ്മുടെ ആ സങ്കല്പം തന്നെ വേണം, അർദ്ധനാരീശ്വര സങ്കല്പം. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന 2 പേരും. പ്രിയ ഇല്ലാതെ ജയനില്ല, ജയനില്ലാതെ പ്രിയയില്ല, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം അധികവും ഫാമിലി ആണ്, അവരുടെ ഏറ്റവും ക്ലോസ് ആൾക്കാരാണ്. എ ഹാൻഡ്ഫുൾ ഓഫ് ഓൾ ഓഫ് യു. ആൻഡ് ഐ ഹോപ്പ് ആൻഡ് പ്രേ ഈ സന്തോഷം നമുക്ക് ഇനിയും ഒരുപാട് പല രീതിയിലും പുസ്തകങ്ങളായിട്ടും കൂടുതലും സംഗീതമായിട്ടും നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ആശംസാ വാക്കുകൾക്കായി ശ്രീ പ്രകാശ് ചന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും മുൻവശത്തിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ഇന്നിവിടെ എത്താൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷം തരുന്നു.
ഒരു ഗുരുവിനെക്കുറിച്ച്, ഗുരുവിനുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ശിഷ്യന് വളരെ ആഹ്ലാദകരം, ഇറ്റ്സ് എ റിയൽ അച്ചീവ്മെൻറ്റ്. അപ്പോൾ അതിന് ഞാൻ വാണ്ട് ടു സേ ബിഗ് ആണെന്ന് വിചാരിച്ച് ജീവിച്ച ഒരു സംഘം ആളുകൾക്കിടയിലാണ് ഞാൻ വളർന്നു വന്നത്. ഞങ്ങളുടെ ഇതുപോലെ ഒരു മലയോര പ്രദേശത്ത് ഒരുപാട് കായികാധ്വാനം, രാവിലെ മുതൽ വൈകിട്ട് വരെ നന്നായി കായികാധ്വാനം ചെയ്താൽ മാത്രം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എഴുത്തുകാരായിട്ട് സ്വയം വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് ആർക്കും അങ്ങനെ വലിയ മതിപ്പുണ്ടാവില്ല. പല രീതിയിലും അവർ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പരാജയപ്പെട്ടവർ കൂടി ആയിരുന്നു. അതിലൊരാൾ ഒരു നടനും നാടകകൃത്തുമൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ 70കളിലും 80കളിലുമൊക്കെ പ്രൊഫഷണൽ നാടക സംഘങ്ങളെ വിളിച്ച് കൊണ്ടുവന്ന് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് പതിവായിട്ട് നാടകങ്ങൾ നടത്താൻ മുന്നിൽ നിന്നിരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കുടുംബ സ്വത്തായിട്ട് കിട്ടിയ പണം അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ പൈസയൊക്കെ ഇങ്ങനെ നാടകം നടത്തി നശിപ്പിച്ചു, അല്ലെങ്കിൽ കലാപ്രവർത്തനം നടത്തി ഇല്ലാതാക്കി എന്നുള്ള ഒരു പഴി കേട്ടിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയ 2-3 നാടകങ്ങൾ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അതിൻ്റെ ഒരു കയ്യെഴുത്തുമായിട്ടാണ് മിക്കവാറും ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളത്. അത് ഒരിക്കലും അച്ചടിക്കപ്പെട്ടിരുന്നില്ല. ഇതേപോലെ പലതരം ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവരും എന്നാൽ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് ഒരു 4 കാശ് സമ്പാദിച്ച് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആളുകൾക്കൊരു അവമതിപ്പുണ്ടാവും നമ്മളെക്കുറിച്ച്. അത്തരത്തിലുള്ള ഈ അവമതിപ്പ് നേരിടുന്ന 3-4 പേരുടെ ഒരു സംഘത്തിലാണ് വാസ്തവത്തിൽ ഞാൻ എൻ്റെ ചെറുപ്പം ചെലവഴിച്ചത്. എന്നെ വീട്ടിലൊക്കെ എപ്പോഴും ഈ മുതിർന്നവരുമായിട്ട് ചങ്ങാത്തം കൂടുന്നു, അതും മറ്റുള്ളവർക്ക് വലിയ മതിപ്പില്ലാത്ത ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടുന്നതിന് പലപ്പോഴും ഞാൻ ശകാരവും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനീ പറഞ്ഞ എഴുത്തുകാരും അങ്ങനെ ഒരു വായനക്കാരൊന്നും ആയിരുന്നില്ല, ഒരു നല്ല എഴുത്തുകാരും ആയിരുന്നില്ല. എഴുതിയിരുന്നത് നല്ല ഒരു നിലവാരം പുലർത്തുന്നതോ ഗുണമേന്മയുള്ള സാഹിത്യം ആയിരുന്നില്ല. പക്ഷേ എഴുത്തുകാരാകണമെന്നുള്ള ഒരു വലിയ മോഹം അത് കൊണ്ടടക്കുകയും ഒരിക്കലും സഫലമായി തീരില്ല, അല്ലെങ്കിൽ ഒരിക്കലും വിജയിക്കില്ല, ഒരിക്കലും ആ ലക്ഷ്യപ്രാപ്തിയിലെത്തില്ല എന്നുള്ള മോഹവുമായിട്ട് മനുഷ്യന് ജീവിക്കാൻ സാധിക്കും എന്ന് കാണിച്ചു തന്ന ആളുകളായിരുന്നു അവർ. ഒരർത്ഥത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, എൻ്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ചും വായനാ ജീവിതത്തെക്കുറിച്ചും ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി, വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി എന്നതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അവരാണെന്ന് തോന്നിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഈ സൂസന്നയുടെ ഗ്രന്ഥപുരയിൽ വെള്ളത്തൂൽ ചന്ദ്രൻ എന്നുള്ള മനുഷ്യൻ ഒരു കഥാപാത്രമായി തീരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. അദ്ദേഹം ഒരു വലിയ വായനക്കാരനോ ഒന്നും ആയിരുന്നില്ല, പക്ഷേ ഈ ഏതോ ഒരു ഭ്രമത്തിൽ ജീവിതം മുഴുവൻ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. പക്ഷെ നോവലിൽ അദ്ദേഹം നല്ല ദസ്തോവ്സ്കിയൊക്കെ വായിക്കുന്ന, ജോർജ് ഇലിയറ്റ് വായിക്കുന്ന, റൂമിയെ വായിക്കുന്ന, അങ്ങനെ ഒരു ഉന്നതമായിട്ടുള്ള ഒരു വായനാ നിലവാരം പുലർത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം വന്നത്. ഞാനൊരു നോവൽ എഴുതണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ കൊണ്ടുവന്ന വേറൊരു കഥാപാത്രം ഇതേ നോവലിലെ തന്നെ തണ്ടിയേക്കൻ എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു. ഞാനിത് മുന്നേ ഒരിടത്തും പറയാത്തൊരു കാര്യമാണ്. ഈ സൂസന്നയുടെ ഗ്രന്ഥപുര ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ട്രാൻസ്ലേറ്റർ എന്നോട് വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ സംശയം ചോദിച്ചിട്ടുള്ളൂ. ഞാനും അവർക്കൊരു പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് അതിൻ്റെ ഒരു പരിഭാഷ ജോലികൾ നടന്നത്. പക്ഷെ അവർ ഈ പരിഭാഷയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റകുറ്റപ്പണികൾ, അതിൻ്റെ അവസാനത്തെ മിനുക്ക് പണികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെന്നോട് ചോദിച്ചു, ഈ തണ്ടിയേക്കൻ എന്നുള്ള പേര് ശരിക്കും ഉള്ള ഒരു പേരാണോ?
അങ്ങനെ ആളുകൾക്ക് പേരുണ്ടോ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ അങ്ങനെ ഒരു പേരിൽ അങ്ങനെ ആർക്കും പേരില്ല. അത് എൻ്റെ ഒരു വീട്ടുപേര് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഉമ്മായുടെ വീട്ടുപേര് ഞാനൊന്ന് എന്താ പറയുക ഒന്ന് വക്രീകരിച്ചതാണ് ശരിക്കും ആ പേര്. തണ്ടിയേക്കൻ എന്നുള്ളത് തണ്ടിയേക്കൽ എന്നുള്ള വീട്ടുപേരിനെ തണ്ടിയേക്കൻ എന്നൊരു മനുഷ്യനാക്കി മാറ്റുമ്പോൾ ആ പേരിന് പിറകിലൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം പിന്നെ ചെറിയ കഥകളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്ന വളരെ വൈൽഡായിട്ടുള്ളൊരു ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. വലിയ വായനക്കാരനോ ഒന്നുമല്ല. എനിക്ക് പുസ്തകം തന്നെ അദ്ദേഹം വായിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ മൂപ്പര് അദ്ദേഹത്തിൻ്റെ ബീഡിതെറുപ്പ് അദ്ദേഹത്തിൻ്റെ ജോലി. അദ്ദേഹം ഈ പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ റീഫില്ല് കൊണ്ടോ പുള്ളി സാധാരണ എഴുതാറ്. പേന ഞാൻ ഒരിക്കൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബീഡി തെറുക്കുന്ന ആ മടി വെച്ച് ബീഡി തെറുക്കുന്ന ആ മുറം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മടിയിൽ വെച്ചിട്ടൊരു വെള്ളക്കടലാസ് 4 മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ അതിൻ്റെ വശങ്ങളിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഒരു റീഫില്ലുണ്ട്. അപ്പോൾ ഞാൻ ഈ പേന ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ റീഫിൽ ഉപയോഗിക്കുന്നത് വിചാരിച്ച് ഞാനൊരു പേന അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു പേനയില്ല, പേന പിടിച്ച് എനിക്ക് എഴുതാൻ കഴിയില്ല, കൈ വേദന എടുക്കും, റീഫില്ലാണെങ്കിൽ വളരെ സൗകര്യമാണ് എഴുതാൻ എന്ന് പറഞ്ഞു. നമ്മൾ നേരെ തിരിച്ചാണ് കേട്ടിട്ടുള്ളവർ. ശരിക്കും പേന പിടിച്ച് എഴുതാനാണ് സൗകര്യം, റീഫില്ല് വെച്ച് എഴുതുക കൈ വേദന എടുക്കും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൈ മടുക്കുമല്ലോ. ഇദ്ദേഹം നേരെ തിരിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം അങ്ങനത്തെ ഈ എഴുത്ത് വലിയൊരു 3-4 നോട്ട്ബുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ എഴുതി വെക്കുന്ന കടലാസുകളൊക്കെ ഇങ്ങനെ ചെറിയൊരു തുണ്ട് പേപ്പറിലാണ് എഴുതുന്നത്. ഒരു വലിയ വായനക്കാരനോ അല്ലെങ്കിൽ ഒരു എഴുതുന്ന സാധനം അങ്ങനെ ഒരു ഉന്നത നിലവാരമുള്ള സംഗതികളോ ആയിരുന്നില്ല. പക്ഷേ എഴുത്ത് എന്നുള്ള ഒരു പാഷൻ ശരിക്കും ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ഒരു വായനക്കാരനാണെങ്കിലും എഴുത്തുകാരനാണെങ്കിലും വേണ്ട ഒരു അത്യാവശ്യം എത്ര പുസ്തകം ഒരാൾ വായിച്ചു എന്നുള്ളതല്ല, അല്ലെങ്കിൽ എത്ര പുസ്തകം ഒരാൾ എഴുതി എന്നുള്ളതുമല്ല. ആ 2 പ്രവൃത്തിയിലും വായനയിലാണെങ്കിലും എഴുത്തിലായാലും തുടർന്നു പോകാൻ, അതിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു പാഷൻ ഒരാൾക്കുണ്ടായിത്തീരുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ മനുഷ്യരിൽ നിന്നാണ്. ഈ മനുഷ്യനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്നതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ആളുകളുടെ ഒന്നും ശരിക്കുള്ള പേര് പറയാത്തത്. ഈ മനുഷ്യനെ ഞാൻ ഈ തണ്ടിയേക്കൻ എന്നുള്ള ഒരു കഥാപാത്രത്തെ ഞാൻ സങ്കല്പിക്കുമ്പോൾ ഈ മനുഷ്യനാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ആൽക്കഹോളിക്കായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഈ നോവലിൽ. ആൽക്കഹോളിക്കായിട്ടുള്ള കഥാപാത്രം അദ്ദേഹം തന്നെ എനിക്ക് അഡിക്ഷൻ സെൻറ്ററിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് അദ്ദേഹം അവിടെ വെച്ചിട്ട് എനിക്ക് വായിക്കാനൊരു പുസ്തകം വേണം, കുറച്ച് വലിയൊരു പുസ്തകം വേണം, അതായത് അഡിക്ഷൻ സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റ് സമയത്ത് വായിക്കാൻ എനിക്കൊരു പുസ്തകം വേണമെന്ന് പറഞ്ഞിട്ട് വായിക്കുന്ന പുസ്തകം അനാട്ടമി ഓഫ് മെലങ്കളി എന്ന് പറഞ്ഞ പുസ്തകമാണ്. അതായത് റോബർട്ട് ബർട്ടിൻ്റെ മിഡീവൽ പീരീഡിൽ എഴുതിയ ഒരു പാശ്ചാത്യ മധ്യകാലത്ത് എഴുതിയ സയൻസാണോ ഫിലോസഫിയാണോ കഥയാണോ കവിതയാണോ നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റാത്ത ഒരു ഭീമൻ പുസ്തകമാണ് ഈ മനുഷ്യൻ വായിക്കുന്നത്. ഇത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ അയാൾക്ക് CV-യുടെയോ എഴുത്തച്ഛൻ്റെയോ ചെറുശ്ശേരിയുടെയോ ബഷീറിൻ്റെയോ അങ്ങനെ ആരുടെയൊക്കെ പുസ്തകം വായിക്കാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ പുസ്തകം ഇങ്ങനത്തെ ഒരു പുസ്തകത്തെ അവിടെ കൊണ്ടുവന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് വായനയിലെ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീർത്തും പാരമ്പര്യരഹിതമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആളാണ് ഞാൻ. അതായത് ഹൈറേഞ്ചിൽ ഒരു മലയോര മേഖലയിൽ കുടിയേറ്റത്തിൻ്റെ 70-80 വർഷത്തെ ചരിത്രം അത് ലിഖിതമല്ല. അങ്ങനെ അലിഖിതമായിട്ടുള്ള ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാത്ത ഈ മനുഷ്യൻ ഈ കുടിയേറ്റക്കാരായ മനുഷ്യരുടെ ഈ 70-80 വർഷത്തെ ചരിത്രത്തിന് പുറകോട്ട് നോക്കിയാൽ ഒന്നുമില്ലാത്ത ഒരു ഭൂതകാലം ഉള്ളിൽ വച്ചിട്ടാണ് നമ്മൾ പുസ്തകം വായിക്കുന്നതും എഴുതാൻ ശ്രമിക്കുന്നത്. അവിടെ എൻ്റെ ഉള്ളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിൽ വലിയ കഥകളിക്കാരോ അല്ലെങ്കിൽ പാട്ടുകാരോ സംഗീതജ്ഞരോ വലിയ എഴുത്തുകാരോ പണ്ഡിതന്മാരോ വലിയ പ്രതിഭാശാലികളോ ശാസ്ത്രജ്ഞരോ അങ്ങനെയുള്ള ഒരാളുടെയും ഒരു പാരമ്പര്യവും ഒരു ട്രഡീഷനും ഒരു സ്കൂളും, നമ്മൾ പട്ടാമ്പി സ്കൂൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സംഗതിയും
അവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വന്നിട്ട് നമുക്ക് മുന്നിലുള്ള ഒരു മാതൃക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തുകാരാണെന്ന് സ്വയം വിചാരിക്കുന്ന, എഴുത്തിനോട് വലിയ പാഷനുള്ള, അഭിനിവേശമുള്ള, ഇഷ്ടമുള്ള കുറച്ച് പാവം മനുഷ്യരാണ്. അങ്ങനെ ഏറ്റവും എഴുത്തിൻ്റെയും വായനയുടെയും കാര്യത്തിൽ വളരെ പൂറായിട്ടുള്ള, പാവങ്ങളായിട്ടുള്ള ആ മനുഷ്യർ ആണ് വാസ്തവത്തിൽ എന്നെ പുസ്തകത്തിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം എനിക്ക് അതിന് ബദലായിട്ടുള്ള നമ്മുടെ ഒരു പാരമ്പര്യ ശൂന്യമായ ഒരർത്ഥത്തിൽ ചരിത്രരഹിതമായിട്ടുള്ള ഞാനെന്ന വ്യക്തിയുടെ ഭൂതകാലത്തെ എന്തെങ്കിലും കൊണ്ട് നിറയ്ക്കണം എന്നെനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ഞാനത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഒരു 16-ാമത്തെ വയസ്സിൽ ഈ പറഞ്ഞ ഈ മലയോര പ്രദേശത്ത് നിന്ന് നഗരത്തിലേക്ക് പഠിക്കാനായിട്ട് പോയ ഒരാളാണ്. കോളേജ് വിദ്യാഭ്യാസത്തിനായിട്ട് പോയ ആളാണ്. ഞാൻ ഈ നഗരത്തിലേക്ക് ചെന്നപ്പോൾ നാഗരികത എനിക്ക് സമ്മാനിച്ച ഒരു ആക്ടിവിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വായന എന്ന് പറഞ്ഞാൽ, ലൈബ്രറി എന്നുള്ളത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ലൈബ്രറിയോ വായനശാലകളോ ഒന്നും അങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നഗരത്തിൽ ചെന്നിട്ട് ഒരു നാഗരികതയുടെ ഒരു സമ്മാനമായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുസ്തകങ്ങളെ കണ്ടത്. നമ്മൾക്ക് അന്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക, വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക, അതിനെ പാരമ്പര്യമായിട്ട് സ്വീകരിക്കുക എന്നുള്ള ഒരു സംഗതി. ഇതിപ്പോൾ എനിക്ക് വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പോൾ ഒരു മധ്യ കേരളത്തിൻ്റെയോ തിരുവിതാംകൂറിൻ്റെയോ മലബാറിൻ്റെയോ രാഷ്ട്രീയ ചരിത്രമൊന്നും എന്നെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ആകർഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്നെ ആ രീതിയിൽ നമ്മൾ സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു അക്കാദമിക ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഇമാജിനേഷനെ, നമ്മുടെ ഭാവനയെ, അല്ലെങ്കിൽ ഭാവനയുടെ ആ ഒരു ഭൂപ്രദേശത്ത് ഇതിന് യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നുമില്ലാത്ത ഈ മലഞ്ചെരുവുകളും രാവിലെ മുതൽ വൈകുന്നേരം മുഴുവൻ പണിയെടുക്കുന്ന ആളുകളും അവർക്കിടയിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു ലോകമുണ്ടെന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ ജീവിച്ച ഒരാളെന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം എന്നുള്ള ആ ഭൂപ്രദേശം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വായിച്ച ഡെസ്റ്റോസ്കിയുടെ ഒരു പുസ്തകം ദ പൊസസ്ഡ് എന്നുള്ളത്. പൊസസ്ഡ്, ദ ഡെവിൾസ്, 2 പേരുണ്ട്. അന്നത്തെ കാലത്ത് അത് ദ പൊസസ്ഡ് എന്നുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനായിരുന്നു അവൈലബിൾ ആയിട്ടിരുന്നത്. അതിന് NK ദാമോദരൻ ഭൂതാവിഷ്ടർ എന്ന് പറഞ്ഞുള്ളൊരു പരിഭാഷ നിർവഹിക്കുകയുണ്ടായി. അതാണ് ഞാൻ വായിച്ചത് ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അതിലൊരു വാചകമുണ്ട്, അതിലൊരു കഥാപാത്രം പറയുന്നൊരു വാചകമുണ്ട്, ഈ പർവ്വതങ്ങൾ നിങ്ങളുടെ കാഴ്ചയെ ഇടുക്കിക്കളയും എന്നുള്ളതാണ്. സ്ട്രാബോജിനോ അങ്ങനെ ഒരു കഥാപാത്രമാണ് അതിനകത്ത്. ആ കഥാപാത്രം പറയുന്നൊരു വാചകമാണ്, പർവ്വതങ്ങൾ നിങ്ങളുടെ കാഴ്ചയെ ഇടുക്കിക്കളയുന്നു, ചെറുതാക്കി കളയുന്നു എന്നുള്ളത്, ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ. എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു വാക്യമാണ്. ഈ ഒരൊറ്റ വാക്യം വല്ലാതെ എന്നെ ആകർഷിച്ചു. എനിക്കതിൻ്റെ ഒരു അനുഭവം ഉള്ളതാണ്. കാരണം നമ്മൾ ഈ മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം, സൂര്യപ്രകാശം എല്ലായിടത്തും ഒരേപോലെ അല്ല അവിടെ വീഴുന്നത്. പല സ്ഥലങ്ങളിലും സൂര്യപ്രകാശം വീഴാത്ത സ്ഥലങ്ങൾ വരെയുണ്ട് ഈ ചെരുവുകളിലൊക്കെ. അപ്പോൾ സൂര്യൻ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് ഈ വെളിച്ചമാണല്ലോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച. വെളിച്ചം ഈ ഹൈറേഞ്ചിൽ ഈ മലഞ്ചെരുവുകളിലൊക്കെ വേറൊരു അനുഭവമാണ് നമുക്ക് വെളിച്ചം. അതിൻ്റെ വ്യത്യാസം, സൂര്യൻ ശരിക്കും എങ്ങനെയാണ് ഈ ഭൂമിയുടെ മുകളിലേക്ക് വീഴുന്നത് എന്നുള്ള, ഈ വെയിൽ ശരിക്കും എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് പൂപ്പാറയിൽ നിന്ന്, അതായത് ഇടുക്കി ജില്ലയുടെ ബോർഡറായിട്ടുള്ള പൂപ്പാറയിൽ നിന്ന് അവിടുത്തെ ഘാട്ട് റോഡിലൂടെ തമിഴ്നാട്ടിലേക്ക് ബോഡിനായ്ക്കന്നൂരിലേക്ക് ആദ്യം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യാത്ര പോകുമ്പോഴാണ്. അതൊരു വളരെ അമേസിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് സൂര്യൻ എങ്ങനെയാണ് ഒരു മലമുകളിൽ നിന്നൊരു സമതലത്തിലേക്ക് വളരെ സമൃദ്ധമായിട്ട് ഇങ്ങനെ പടരുന്നതെന്നുള്ളതിൻ്റെ അതിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അവിടുത്തെ കാറ്റിൻ്റെ പ്രത്യേകത. ഈ ഒരു വെയിലിൽ കാറ്റടിക്കുന്നത് പോലും വേറൊരു രീതിയിലാണ്. ഈ കാറ്റ് കടന്നു പോകുന്നത് തന്നെ ഒരു വേറെ രീതിയിലാണ്. കാരണം മലഞ്ചെരുവിൽ കാറ്റടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം മരങ്ങളും കുന്നുകളും ചെരുവുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും തടസ്സങ്ങളാണ് കാറ്റിന്, വെളിച്ചത്തിനും തടസ്സങ്ങളാണ്. ഈ ദസ്തോവ്സ്കി പറഞ്ഞ കാഴ്ചയെ ഇടുക്കി കളയുന്നു എന്നുള്ളൊരു സംഗതി, ഈ സമതലത്തിൻ്റെ ഒരു അനുഭവം, ഇത് ഓപ്പണപ്പ് ചെയ്യുക എന്നുള്ളൊരു സാധനം, കാഴ്ച ഇങ്ങനെ വിസ്തൃതമാക്കുക എന്നുള്ളൊരു അനുഭവം വാസ്തവത്തിൽ ഈ നാഗരികമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. നാഗരികമായിട്ട് നമ്മൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് മനുഷ്യന്മാരെ കാണുമ്പോൾ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഒരു പുസ്തകത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു പുസ്തകത്തിലേക്ക് പോകുമ്പോൾ
ഈ പുസ്തകങ്ങളുടെ വളരെ സ്ട്രേഞ്ചായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിനകത്ത് നിന്നിട്ട് ഒരു പുതിയ പാരമ്പര്യം നമുക്കുണ്ടാക്കാൻ പറ്റുമോ, ഒരു ഭൂതകാലം നമുക്കുണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചു. നമ്മൾ ഓരോ മനുഷ്യനും അവരുടെ ഉള്ളിൽ അവരുടേതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് എല്ലാ മനുഷ്യർക്കും. അത് നമ്മൾ വേറെ രീതിയിൽ നമ്മുടെ ഒരു സാംസ്കാരിക ഭൂതകാലം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു ഇമാജിനേഷൻ ഒരു ഭൂതകാലമുണ്ട്. ശരിക്കും ഭാവനയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്, ഒരു ഭൂതകാലമുണ്ട്, ഒരു മെമ്മറി ഉണ്ടെന്നുള്ളതാണ്. ഈ ഭാവനയുടെ ഈ സ്മരണ എന്നുള്ളത് എഴുത്തുകാരനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ സമൃദ്ധമായ ഓർമ്മയുള്ള, സമൃദ്ധമായ ഭാവനയുടെ സ്മരണയുള്ള ഒരു എഴുത്തുകാരന് ചിലപ്പോൾ പുസ്തകം വായിക്കേണ്ട ആവശ്യം പോലും വരില്ല നല്ല സാഹിത്യം എഴുതാൻ. തിരിച്ച് ഈ ഒരു ഭൂതകാലം ഇല്ലാത്ത ഒരാൾ എത്ര പുസ്തകം വായിച്ചാൽ അയാൾ എഴുത്തുകാരനാണെങ്കിൽ കൂടിയും അയാൾക്ക് ഇത് എഴുത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മളൊരു പ്രത്യേക ഒരു സ്കൂളിൽ പെടുന്നില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് അനുകരിക്കാവുന്ന വലിയ മാതൃകകളൊന്നുമില്ല. അങ്ങനെ എഴുത്തിലായാലും സാഹിത്യത്തിലായാലും സാംസ്കാരിക രംഗത്തായാലും കലാരംഗത്താണെങ്കിലും ഒന്നുമില്ല. അപ്പം നമ്മൾ വേറെ സ്ഥലത്തേക്ക് ചെന്ന് നമ്മൾ ഈ കോളേജിലൊക്കെ ചെന്നിട്ട് തുടർന്നുള്ള ജീവിതത്തിൽ 10-30 വർഷക്കാലം പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുമാരനാശം വായിക്കുമ്പോഴും ചങ്ങമ്പുഴ വായിക്കുമ്പോഴും ഉണ്ടാകുന്ന എനിക്ക് ഈ അന്നാഹമത്തവ വായിക്കുമ്പോഴും പുഷ്കിം വായിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന അതേ സ്ട്രേഞ്ച്നെസ് തന്നെയാണ് എനിക്ക് കുമാരനാശം വായിച്ചപ്പോഴും തോന്നിയത്. കാരണം നമുക്കറിയാമല്ലോ, ലീലയാണെങ്കിലും നളിനിയാണെങ്കിലും കേരളത്തിലേതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് നടക്കുന്ന കഥയൊന്നുമല്ല. അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശമായിട്ടോ അവിടെ എവിടെയും താമസിക്കുന്ന ഏതെങ്കിലും മനുഷ്യരുമായിട്ടോ ഈ കഥാപാത്രത്തെ അതിനകത്ത് പറയുന്ന കാര്യത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു ഭാവനയുടെ ഒരു ഭൂപ്രദേശം അതിനകത്തുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കരുണ എന്നുള്ള കൃതിയിൽ വായിക്കുമ്പോഴും അതിൻ്റെ അവസാന ഭാഗത്ത് ഈ വാസവദത്തെ ചുടലക്കാട്ടി കിടക്കുന്ന ഇങ്ങനെ മൃതപ്പായിട്ട് കിടക്കുമ്പോൾ അവിടെ ആ രംഗം വിവരിക്കുന്നത് നമ്മളൊന്ന് നോക്കിയാൽ മതി. അത് ശരിക്കും അത് ശരിക്കും ഒരു ഇമാജിനേഷൻ്റെ ഒരു വലിയൊരു ഭൂതകാലം വന്നിട്ട് അവിടെ നിറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഞാനപ്പോൾ എന്നെ സംബന്ധിച്ചോളം വേറെ രീതിയിലുള്ള ഒരു ട്രെയിൻഡായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ. ഏതെങ്കിലും രീതിയിലൊരു ഈ ഭാഷയിലോ അല്ലെങ്കിൽ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രങ്ങളിലോ ഏതെങ്കിലും ഒരു പരിശീലനം എനിക്ക് ഒരു കാലത്തും കിട്ടിയിട്ടില്ല. ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോഴും അതിനുശേഷവും നമ്മൾ സ്വന്തം നിലയിൽ ആർജിച്ചെടുത്ത ചില കാര്യങ്ങൾ, ചില വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളതല്ലാതെ, എൻ്റെ കയ്യിലുണ്ടെന്നുള്ളതല്ലാതെ ഇതിനകത്തൊരു ട്രെയിൻഡായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പെർഫെക്ഷൻ, ഒരു ശാസ്ത്രീയ സംഗീതമൊക്കെ നന്നായിട്ട് പഠിച്ച ഒരാൾ പാടുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസമുണ്ടല്ലോ ഒരു പാട്ട് പാടുമ്പോൾ. അത്തരത്തിലുള്ളൊരു പെർഫെക്ഷൻ ഒരിക്കലും എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മൾ എത്ര വായിച്ചാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഒരു അധ്യാപകൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നീ നിൻ്റെ ഭാഷ നന്നാക്കാൻ, ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഭാഷ നന്നാക്കാൻ, ഭാഷയും എഴുത്തും എല്ലാം നന്നാക്കാൻ വേണ്ടി നിനക്ക് നല്ലൊരു ലിറ്റററി കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛനും ചെറുശ്ശേരിയും ഒക്കെ വായിക്കണം, രാമായണവും ഭാരതവും വായിക്കണം എന്ന് പറയുമായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചുള്ള ഒരു തെറ്റായിട്ടുള്ളൊരു പാഠമായിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന ആളുകൾക്ക്, ഇതൊക്കെ പഠിച്ച ആളുകൾക്ക്, ഇത്തരത്തിൽ വലിയൊരു ജ്ഞാനമുള്ള ആളുകൾക്ക് മാത്രമേ സാഹിത്യം ആസ്വദിക്കാനും സാഹിത്യം എഴുതാനും കഴിയുള്ളൂ എന്നാണ് ഞാൻ അക്കാലത്ത് വിശ്വസിച്ചിരുന്നത്. അതൊരു തെറ്റായിട്ടുള്ളൊരു വിശ്വാസമായിരുന്നു. സാഹിത്യത്തിൽ അങ്ങനെ ഒരു നിർമ്മിതമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു ആവശ്യം മനുഷ്യനില്ല എന്നുള്ളത് വായനയിലും ഇല്ല. ഇപ്പോൾ ഈ സമീപകാലത്ത് ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ എന്നെ പരിചയപ്പെടുത്തിയത് എന്നെ പരിചയപ്പെടുത്തുകയാണ് മനുഷ്യൻ. ആ പരിചയപ്പെടുത്താൻ കൊടുത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഈ മനുഷ്യനെ അറിയുന്നത്, ശ്രീ അജയനെ അറിയുന്നത് ഒരു വായനക്കാരൻ എന്ന നിലയിലാണ് കൂടുതലും. അതായത് പക്ഷേ ഈ നോവലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കൂടെ ആളുകൾ എന്നെ വേറെ രീതിയിൽ ഒരു നോവലിസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടാനും അങ്ങനെ പരിഗണിക്കാനും തുടങ്ങി എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഒരാളൊരു വായനക്കാരനാണോ എഴുത്തുകാരനാണോ എന്താണെന്നുള്ളത് നിർണ്ണയിക്കുന്ന ഘടകം വാസ്തവത്തിൽ എന്താണ്? ഒരു 40-45 വയസ്സ് പ്രായമുള്ള ഒരു വായനക്കാരി ഈ സമീപകാലത്ത് എന്നോട് പറഞ്ഞത്, എനിക്ക് ഈ ജന്മത്തിലൊരു നല്ല വായനക്കാരിയായി തീരാൻ കഴിയില്ല എന്നാന്ന് പറഞ്ഞു. അതിന് കാരണം അവർ പറഞ്ഞു, കാരണം ഇതാണ്, എനിക്ക് അധികമൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ ഒരാൾ വായിക്കുന്ന കൃതികളുടെ വോള്യമാണോ എത്ര പുസ്തകം ഒരാൾ വായിച്ചു, എത്രയധികം ഗ്രന്ഥങ്ങൾ ഒരാൾ ഒരു വർഷം വായിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ആ വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി എന്നുള്ള സ്വത്ത് നിർണ്ണയിക്കപ്പെടുന്നത്? ഏത് പാരമ്പര്യത്തിൽ നിന്ന് വന്നു, ഏത് ട്രഡീഷൻ ഉണ്ട്, എന്ത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾ എഴുതുന്നത് എന്ന് നോക്കിയിട്ടാണോ, എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് നിങ്ങൾക്കുള്ളതെന്ന് നോക്കിയിട്ടാണോ ഒരു എഴുത്തുകാരൻ്റെ സ്വത്തും എഴുത്തുകാരൻ്റെ എന്നുള്ള ഉപരിയായിട്ട് എഴുത്തിൻ്റെ സ്വത്ത് നിർണ്ണയിക്കുന്നത് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് നമ്മുടെ ഒരു വളരെ വ്യാപകമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ജീവിതത്തിൽ ഒരു പുസ്തകം പോലും വായിക്കാത്ത ഒരു മനുഷ്യനുള്ള ഒരു വലിയ പുസ്തകം പോലും വായിക്കാത്ത, അല്ലെങ്കിൽ ഒരു ശരിക്കും നമ്മൾ ഗുണമേന്മയുള്ള പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം പോലും, ഒരു ക്ലാസിക്ക് പോലും വായിക്കാത്ത നാട്ടിൻപുറത്തെ എന്നാൽ എഴുത്തിനോട് വലിയ പാഷനുള്ള ഒരാളെ ഒരു കഥാപാത്രമായിട്ട് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചപ്പോൾ ഞാൻ അയാൾക്ക് കൊടുക്കുന്ന ഒരു വലിയ ട്രൈബ്യൂട്ട് റോബർട്ട് ബർട്ടൻ്റെ അനാട്ടമി ഓഫ് മെലങ്കഡി എന്നുള്ള പുസ്തകം അയാളെ കൊണ്ട് ഈ നോവലിൽ വായിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ ചെയ്ത വലിയൊരു, എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഭാവന, ഞാൻ എവിടെയാണ് ഇതിനകത്ത് ഫിക്ഷൻ എന്നൊരാൾ ചോദിച്ചാൽ ഇതൊക്കെയാണ് അതിനകത്ത് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു വർക്ക് ഓഫ് ആർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് അതിൻ്റെ റോ മെറ്റീരിയൽ, അതിൻ്റെ പ്രചോദനങ്ങളൊക്കെ കിട്ടുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ് കിട്ടുക, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഈ ഒരു പ്രചോദനം നമ്മൾ യാഥാർത്ഥ്യത്തെ പാറ്റിയെടുക്കുക എന്ന് നമ്മൾ പറയും. ഇങ്ങനെ മുറത്തിൽ നമ്മൾ അരി പാറ്റില്ല, അതുപോലെ നെല്ല് പാറ്റിയെടുക്കുന്നത് പോലെ അങ്ങനെ പാറ്റിയെടുക്കുമ്പോൾ കിട്ടുന്നത് വാസ്തവത്തിൽ ഫിക്ഷനാണ്. ഒരു നോവലിൽ ഈ യാഥാർത്ഥ്യം പാറ്റിയെടുക്കുമ്പോൾ കിട്ടുന്നത് ഫിക്ഷനാണ്. ആ ഫിക്ഷനിലാണ് നമ്മളൊരു കഥാപാത്രം അയാൾ ഒരിക്കലും ചെയ്തിട്ടില്ലാതെ. നിങ്ങൾക്ക് ഈ സുസന്നയുടെ ഗ്രന്ഥപുരയിൽ തന്നെ ഉള്ള വേറൊരു കഥാപാത്രം, ഞാൻ ഈ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാനിത് വീണ്ടും അതിലേക്ക് തന്നെ വരുന്നത്. അതായത് അതിലെ വേറൊരു കഥാപാത്രം നമ്മളെല്ലാം നീലകണ്ഠൻ പരമാരാന്ന് പറഞ്ഞൊരു എഴുത്തുകാരനാണ്. നമ്മളെല്ലാവരും അറിയുന്ന, ചിലപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകൾക്ക് പരിചയമില്ലാത്തത്, എന്നാൽ ഒരു 70-കളിലും 80-കളിലൊക്കെ ജനപ്രിയ സാഹിത്യം വായിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ നീലകണ്ഠൻ പരമാരാന്ന് പറഞ്ഞാൽ. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചറും വായിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല. വളരെ ലാഭത്തോടുകൂടി ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടിയാണ് ഈ ക്രൈം ഫിക്ഷൻ എഴുതുക എന്നുള്ളത്. വേറെ രീതിയിലൊരു സ്കോളറെന്നോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനെന്നോ ഒന്നും വിളിക്കാൻ പറ്റുന്ന, വീട്ടിലൊരു വലിയ ലൈബ്രറി സ്വന്തമായിട്ടുള്ള ആളൊന്നും അല്ല ഈ നീലകണ്ഠൻ പരമാരാന്ന് പറഞ്ഞ ആൾ. പക്ഷേ നോവലിൽ നീലകണ്ഠൻ പരമാരാന്ന് പറഞ്ഞ ആൾ വരുന്നത് ഒരു വലിയ പണ്ഡിതനായിട്ടാണ്. പണ്ഡിതൻ മീൻസ് അതായത് നന്നായി വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, വായിക്കുകയും കവിത ചൊല്ലുകയൊക്കെ ചെയ്യുന്ന, ഈ നമ്മൾ ആദ്യം പറഞ്ഞ അനാട്ടമി ഓഫ് മെലങ്കഡി മലയാളത്തിലേക്ക് ആക്കുന്ന ഒരാളാണ്. ഇത് വളരെ ബോധപൂർവം ചെയ്യുന്നതാണ്. ഈ സാധനമാണ് അതിനകത്ത് ഫിക്ഷൻ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളും ഇപ്പം നമ്മളും എത്ര റിയലിസം നമ്മൾ കഥയിലേക്കും കവിതയിലേക്കും കൊണ്ടുവന്നാലും നമ്മൾ അതൊരു ഫിക്ഷനായിട്ടും ഒരു സാഹിത്യകൃതിയായി മാറുന്നത് അതിലൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ചില വെളിച്ചങ്ങളും ചില കിരണങ്ങളും ചില നിഴലുകളും ഒക്കെ വച്ചുകൊണ്ടാണ്. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ അതാണ് ഞാൻ ചെയ്തത്. നമുക്ക് സാധാരണ രീതിയിൽ മനുഷ്യരില്ലാത്ത ഒരു ഭൂപ്രദേശം, ഒരു മലഞ്ചെരിവോ അല്ലെങ്കിൽ അവിടുത്തെ കുറേ മരങ്ങളോ അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരം, അതൊരു വളരെ ഫിക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ ഒരു മലഞ്ചെരിവിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ പിന്നീടൊരു രണ്ടാമതൊരു നോവൽ എഴുതിയപ്പോൾ 3 നിലകൾ എഴുതിയപ്പോൾ അതിൽ 2 പ്രദേശങ്ങൾ കൊണ്ടുവന്ന് 2 സമാനതകളുള്ള 2 പ്രദേശങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ശരിക്കും ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ചെറുപ്പകാലത്ത് കഥകളി കാണാൻ പോയതിൻ്റെയോ അല്ലെങ്കിൽ ഒരു നാടകം കാണാൻ പോയതിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർമ്മകളൊന്നും വാസ്തവത്തിൽ എനിക്കില്ല. പക്ഷേ ഞാൻ ഈ ദസ്തോവ്സ്കിയുടെ പൊസസ്ഡ് വായിച്ചപ്പോൾ അതിലൊരു ഭയങ്കര ഒരു വിൻ്റർ സീസണിലാണ്. റഷ്യയിലെ വിൻ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെ ശക്തമായിട്ടുള്ള കടുത്ത വിൻ്ററാണ്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഒരു മഞ്ഞുകാലത്താണ് ഇതിലെ കഥ നടക്കുന്നത്, ഈ ബൂദാപെസ്റ്റിലെ കഥ നടക്കുന്നത്. ആ മഞ്ഞുകാലത്തിൽ രാത്രി നേരങ്ങളിലാണ് ഇതിനകത്ത് കഥാപാത്രങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി വലിയ ചർച്ചകളാണ്. ഇപ്പം ഈ മഞ്ഞും ചെളിയും കൂടെ കുഴഞ്ഞു മറഞ്ഞ വഴിയിലൂടെ ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന വിവരണങ്ങൾ അതിനകത്ത് ധാരാളമുണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നത് ഐഡൻറ്റിഫൈ ചെയ്ത്, ഞാൻ ഒരു ഹൈ റേഞ്ചിലൊരു മഴക്കാലമാണ്. ഈ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ
ഇന്നിപ്പോൾ റോഡുകളൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഒരു വഴിയിലും നടക്കാൻ പറ്റത്തില്ല. എല്ലാ വഴിയും ഈ ചെളി കുഴഞ്ഞ ചെളിയിലൂടെ ബാലൻസ് ചെയ്ത് വേണം നമ്മൾ പോകാനും വരാനും. എല്ലാം ഈ കയറ്റത്തിലേക്കും ഒക്കെ ആയിരിക്കുമല്ലോ സാധനം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രദേശം എന്നുള്ള രീതിയിൽ ഒരു അതിൻ്റെ ഒരു അനുഭവം എനിക്ക് ഞാൻ വേറൊരു പുസ്തകം വായിച്ചപ്പോഴും അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അതിപ്പോൾ എൻ്റെ ഒരു ഭൂപ്രദേശത്തെ സംബന്ധിച്ച ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ വായനയിൽ നിന്ന് കിട്ടിയ ഒരു സ്പാർക്ക് കൊണ്ട് നമ്മൾ അതിൽ നിന്നൊരു പുതിയ സംഗതി ഉണ്ടാക്കുന്നതാണ് എഴുത്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാൻ സംസാരം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം, ഈ ഒരാളുടെ സ്കോളർഷിപ്പ് എന്നുള്ളത് ഒരാൾ വലിയ വായനക്കാരനാണോ ചെറിയ വായനക്കാരനാണോ വലിയ എഴുത്തുകാരനാണോ ചെറിയ എഴുത്തുകാരനാണോ എന്ന് തീരുമാനിക്കുന്നത് വാസ്തവത്തിൽ അയാൾ അതിലർപ്പിക്കുന്ന അയാളുടെ പാഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അയാൾ ആ ജോലിയിൽ അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ ആ മനുഷ്യൻ എത്രമാത്രം വിഫലമായിട്ട് അതിനകത്ത് ഇടപെടാൻ അയാൾ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ അതിനകത്ത് അയാളുടെ സ്വത്ത് നിർണ്ണയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ഇത്ര നേരം ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭാവനയുടെ ഭൂപ്രദേശങ്ങൾ എന്ന വിഷയം അവതരിപ്പിച്ച് ഇത്ര മനോഹരമായി സംസാരിച്ച ശ്രീ അജയ് സാറിന് കൾച്ചറൽ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സാറിന് ഒരു ഉപഹാരം നൽകുന്നതിന് കൾച്ചറൽ കമ്മിറ്റിയുടെ കൺവീനർ വിജയൻ സാറിനെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് അജയ് സാറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി സാർ. പരിപാടിക്ക് ശേഷം വേദി 5-ൽ അജയ് സാറിൻ്റെ ബുക്ക് സൈനിങ് ഉണ്ടായിരിക്കുന്നതാണ്. സാമ്രാജ്യമാണ് തായ് സാമ്രാജ്യം എന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഒരിക്കൽ ഞങ്ങൾ തായ്ലൻഡിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ചുണ്ടൻ വള്ളവും നിങ്ങളുടെ ആനയുമൊക്കെ അവരുടെ മുഖമുദ്രയായി മാറിയത് എന്ന് കാലാവസ്ഥയിലുള്ള സാമ്യവും എടുത്ത് പറയേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഏത് ഭൂഖണ്ഡത്തിലെ ഏത് രാജ്യത്തെക്കുറിച്ച് സുധീര വിവരിക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ജനതയെ അറിയുവാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അതുപോലെ അവരുടെ യാത്രകൾ പലപ്പോഴും കൂട്ടുകാരികളായ എഴുത്തുകാരികൾക്കൊപ്പമാണ്. അപ്പോൾ അതും ആ യാത്രകളുടെ മാധുര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അവരുമായിട്ടുള്ള സംവാദം, പ്രകൃതി സൗന്ദര്യത്തെ യാത്രയെ ഒക്കെ അവർ നോക്കിക്കാണുന്ന രീതി, ഇതൊക്കെ വിവരിക്കാനും സുധീര ഈ പുസ്തകത്തിൽ ശ്രമിക്കുന്നുണ്ട്. യാത്രാ വിവരണത്തിൻ്റെ ശരിയായ സങ്കേതം നമ്മൾ മലയാളികൾ ആദ്യമായി മനസ്സിലാക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർ നീ സ്വാഗതം പറ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ പൊന്നാടയൊക്കെ പിന്നീടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നീ സ്വാഗതം പറയാൻ വേണ്ടി വിളിച്ചു ആണോ? അത് മൈക്ക് മാറ്റി, മൈക്ക് ഓഫ്.
Good evening, everybody. Welcome all of you to the primetime program of the first day of this International Book Festival. We have here today with us the Nobel Peace Laureate Dr. Kerala Satyarthi. Please welcome Dr. Satyarthi with a big round of applause. Now may I request Honorable Deputy Speaker Shri Chittem Govakumar for the welcome speech. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ അദ്ദേഹം ഉടനെ എത്തിച്ചേരും. ഇന്നത്തെ മുഖ്യ അതിഥി ഡോക്ടർ കൈലാസ് സത്യാർത്ഥി, നിയമസഭാ സ്പീക്കർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 2ാമത് പതിപ്പാണ് ഇന്നിവിടെ ആരംഭിച്ചത്. ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നാളെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. ഈ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ഗ്രന്ഥകാരന്മാർ, പബ്ലിഷേഴ്സ്, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള വിദഗ്ധരായിട്ടുള്ള എഴുത്തുകാർ, അതുപോലെ തന്നെ പ്രഭാഷകർ അടക്കം ഇവിടെ വിവിധ വേദികളിൽ സംവദിക്കുകയാണ്. നമ്മുടെ ഭാഷയെ വികസിപ്പിക്കുന്നതിൻ്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ പ്രധാന ഉത്തരവാദിത്വം വായനയാണ് നിർവഹിക്കുന്നത്. നമ്മൾ കാണാത്ത ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ലളിതമായ വഴി വായന തന്നെയാണ്. വായന മനുഷ്യൻ്റെ വിചാരങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ നിരന്തര നവീകരണത്തിന് വ്യക്തിയെ പാകപ്പെടുത്തുന്നതിൽ വായന നൽകുന്ന ഊർജം സുപ്രധാനമാണ്. ചരിത്രത്തെ ദുർവ്യാഖ്യാനിക്കുക, ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ സിലബസിൽ നിന്ന് മാറ്റുക, ശ്രീനാരായണ ഗുരുദേവനടക്കമുള്ള നവോത്ഥാന നായരെ പുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വലതുപക്ഷ ഫാസിസ്റ്റ് രാഷ്ട്രീയം. അതിനെതിരെ മാനവികതയുടെ ശക്തമായ പ്രതിരോധം തീർക്കാൻ വായന തന്നെയാണ് ഏറ്റവും പ്രധാനം. ആശയപരമായ പരിണാമം വായന കൊണ്ടേ സാധിക്കൂ. ചരിത്രത്തിൽ ലോകപ്രശസ്ത എഴുത്തുകാരുടെയും മറ്റും പുസ്തകങ്ങൾ ചുട്ടുകരിച്ചിട്ടുണ്ട്. എന്നാൽ വായനക്കാരിലൂടെയും എഴുത്തുകാരിലൂടെയും അക്ഷരങ്ങൾ ഉയർത്തെഴുന്നേറ്റു എന്നതാണ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വായന മനുഷ്യൻ്റെ അവിഭാജ്യമായ സാംസ്കാരിക പ്രവർത്തനമാണ്. സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടവും ജീവിത സാഹചര്യങ്ങളുണ്ടായ മാറ്റങ്ങളുമൊക്കെ വായനയുടെ സ്വഭാവത്തെയും രീതിശാസ്ത്രത്തെയുമൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷേ വായന അഭംഗുരം തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മനുഷ്യനെ നേർവഴിക്ക് നടത്താനും തിരുത്താനും വായന നിലനിൽക്കേണ്ട അത് അത്യന്താപേക്ഷിതമാണ്. ഇതിന് പക്ഷേ കേവല സാക്ഷരതയ്ക്ക് പകരം നമുക്ക് സാംസ്കാരികവും ധാർമ്മികവും പുരോഗമനപരവുമായ സാക്ഷരത കൂടി ആവശ്യമാണ്. ഞാൻ ദീർഘമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യാതിഥിയുടെ വാക്കുകൾക്കാണ് പ്രാധാന്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ ശ്രീ A.N. ഷംസീറാണ്. അദ്ദേഹം ഉടനെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന് ഈ ചടങ്ങിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഖ്യാതിഥി ശ്രീ കൈലാസ് സത്യാർത്ഥിയാണ്.
പുരോഗമനപരമായും ധാർമ്മികമായും ലോകത്തെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രസക്തമാക്കുന്നത്. I am so proud that the second edition of the KLIBF has the presence of Sri Kailas Satyarthi. As you all know, Sri Kailas Satyarthi needs no introduction, and an attempt to do so may not be easy. Nobel Peace Laureate Sri Kailas Satyarthi is one of the loudest voice the global fight against exploitation children. As he said on receipt of the Nobel Peace Prize, the Nobel Peace Prize is just a comma, not a full stop for him. His vision and visionary initiatives to support children inspire effort globally. Being a member of a legislative assembly, I must mention that Satyarthi's fearless efforts towards elimination of violence against children have resulted in path-breaking legislations globally. Let me quote from his speech at Oslo, 10th December 2014. The solutions are emerging, but these solutions cannot be found in the deliberations in conferences alone, and cannot be found in prescriptions from a distance. He has proved through his life and work. His heroes are the children he saved from slavery. Let me proudly welcome Sri Kailas Satyarthi to this function. ഈ ചടങ്ങിന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നിയമസഭാ സെക്രട്ടറി ശ്രീ എം ബഷീറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ചടങ്ങ് വീക്ഷിക്കാനും ആദരണീയനായ കൈലാസ് സത്യാർത്ഥിയുടെ പ്രഭാഷണം ശ്രവിക്കാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യായ മുൻ മന്ത്രി എം വിജയകുമാർ അടക്കം നിയമസഭാ സാമാജികർ, അതുപോലെ ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, മറ്റ് കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Before I invite Dr. Kailas Satyarthi to address the audience, may I request all of you to see a video of the life and works of Dr. Satyarthi and his foundation. The joys and freedom of millions of children started with just one feeling. What if the child slave Sabo was my daughter? Sabo, who was about to be sold to a brother. Sabo, whose desperate father lay in a heap at my feet. Perhaps it all started with a spark of compassion, and today become a worldwide movement. I believe that each one of us is born with two natural gifts: consciousness and compassion. Both are the core reasons of our being. When we feel the suffering of others as our own suffering, with a strong drive to take action, that is compassion. God is not so meager that He has blessed us with only a little of compassion which we have confined to our families and friends. We need to go beyond that. All that is required is to enlarge our circle of compassion. A touch of compassion is what makes each of us a problem solver, an innovator who is ready to accept all challenges and solve them. When we work towards making our world a better place, each one of us becomes a compassionate leader. In fact, all world religions and movements were born out of compassion. I stand with 8 billion people
because the world is my family. In this age of interconnectedness, are we really connected with each other? Compassion is the greatest form of connectedness and love. There is no curse bigger than being alone. Loneliness is frightening. If you are connected, you are fearless. And we are the safest if we feel like a part of our global family. We are the mothers of the children. I am not a teacher or a preacher of compassion. I have made it a way of life. I truly believe that every solution lies in compassion in action. So, my dear friends, as we globalize markets, resources, and data, I urge you all to globalize compassion. Sangachadvam samvadadvam samvo manansi janatam deva bhagam yatha purve sanjananam upasate. हम चलेंगे साथ साथ चले हाथों में हाथ हम चलेंगे साथ साथ एक दिन ओ मन में है विश्वास पूरा है विश्वास हम होंगे कामयाब एक दिन We shall overcome one day. May I now invite Dr. Kerala Satyarthi to address the audience. My dear children, Honorable Deputy Speaker, Secretary of Assembly, authors, writers, poets, eminent figures in the field of literature, young friends, sisters and brothers. First of all, I would like to congratulate you on this auspicious day of Kerala Parva, or what we call Kerala Pirvi. Is it okay? Kerala Pirvi? Yeah, little bit. And again, I would like to congratulate the organizers and contributors of this very important literature festival. During all my 45 years of fight against child slavery and demanding right to education in India and across the world, during all my arguments in India and across 140, 150 countries where I have been working for the last 30 years or so, there are certain things which were common to build those arguments. And one argument was that education is the key to all human rights. Education is enabler, equalizer, empowerer, emancipator.
And when I was talking about education, because you cannot end child labor, you cannot end poverty without an education and quality education. I have been referring Kerala as an example, the model. You have shown us path, not just to the rest of India, but in many countries who thought that poverty is the biggest impediment and poverty can not allow education for all. Of course, there were issues, I know, I studied them carefully. I had discussions with my fellow laureate Amartya Sen in the past and read his work, his studies and researches. But I have been always confident that if Kerala can achieve it, how it is going to transform the lives of people and how it is going to change many of those indicators related to development, rights, gender rights, and so on. Education was one of the biggest gifts you Keralites have given to the world, and particularly to India. The proof that poverty is not that hurdle. We can end poverty, we can elevate poverty, and we can elevate many of those social evils and exploitation, intergenerational exploitation, miseries and poverty by ensuring education to the poorest of the poor, to the most marginalized people. Dear friends, we live in a very complex world, compounded with several crises, conflicting challenges, conflicting priorities on one hand. On the other hand, we are so interconnected and so interdependent, we cannot solve any problem in isolation, in silo. So the paradox is that we live in a connected and interdependent world, but we also live in the same world which is so broken, so fragile, so fragile. And when we think of this inherent conflict or paradox, we think that world has never been so rich, so wealthier as it is today. We did not have so many billionaires as we have today. In almost every 3 days, a new billionaire is born globally. We have never been so advanced in technology as we are today. We never had a plethora of laws and constitutions, international treaties and bindings and conventions, promises made by the United Nations and by the respective governments, member countries, for the poor people, for the children, for the women, for the marginalized. So in that sense, we have everything. We have globalized economy, data, information, knowledge, production, supply, consumption, so many things. But even we are facing very, very serious, rather I would say the cruel inequality between the countries, between the people in the countries. Think of a situation that America or Europe cannot involve children as child laborers in their own country. It is illegal. But I can give you one example that the world cannot live without the blue chips
without the elements, the minerals used in your mobile phones, computers, everything. Cobalt, nickel, cobalt in particular. I have come across and I have met many young children who are working in most dangerous mines in sub-Saharan Africa to dig out that mineral. And these companies are making huge money out of it. These companies who claim that they are advancing green world, green technologies. This thing which is used in the batteries of EV cars, these electric vehicles, they run on the fundamental, the basic element, and that is cobalt. There are so many examples of this paradox which I was just mentioning in the beginning. There is a serious lack of moral compass. There is a serious lack of moral accountability and mutual responsibility. And that is such a growing evil, I would say, or growing illness, that today we are facing Russian-Ukrainian situation, which is not yet over, and then the Hamas-Israel problem. Is there any moral authority in the country, in the world, in any country? Is there any moral leadership in the United Nations itself which is heard seriously by any conflicting country in the world? The United Nations agencies are pleading. Many of them are not even allowed to enter to these places where the children are trapped or kidnapped or whatever happening with them. Because there is no moral sense of accountability. And therefore, I strongly feel that when we globalized everything, this is the time to globalize compassion. Compassion in all walks of life, compassion in every field. But let me underline here that when I talk of compassion, I am not talking of preaching. There is no dearth of preachers. You switch on your TV and you will see the face of those preachers. They can preach you love, compassion, humanity, honesty, truthfulness, yoga, whatnot, everything. And you can see their face maybe 26 or 27 hours in one day. All the time they are there to preach. So sometimes these words become hollow. They lose their content when they are used in this way by people who never practice them. Compassion is one of them. So I'm not talking about the compassion which could be preached or which should be preached. Compassion is not a soft emotion either. Neither it's a value or virtue. We can use it as a value or virtue, but essentially it is an innate property, biological, neurological property, exists in every human being. We are born with that. It is scientifically proven fact now that in the brain, in the anterior insular cortex, different things happen. And one of the things, the molecular and biochemical, bioneurological changes occur in a small place which has combination of care, love, but excitement, courage,
an action, a desperation to take action against or for certain things. I'm referring it just to tell you, underline you, that when I talk of compassion in literature or compassion in politics or society, it is not a matter of preaching. It is something which is already there in each one of us. We are born with. Think of your mother. When you were a child and you were hit with something in the home, you got injured, your mother would not just sit and make a plan that how to help you. Mother is mother. Spontaneously, instantly, she will respond to take care of you and make sure that you are safe. If you are in danger, your mother will run, and even at the cost of her own life, she will take you safe. These studies have been conducted in neuroscience now and epigenetics both, and found that yes, that relationship which we know as mother's love or care, the root, the real spark is compassion. So compassion is not mercy. Compassion is not kindness. Compassion is not empathy either, or sympathy. Compassion is, in my simple words, selfless drive to solve others' problem. Selfless action to solve others' problem. And a problem solver cannot live with soft or tender emotions, which you can find in other things like in mercy, in kindness, and so on. Empathy also. So compassion is the feeling of sufferings and problems of others, including planet, not just human beings. Feeling the suffering of others as your own suffering with a strong drive to take action to end that suffering. And therefore, in many occasions when I say that, think of Jesus Christ, think of Abraham, think of Hazrat Muhammad Saf or Buddha or Mahavir, think of Guru Nanak Dev, think of many of those great leaders, great human beings, we call them prophet. But when they felt the suffering of other people, the exploitation, the injustice, the cruelty in their surroundings, they did not sit quiet. They took initiative in making sure that how to alleviate that suffering. They have gone in one path. But I have visited and I have met number of people who had worked with Fidel Castro. I went to his home. I spent a day in the school which he has built as one of his love. So I sat and talked to those people who worked with him, some of the elderly people, the professors or teachers and so on. And then I found that he was so compassionate about his own people, and his journey began with feeling deeply the suffering of others who were exploited, though they were hard workers in their own way, the working class, peasants and so on. So was with other leaders. Che Guevara. I had a chance to sit in that coffee house where Che Guevara used to sit and had coffee and try to learn. Nobody has seen, no, I did not meet anybody who has any interaction with him. But even then, people have stories to tell. So I was listening to those stories that how good he was he was good for other people. They call it kind, but I call that he was compassionate, because he could not stop when he saw all these sufferings and all these injustices and exploitation and inequalities around him.
So what an interesting thing that they have gone in a different path, Buddha or Jesus has gone in a different path. But what was the initial spark? If I tried to link it with my statement based on neurology and epigenetics, it is basically the spark of compassion. The drive to take action to end the suffering, problems of other people, and all the social movements. And then I started observing my journey in freeing over 120,000 children, not directly by me, but tens of thousands by me directly, and then together with my friends or my colleagues and activists. I lost two of my colleagues. One was shot dead, one was beaten to death by mafias, the landlords, the slave masters, and one also passed away. I had injuries and scars in all my body, almost everywhere. Because these people who are selling and buying young children, stealing children, trafficking them, and selling in brothels or factories and mines, they are not ordinary people. They are so well connected with authorities, political and social authorities. So I started thinking that after giving up my career as electrical engineer, and I taught in the university, the transformer design, what was my motivation? What was my spark? And then I realized that it was essentially compassion. It was not religious at all. I can't say it was spiritual in those terms. People can say. But it was essentially my disagreement with slavery of children, with exploitation, injustice children were facing in our country or anywhere in the world. So I started thinking that let us go back to the real essence of compassion, not the essence which is preached as a soft human value, but as an innate quality of being a human being to fight against wrongs. That comes from compassion. And we see in the history how the revolutions, social transformations, even the religions spread across the world. Because people have felt connectedness and sense of responsibility. And that sense of responsibility was the moral responsibility. The society and civilization grew with a sense of responsibility. And evolutionary psychologists have also studied deeply that how reciprocal altruism millions of years ago, lakhs of years ago, have built our brain where we started feeling that if somebody is somehow helping, supporting, contributing in our life, then how we reciprocate it. That is the inherent psychological thing in the evolution psychology. So when we look at many of these social reformation movements, when we look at the freedom struggles, including the freedom struggle in India, the literature which had, in addition to nationalistic flavor, in addition to the quest for freedom, independence, etc., there was a deep sense of responsibility to each other, and there was a deep wire which is running inside, like the Premchand in North India, like Rabindranath Tagore, like Bankim Chand. They have touched the human chord very deeply, but that deep touch was not just the expression of those tender emotions which have been put on the paper through the words, but it also had
a deeper sense that how humanity works and grow deeply. Literature has played an important role. Here in Kerala, there are so many examples. I read something from Muhammad Basir Sahab. I read something from Kurup. I read something from one of the ladies, I forgot the name, Sunanda. Huh? Sunanda, yeah, Sunanda Kumari. So if you read their literature, then you will find that this deeper human connect was not simply the tender issues, but somehow it leads to think that how we can make a better society, how can build a better society on the basis of those tender emotions which could be converted into some decision making. So literature had played and can play important role. I am here to say to you that when you are writing, many of you write things, then if we are able to differentiate that mercy will keep status quo, though it's a great human trait, but if we keep giving something to someone, your hand will always be upper hand and somebody who is getting from you will be lower hand. Benevolence would not work. Good that some people are having that benevolence. But when we talk of justice, when we talk of equality, how you can build the equality when you don't meet and shake your hands as equal human beings and standing on the equal footage? And that's why compassion works. Mercy would not work. Kindness would not work. Benevolence would not work. Because they, as I said, being good human traits, they are not going to question the reasons why someone is so depressed, poor, exploited, facing all these problems. But compassion will lead you to finding the solutions, going inside the problems, structural and systematic issues. Because many of these sufferings are caused due to systematic and institutional and systemic injustices which are existing there for ages, for centuries. So we have to go back to dig out the compassion, as many of the authors who are sitting here, you will listen in the future. My appeal is that try to find out that how this tender-looking cord of connecting through deep emotions with each other will lead eventually to the problem solving, and the problems may lie in the system. We have so many issues. I will just sum up with a simple thing, a story, real story. Many years ago, I freed a boy who was born and grew up in intergenerational slavery. His father borrowed some money from his employer in working in stone quarries, and then the children were born and started working in the same way. So there were 3 brothers whom we physically liberated. I'm talking about one of them. That time he was 6-7 years old. So he was given a job to break stones in smaller pieces, whatever he could do, or at least hold those stones and then load in the baskets, and somebody will take the basket to the trucks. So at least some work has been done. But there is no question of education. That was in Rajasthan. And then after freeing these boys, we brought him to our Rehabilitation, Education and Leadership Building Center. We have 3 centers, Balashram, Balikashram and Mukti Ashram. When we set up these centers, when we used to free the children and realize that they should be empowered, they should be educated, they should be given some skills and good life, as others do, I was never driven by
the conventional charity mindset or mercy or kindness mindset. I always believe that adults have made sins for ages. Children have never been responsible for these injustices, intergenerational slavery, poverty, anything, even wars today. I was being interviewed online this afternoon by CNN International, and I said the same thing, that the children have never been responsible for any war, but they are the worst sufferers, they are the worst victims of war. So is the case of poverty and other miseries. So that boy was very, very good in studies. His dream was to become an advocate, a lawyer. We sent him to a law college. He passed out. And then 3-4 years ago, just in the beginning of Corona pandemic, he got his certificate or license. So one evening, now he is practicing in Delhi High Court and Delhi local court. So he studied in Delhi also. His name is Amal Lal. So Amal Lal one day came to me and my wife, and he was overwhelmed with joy and he was in tears. He could not say anything. He touched and held our feet. And so I smiled and I said that it looks that you might have fallen in love with a girl and finally you decided to marry, and today you are going to announce the name of the girl. And you come to me because I have to give permission, or my wife has to give permission, and finally we have to do all the arrangements for your marriage. He said, no, Bhai Sahab, they call me Bhai Sahab. Then he told the story. This was his first day of taking a new challenge. When he was entering inside the courtroom, on the way he saw a 15-year-old girl or 14-year-old girl was sitting and crying. Her father was sitting there, and some policemen and few lawyers were threatening them for something. So when Amal Lal saw from the distance, he stopped there, and then he looked into tried to listen. And Amal Lal is a tiny boy. He is, I think, less than 5 feet or 5 feet, hardly. So these people said, "Who are you?" And he contested that, "Look, I am a lawyer. I am wearing black coat and so on, tie." They said, "Go away." Then he said that I work with Kerala Satyarthi's foundation. So then they felt threatened. So they dispersed here and there, and the boy had a chance to sit and talk to the father and the daughter. The father told that 6 months ago or so, this girl, beautiful girl, was raped by a police officer in a slum. And since then, FIR was not registered for several months. Somehow, because the medical reports were very clear, luckily the doctors must be genuine or honest, so the report was lodged. But then these people, their lawyers and the policemen, were pressurizing father and the girl, and they already came in the pressure. They have signed on the affidavit that we are ready to withdraw the case because the consequences would have been even uglier. Amal Lal listened to this story. The father said that, "I don't want your help." The father didn't know who Kerala Satyarthi is, so he said, I don't know. Who are you? Why are you helping me? He said that we are not going to charge any money. We are there. And then he turned to the girl and said that, "Look, this is my story. I was liberated from these kind of situations. I saw the rape and sexual abuse of many of my co-workers and girls like sisters, and you are also my sister. Tell, if your brother asks you that he wanted to fight for your justice, would you agree?" The boy was very straight and honest.
the girl could feel and told her father that, look, I believe my brother. What he says, I agree. Then 3 of them had to rush to the court because these people had already took the signatures from the girl and the father. And then Amarlal stood in front of the court, and then he pleaded. He said that I also have this Wakalatnama or whatever, and then I will contest. So the judge looked at him, but he said that I am ready to contest. Judge could not understand because judge might have been informed by these people that the case is being withdrawn. So finally judge had to give a next date, but this affidavit and the Wakalatnama was accepted by the judge, and the case began from that day. So Amarlal was highly motivated and overwhelmed with this. This story was published in newspapers. Somebody has written this story in detail. This story became the part of book and couple of other books. And then it motivated so many young people, not only from his college, but from other law colleges. It has motivated a number of lawyers in Delhi, Patiala House Court, and they approached my colleagues that we are so impressed when we read these things in the newspaper, in magazines or in the book, in 2 different books. So they are coming pro bono to help in such cases. So when the story came out through the book and through other literature, the story of compassion, the real compassion, which brings courage, which brings drive, which brings action, and that also enlarged circle of compassion that has its own ripple effect. And we have seen so many ripple effects in our work and in our life. So once again, while thanking, now Honorable Speaker has also joined, in your leadership, this festival is taking place, and it is really very impressive. I am not a writer, but I have written several books in between. Something comes to my mind, and then I keep on fighting with myself, and sometimes I have to fight with these paradoxes and these contradictions around us, and a lot of positivity, a lot of joy, a lot of beauty in the world. Then I tried to put them down in paper. So we will be talking on my book a little later. But I had no experience in going to lit festivals, as I have never done my PhD in my life. But nowadays my office cannot accept all the offers when the universities in India and many parts of the world invite me to give the degree of PhD or DLit. So I've got so many degrees. Well, by the time I go, and sometimes they send by post. So I laugh at me that I could never ever do my PhD. I am not that man who could do DLit or whatever, LLD, but they keep on going honorary degrees. So is the case that I am not an author in those definitions, but I am here to speak in front of all of you. In summing up, I tell you a story. When I was invited to give my Nobel acceptance speech in Oslo, I was quite overwhelmed. I'm thinking of children, their parents, how they have been exploited in all their life and enslaved and whatnot, every cruelty they had to face. And I was talking about the greatness of my country.
our great rishis, munis, oliyas, and so on, in all religions and all walks of life, plurality and all the great values, the idea of India is born and has lived with. So all those things were coming to my mind, and I lost my speaking notes or my written speech, which was necessary for so many things, because a lot of PhDs are done not only on the speech, but sometimes on one line or two lines of the Nobel acceptance speeches. So the Nobel Committee has insisted that I have to submit a speech. So I forgot some papers. So a story came to my mind. I will finish with that. There was a heavy fire broken out in jungle. All animals, including King Lion, were running fast, leaving the jungle, rushing for a safer place. Lion noticed that there was a tiny hummingbird flying straight towards the flames. Surprisingly, he shouted, "What are you doing, committing suicide?" Bird replied, "Sir, I was born and grew up here. I cannot leave this jungle like that. I am going to extinguish this fire." More surprisingly, Lion asked, "How come? How can you do?" And she replied, "Sir, look at my beak. I am carrying a drop of water. I am carrying a drop of my water." She said, "I am doing my bit." This story I read in my childhood. So when I forgot to speak the theoretical things, I said that this is my life. And the life of everyone is possible like this, because the tiny hummingbirds recite each one of you. When you feel the suffering of others as your own suffering, with a strong drive, it could be a plant, it could be a river, it could be a mountain, it could be an animal, it could be a human being, it could be your own people, it could be unknown people, stranger. When you feel the problem, suffering, exploitation of others as your own, with a strong drive and start thinking, become desperate to take action to end that suffering, that is because of your hummingbird inside you. But so many things are pressing the hummingbird. So many layers are put on that hummingbird to stop. But I just tell you that whenever you feel like that, this is the spark of compassion. That is your hummingbird. Do your bit for betterment of humanity. If you really believe in humanity, this is the time you must act, because humanity needs people who believe in humanity. It is not talk of humanity, it is the deep belief, deep dream that we have to protect humanity, which is in danger today. Thank you so much for inviting me. Thank you. Thank you. Thank you, sir. Now I request Honorable Speaker to felicitate our chief guest, Dr. Kerala Satyarthi, by adorning him with the traditional ponnada. I also request Honorable Speaker to present a memento to Dr. Satyarthi. Thank you, sir. Now may I invite the Secretary, Kerala Legislative Assembly, Shri A.M. Bashir, for the vote of thanks, after which we have a small chat
on the recently published book of Mr. Kerala Satyarthi. Distinguished guest and my dear friends, there is no time. We are running short on time. There is a talk show with Dr. Kailash Satyarthi by Srimati Sunita Balakrishnan, so that we have to wind up the program. I am not be too formal. I express my sincere thanks to Honorable Speaker and Deputy Speaker to have their presence, and I also thank Dr. Kailash Satyarthi for having attended this function and delivered wonderful speech. I would add to say that has just spoken to us that he is not a writer, but in fact he has written so many books. We have bought all the books and we are delivering all these books to students. We have collected all his literary works. He is more a writer than a social worker, that is what we feel. We express sincere thanks to Dr. Kailash Satyarthi on behalf of Legislative Assembly, and thank you all for having attended this function. Thank you. Thank you, sir. Now we have a small chat. The function is over. Now we have a small chat on the recently published book of Mr. Satyarthi, Why Didn't You Come Sooner, moderated by Srimati Sunita Balakrishnan, who is a writer, content developer, and freelance journalist. So I invite Srimati Sunita Balakrishnan onto the stage. Madam, please come down to the stage. It's okay. So your mic hasn't come. Yeah. Can they? Thank you. Good evening, sir. It's wonderful to be here with you. Rare opportunity and a much honor. Let me get directly to the book. Your stories in Why Didn't You Come Sooner? This is the book. Your stories in Why Didn't You Come Sooner made me look inward, asking myself, what have I done? What have I initiated in compassion towards society? So I would like your take on what can a family do to ignite compassion within themselves and towards the world. I've heard that you and your family are together in your compassion offer to you're offering compassion to society. Please tell us how to go about it. Now, there are so many problems, but one of the problems in our relationship or in our genuine connect is that we either feel that we don't have time to spend with our family members, or we are already in competition with them or with others. So in a competitive world, and the world which is pushing for so-called success, which I don't think can bring joy and peace and safety, emotional safety, but even then we are being pushed about it, towards that. So one thing I learned, that if we learn to listen others' viewpoint, if we have to learn to build confidence, we have to be honest at least to few people in the family and also with others, then we can exercise compassion, because observing, talking to them honestly, we will learn each other's problem and then we will become the problem solver. Today, one thing I would like to point out here, that loneliness is going to be one of the
fastest epidemic, growing epidemic in the world. Even in America, a group of senators and congressmen brought a bill that loneliness should be considered as a legal issue, health issue, legally, so that they can get some health benefits from the government. It's a growing problem. It is not yet considered as an illness, but unfortunately it is the case which leads to depression, anxiety, loss of self-respect or self-esteem, and so many other problems. And 8 million people, 80 lakh people die due to depression alone. So this is a serious problem. And we have to get out of it, and that is possible when we are able to talk and convince. We need not to convince, we have to share that what kind of joy you are having in working with communities, with children, with women, with deprived people, with marginalized sections of society. And sometimes they also need exposure with us. So if we take on Sundays or Saturdays our children or our spouses or brothers, sisters, it will work. And I have seen many families where the families got involved in some social change programs and inspired to do something, to take some steps. So I think it is very much possible, but we have to take some steps. Sir, in the first story you have included in this book, Pradeep's story, he was put up for sacrifice and he came back to you after being injured and you rescued him from his misery. Child sacrifice is something that is still happening in stray corners of our country. After I read the story, and I think we had something closer to that, a stray incident in Kerala also recently, last year. I was thinking, why is superstition still among us? What do you think? What sort of fight is required against superstition? What can the Aam Aadmi do for this? Superstition continue when we are unable to build the scientific outlook in the society. And that drive should come from the schools, within the families. But the unfortunate thing is that the social media and the mainstream media spread superstitions. You open, as I was saying, that you open your channels and you will find so many Babas, Sadhus, Oliyas, this and that. They spread and deepen the superstitions prevailing in the society. Of course, they don't teach human sacrifice, but they teach so many things which ultimately lead to atrocities against women or and sometimes the poor, illiterate, deprived Adivasis and other people in the country. So I think there should be some legal efforts that the things which are not scientifically proven, they can, if they are against the law, and if they are against the existing norms and constitutional provisions, and if they are against the well-being of people, inclusivity and justice, and they are being spread in the name of religion and faith, and ultimately they are superstitions, they should be checked. And there should also be strong voices in the country where the intellectuals like yourself and people should raise the voice that what nonsense is going on, and spend some time in schools with the teachers, with the headmasters and others, that children should not be influenced by these dogmas and superstitions. So what sort of untold stories of superstition causing a lack of compassion and misery in our society, what sort of stories like that can be included in our school syllabus so that the children who are being influenced by all these news, all these things they hear, social media is affecting them also. Do you think education, our syllabus should be strengthened to invoke this? Definitely, definitely.
And I have started talking to some educationists, and eventually we are bringing proposals to governments, state governments and central government, that how to inculcate or train the innate property, and that is compassion. And instead of young people lose heart and lose confidence in themselves and others, and sometimes feel loneliness and depressed, better to teach them compassion in action. So one can dig out the compassion which is already there inside through some social actions, involving young people in transformative work, sometimes in service work, but eventually it should lead to strong steps, sometimes in changing or challenging at least those systems and those perceptions in society which are regressive. So education can definitely play the most important role, and it should be done through proper education systems and syllabus in the government schools as well as in the private schools. The stories of hope, the stories of courage, the stories of possibility, stories of change, and stories of inspiration of other young people, that if they were able to make difference, then everybody can make the difference. Sir, even the stories of what you have written out here, how people have been trapped in misery and what caused that misery, that will take me to my next question. We have been approaching the problem from one end. Do you think, is it ever possible for these stories to be approached from the top end? See, we have generations, privileged generations, enslaving generations into slavery. That's what we see. That's second story about the quarry, being bonded labor in quarries. So, and there are a number of stories like that in this, where bonded laborers and enslaved people are the people you have been about to rescue from misery. So what sort of effort can a society make in approaching these people from the top? How can these people be made to believe that what they're doing is wrong? Where do we start? Well, that's why we have been advocating for compassionate leadership in all walks of life. You cannot do it one-on-one. It is important that we have to engage some influential sections of society, may it be politics, may it be corporations, may it be judiciary, police, may it be civil society organizations, media, journalism, literary groups, and so on. So that is one strategy to take it forward. And my own experience in the last 2-3 years since I have launched this Satyarthi Movement for Global Compassion recently, I felt that this is possible. But when you're talking about this book, it is my journey with my fellow travelers or co-marchers, my children, who were rescued 20 years ago, 30 years ago, 40 years ago. So it is not that I have taught them anything. I have learned a lot from them. I learned simplicity, I learned courage, I learned resilience, and so many other properties, so many other qualities from them. So this is a journey from darkness to light. This is the journey of every child from despair to hope, impossibility to possibility. We have been able to do it. And in this book, every story is the story of hope, possibility. And many of these stories are the cause of changing national laws and international laws. In the enactment of national policies and international policies related to children, because of some of those young people who fought and then won the battle. So it is the story, the whole book is the book of hope and compassion. Yes. Thank you. Sir, you have started the Satyarthi Movement for Global Compassion, which aims to ignite compassion and action in the world. I'm sure this is going to be a call out to the youth in Kerala to follow you and to ignite the people younger than them and also their peers to go ahead to spread compassion in society. Thank you. Thank you so much. I will never say that anyone should follow me.
I am neither a holy man, and I need followers and bhakt and devotees and whatnot followers. So leaders. Neither I'm a politician, so I don't need followers. We follow leaders, so, sir. I can learn from the young people. I always learn from the youth because they are the real heroes. Yes. And the hero, a champion, a leader resides in every young person, and they should prepare themselves and be ready to sit on the driving seat instead of following leaders in whole their life. Better that they should take up challenges and change this mentality. Thank you so much. Thank you so much, sir. I think the Chief Minister is waiting to meet you. Thank you. So that's why we are winding it up now. Thank you so much. Thank you so much, Benji. രാജ്യങ്ങളും 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള കായികവുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റികൾ വിദഗ്ധരൊക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള വലിയൊരു പരിപാടിയാണ്. അതിൽ നമ്മൾ വിവിധ രാജ്യങ്ങളെ സമീപിച്ചപ്പോൾ ഈ വാട്ടർ സ്പോർട്സുമായി ബന്ധപ്പെട്ട വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ തയ്യാറായിരിക്കും. അത് കേരളത്തിൽ നമ്മൾ ആരംഭിച്ചാൽ ഡൊമസ്റ്റിക് ടൂറിസം തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. നമുക്ക് തദ്ദേശീയരായ ടൂറിസ്റ്റുകളെ തന്നെ ആകർഷിച്ചാൽ വലിയ തോതിലുള്ള മാറ്റം ഈ രംഗത്തുണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് വരികയാണ്. ഇതിൽ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻസ് ഈ വാട്ടർ സ്പോർട്സിൽ ഉണ്ടാക്കാൻ അടുത്ത് തന്നെ ഇപ്പോൾ 1ാം ഘട്ട ചർച്ച കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിൽ ജനുവരിക്കുള്ളിൽ തന്നെ പുതിയ ഡെസ്റ്റിനേഷൻ പോയിൻ്റുകൾ അത് കണ്ടെത്തി അത് നടപ്പിലാക്കാനുള്ള പദ്ധതികളും അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ക്ഷണിക്കാൻ പോകും. ഏതായാലും ഇത്തരത്തിലുള്ളൊരു ചർച്ച ഇവിടെ നടത്തിയതുള്ളത് ഏറ്റവും നല്ലൊരു ചർച്ചയാണ്. കാരണം ഭാവി കേരളത്തെ സംബന്ധിച്ചോളം നമ്മുടെ സാമ്പത്തിക മേഖലയെ ഏറ്റവും നല്ല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒന്നാണ് ടൂറിസം. ആ ടൂറിസത്തിന് അതിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുക. കായിക വകുപ്പിൻ്റെ ടൂറിസം മേഖലയിലെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിരിക്കുന്നു. സ്പോർട്സ് ടൂറിസം, ജല ടൂറിസം, മണൽപ്പുറ ടൂറിസം. ടൂറിസത്തിൻ്റെ സാധ്യതകൾ കേരളം പുതിയ പുതിയ അടരുകളിലേക്ക്, വിധാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിലാണ്. തുറമുഖ വകുപ്പ്, അതിപ്പോൾ താരപദവി ആർജിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു വകുപ്പാണ്. ഒപ്പം തന്നെ അദ്ദേഹം കാഴ്ച ബംഗ്ലാവുകളുടെയും പുരാവസ്തു വകുപ്പിൻ്റെയും ചുമതലയുള്ള മന്ത്രി കൂടിയാണ്. നേരിട്ട് തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട ആ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയുടെ കാഴ്ചപ്പാടുകൾ നമുക്കിനി കേൾക്കാം.
വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധേയമായ ഒരു ചർച്ചയാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നു വരുന്നത്. ടൂറിസം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം. 2022 ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം 1.88 ലക്ഷമായിരുന്നുവെങ്കിൽ ഈ വർഷം ഏതാണ്ട് നവംബറിലെ കണക്കെടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് 2 കോടി എത്തിയിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അന്താരാഷ്ട്ര ടൂറിസം രംഗത്തും നമ്മുടെ സംസ്ഥാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ നേരത്തെ സൂചിപ്പിച്ച എല്ലാ രംഗങ്ങളോടും യോജിച്ചുകൊണ്ട് തന്നെ ക്രൂയിസ് ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലുകൾക്ക് സുഗമമായി വന്നു പോകാനുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായതോടുകൂടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം ഒരു പടി കൂടി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം കടൽ എന്ന് നമുക്ക് വിഴിഞ്ഞത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. സ്വാഭാവിക ആഴം 20 മീറ്ററിൽ കൂടുതലും അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് 10.5 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കരയും ലഭിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ലോകത്തെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഒന്നിച്ചു യാത്ര ചെയ്യുന്ന ക്രൂയിസുകൾക്ക് കേരളത്തിലെ നമ്മുടെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ തുറമുഖത്ത് എത്തിച്ചേരാനും ഈ തുറമുഖത്ത് എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അനായാസകരമായി സഞ്ചരിക്കാനുമുള്ള സംവിധാനങ്ങളാണ് രൂപപ്പെട്ടു വരേണ്ടത്. ഒരു മേജർ തുറമുഖവും 17 മൈനർ തുറമുഖങ്ങളുമാണ് കേരളത്തിലുള്ളത്. 17 മൈനർ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം. അതിന്ന് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ജലഗതാഗതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സംസ്ഥാനത്തിലെ വിവിധ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ടൂറിസ്റ്റുകളെ എത്തിക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ റോഡിലുള്ള വലിയ ട്രാഫിക് കഞ്ചക്ഷനിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും. അപകടകരമായ എക്സ്പ്ലോസീവ് ഐറ്റങ്ങൾ റോഡിലൂടെ പോകുന്നത് മൂലമുണ്ടാകുന്ന അപകടവും ഇതിലൂടെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതിലേറെ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും ആഗ്രഹിക്കുന്നത് റോഡ് യാത്രയല്ല. അവർ കടലിലൂടെയും മറ്റ് ജലപാതകളിലൂടെയും യാത്രയെ ഏറ്റവും പ്രിയം വെക്കുന്നവരാണ്. അവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കേരളത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട തുറമുഖങ്ങളുടെ വികസനത്തിലൂടെ ടൂറിസ്റ്റുകൾക്ക് അനായാസകരമായി ഏതൊരു പ്രദേശത്തും എത്തിച്ചേരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ക്രൂയിസ് ടൂറിസത്തിൻ്റെ വികാസത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ സമ്പദ്ഘടനയിൽ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കും. ക്രൂയിസ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നിരവധി കേരളീയർ മറ്റു പല സംസ്ഥാനങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. അവരെയൊക്കെ നമുക്ക് അവർ ചിലവഴിക്കുന്ന സമ്പത്തിനെ നമുക്ക് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് പിടിച്ചു നിർത്താൻ ഇതിലൂടെ സാധിക്കും. കേരളത്തിലെ പശ്ചാത്തല വികസന രംഗത്ത് വലിയ കുതിപ്പാണ് ഇടക്കാലത്തുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല റോഡുകൾ നമുക്കിന്ന് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ആകാശപാതകൾ ഒരുക്കാൻ നമ്മുടെ കേരളത്തിന് സാധിക്കും. മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനം എന്ന നിലക്ക് നമുക്ക് ആ ഡെസ്റ്റിനേഷനുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പുതിയൊരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ക്രൂയിസിൽ വന്നിറങ്ങുന്ന വിനോദസഞ്ചാരികൾക്ക് ആകാശയാത്രകൾക്കുള്ള അവസരമൊരുക്കാൻ നമുക്ക് സാധിക്കും. മലനിരകൾ കൊണ്ട്, പച്ചപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് നമുക്കറിയാം. ആ മലനിരകളിലേക്ക് അവരെ യാത്ര ചെയ്യിക്കാൻ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഹെലികോപ്റ്ററുകളോട് നൽകാൻ സാധിച്ചാൽ അത് കൂടുതൽ ശ്രദ്ധേയമായി മാറും. ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ സുഖകരമായൊരു താമസം ഓഫർ ചെയ്യുക എന്നതാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ 5 നക്ഷത്ര ഹോട്ടലുകളുള്ള സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറിയിരിക്കുന്നു. 46ഓളം 5 സ്റ്റാർ ഹോട്ടലുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ലഭ്യമാണ്.
വ്യത്യസ്ത വരുമാനത്തിലുള്ള ആളുകളാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവർ പലരും. അവർക്ക് ചെറിയ ചെലവിൽ താമസിക്കാൻ 2 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകൾ ആകർഷമായി വരും. ഏറ്റവും സൗകര്യമുള്ള സമ്പന്നരായ ആളുകൾക്ക് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകൾ ആവശ്യമായി വരും. കൂടുതൽ ഹോട്ടലുകൾ ഈ രംഗത്ത് ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ രംഗത്ത് നിക്ഷേപിക്കുന്ന നിക്ഷേപകർ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടും. അതോടൊപ്പം ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കഴിഞ്ഞ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ സംജാതമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി ഭംഗി അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങൾക്കും സാധിക്കാത്ത ഒന്നാണത്. മഴയെ വല്ലാതെ ആകർഷിക്കുന്ന ഒരുപാട് വിദേശികളുണ്ട്. അവർക്ക് ഏതാണ്ട് എല്ലാ മാസങ്ങളിലും മഴയെ കാണിച്ചു കൊടുക്കാൻ കേരളത്തിന് സാധിക്കും. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ. കേരളത്തിൻ്റെ പച്ചപ്പ് ഏറെ ആകർഷണീയമാണ് എന്ന് നമുക്കറിയാം. ഇത്തരം വ്യത്യസ്ത രൂപങ്ങളിലൂടെ കേരളത്തിലെ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇപ്പോഴുണ്ടായിട്ടുള്ള ആഭ്യന്തര ടൂറിസത്തിൻ്റെ വളർച്ച, വിദേശ ടൂറിസ്റ്റുകളുടെ ഇങ്ങോട്ടുള്ള ആഗമനത്തിലുണ്ടായിട്ടുള്ള വളർച്ച, ഇതൊക്കെ കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ്. ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വ്യത്യസ്ത വകുപ്പുകളുടെ കീഴിലുള്ള ഈ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ ഏറെ സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചരിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള നിരവധി മ്യൂസിയങ്ങൾ കേരളത്തിന് തുറക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ മാത്രം 7 മ്യൂസിയങ്ങളാണ് പുതുതായി തുറക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ കേരളീയർക്ക് പോലും ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് മാർക്കറ്റിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായി വരുന്നത്. വ്യത്യസ്ത വകുപ്പുകൾക്ക് കീഴിലുള്ള ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ച്, വ്യത്യസ്ത വകുപ്പുകൾക്ക് കീഴിലുള്ള മ്യൂസിയങ്ങളെക്കുറിച്ച് ബഹുജനങ്ങൾക്ക് ഒരു പൊതുവായ ധാരണ ഉണ്ടാക്കുകയും ഇത്തരം ടൂറിസം ഡെസ്റ്റിനേഷനുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കാരിഡോർ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇടക്കാലത്ത് കാരവൻ ടൂറിസം ഭംഗിയായി തന്നെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. കാരവൻ ടൂറിസത്തിലും നമുക്ക് കൂടുതലായി അവർക്ക് എല്ലാ ഡെസ്റ്റിനേഷനുകളെക്കുറിച്ചും ഒരു അവബോധമുണ്ടാക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ അബ്ദുറഹിമാൻ മിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ കഴിഞ്ഞ മാസം മലപ്പുറം ജില്ലയിലെ ചെമ്മാട്ട് മലപ്പുറം ജില്ലയുടെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം സ്ഥാപിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയുടെ പൈതൃകം, ചരിത്രം അവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വയനാട്ടിൽ നമ്മുടെ കുങ്കിച്ചിറ എന്ന് പറയുന്ന പ്രദേശത്ത് വയനാടിൻ്റെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം അടുത്ത കാലത്താണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മുടെ തിരുവനന്തപുരത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ പുരാരേഖകൾ സൂക്ഷിച്ചിട്ടുള്ള പുരാരേഖാ മ്യൂസിയം ഇടയ്ക്ക് സമർപ്പിക്കപ്പെടുകയുണ്ടായി. വ്യത്യസ്ത രീതിയിൽ പല കാലഘട്ടങ്ങളിൽ ജനങ്ങൾ എഴുതി ചേർത്തിട്ടുള്ള ചെപ്പോടുകളും അതുപോലെ തന്നെ മറ്റ് പലതരം എഴുത്തുകളും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വ്യത്യസ്ത രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന സൂക്ഷിപ്പ് സ്ഥലം എന്ന നിലക്ക് അത് പ്രാപ്യമാകാൻ ആളുകൾക്ക് കോടതി വ്യവഹാരത്തിനും അതുപോലെ പഠിക്കാനും ആവശ്യമായ രേഖകൾ ലഭ്യമാക്കാൻ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള സംവിധാനവും ഏർപ്പെടുത്തി വരികയാണ്. ഇതൊക്കെ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ആകർഷിക്കപ്പെടുന്ന ഒന്നായി മാറും. അതുകൊണ്ട് വ്യത്യസ്ത വകുപ്പുകൾക്ക് കീഴിലുള്ള ടൂറിസം കേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ശ്രമത്തിന് നാം കൂട്ടായി ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ അഹമ്മദ് ദേവർകോവിൽ. ഇത്തരം ചർച്ചകൾക്ക്, സംവാദങ്ങൾക്ക് സമാരംഭങ്ങളേ ഉള്ളൂ, സമാപ്തിയില്ല. എങ്കിൽ പോലും ചടങ്ങിൻ്റെ ഒരു ഘടനയ്ക്ക് വേണ്ടി ഒരു ഉപസംഹാരം ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി തന്നെ ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ മോഡറേറ്റർ എന്ന നിലയ്ക്ക് ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഏറ്റവും ഉന്നതമായ ധാർമ്മിക ബോധത്തോടു കൂടി ഇടപെടേണ്ട ഒരു മേഖല കൂടിയാണ് ടൂറിസം. ടൂറിസത്തിന് ഒട്ടേറെ അപഭ്രംശ സാധ്യതകളുണ്ട്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പദയാത്രി എന്ന് പേരെടുത്ത ഒരു സോഷ്യലിസ്റ്റ് നേതാവ് ടൂറിസത്തിനെതിരാവുന്ന ചില പരാമർശങ്ങൾ ഒരിക്കൽ നടത്തിയിരുന്നു. ടൂറിസം പ്രധാനപ്പെട്ട ഒരു വികസന തുറയായി രാജ്യം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ
ദരിദ്രരായ സഹോദരിമാർ കടലോരങ്ങളിൽ വിദേശ വ്യഭിചാരികളെ കാത്തിരിക്കുന്നത് സങ്കല്പിക്കാൻ എനിക്കാവുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിന്നൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ എത്രയേറെ ധാർമ്മിക ബോധത്തോടു കൂടി ടൂറിസം എന്ന് പറയുന്ന മേഖലയെ മുന്നോട്ട് കൊണ്ടുപോയി ഏത് തരത്തിലത് കൊണ്ടുപോകുന്നു എന്നൊക്കെ ഉറപ്പാണ്. ഇത് നവകേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നവകേരളത്തിൻ്റെ ഭാഗമായി ഒരു നവ ടൂറിസം നയമുണ്ടാകുമോ? ടൂറിസത്തിൻ്റെ മേഖലയിലും ലോകത്തിനാകെ മാതൃകയായി കാട്ടാവുന്ന ഒരു കേരള മോഡൽ സൃഷ്ടിക്കാൻ കഴിയും എന്ന് നമുക്ക് ആത്മവിശ്വാസമുണ്ടോ? അതിനുള്ള ധാർമ്മിക ധീരതയോടുകൂടി മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയും എന്ന് വകുപ്പ് മന്ത്രിക്ക് വിശ്വാസമുണ്ടോ എന്ന ചോദ്യത്തിനു കൂടി മറുപടി പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ടൂറിസം സ്വപ്നങ്ങളുടെ ആ അവസാനത്തെ അതിര് വരച്ചു കാണിക്കാൻ ഞാൻ മന്ത്രി റിയാസിനോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്, നന്ദി അറിയിക്കുകയാണ്. പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള നമ്മൾ ഇടപെടേണ്ട ഒരു വിഷയം ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള സാമ്പത്തിക സ്രോതസ്സ് അത് എങ്ങനെ നമുക്ക് ഇനിയും കണ്ടെത്താനാകുമെന്നുള്ളതാണ്. പൊതുവെ LDF തന്നെ പ്രകടന പത്രികയിൽ ടൂറിസം മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ പൊതുമേഖല, സഹകരണ മേഖല, സ്വകാര്യ മേഖല, സ്വകാര്യ വ്യക്തികൾ എന്നിവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഡെസ്റ്റിനേഷനുകളെ വികസിപ്പിക്കാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നവംബർ മാസം 16 തിരുവനന്തപുരത്ത് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത് സംഘടിപ്പിക്കുകയാണ്. അതോടുകൂടി കേരളത്തിൽ ടൂറിസം മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തിൻ്റെ അനന്ത സാധ്യതയെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു നിലയുണ്ടാകും. ഏതൊക്കെ പദ്ധതികളിൽ സാധ്യതയുണ്ട്, മറ്റ് സാധ്യതകൾ എന്തൊക്കെ, ഇനി പുതിയ പുതിയ ആശയങ്ങൾ, നവീനമായ ആശയങ്ങളൊക്കെ തന്നെ പ്രകടിപ്പിക്കാനുള്ളൊരു ഇടം കൂടിയായി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മാറും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. അതോടുകൂടി നമുക്ക് വലിയൊരു മാറ്റം ഈ മേഖലയിൽ വളരെ വേഗത്തിൽ സൃഷ്ടിക്കാനാകും. രണ്ടാമത്തേത്, കേരളത്തെ ആകെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റി തീർക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പോയാൽ പാലങ്ങളൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഫ്രാൻസിലെ പാരീസിൽ ദീപാലങ്കൃതമായ പാലങ്ങളിലേക്ക് കുടുംബമായും സുഹൃത്തുക്കളുമായും ഒക്കെ തന്നെ ആളുകൾ വരികയും അതൊരു പ്രധാനപ്പെട്ട സന്ധ്യാസമയങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്ന സ്ഥിതിയാണുള്ളത്. കേരളത്തിലും എന്തുകൊണ്ടതായിക്കൂടാ? അതിമനോഹരമായ നദികൾക്ക് കുറുകെയുള്ള ഒട്ടേറെ പാലങ്ങളുണ്ട്. ആ പാലങ്ങളെ ദീപാലങ്കൃതമാക്കി മാറ്റാൻ സ്വകാര്യ സംരംഭകരുടെ ഉൾപ്പെടെ സഹായത്താലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലും എറണാകുളം ജില്ലയിലും 2 പൈലറ്റ് പദ്ധതികൾ 2024 തുടക്കത്തിൽ തന്നെ യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാലങ്ങളെ ദീപാലങ്കൃതമാക്കുന്ന പദ്ധതി പോലെ തന്നെ പുതിയ തലമുറയെ എങ്ങനെ കൂടുതൽ ടൂറിസത്തിലേക്ക് കൊണ്ടുവരാം, ടൂറിസം ക്ലബ്ബുകളെ സജീവമാക്കുകയും പുതിയ ഇടങ്ങളിൽ രൂപം കൊടുക്കുകയും ചെയ്യുന്ന പദ്ധതി ഇപ്പോൾ വളരെ ഫലപ്രദമായി നടപ്പിലായി വരുന്നു. ഇവിടെ DTPCയെ കുറിച്ച് സൂചിപ്പിച്ചു. DTPCയിൽ വന്ന മാറ്റം, DTPC നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രശ്നം, അതിൻ്റെ സെക്രട്ടറിമാർ ടൂറിസവുമായി ലെവലേശം ബന്ധമില്ലാത്ത പലരുമാണ് എന്നുള്ളതായിരുന്നു. മുൻ KTDC ചെയർമാൻ പുതിയ മാറ്റം അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊഫഷണലി തന്നെ DTPC സെക്രട്ടറിമാരെ നിശ്ചയിക്കാൻ ഒരു പ്രത്യേക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ക്രൈറ്റീരിയയും വെച്ചുകൊണ്ട് അവരെ ഇൻ്റർവ്യൂ നടത്തി 14 ഇടങ്ങളിലും DTPCക്ക് സെക്രട്ടറിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു മാറ്റം ആ മേഖലയിൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഭാഗമായി നവീനമായ ആശയങ്ങൾ, ലോക ട്രെൻഡുകളെ മനസ്സിലാക്കിക്കൊണ്ട് നടപ്പിലാക്കാനുള്ള ശ്രമം ചില DTPCകൾ നടത്തുന്നുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ഇപ്പോൾ
റോഡുകളെ കുറിച്ച് പറഞ്ഞു. പൊതുമരാമത്ത് ടൂറിസവും ആദ്യമായിട്ടാണ് ഒരാളുടെ കയ്യിലെത്തുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളിൽ 70% റോഡും പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളല്ല. അത് മറ്റു പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട റോഡുകളാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട റോഡുകളുണ്ട്, ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട റോഡുകളുണ്ട്, ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട റോഡുകളുണ്ട്, പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട റോഡുകളുമുണ്ട്. ഈ റോഡുകളെ ആകെ ഒരു വകുപ്പിൻ്റെ കീഴിലാക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെ നമുക്കിത് പരിഹരിക്കാൻ വേണ്ടി പറ്റൂ. അതല്ലാതെ നിലവിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള 30,000 കിലോമീറ്റർ റോഡുകൾ തന്നെ നല്ല നിലയിലാക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നൊരു ഘട്ടത്തിൽ മറ്റു വകുപ്പുകളുടെ റോഡുകളിൽ പോയി അതുകൂടി നന്നാക്കാൻ എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനുള്ളൊരു വഴി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളിൽ 70% വരുന്ന മറ്റു വകുപ്പുകളിലെ റോഡുകളും പൊതുമരാമത്ത് വകുപ്പുള്ള റോഡുകളും കൂടി ഒരു കേന്ദ്രം, ഒരു വകുപ്പ് ഇടപെടുന്നൊരു നില ആലോചിക്കണം. അത് സർക്കാരിൻ്റെ പരിഗണനയുള്ള വിഷയമാണ്. ഞങ്ങൾ ചർച്ച ചെയ്ത് അത് മുന്നോട്ട് പോകുന്നുണ്ട്, പരിഹരിക്കണം. പിന്നെ പരിപാലനത്തിൻ്റെ പ്രശ്നമാണ്. അതും വളരെ ഫലപ്രദമായ ഒരു നിർദ്ദേശമാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റുകൾ നിർബന്ധമായും വേണ്ടതുണ്ട്. പലയിടങ്ങളിലും പരിപാലനവും ടൂറിസം വകുപ്പ് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിപാലനമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നിരവധിയാണ്. DTPC പരിപാലനമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്, മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതിലൊരു ഏകോപനം അനിവാര്യമാണ്. കേരളം ടൂറിസം വകുപ്പുണ്ടായതിനു ശേഷം ഇന്ന് വരെ ആ ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരു ഏകോപനം തീർച്ചയായിട്ടും പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇതിനൊക്കെ സാധ്യമാകുന്ന നിലയിൽ കുറേ കൂടി പ്രൊഫഷണൽ ടച്ചിൽ DTPC സെക്രട്ടറിമാരെ നിശ്ചയിച്ചതിൻ്റെ ഗുണം പൊതുവെ നിലവിലുണ്ട്. പക്ഷേ ഈ പറയുന്ന മാറ്റങ്ങൾ കൂടി നമുക്ക് വരുത്തണം. അതിൽ പ്രധാനമാണ് മാലിന്യ പ്രശ്നം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വലിയൊരു ശ്രമമാണ് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നടത്തുന്നത്. അത് കൂട്ടായി നമുക്ക് ഇനിയും നടത്തണം. അത്തരം ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റണം. ഒട്ടേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ പഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്തുകൾ, അവർക്കൊക്കെ അത് വികസിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ അതിന് സാമ്പത്തിക സ്രോതസ്സില്ല, പഞ്ചായത്തുകൾക്ക് പ്രത്യേക ഫണ്ടില്ല. അത് കണ്ടുകൊണ്ടാണ് 60% ഫണ്ട് ടൂറിസം വകുപ്പും 40% ഫണ്ട് ത്രിതല പഞ്ചായത്തും എടുക്കുന്ന ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്നുള്ള പദ്ധതിക്ക് ഇപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത്. ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൻ്റെ പ്രത്യേകത ഓരോ ഗ്രാമപഞ്ചായത്തും അല്ലെങ്കിൽ മറ്റ് ത്രിതല സംവിധാനങ്ങളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമൊക്കെ അവരുടെ പദ്ധതികൾ മുകളിലേക്ക് അയക്കുകയും അതിനൊരു സ്ക്രൂട്ടിനി സംവിധാനം ഉണ്ടാവുകയും അതല്ലെങ്കിൽ ഓരോ പദ്ധതിയും കൊടുക്കാനാകുന്നൊരു സ്ഥിതി നിലവിലുണ്ടാവില്ല. ക്വാളിറ്റി നോക്കണം, സാധ്യതകൾ നോക്കണം. അപ്പോൾ ആ സ്ക്രൂട്ടിനി സംവിധാനം ഫലപ്രദമായി പോകുന്ന ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൻ്റെ ഭാഗമായി 100ഓളം പുതിയ ഡെസ്റ്റിനേഷൻ കേരളത്തിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇവിടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ കാര്യം സ്പോർട്സ് വകുപ്പ് മന്ത്രി പറഞ്ഞു. ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള അഡ്വഞ്ചർ സ്പോർട്സ് ഒട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം സ്പോർട്സ് വകുപ്പിൻ്റെ കൂടി സഹായമുണ്ടെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റും. ബീച്ച് സ്ഥലങ്ങൾ പലതും വിവിധ വകുപ്പുകളുടേതാണ്. ചിലത് പോർട്ടിൻ്റേതാണ്, ചിലത് ടൂറിസത്തിൻ്റേതാണ്, ചിലത് മറ്റ് സംവിധാനങ്ങളുടേതാണ്. ഇതിലൊരു ഏകോപനം സൃഷ്ടിച്ചുകൊണ്ട് ടൂറിസം മേഖലയിൽ വാട്ടർ സ്പോർട്സിൻ്റെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഇടുക്കിയിലെ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടിയുള്ളതാണ്. വലിയ നിലയിലുള്ള പങ്കാളിത്തമാണ് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വാഗമണിൽ വലിയ മാറ്റങ്ങൾ അതിന് കാരണമായി വരുന്നു. ഞാനതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പോയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, അവിടെ ഒരു ബാത്റൂം സൗകര്യം പോലും ഇല്ല എന്നുള്ളതാണ്. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അതിൻ്റെ സാധ്യതകൾ ശ്രദ്ധിക്കാതെ പോയതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാത്റൂമും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടി പറഞ്ഞ് അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു പ്രധാന പ്രശ്നമാണ്. പ്രാഥമിക സൗകര്യങ്ങളുടെ പോരായ്മ ടൂറിസം കേന്ദ്രങ്ങളിലുള്ളൂ എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. ഇപ്പോൾ കോവളം ലോകപ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കോവളം അറിയുന്നവർ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അത് കേരളത്തിലാണോ എന്ന് അറിയാത്തവർ, കേരളം അറിയാത്തവരും കോവളം അറിയുന്നവർ പലരുമുണ്ട്. ഇന്ത്യയേക്കാൾ കോവളത്തെക്കുറിച്ച് കേട്ട പല വിദേശ സഞ്ചാരികളുമുണ്ട്. എന്നാൽ കോവളത്തൊരു പ്രാഥമിക സൗകര്യത്തിനുള്ള സംവിധാനം ഒരുക്കാൻ നമുക്ക് ഇതുവരെ സാധിക്കാത്ത പ്രശ്നമുണ്ട്. ഇത് സർക്കാർ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തു. കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള മറ്റ് സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നു. അത് അധികം വൈകാതെ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ കോവളത്തിൽ നമ്മൾ ഉദ്ദേശിച്ച് നടപ്പിലാക്കാനാകും.
വർക്കല, അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി, മൂന്നാർ തുടങ്ങി നിരവധി ഇടങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾ, കംഫർട്ട് സ്റ്റേഷനുകൾ, ഇതൊക്കെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒരുക്കേണ്ടത് വളരെ ക്രിയാത്മകമായ നിർദ്ദേശമാണ്. അതൊരുക്കാൻ ഈ ഗവൺമെൻറ് എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയപ്പെടുത്തുന്നു. ബീച്ച് ടൂറിസത്തിലാണ് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. 9 ജില്ലകളിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നടപ്പിലാക്കുന്നത്. മറ്റ് 5 ജില്ലകളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് വിരോധമുള്ളത് കൊണ്ടല്ല. കടൽ മേഖലയുള്ള 9 ജില്ലകളാണ് കേരളത്തിലുള്ളത്. ആ നിലയിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, ഇന്നലെ വൈപ്പിന് എറണാകുളവുമായി. ഇനി ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം കൂടി അത് യാഥാർത്ഥ്യമാകും. 6 ഇടങ്ങളിൽ ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ കാരണം, കാലാവസ്ഥ പ്രശ്നവും മറ്റും കാരണം നിർത്തിയിട്ടുണ്ട്. അത് പുനരാരംഭിക്കും. 9 ഇടങ്ങളിലായിക്കഴിഞ്ഞാൽ ജില്ലകളിൽ അത് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ നവീനമായ ആശയങ്ങൾ പ്രത്യേകിച്ച് അഡ്വഞ്ചർ സ്പോർട്സ് മേഖലയിൽ പൊതുവേ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ ദിവസത്തിനിടയിലും ടൂറിസത്തിൻ്റെ ട്രെൻഡ് മാറുകയാണ്. ആ ട്രെൻഡിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മാറ്റാം, ഇടപെടാം, ജനകീയ ടൂറിസം നമുക്ക് നടപ്പിലാക്കാം. അത് എല്ലാ നിലയിലും മികച്ചതാക്കി മാറ്റണം. ഇന്നിനേക്കാൾ നാളെ മികച്ചതാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇന്നിനേക്കാൾ മികച്ചതാണ് നാളെ എന്നുള്ളത് ചിന്തിക്കുന്നതാണ്. വിശാലമായി ചിന്തിക്കുന്ന മനുഷ്യരിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു കാഴ്ചപ്പാട്. ആ നിലയിൽ ഈ കാലഘട്ടത്തിലെ ടൂറിസത്തിന് സാധ്യമാകുന്നതെല്ലാം ചെയ്യുക. ഭാവിയിലെ ടൂറിസം നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ എന്തൊക്കെ തുടക്കം കുറിക്കാനാവും എന്നുള്ളത് നല്ല നിലയിൽ പരിശോധിച്ച് മുന്നോട്ട് പോകാനാണ് ടൂറിസം വകുപ്പും സർക്കാരും ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്കാരം. ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഹാജരുണ്ടായിരുന്ന മന്ത്രിമാരുമായി ബന്ധപ്പെട്ട വകുപ്പുകളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച നടന്നത്. ഇനിയും മേഖലകൾ അവശേഷിക്കുന്നുണ്ട്. സാംസ്കാരിക ടൂറിസം പോലുള്ള മേഖലകൾ അവശേഷിപ്പിക്കുന്നുണ്ട്. ആദ്യം തന്നെ മന്ത്രി റിയാസ് പറഞ്ഞു ജനങ്ങളുടേതാണ് ടൂറിസം എന്ന്. ജനങ്ങളുടെ പ്രതികരണം കൂടി ഉണ്ടാകുമായിരുന്നെങ്കിലേ ഇത് പൂർത്തിയാകുമായിരുന്നുള്ളൂ. പക്ഷേ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. സാംസ്കാരിക പ്രവർത്തകരും വായനക്കാരും ഒക്കെ ആയിരിക്കും സദസ്യരിൽ ഉണ്ടാവുക. അവരുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടൂറിസം മന്ത്രിക്ക് മെയിൽ ചെയ്ത് അറിയിക്കാൻ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ ചർച്ചയെ സമ്പന്നമാക്കിയ മന്ത്രിമാർക്ക്, മുൻ മന്ത്രി വിജയകുമാറിന്, ഒപ്പം തന്നെ അതിൻ്റെ സമഗ്രതയ്ക്ക് സാക്ഷികളായി നിന്ന സദസ്യരായ നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്ക് എന്നെ ഇതിൻ്റെ ഏകോപകനായി ക്ഷണിച്ചതിന് നന്ദി പറയും. ചർച്ചയിൽ പങ്കെടുത്ത നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഉപകാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ അംഗങ്ങളായ ശ്രീ TV ഇബ്രാഹിം, ശ്രീ ടൈസൺ മാസ്റ്റർ എന്നിവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പാനൽ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട MLA-മാരായ ശ്രീ TV ഇബ്രാഹിം, ശ്രീ ടൈസൺ മാസ്റ്റർ MLA എന്നിവർ നിർവഹിക്കുന്നു. ചർച്ചയിൽ പങ്കുകൊണ്ടവർക്കും ഈ ചർച്ചയിൽ സശ്രദ്ധം വീക്ഷിക്കാനെത്തിയവർക്കും നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും വേദി 1 ക്ഷണിക്കുകയാണ്. അവിടെ കൾച്ചറൽ പ്രോഗ്രാം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാവരും വേദി 1 പോകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്.
മലരി പൂത്തുകാവുകളിൽ കുരുതിയൂത്ത പോലെ പകലറുതി പരനിരകൾ കോൽത്തിരികൾ പോലെ സമയമായി സമയമായി തേരിറങ്ങുകമ്പേ സകല ലോകപാലനൈക സമയമതാലംബേ. കുട്ടിക്കാലം മുതൽക്ക് കവിതയുടെ അക്ഷരങ്ങളുടെ ഒരു അന്തരീക്ഷത്തിൽ കഴിയാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എനിക്ക്. അച്ഛൻ അറിയപ്പെടുന്ന അക്ഷരശ്ലോക ആചാര്യനായിരുന്നു, KN വിശ്വനാഥൻ നായർ. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. കുട്ടിക്കാലം മുതലേ ഇങ്ങനെ ധാരാളം കവിതകൾ ചൊല്ലി പരിശീലിച്ചുകൊണ്ട് തന്നെ തനിയെ എഴുതി തുടങ്ങിയപ്പോഴും താളത്തിൻ്റെ ഒരു വടിവിലാണ് വാക്കുകൾ വന്നു വീണത്. മറന്നു നീ വാഗ്ദാനങ്ങൾ ഇരക്കുകയില്ല മേലിൽ